എന്നാ ചെന്നി ചേച്ചി പറഞ്ഞു. കർണക്കൊന്ത ചൊല്ലിക്കൂ, തുടങ്ങിക്കൂ. ഓക്കെ. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിലൂടെ നയിക്കണമേ. ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയുന്ന നിനക്ക് സ്തുതി. കർത്താവേ, ഞങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. സർവശക്തല പിതാവും ആകാശത്തിന് ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പുറത്ത് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്ന് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തല പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിനും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിന് അങ്ങയുടെ പുത്രൻ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളെ മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ. ഈശോയുടെ ഉദാഹരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പീഡാസഹനങ്ങളെ പ്രതി
ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരകാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ കർത്താവ് ആത്മാവും ദേഹവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേ. ഈശോയുടെ പീഡാസനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിന്റെ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ പുത്രന്റെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേ. ഈശോയുടെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വരദാനമായ പീഡാസനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണം. ഈശോയുടെ പീഡാസനത്തെ കുറിച്ച് മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ പീഡാസനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും 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 മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ചിന്നു ഒരു പാട്ട് പാടടി. നീടും നല്ലി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധ നീഴും നല്ലി വരണമേ എന്റെ ഹൃദയത്തിൽ,
ദിവ്യദാനങ്ങൾ ദൈവസ്നേഹം നിറയ്ക്കണേ. തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, ആത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യദാനമേ, പരിശുദ്ധാത്മാവേ വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആരാധിക്കുമ്പോൾ അവതാരം കാക്കുന്നു, പൂജിതമോ രക്ഷമോ വർത്തിപ്പാണ് ആത്മനാഥന നെഞ്ഞിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. ആരാധിക്കുമ്പോൾ താനം പാടിടാം, രക്ഷാനാമം പാട്ടിപ്പാടാം, നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം.
ഹലോ, കേക്കാമോ? ഹലോ, കേക്കാമോ? ആ, തുടങ്ങട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രക്തത്തിൽ മുക്കിയിരിക്കുന്ന മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന്, കുടുംബങ്ങളൊന്ന് ചേർന്ന് ആരംഭിക്കുന്ന ഈ വചന അഖണ്ഡ വായന നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധമേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഈ വായന പൂർത്തീകരിക്കുന്നതിലൂടെ ഓരോ മക്കളിലേക്കും വചനാഭിഷേകം കടന്നു വരും. ആന്തരികവും ശാരീരികവും മാനസികമായ എല്ലാ തലങ്ങളിലേക്കും ദൈവിക അഭിഷേകം കടന്നു വരാനും കർത്താവിന് ഇടയാക്കണമേ. നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാമം പോലെയോ. കർത്താവെ, ഞങ്ങളുടെ അധരങ്ങൾ ഈ നിമിഷം വിശുദ്ധീകരിക്കണമേ. സ്വർഗത്തിന് അഗ്നി ഞങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങോട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോയെ ഓശാനദിനമായി ഞങ്ങൾ ആരംഭിക്കുമ്പോൾ കാലഘട്ടത്തിൽ ധാനം ഞങ്ങൾ ആഘോഷിക്കാൻ ഒരു ഈ വചനത്തിന്റെ അഭിഷേകത്തിലൂടെ ഞങ്ങൾ കടന്നു ഈശോയുടെ അവിടുത്തെ വചന ഇപ്പോൾ സമീപസ്ഥമാണ്. ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിന്റെ ചൈതന്യം നൽകി അനുഗ്രഹിക്കണം. ഇറങ്ങി വരട്ടെ. ആത്മാവിന്റെ സംസർഗവും പരിശുദ്ധമായ മനസ്സുണ്ടായിരിക്കട്ടെ. ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു ചെയ്തു. വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനം ഉണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെട്ടു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടി ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാ തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾക്ക് അയക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്ത്, രാവും പകലും വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കുവാൻ വലുത്, രാത്രിയെ നയിക്കുവാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയുവാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കുവാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കുവാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റിച്ചേർന്നിരിക്കുന്ന സകലവിധ ജീവങ്ങളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം.
ദൈവം വീണ്ടും അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴിയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടികളുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിൽ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾ കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശ എല്ലാ പറവുകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്നും വിരമിച്ചു. ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. തന്റെ പ്രവൃത്തികളിൽ നിന്നും വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ഏദൻ തോട്ടം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവെ ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടുന്ന് താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്നും പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന് നടുവിൽ അവൻ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി തിരിഞ്ഞ് ഒന്നാമത്തേതിന്റെ പേര് പ്രീഷോൺ എന്നും സ്വർണത്തിന്റെ നാടായ ഹവീല മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാടിന്റെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളും ഉണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഫോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ട്രൈഗ്രീസ്. അത് അസിറിയയുടെ കിഴക്ക് ഭാഗത്തൂടി ഒഴുകുന്നു. 4-ാമത്തെ നദി യോപ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിരുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയാൻ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്നും രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ന് പേരിടണമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികളും ആകാശത്തിന്റെ പറവുകളും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ ഒരു തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ എന്റെ എല്ലാ അസ്ഥികളിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നരിയാണിവളെന്ന് വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവന്റെ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ഞ തോന്നിയിരുന്നില്ല. മനുഷ്യന്റെ പതനം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പസ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. താങ്കൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു.
അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവരുടെ മുമ്പിൽ നിന്നും മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നയായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നാണെന്നോ? നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂടി തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ശിക്ഷയും വാഗ്ദാനവും. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതികളും അവളുടെ സന്തതികളും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്നും കാലായനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വീർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ആദ്യം ഭാര്യ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യ നന്മതിന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുക. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കൂടി പറിച്ചു തിന്നു. അമർത്യനായാൻ ഇടയാകരുത്. കർത്താവെ, അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്ക് വഴികാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കോരാമ്പുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തുകളും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. കായേലും ആബേലും. ആദ്യം തന്റെ ഭാര്യ ഹവ്വായോട് ചേർന്ന് അവൾ ഗർഭം ധരിച്ച് കായേലിനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേലിന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായൽ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായൽ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച അർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിനും അവന്റെ കാഴ്ചവസ്തുക്കളും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേലിനും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായോനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. കർത്താവ് കായേലിന് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യമാകുകയില്ലേ? നല്ലത് ചെയ്തിരുന്നെങ്കിൽ പാവം വാതിക്കൽ തന്നെ പാതിയിരിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നുവെന്നും നീ അങ്ങനെ അതിനെ കീഴടങ്ങും. ഒരു ദിവസം കായൽ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവൻ വയലിലേക്ക് കായൽ ആബേലിനോട് കയർത്തു അവനെ കൊന്നു. കർത്താവ് കായലിനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നും എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്റെ സഹോദരന്റെ രക്തം കുടിക്കുവാൻ വാവിളർന്ന് ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായൽ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്നും ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായേലിനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേലിനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ അടയാളം പതിച്ചു. കായൻ കർത്താവിന്റെ സന്നിധി വിട്ട് ഏതാനും കിഴക്ക് നോതുദേശത്തെ വാസമുറപ്പിച്ചു. കായന്റെ സന്താന പരമ്പര. കായൽ തന്റെ ഭാര്യയായി ചേർന്ന് അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിയെ പ്രസവിച്ചു. കായൽ ഒരു നഗരം പണിതു. തന്റെ പുത്രനായ ഹെനോക്കിന്റെ പേര് അതിന് നൽകി. ഹെനോക്കിന് ഈരാദിന് മുഹമരും ജനിച്ചു. മുഹുമായലിന് മെശാലയും മെഥൂശാല്യനും ജനിച്ചു. രാമായിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു യാബേൽ. കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവന്റെ സഹോദരന്റെ പേര് യൂബൽ. പിന്നാരവേണവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായ്ക്ക് ഒരു പുത്രനുണ്ടായി. തൂബാൽ കന്യൻ ചെമ്പ് പണിക്കാരന്റെയും ഇരുമ്പ് പണിക്കാരന്റെയും പിതാവായിരുന്നു അവൻ.
തൂബൽ കായലിനെ നാമം എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ലാമാക്ക് തന്റെ ഭാര്യയോട് പറഞ്ഞു, ആദമേ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമോക്കിന്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറുക്കിയെടുപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച് ചെറുതാക്കിയ ഒരുവനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേലിന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ ലാമോക്കിൻ്റെത് 70 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തന്റെ ഭാര്യയോട് ചേർന്നു. അവൻ ഒരു പുത്രനെ പ്രസവിച്ചു. സോത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായേൽ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് അവൾ പറഞ്ഞു. സോത്തിനും ഒരു പുത്രൻ ജനിച്ചു. സോത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി, ആദം മുതൽ നോഹ വരെ. ആദത്തിന്റെ വംശപരിഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യരെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായിരുന്നു അവനെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ ദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവനെ സോത്ത് എന്ന് പേരിട്ടു. സോത്തിന്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സോത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് എന്നൊരു പുത്രനുണ്ടായി. ഏനോഷിന്റെ ജനനത്തിന് ശേഷം സോത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. സോത്തിന്റെ ജീവിതകാലം 912 വർഷമാണ്. അവൻ മരിച്ചു. ഏനോഷിനും 90 വയസ്സായപ്പോൾ കൈനോൻ എന്നൊരു പുത്രനുണ്ടായി. കൈനോവിന്റെ ജനനത്തിന് ശേഷം ഏനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഏനോഷിന്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കൊയ്യുനോ 70 വയസ്സായപ്പോൾ മഹാലോൽ എന്നൊരു മകനുണ്ടായി. മഹാലോലുവിന്റെ ജനനത്തിന് ശേഷം കൊയ്നാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കൊയ്നോന്റെ ജീവിതകാലം 910 വർഷമായിരുന്നു. അവൻ മരിച്ചു. മഹാലോലുവിന്റെ 65 വയസ്സായപ്പോൾ യാരോദ് എന്നൊരു മകനുണ്ടായി. യാരോദിന്റെ ജനനത്തിന് ശേഷം മഹാലാൽ 83 വർഷം ജീവിച്ചു. അവൻ വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹാലോലിന്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരോദോസിന് 162 വയസ്സായപ്പോൾ ഹോനോക്ക് എന്നൊരു പുത്രൻ ഉണ്ടായി. ഹോനോക്കിന്റെ ജനനത്തിന് ശേഷം യാരോദ് 800 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരോദിന്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലഹ് എന്നൊരു മകൻ ഉണ്ടായി. മെത്തുശലഹിന്റെ ജനനത്തിന് ശേഷം ഹൈനായ്ക്ക് 300 വർഷം കൂടി ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. ഹോനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹോനോക്ക് ദൈവത്തിന്റെ പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 150 വയസ്സായപ്പോൾ മെത്തുശലഹ് ലമോക്കിന്റെ പിതാവായി. ലമോക്കിന്റെ ജനനത്തിന് ശേഷം മെത്തുശലഹ് 752 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലഹിന്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലമോക്കിന്റെ 182 വയസ്സായപ്പോൾ ഒരു പുത്രൻ ഉണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിൽ ക്ലേശക്കാരുടെ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിന് ശേഷം ലാമോക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ലാമോക്കിന്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവൻ മരിച്ചു. നോഹായ്ക്ക് 500 വയസ്സായതിനു ശേഷം ഷൂം, ഹോം, യാഫോസ് എന്ന പുത്രന്മാരുണ്ടായി. തിന്മ വർദ്ധിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴിവുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരെ സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യരിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്. അവന്റെ ആയുസ് 160 വർഷമായിരിക്കും. ദേവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവൾക്ക് മക്കൾ ഉണ്ടാകുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അധികന്മാരുണ്ടായിരുന്നില്ല. അവരാണ് പുരാതന കാലത്തെ പ്രതിഷ്ഠ അർജിച്ച പ്രബലന്മാർ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദൂഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്നും ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും എഴുതിയന്തുക്കളെയും ആകാശത്തിലെ പറവുകളെയും ഞാൻ നാമവിശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ഇതാണ് നോഹയുടെ വംശബലി. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായി, ഷോം, ഹോം, യാഫോത്ത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയിലാകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്നും ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാവരും ദുർമാർഗികളായി. നോഹയുടെ പെട്ടകം. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവിതകാലങ്ങളെല്ലാം നശിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർക്ക് ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും.
ഗോഹോർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. അതിൽ മുറികൾ തിരിക്കുക. അതിന്റെ അകത്തും പുറത്തും കിളി തോയ്ക്കണം. അതിന്റെ അകത്തും പുറത്തും കീല് തേയ്ക്കണം. ഇങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും. മേൽക്കൂരയിൽ നിന്നും 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. താഴത്തെ മേലെയും നടുവിലായി 3 തട്ടായി വേണം പേടകം ഉണ്ടാക്കാൻ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതെല്ലാം നശിപ്പിക്കും. എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പേടകത്തിന്റെ കയറണം. നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2 നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. എല്ലായിരം പക്ഷികളെയും മൃഗങ്ങളെയും ഇഴയന്തുക്കളെയും സംരക്ഷിക്കപ്പെടേണ്ടതിന് 2 നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ജലപ്രളയം. കർത്താവ് നോഹയോട് അരുളി ചെയ്തു, നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. നീ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്തുവാൻ വേണ്ടി ശുദ്ധിയുള്ളവരെ സ്വവർഗ മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡിയും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡിയും കൂടെ കൊണ്ടുപോവുക. 7 ദിവസം കൂടി കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യ്ക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളും ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പേട്ടകത്തിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവരും അല്ലാത്തതുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി 2 വീതം നോഹയുടെ കൂടെ പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി. നോഹയുടെ ജീവിതത്തിലെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധത്തിന്റെ ഉറവുകൾ പൊട്ടിയൊഴുകി. ആകാശത്തിന്റെ ജനലുകൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അന്ന് തന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രനായ ഷോം, ഹാം, യാഫോത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലായിനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിൽ നിന്നും 2 വീതം നോഹയോട് കൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയുടെ പേടകത്തിലടച്ചു. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്ന പെട്ടകം പൊങ്ങി ഭൂമിയുടെ മുകളിലായി. ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിന്റെ കീഴെ താഴെ ഉയർത്തുന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളം ഉയർന്നു. ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. കരയിൽ വസിച്ചിരുന്ന പ്രമാണങ്ങളെല്ലാം ചത്തുപോയി. ഭൂമുഖത്ത് നിന്നും ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടു നിന്നു. ജലപ്രളയത്തിന്റെ അന്ത്യം. നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും കന്നുകാലികളും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി. വെള്ളം ഇറങ്ങി. അഗാധത്തിലെ ഉറവുകൾ നിലച്ചു. ആകാശത്തിലെ ജലകാലങ്ങൾ അടഞ്ഞു. മഴ നിലനിൽക്കുകയും ചെയ്തു. ജലം പിൻവാങ്ങിയെന്ന് 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരുന്നു. 10-ാം മാസം 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താനുണ്ടായിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തു വിട്ടു. വെള്ളം വറ്റുവോളം അത് അങ്ങും ഇങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെ വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളം ഉണ്ടായിരുന്നു. അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തു വിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 നാൾ കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെയും തിരിച്ചു വന്നില്ല. നോഹയുടെ ജീവിതത്തിന്റെ 650-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം ഭൂമുഖത്ത് വെള്ളം വറ്റിത്തീർന്നു. നോഹ പേടകത്തിന്റെ മേൽക്കൂര പൊക്കി നോക്കി. ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു. 2-ാം മാസം 27-ാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി. ദൈവം നോഹയോട് പറഞ്ഞു, ഭാര്യ, പുത്രന്മാർ, അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുക. പെട്ടകത്തിലെ പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും
എല്ലാം പുറത്തു കൊണ്ടുവരിക. സമർത്ഥമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ. ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യയും ഒത്ത് നോഹ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്നു. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി. നോഹ ബലിയർപ്പിക്കുന്നു. നോഹ കർത്താവിന് ഒരു ബലിക്കുടം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളുടെ പക്ഷികളിൽ നിന്നും അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. അഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനിയൊരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അനന്തരം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെ എല്ലാം ഇനിയൊരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്യും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലനിൽക്കുകയുമില്ല. നോഹയുടെ ഉടമ്പടി. നോഹയും പുത്രന്മാരും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറയുവിൻ. സകല ജീവജാലങ്ങൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ധരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തകർന്നു. എന്നാൽ ജീവനോടുകൂടി അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവിത രക്തത്തിനെ മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എന്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറയുവിൻ. നോഹയോടും പുത്രന്മാരോടും കൂടെ ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാൻ ഇതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലത്തിന്റെയും പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടുകൂടി നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയുമില്ല. ദൈവം തുടർന്നരുൾ ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങൾക്കായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയായുള്ള ഉടമ്പടിയുടെ അടയാളമാണ് മേഘങ്ങളിൽ എന്റെ വില്ലു ഞാൻ സ്ഥാപിക്കും. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിന്റെ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെ നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകുകയുമില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. നോഹയുടെ പുത്രന്മാർ. പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷൂം, ഹൂം, യാഫോത്ത് എന്നിവരായിരുന്നു. ഹാമായിരുന്നു കാനിന്റെ പിതാവ്. ഇവരാരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടവും വെച്ച് പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിന്റെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ 2 സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷൂമും യാഫോത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറിച്ചു. അവൻ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തത് എന്താണെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. അവൻ തന്റെ സഹോദരന്മാർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിരിക്കണം. അവൻ തുടർന്ന് പറഞ്ഞു, ഹോമോന്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കാനാൻ ഷൂമിന്റെ ദാസനായിരിക്കട്ടെ. യാഫോത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ. ഷൂമിന്റെ കൂടാരത്തിൽ അവർ പാർക്കും. കാനാൻ അവനും അടിമയായിരിക്കും. വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ 350 വർഷം ജീവിച്ചു. നോഹയുടെ ജീവിതകാലം 950 കൊല്ലമായിരുന്നു. അവനും മരിച്ചു. ജനതകളുടെ ഉത്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫെത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം. യാഫെത്തിന്റെ പുത്രന്മാർ ഹോമർ, മാഗോഗ്, മാദായ്, യാവൻ, തുമ്പാൻ, ഹോമറിന്റെ പുത്രന്മാർ അശ്വനാസ്, റീഫത്ത്, ലോഹർമ, യാവൻ, ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, ദോദാനിം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിന്റെ പുത്രന്മാർ കുഷ്, മിസ്രൈം, ഫുത്, കാനാൻ എന്നിവർ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹബീല, സപ്ത,
റാമ, സപ്തേക്ക. റാമയുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിന്റെ മുൻപിൽ ഒരു നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടു വീരൻ ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഹേറേക്കും അക്കാദും അടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന നിനവെ, റെഹോബാത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിവയ്ക്കും കാലായ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രായേലിന്റെ മക്കളാണ് ലുദിം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രിസിം, കസ്തുലിയും ഹപ്തോറിയാം എന്നിവർ. കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തരുടെ ഉത്ഭവം. കാനാനു കടഞ്ഞൂർ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസ്യർ, അമോരിയർ, ഗിർഹാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്തൂർ എന്നീ വംശങ്ങളുടെ പൂർവികരായിരുന്നു കാനാൻ. പിൻകാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശരുടെ നാട് സീദോനിൽ തുടങ്ങി ഗെരാറിന് നേർക്ക് ഗാസ വരെയും, ഹോദാമിനും ഗൊമോറയ്ക്കും അദ്മാദയ്ക്ക് സെബയോമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച ഹാമിന്റെ സന്തതി പരമ്പര. യാഫെത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി. അവൻ എബ്രമിന്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിന്റെ പുത്രന്മാർ ഹേലാം, അഷൂർ, അർപ്പക്ഷദ, ലൂത്ത്, ആരാം എന്നിവരും. ആരാമിന്റെ പുത്രന്മാർ ഹൂസ്, ഹൂൾ, ഗേദർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷദാമിന് ഷേലാമിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവന്റെ പേര് ഫേലക്, കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവന്റെ സഹോദരന്റെ പേർ യോക്താദിന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, സേബ്ലബ്, ഹസ്രബേത്ത്, യാറം, ഹദോറാം, ഊസാൽ, ദിഗ്ര, ഓബാൽ, അബിമാൽ, ഷെബ, ഓബി, ഓഫീർ, ഹവില, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സയഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര. ദേശവും തലമുറകളും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത്. ഇതിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്. ബാബേൽ ഗോപുരം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചെറി പോകും. മനുഷ്യ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോ ഒരു ജനതയാണ്. അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഷേം മുതൽ അബ്രാം വരെ. ഷേമിന്റെ വംശാവലി. ഷേമിനു 100 വയസ്സുള്ളപ്പോൾ അർപ്പഷാദ് ജനിച്ചു. ജലപ്രളയം കഴിഞ്ഞ 2-ാം വർഷമായിരുന്നു അത്. അർപ്പഷാദിന്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 35 വയസ്സായപ്പോൾ
അർപ്പഷാദിന് ഷേലാഹ് ജനിച്ചു. ഷേലാഹിന്റെ ജനനത്തിന് ശേഷം അർപ്പഷാദ് 403 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ ഷേലാവിന് ഏബർ ജനിച്ചു. ഏബർ ജനിച്ചതിന് ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 34 വയസ്സായപ്പോൾ ഏബറിന് പേലഗ് ജനിച്ചു. പേലഗിന്റെ ജനനത്തിന് ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ പേലാഗിന് റവു ജനിച്ചു. റവുവിന്റെ ജനനത്തിന് ശേഷം പേലഗ് 250 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 32 വയസ്സായപ്പോൾ റവുവിന് സെരൂഖ് ജനിച്ചു. സെരൂഖിന്റെ ജനനത്തിന് ശേഷം റവു 207 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ സെരൂഖിന് നാഹോർ ജനിച്ചു. നാഹോറിന്റെ ജനനത്തിന് ശേഷം സെഗോർ 200 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 29 വയസ്സായപ്പോൾ നാഹോറിന് തേരാഹ് ജനിച്ചു. തേരാഹിന്റെ ജനനത്തിന് ശേഷം താഹോർ 119 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 70 വയസ്സിന് ശേഷം തോരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. തേരാഹിന്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാഹും നാഹോറും ഹാരാനും. ഹാരാന്റെ പുത്രനാണ് ലോത്ത്. തന്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു. അബ്രാഹും നാഹോറും വിവാഹം കഴിച്ചു. അബ്രാഹിന്റെ ഭാര്യയുടെ പേര് സാറായി. സാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കായുടെയും ഇസക്കയുടെയും പിതാവായ ഹാരാന്റെ മകളാണ്. സാറായി വദ്ധിതയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായില്ല. തേരാഹ് കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാഹിമിന്റെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാഹിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. അബ്രാഹിമിനെ വിളിക്കുന്നു. കർത്താവ് അബ്രാഹുവിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പുത്രഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാക്കും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തു അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്ത് വിട പറഞ്ഞപ്പോൾ അബ്രാഹിമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രഹാം ഭാര്യ സാറായിയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിച്ചേർന്നു. അബ്രഹാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ശെഖേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളിച്ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാഹാം ഒരു ബലിപീഠം പണിയുന്നു. അവിടെ നിന്ന് അവൻ ബെത്ലേമിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബെത്ലേമിന് കിഴക്കും ഹായിക്കും പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നെഹബീനു നേരെ യാത്ര തുടർന്നു. അബ്രാം ഈജിപ്തിൽ. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിഞ്ഞു. ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു, നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം.
നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും, ഇവൾ അവന്റെ ഭാര്യയാണ്, എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും. നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ സഹോദരിയാണെന്ന് പറയണം. അവൾ ഈജിപ്തിലെത്തി. അവൾ കാണാൻ വളരെ കഴിവുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി. അവളെ കണ്ടപ്പോൾ ഫറോവയുടെ സേവന്മാർ അവളെപ്പറ്റി ഫറോവയോട് പൊരുത്തി പറഞ്ഞു. അവൾ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി. അവന് ആടുകൾ, കാളകൾ, കഴുകുകൾ, ഒട്ടകങ്ങൾ, വേലക്കാരികൾ എന്നിവ ലഭിച്ചു. പക്ഷെ അബ്രാഹാമിന്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. തന്മൂലം ഫറവോ അബ്രാഹാമിനെ വിളിച്ചു പറഞ്ഞു, നീ ഈ ചെയ്തത് എന്താണ്? അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട്? അവൾ സഹോദരിയാണെന്ന് നീ പറഞ്ഞത് എന്തിന്? അതുകൊണ്ടല്ല ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത്. ഇതാ നിന്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ തന്റെ ആൾക്കാർക്ക് അബ്രാഹാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവകകളെയും കൂടെ യാത്രയാക്കി. അബ്രാഹും ലോത്തും. അബ്രാം ഭാര്യയോടും സ്വന്തമായ സഹലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഹ്ബിയയിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണം വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഹബിയയിൽ നിന്ന് ബെത്ലേം വരെയും ബെത്ലേമിന് നായ്ക്കും ഇടയ്ക്കും താൻ മുമ്പ് കൂടാരം പണിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാഹാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവന്റെ കൂടെ പുറപ്പെട്ട ലോകത്തിന് ആട്ടിൻപറ്റങ്ങളും കന്നാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അബ്രാഹിമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോകുക. ഇടത്തു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം. വലത്ത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. യോർദ്ദന സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെ സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണുപോലെയുമായിരുന്നു. കർത്താവ് സോദാമിനും ഗോമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് യോർദ്ദന സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദാമിനടുത്ത് കൂടാരം പണിച്ചു. സോദാമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. അബ്രാം ലോത്തിന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്ക് നിന്റെ സന്താന പരമകൾക്കും എന്നേക്കുമായി ഞാൻ തരൂ. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവൂ. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക. അത് നിനക്ക് ഞാൻ തരും. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ലോത്തിനെ രക്ഷിക്കുന്നു. ഷീന രാജാവായ അംബ്രാഫേൽ, എല്ലാസർ രാജാവായ അരിയോക്, ഏലാം രാജാവായ ഹെദോറലാവോർ, ഓയിൻ രാജാവായി ഇദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോദേം രാജാവായ ബേറോം, കോമോ രാജാവായ ബീർഷ, ആത്മരാജാവായ ഷീനാവ്, സെബോയ് രാജാവായ ഷെമഹബർ, ബേല
അതായത് സോവ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവർ സിത്തിം താഴ്വരയിൽ അണിഞ്ഞിരുന്നു. അതിപ്പോ ഉപ്പുകടലാണ്. ഇവർ 12 വർഷം ഹേലോദോവറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു. എന്നാൽ 13-ാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭണം കൂട്ടി. 14-ാം വർഷം ഹേദോർലോമും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷതരോത്ത്, കർണായിമിൽ, റഫായിലുമുളയും, ഹാമിൽ, കൂസിമുളയും, ഷാബെ, കിരിയാത്തായിൽ എമിവുകളെയും, സെയിൽ മലകളിൽ ഓരിയാരെ അടിച്ചമർത്തി. അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എൽപ്പരാ വരെ എത്തി. അവർ പിന്തിരിഞ്ഞ് എൻമിഷിപ്പാത്തിൽ, അതായത് കാദേശിൽ ചെന്ന് അമലേഷ്യരുടെ നാട് കീഴടക്കി. ഹസസോൾ താമാറിൽ പാർത്തിരിക്കുന്ന അമോരിയെയും തോൽപ്പിച്ചു. അപ്പോൾ സോദോം, ഗോമോറും, അദ്മാ, സെബോയും, ബേല, അതായത് സോബാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിത്തിൻ താഴ്വരയിൽ ഏലം രാജാവായ ഹെദറോലോവോർ, ഗോയിം രാജാവായ സിദാൽ, ഷീനാർ രാജാവായ അംറാഫേൽ, എല്ലാസാർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിഞ്ഞിരുന്നു. 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ സിത്തിൻ താഴ്വര നിരയെ ചെളികുണ്ടുകളായിരുന്നു. സോദാമിലെയും ഗോമോറായിലെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദാമിലെയും ഗോമോറായിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. സോദോമിൽ പാർത്തിരുന്ന അബ്രാഹിമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെട്ട ഒരുവൻ വന്നു എബ്രായനായ അബ്രാഹിമിനെ വിവരം അറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന ഏഷ്കോലിനെയും ആനറിനെയും സഹോദരനായ മാമ്രെ എന്ന അമോര്യനെയും ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത്. സഹോദരൻ തടവുകാരനാണ് കേൾക്കപ്പെട്ടത് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 318 പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രിയിൽ അവർ തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ചു ശത്രുക്കളെ ആക്രമിച്ചു. തോൽപ്പിച്ച് ദമാസ്കന് വഴക്കുള്ള ഗോബ്രം വരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ചർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. ഹേദോറാവോറെയും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാഹാമിനെ എതിരേക്കാൻ സോദോം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവെ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാഹാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. സോദാൻ രാജാവ് അബ്രാഹാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടു തരുക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രാഹാം സോദാൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാഹാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയുമല്ലോ. യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കു മാത്രമേ എനിക്ക് വേണ്ടൂ. ആനറും എഷ്കോലും മാത്രമേ ഞങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. അബ്രാഹവുമായി ഉടമ്പടി. അബ്രാഹാമിന്റെ ദർശനത്തിന് കർത്താവിന്റെ ഒരു അരുളപ്പാടുണ്ടായി. അബ്രാഹാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയനാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാഹാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക?
ദമാസ്കസ്കാരൻ ഏലിയാസറാണ് എന്റെ വീടിന്റെ അവകാശി. അബ്രഹാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. എന്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എന്റെ അവകാശി. വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടു വന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കൂ, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തീരാൻ വേണ്ടി നിന്റെ കൽദായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയും ഒരു ചങ്ങാലിയെയും ഒരു ഇളംപ്രാവിനെ എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന ഭാവങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിടത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിലായിരുന്നു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ കുറ്റം പതിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോടും നീ സംസ്കരിക്കപ്പെടും. 4ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത എനിക്ക് പൂർത്തിയായിട്ടില്ല. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരിക്കുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ, ഫെനീസ്യർ, കദ്മോനിയർ, ഹിദ്യർ, പെരിസ്യർ, റഫായി, അമോര്യർ, കാനാന്യർ, ഗിർഗാഷിയർ, ജബൂസ്യർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹാഗോറും ഇസ്മയേലും. അബ്രാഹാമിനു ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാഹാമിനോട് പറഞ്ഞു, മക്കളുണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക. ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്നയോട് വീക്ഷിച്ചു. സാറായി അബ്രാഹാമിനോട് പറഞ്ഞു, എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാർ. ഞാനാണ് എന്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടു തന്നത്. പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദിയായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്ന വിധികളാവട്ടെ. അബ്രാഹാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായി വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴി മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ
ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവരിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിലൂടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കൂ. അവന് നീ ഇസ്മയാൽ എന്ന പേരിടണം. കാരണം കർത്താവ് ഇതിന്റെ രോദനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതേക്കത്ത മനുഷ്യനായിരിക്കുക. അവന്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായി ഉയരും. അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ചു കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീരോയ്ക്ക് ബേർലഹൈറോയ് എന്ന് പേരുണ്ടായി. അത് ഹാഷ്ദേശിനും ബേരദിനും ഇടയ്ക്കാണ്. ഹാഗാറിൽ അബ്രഹാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രഹാം ഇസ്മയേൽ എന്ന് പേരിട്ടു. ഹാഗോർ ഇസ്മയേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 76 വയസ്സായിരുന്നു. Chapter 70. Abram is named Abraham. When Abram was 99 years old, the Lord appeared to him and said, I am El Shaddai, God Almighty. Serve me faithfully and live a blameless life. I will make a covenant with you, by which I will guarantee to give you countless descendants. At this, Abram fell face down on the ground. Then God said to him, This is my covenant with you. I will make you the father of a multitude of nations. What's more, I am changing your name. It will no longer be called Abram. Instead, you will be called Abraham, for you will be the father of many nations. I will make you extremely fruitful. Your descendants will become many nations, and kings will be among them. I will confirm my covenant with you and your descendants after you from generation to generation. This is the everlasting covenant. I will always be your God and the God of your descendants after you. I will give the entire land of Canaan, where you now live as a foreigner, to you and your descendants. It will be their possession forever, and I will be their God. The mark of the covenant. Then God said to Abraham, Your responsibility is to obey the terms of the covenant. You and all your descendants have this continual responsibility. This is a covenant that you and your descendants must keep. Each male among you must be circumcised. You must cut off the flesh of your foreskin as a sign of the covenant between me and you. From generation to generation, every male must be circumcised on the 8th day after his birth. This applies not only to members of your family, but also to the servants born in your household and the foreign-born servants whom you have purchased. All must be circumcised. Your bodies will bear the mark of my everlasting covenant. Any male who fails to be circumcised will be cut off from the covenant family for breaking the covenant. Sarai is named Sarah. Then God said to Abraham, regarding Sarai, your wife, her name will no longer be Sarai, for from now on her name will be Sarah, and I will bless her and give you a son from her. Yes, I will bless her richly, and she will become the mother of many nations. Kings of nations will be among her descendants. Then Abraham bowed down to the ground, but he laughed to himself in disbelief. How could I become a father at the age of 100? He thought, and how can Sarah have a baby when she is 90 years old? So Abraham said to God, May Ishmael live under your special blessing. But God replied, No, Sarah, your wife, will give birth to a son for you. You will name him Isaac, and I will confirm my covenant with you and his descendants as an everlasting covenant. As for Ishmael, I'll bless him also. Just as you have asked, I will make him extremely fruitful and multiply his descendants. He will become the father of 12 princes, and I will make a great nation. But my covenant will be confirmed with Isaac, who will be born to you and Sarah about this time next year. When God had finished speaking, he left Abraham. On that very day, Abraham took his son Ishmael and every male in his household, including those born there and those who he had bought. Then he circumcised them, cutting off their foreskins, just as God had told him. Abraham was 99 years old when he was circumcised, and Ishmael his son was 13.
Both Abraham and his son Ishmael were circumcised on that same day, along with all the other men and boys of the household, whether they were born there or brought as servants. All were circumcised with him. Chapter 18. A son is promised to Sarah. The Lord appeared again to Abraham near the oak grove belonging to Mamre. One day Abraham was sitting at the entrance to his tent during the hottest part of the day. He looked up and noticed 3 men standing nearby. When he saw them, he ran to meet them and welcomed them, bowing low to the ground. "My lord," he said, "if it pleases you, stop here for a while. Rest in the shade of this tree while water is brought to wash your feet. And since you have honored your servant with this visit, let me prepare some food to refresh you before you continue on your journey." "All right," they said, "do as you said." So Abraham ran back to the tent and said to Sarah, "Hurry, get 3 large measures of your best flour, knead it into dough, and make some bread." Then Abraham ran out to the herd and chose a tender calf and gave it to his servant, who quickly prepared it. When the food was ready, Abraham took some yogurt and milk and roasted the meat, and he served it to the men. As they ate, Abraham waited on them in the shade of the trees. "Where is Sarah, your wife?" the visitors asked. "She's inside the tent," Abraham replied. Then one of them said, "I will return to you about this time next year, and your wife Sarah will have a son." Sarah was listening to this conversation from the tent. Abraham and Sarah were both very old by this time, and Sarah was long past the age of having children. So she laughed silently to herself and said, "How could a worn-out woman like me enjoy such pleasure, especially when my master, my husband, is also so old?" Then the Lord said to Abraham, "Why did Sarah laugh? Why did she say, 'Can an old woman like me have a baby?' Is anything too hard for the Lord? I will return about this time next year, and Sarah will have a son." Sarah was afraid, so she denied it, saying, "I didn't laugh." But the Lord said, "No, you did laugh." Abraham intercedes for Sodom. Then the men got up from their meal and looked towards Sodom. As they left, Abraham went with them to send them on their way. "Should I hide my plan from Abraham?" the Lord asked. "For Abraham will certainly become a great and mighty nation, and all the nations of the earth will be blessed through him. I have singled him out so that he will direct his sons and their families to keep the way of the Lord by doing what is right and just. Then I will do for Abraham all that I have promised." So the Lord told Abraham, "I have heard a great outcry from Sodom and Gomorrah because their sin is so flagrant. I am going down to see if their actions are as wicked as I've heard. If not, I want to know." The other men turned and headed towards Sodom, but the Lord remained with Abraham. Abraham approached him and said, "Will you sweep away both the righteous and the wicked? Suppose you find 50 righteous people living there in the city. Will you still sweep it away and not spare for their sakes? Surely you wouldn't do such a thing, destroying the righteous along the wicked. Why do you be treating the righteous and the wicked exactly the same? Surely you wouldn't do that. Should not the judge of all the earth do what is right?" And the Lord replied, "If I find 50 righteous people in Sodom, I will spare the entire city for their sake." Then Abraham spoke again, "Since I have begun, let me speak further to my Lord. Even though I am but dust and ashes. Suppose there are only 45 righteous people rather than 50. Will you destroy the whole city for the lack of 5? And the Lord said, "I will not destroy it if I find 45 righteous people there." Then Abraham pressed his request further. "Suppose there are only 40. And the Lord replied, "I will not destroy it for the sake of the 40. Please don't be angry, my Lord." Abraham pleaded, "Let me speak. Suppose only 30 righteous people are found." And the Lord replied, "I will not destroy if I find 30. Then Abraham said, "Since I've dared to speak to the Lord, let me continue. Suppose there are only 20. And the Lord replied, "Then I will not destroy it for the sake of 20. Finally, Abraham said, "Lord, please do not be angry with me if I speak one more time. Suppose only there are 10 found there." And the Lord replied, "Then I will not destroy it for the sake of the 10. When the Lord had finished his conversation with Abraham, he went on his way, and Abraham returned to his tent. Chapter 19. Sodom and Gomorrah destroyed. That evening, the 2 angels came to the entrance of the city of Sodom. Lot was sitting there, and when he saw them, he stood up to meet them. Then he welcomed them and bowed with his face to the ground. "My lords," he said, "come to my home to wash your feet and be my guests for the night. You may then get up early in the morning and be on your way again." "Oh no," they replied, "we'll just spend the night out here in the city square." But Lot insisted. So at last they went home with him. Lot prepared a feast for them, complete with fresh bread made without yeast, and they ate. But before they retired for the night, all the men of Sodom, young and old,
came from all over the city and surrounded the house. They shouted to Lot, "Where are the men who came to spend the night with you? Bring them out so that we can have sex with them." So Lot stepped outside to talk to them, shutting the door behind him. "Please, my brothers," he begged, "do not do such a wicked thing. Look, I have 2 virgin daughters. Let me bring them out to you, and you can do with them as you wish. But please leave these men alone, for they are my guests and under my protection." "Stand back," they shouted. "This fellow came to town as an outsider, and now he's acting like our judge. We will treat you far worse than those other men." And they launched towards Lot to break down the door. But the 2 angels reached out, pulled Lot into the house, and bolted the door. They blinded all the men, young and old, who were at the door of the house, so they all gave up trying to get inside. Meanwhile, the angels questioned Lot. "Do you have any other relatives here in the city?" they asked. "Get them out of this place, your son-in-laws, sons, daughters-in-laws, daughters, or anyone else, for we are about to destroy the city completely. The outcry against this place is so great it has reached the Lord, and he has sent us to destroy it." So Lot rushed out to tell his daughters' fiancés, "Quick, get out of the city. The Lord is about to destroy it." But the young men thought he was only joking. At dawn the next morning, the angels became insistent. "Hurry," they said to Lot. "Take your wife and your 2 daughters who are here. Get out right now, or you will be swept away in the destruction of the city." When Lot still hesitated, the angel seized his hand and the hands of his wife and 2 daughters, rushed them to safety outside the city, for the Lord was merciful. When they were safely out of the city, one of the angels ordered, "Run for your lives and do not look back or stop anywhere in the valley. Escape to the mountains or you will be swept away." "Oh no, my Lord," Lord begged. "You have been so gracious to me and saved my life, and you have shown such great kindness, but I cannot go to the mountains. Disaster would catch up to me there, and I would soon die. See, there is a small village nearby. Please let me go there instead. Don't you see how small it is? Then my life will be saved." "All right," the angel said. "I will grant your request. I will not destroy the little village, but hurry, escape for it, for I can do nothing until you arrive there." This explains why that village was known as Zoar, which means little place. Lot reached the village just as the sun was rising over the horizon. Then the Lord rained down fire and burning sulfur from the sky on Sodom and Gomorrah. He utterly destroyed them along with the other cities and villages of the plain, wiping out all the people and every bit of vegetation. But Lot's wife looked back as she was following behind him, and she turned into a pillar of salt. Abraham got up early that morning and hurried out to the place where he had stood in the Lord's presence. He looked out across the plain towards Sodom and Gomorrah and watched as columns of smoke rose from the cities like smoke from a furnace. But God had listened to Abraham's request and kept Lot safe, removing him from the disaster that engulfed the cities on the plain. Lot and his daughters. Afterwards, Lot left Zoar because he was afraid of the people there, and he went to live in a cave in the mountains with his 2 daughters. One day, the older daughter said to her sister, "There are no men left anywhere in this entire area, so we can't get married like everyone else, and our father will soon be too old to have children. Come, let us get him drunk with wine, and then we will have sex with him. That way, we will preserve our family line through our father." So that night, they got him drunk with wine, and the older daughter went in and had intercourse with her father. He was unaware of her lying down or getting up again. The next morning, the older daughter said to her younger sister, "I had sex with our father last night. Let's get him drunk with wine again tonight, and you go in and have sex with him. That way we will preserve our family line through our father." So that night they got him drunk with wine again, and the younger daughter went in and had intercourse with him. As before, he was unaware of her lying down or getting up again. As a result, both of Lot's daughters became pregnant by their own father. When the older daughter gave birth to a son, she named him Moab. He became the ancestors of the nation now known as Moabites. When the younger daughter gave birth to a son, she named him Ben-Ami. He became the ancestor of the nation now known as Ammonites. Chapter 20. Abraham deceives Abimelech. Abraham moved south to the Negev and lived for a while between Kadesh and Shur. Then he moved on to Ger. While living there as a foreigner, Abraham introduced his wife Sarah by saying, "She is my sister." So King Abimelech of Gerar sent for Sarah and had her brought to him at his palace. But that night God came to Abimelech in a dream and told him, "You are a dead man, for that woman you have taken is already married." But Abimelech had not slept with her yet. So he said, "Lord, will you destroy an innocent nation? Did Abraham tell me she is my sister?" And
That's why I kept you from sinning against me. And why did I not let you touch her? Now return the woman to her husband, and he will pray for you, for he is a prophet. Then you will live. But if you don't return her to him, you can be sure that you and all your people will die. Abimelech got up early the next morning and quickly called all his servants together. When he told them what had happened, his men were terrified. Then Abimelech called for Abraham. "What have you done to us?" he demanded. "What crime have I committed that deserves treatment like this, making me and my kingdom guilty of this great sin? No one should ever do what you have done. Whatever possessed you to do such a thing?" Abraham replied, "I thought, this is a godless place. They will want my wife and will kill me to get her. And she really is my sister. And for we both had the same father but different mothers. And I married her. When God called me to leave my father's home and travel from place to place, I told her, 'Do me a favor, wherever we go, tell the people that I am your brother.' Then Abimelech took some of his sheep, goats, cattle, and male and female servants, and he presented them to Abraham. He also returned his wife Sarah to him. Then Abimelech said, 'Look over my land and choose any place where you like to live.' And he said to Sarah, 'Look, I'm giving your brother 1,000 pieces of silver in the presence of all these witnesses. This is to compensate you for any wrong I may have done to you. This will settle any claim against me, and your reputation is cleared.' Then Abraham prayed to God, and God healed Abimelech, his wife, and his female servants so that they could have children. But the Lord had caused all the women to be infertile because of what happened with Abraham's wife Sarah. Chapter 21, the birth of Isaac. The Lord kept his word and did for Sarah exactly what he had promised. She became pregnant and she gave birth to a son for Abraham in his old age. This happened at just the time God had said it would, and Abraham named their son Isaac. 8 days after Isaac was born, Abraham circumcised him as God had commanded. Abraham was 100 years old when Isaac was born, and Sarah declared, "God has brought me laughter. All who hear about this will laugh with me." Who would have said to Abraham that Sarah would nurse a baby? Yet I have given Abraham a son in his old age. Hagar and Ishmael are sent away. When Isaac grew up and was about to be weaned, Abraham prepared a huge feast to celebrate the occasion. But Sarah saw Ishmael, the son of Abraham, and her Egyptian servant Hagar, making fun of her son Isaac. So she returned to Abraham and demanded, "Get rid of that slave woman and her son. He is not going to share the inheritance with my son Isaac. I won't have it." This upset Abraham very much because Ishmael was his son. But God told Abraham, "Do not be upset over the boy and your servant. Do whatever Sarah tells you, for Isaac is a son through whom your descendants will be counted. But I will also make a nation of the descendants of Hagar's son, because he is your son too." So Abraham got up early the next morning, prepared food and a container of water, and strapped them on Hagar's shoulders. Then he sent her away with their son, and she wandered aimlessly in the wilderness of Beersheba. When the water was gone, she put the boy in the shade of a bush. Then she went and sat down by herself about 100 meters away. "I don't want to watch the boy die," she said as she burst into tears. But God heard the boy crying, and the angel of God called to Hagar from heaven, "Hagar, what's wrong? Do not be afraid. God has heard the boy crying as he lies there. Go to him and comfort him, for I will make a great nation from his descendants." Then God opened Hagar's eyes, and she saw a well full of water. She quickly filled her water container and gave the boy a drink. And God was with the boy as he grew up in her wilderness. He became a skillful archer, and he settled in the wilderness of Paran. His mother arranged for him to marry a woman from the land of Egypt. Abraham's covenant with Abimelech. About this time, Abimelech came with Phicol, his army commander, to visit Abraham. "God is obviously with you, helping you in everything you do," Abimelech said. "Swear to me in God's name that you will never deceive me, my children, or any of my descendants. I have been loyal to you, so now swear that you will be loyal to me and to this country where you are living as a foreigner." Abraham replied, "Yes, I swear to it." Then Abraham complained to Abimelech about a well that Abimelech's servants had taken by force from Abraham's servants. "This is the first I've heard of it." Abimelech answered, "I have no idea who is responsible. You have never complained about this before." Abraham then gave some of his sheep, goats, and cattle to Abimelech, and they made a treaty. But Abraham also took 7 additional female lambs and set them off by themselves. Abimelech asked, "Why have you set these 7 apart from the others?" Abraham replied, "Please accept these 7 lambs to show your agreement that I dug this well." Then he named the place Beersheba, which means well of the oath, because
that was there where they had sworn the oath. After making their covenant at Beersheba, Abimelech left with Phicol, the commander of his army, and they returned home to the land of the Philistines. Then Abraham planted a tamarisk tree at Beersheba, and there he worshipped the Lord, the eternal God. And Abraham lived as a foreigner in Philistine country for a long time. Chapter 22. Abraham's faith tested. Some time later, God tested Abraham's faith. Abraham, God called. Yes, he replied, here I am. Take your son, your only son, yes, Isaac, whom you love so much, and go to the land of Moriah. Go and sacrifice him as a burnt offering on one of the mountains, which I will show you. The next morning, Abraham got up early. He saddled his donkey and took 2 of his servants with him, along with his son Isaac. Then he chopped wood for a fire for a burnt offering and set out for the place of God had told him about. On the third day of their journey, Abraham looked up and saw the place in the distance. Stay here with the donkeys, Abraham told the servants. The boy and I will travel a little farther. We will worship there and then we will come straight back. So Abraham placed the wood for the burnt offering on Isaac's shoulders, while he himself carried the fire and the knife. As the two of them walked on together, Isaac turned to Abraham and said, Father. Yes, my son, Abraham replied. We have the fire and the wood, the boy said, but where is the sheep for the burnt offering? God will provide a sheep for the burnt offering, my son, Abraham answered, and they both walked on together. When they arrived at the place where God had told him to go, Abraham built an altar and arranged the wood on it. Then he tied his son Isaac and laid him on the altar on the top of the wood. And Abraham picked up the knife to kill his son as a sacrifice. At that moment, the angel of the Lord called to him from heaven, Abraham, Abraham. Yes, Abraham replied, here I am. Do not lay a hand on the boy, the angel said. Do not hurt him in any way, for I know that you truly fear God. You have not withheld from me even your son, your only son. Then Abraham looked up and saw a ram caught by its horns in a thicket. So he took the ram and sacrificed it as burnt offering in place of his son. Abraham named the place Yahweh Jireh, which means the Lord will provide. To this day, people still use that name as a proverb. On the mountain of the Lord, it will be provided. Then the angel of the Lord called again to Abraham from heaven. This is what the Lord says. Because you have obeyed me and not withheld even your son, your only son, I will swear by my own name that I will certainly bless you. I will multiply your descendants beyond number, like the stars in the sky and the sand on the seashore. Your descendants will conquer the cities of their enemies, and through your descendants, all the nations of the earth will be blessed, and all because you have obeyed me. Then they returned to the servants and traveled back to Beersheba, where Abraham continued to live. Soon after this, Abraham heard that Milcah, his brother Nahor's wife, had borne Nahor 8 sons. The oldest was Uz, the next oldest was Buz, followed by Kemuel, the ancestor of the Armenians, Kizad, Hazor, Pildash, Jildal, and Bethuel. Bethuel became the father of Rebekah. In addition to his 8 sons from Milcah, Nahor had 4 other children from his concubine Rehoboam. Their names were Teba, Gaham, Tahish, and Maacah. Chapter 23. The burial of Sarah. When Sarah was 127 years old, she died at Kithraba, now called Hebron, in the land of Canaan. Then Abraham mourned and wept for her. Then leaving her body, he said to the Hittite elders, Here I am, a stranger and a foreigner among you. Please sell me a piece of land so I can give my wife a proper burial. The Hittites replied to Abraham, Listen, my lord, you are an honored prince among us. Choose the finest of our tombs and bury her there. No one here will refuse to help you in this way. Then Abraham bowed low before the Hittites and said, Since you are willing to help me in this way, be so kind as to ask Ephron, son of Zohar, to let me buy his cave at Machpelah, down at the end of his fields. I will pay the full price in the presence of witnesses, so I will have a permanent burial place for my family. Ephron was sitting there among the others, and he answered Abraham as others listened, speaking publicly before all the Hittite leaders of the town. No, my lord, he said to Abraham, please listen to me. I will give you the fields and the cave here in the presence of my people. I will give it to you. Go and bury your dead. Abraham again bowed low before the citizens of the land. He replied to Ephron as everyone listened. No, listen to me. I will buy it from you. Let me pay the full price for the field so I can bury my dead there. Ephron answered Abraham, my lord, please listen to me. The land is worth 400 pieces of silver, but what is that between friends? Go ahead and bury your dead. So Abraham agreed to Ephron's price and paid the amount he had suggested, 400 pieces of silver, weighed according to the market standard. The Hittite leaders
witness the transaction. So Abraham brought the plot of land belonged to Ephron in Machpelah near Mamre. This included the field itself, the cave that was in it, and all the surrounding trees. It was transferred to Abraham as his permanent possession in the presence of the Hittite elders at the city gate. Then Abraham buried his wife Sarah there in Canaan in the cave of Machpelah near Mamre, also called Hebron. So the fields and the cave were transferred from the Hittites to Abraham for use as a permanent burial place. Chapter 24, a wife for Isaac. Abraham was now a very old man, and the Lord had blessed him in every way. One day Abraham said to his oldest servant, the man in charge of his household, "Take an oath by putting your hand under my thigh. Swear by the Lord, the God of heaven and earth, that you will not allow my son to marry one of these local Canaanite women. Go instead to my homeland, to my relatives, and find a wife there for my son Isaac." The servant asked, "But what if I can't find a young man who's willing to travel so far from home? Should I then take Isaac there to live among your relatives in the land you came from?" "No," Abraham responded. "Be careful never to take my son there, for the Lord, the God of heaven, who took me from my father's house and my native land, solemnly promised to give this land to my descendants. He will send his angels ahead of you, and he will see to that you find a wife there for my son. If she is unwilling to come back with you, then you are free from this oath of mine, but under no circumstances you are to take my son there." So the servant took an oath by putting his hand under the thigh of his master, Abraham. He swore to follow Abraham's instructions. Then he loaded 10 of Abraham's camels with all kinds of expensive gifts from his master, and he traveled to distant Aram. There he went to the town where Abraham's brother Nahor had settled. He made the camels kneel beside a well just outside the town. It was evening, and the women were coming out to draw water. "O Lord God, my master Abraham," he prayed, "please give me success today and show me unfailing love to my master Abraham. See, I'm standing here beside the spring, and the young women of the town are coming out to draw water. This is my request. I will ask one of them, 'Please give me a drink from your jug.' If she says yes, have a drink and I'll water your camels too. Let her be the one you have selected as Isaac's wife. This how I will know that you have shown unfailing love to my master." Before he had finished praying, he saw a young man named Rebekah coming out with her water jug on her shoulder. She was a daughter of Bethuel, who was the son of Abraham's brother Nahor and his wife Milcah. Rebekah was very beautiful and old enough to be married, but she was still a virgin. She went down to the spring, filled her jug, and came up again. Running over to her, the servant said, "Please give me a little drink of water from your jug." "Yes, my lord," she answered. "Have a drink." And she quickly lowered her jug from her shoulder and gave him a drink. When she had given him a drink, she said, "I will draw water for your camels too until they have enough to drink." So she quickly emptied a jug into the watering trough and ran back to the well to draw water for all his camels. The servant watched her in silence, wondering whether or not the Lord had given him success in his mission. Then at last, when the camels had finished drinking, he took out gold ring for her nose and 2 large gold bracelets for her wrist. "Whose daughter are you?" he asked. "And please tell me, would your father have any room to put us up for tonight?" "I am the daughter of Bethuel," she replied. "My grandparents are Nahor and Milcah. Yes, we have plenty of straw and feed for the camels, and we have rooms for guests." The man bowed low and worshipped the Lord. "Praise the Lord, the God of my master Abraham," he said. "The Lord has shown unfailing love and faithfulness to my master, for he has led me straight to my master's relatives." The young man ran home to tell her family everything that had happened. Now Rebekah had a brother named Laban who ran out to meet the man at the spring. He had seen the nose ring and the bracelets on his sister's wrist and had heard Rebekah tell what the man had said. So he rushed out to the spring where the man was still standing beside his camels. Laban said to him, "Come and stay with us. You are blessed by the Lord. Why are you standing outside the town? And when I have a room all ready for you and a place prepared for the camels." So the man went home with Laban, and Laban unloaded the camels, gave him straw for their bedding, fed them, and provided water for the man and the camel drivers to wash their feet. The food was served. Abraham's servant told, "I do not want to eat until I have told why I have come." "All right," Laban said, "tell us." "I am Abraham's servant," he explained, "and the Lord has greatly blessed my master. He has become a wealthy man. The Lord has given him flocks of sheep and goats, herds of cattle, a fortune in silver and goats and gold, and many male and female servants, and camels and donkeys.
When Sarah, my master's wife, was very old, she gave birth to my master's son, and my master has given him everything he owns. And my master had made me take an oath. He said, "Do not allow my son to marry one of these local Canaanite women. Go and send to my father's house, to my relatives, and find a wife there for my son." But I said to my master, "What if I can't find a young woman who's willing to go back with me?" He responded, "The Lord in whose presence I have lived will send his angel with you and will make your mission successful. Yes, you must find a wife for my son from among my relatives, from my father's family. Then you will have fulfilled your obligation. But if you go to my relatives and they refuse to let her go with you, you will be free from my oath." So today, when I came to the spring, I prayed this prayer: "O Lord God of my master Abraham, please give me success on this mission. See, I am standing here beside the spring. This is my request. When a young woman comes to draw water, I will say to her, 'Please give me a little drink of water from your jug.' If she says, 'Yes, have a drink and I'll draw water for your camels too,' let her be the one you have selected to be the wife of my master's son." Before I had finished praying in my heart, I saw Rebecca coming out with her water jug on her shoulder. She went down to the spring and drew water. So I said to her, "Please give me a drink." She quickly lowered a jug from her shoulder and said, "Yes, I have a drink, and I will water your camels too." So I drank, and then she watered the camels. Then I asked, "Whose daughter are you?" She replied, "I'm the daughter of Bethuel, and my grandparents are Nahor and Milcah." So I put the ring on her nose and bracelets on her wrist. Then I bowed low and worshipped the Lord. I praised the Lord, the God of my master Abraham, because he had led me straight to my master's knees to be his son's wife. So tell me, will you or won't you show unfailing love and faithfulness to my master? Please tell me yes or no, and then I will know what to do next." Then Laban and Bethuel replied, "The Lord has obviously brought you here, so there is nothing we can say. Here is Rebekah, take her and go. Yes, let her be the wife of your master's son, as the Lord has directed." When Abraham's servant heard their answer, he bowed down to the ground and worshipped the Lord. Then he brought out silver and gold jewelry and clothing and presented them to Rebekah. He also gave expensive presents to her brother and mother. Then they ate their meal, and the servant and the men with him stayed there overnight. But early the next morning, Abraham's servant said, "Send me back to my master, but we want Rebekah to stay with us at least 10 days. Her brother and mother said, "Then she can go." But he said, "Do not delay me. The Lord has made my mission successful. Now send me back so I can return to my master." Well, they said, "We'll call Rebekah and ask her what she thinks." So they called Rebekah. "Are you willing to go with this man?" they asked her, and she replied, "Yes, I will go." So they said goodbye to Rebekah and sent her away with Abraham's servant and his men. The woman who had been Rebekah's childhood nurse went along with her. Then they gave her this blessing as she parted: "Our sister, may you become the mother of many millions. May your descendants be strong and conquer the cities of their enemies." Then Rebekah and her servant girls mounted the camels and followed man. So Abraham's servant took Rebekah and went on his way. Meanwhile, Isaac, whose home was in the Negev, had returned from Beerloi. On one evening, as he was walking and meditating in the fields, he looked up and saw the camels coming. When Rebekah looked up and saw Isaac, she quickly dismounted from her camel. "Who is that man walking through the fields to meet us?" she asked the servant, and he replied, "It is my master." So Rebekah covered her face with her veil. Then the servant told Isaac everything he had done, and Isaac brought Rebekah into his mother Sarah's tent, and she became his wife. He loved her deeply, and she was a special comfort to him after the death of his mother. അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാഹാം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവനെ സിംബ്രോൻ, യോക്ഷാൽ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാബ് എന്നിവർ ജനിച്ചു. യോക്ഷാന് ഷെബായും ദദാനും ജനിച്ചു. ദദാന്റെ മക്കളാണ് അഷൂറി, ലത്തീഷി, ലെവുമി എന്നിവർ. മിദിയാന്റെ മക്കൾ എഫോ, ഏഫെർ, ഹാനോക്ക്, അബീദ, എൽദ എന്നിവരാണ്. ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ്. അബ്രാഹാം തനിക്കുണ്ടായിരുന്ന എല്ലാം ഇസഹാക്കിന് കൊടുത്തു. തന്റെ ഉപനാരികളിൽ ഉണ്ടായ മക്കൾക്കും അബ്രാഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെല്ലാം മകനായ ഇസഹാക്കിൽ നിന്നും ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. അബ്രാഹത്തിന്റെ മരണം. അബ്രഹാത്തിന്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു. തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു. മക്കളായ ഇസഹാക്കും ഇസ്മായേലും മാംബ്രയുടെ എതിർവശത്തെ സേഹോർ എന്ന ഹിത്യന്റെ മകനായ എഫ്രോന്റെ വകയായിരുന്ന മക്ബല ഗുഹയിൽ അവനെ അടക്കി. ഹിത്യരിയിൽ നിന്ന് അബ്രാഹാം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ.
അവിടെ അബ്രാഹാം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെ മരണത്തിന് ശേഷം ദൈവം എന്റെ പുത്രന് ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ ബെർലഹായ് റോയിൽ പാർത്തു. ഇസ്മായേലിന്റെ സന്തതികൾ. സാറായുടെ ദാസിയായി ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായേലിന്റെ മക്കൾ ഇവരാണ്. ജനനക്രമം അനുസരിച്ച് ഇസ്മായേലിന്റെ മക്കളുടെ പേരുവീരം: ഇസ്മായേലിന്റെ കടിഞ്ഞൽ പുത്രൻ നെബയോത്ത്, തുടർന്ന് കേദാർ, അക്ബേൽ, മിപ്സാം, മിഷ്മ, ദൂമ, മസ്സ, ഹാമാത്ത്, തേമ, യത്തൂർ, നെഫീഷ്, കെദമ. ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായിലിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു. ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്തെ അവർ വാസമുറപ്പിച്ചു. അസിറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ. അവർ ചാർച്ചക്കാരിയിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത്. ഏസാവും യാക്കോബും. അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാലി. അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാദാൻ ആരാമുള്ള ബെത്തുവേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. അവർ അരമായരായിരുന്നു. ഇസഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാകുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്നും പിറക്കുന്നവൻ 2 ജനതകളായി പിരിയുമെന്നേ. ഒന്ന് മറ്റതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. ആദ്യം പുറത്തിയെന്നവൻ ചുമന്നിരുന്നു. അവന്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു. അവർ അവനെ ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിന്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. കടിഞ്ഞൂലവകാശം. കുട്ടികൾ വളർന്നു വന്നു. ഏസാവെ നായാട്ടി സമർത്ഥനും കൃഷിക്കാരനും യാക്കോബ് സാന്തനുമായിരുന്നു. അവൻ കൂടാരങ്ങളിൽ പാർത്തു. വേട്ടയാടിക്കൊണ്ട് വന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റെബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏസാവ് വിശന്നു തളർന്ന് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചുമന്ന പായസം കുറച്ച് എനിക്കും തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബെ പ്രതിവച്ചു, ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി. കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് ശപഥം ചെയ്തു. അവൻ തന്റെ കടിഞ്ഞൂലവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു. തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏസാവ് തന്റെ കടിഞ്ഞൂലവകാശം നിസ്സാരമായി കരുതി. ഇസഹാക്കും അബിമേലെക്കും. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യയുടെ രാജാവായ അബിമേലെക്കിന്റെ അടുത്തേക്ക് പോയി. കർത്താവെ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്. ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്ക് നിന്റെ പിന്തുടർക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹം തന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു. അന്നാട്ടുകാർ അവന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു. അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു. കാരണം അവൾ അഴകുള്ളവളായിരുന്നു കൊണ്ട് റെബേക്കായ്ക്കു വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു.
അവനോട് പാർപ്പ് തുടങ്ങി. ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫെലിസ്ത്യയുടെ രാജാവായ അബിമേലെക്ക് ജനാലയിലൂടെ നോക്കിയപ്പോൾ ഇസഹാക്ക് ഭാര്യ റെബേക്കായി ആലിംഗനം ചെയ്യുന്ന കണ്ടു. അബിമേലെക്ക് ഇസഹാക്കിനെ വിളിച്ചു ചോദിച്ചു, അവൾ നിന്റെ ഭാര്യയാണല്ലോ, പിന്നെ എന്താണ് സഹോദരിയാണ് എന്ന് പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അബിമേലെക്ക് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത്? ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊക്കെ സഹിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വെക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് അബിമേലെക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി, ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും. ഇസഹാക്ക് നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവെ അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്തീയർക്ക് അവനോട് അസൂയ തോന്നി. അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്തീയർ മണ്ണിട്ട് മൂടി. അബിമേലെക്ക് ഇസഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകുക, നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു ഗെരാറിന്റെ താഴ്വരയിൽ കൂടാരമടിച്ചു. തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കോലത്തെ കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്തീയർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു. തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു. താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിന്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി. ഗെരാറിലെ ഇടയന്മാർ, ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരെ വഴക്കുണ്ടാക്കി. അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിനെ ഏസെക് എന്ന് പേരിട്ടു. അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു. അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി. അതുകൊണ്ട് അതിനെ അവൻ സ്തിന എന്ന് പേര് വിളിച്ചു. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവർ അതിന് റെഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. അവിടെ നിന്നേ അവൻ ബർഷബയിലേക്ക് പോയി. ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരം അടിച്ചു. ഇസഹാക്കിന് പുത്രന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗെരാറിൽ നിന്ന് അബിമേലെക്ക് തന്റെ ആലോചനക്കാരനായ അഹുസൂസത്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസഹാക്കിനെ കാണാൻ വന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എന്റെ അടുക്കിലേക്ക് വന്നു? അവർ പറഞ്ഞു, കർത്താവെ, നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത ഒരു ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കണം. നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്ത് ഇസഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി. അന്ന് തന്നെ ഇസഹാക്കിന്റെ വേലക്കാർ വന്ന് തങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കിണറിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു. അവൻ അതിനെ ഷേബ എന്ന് പേരിട്ടു. അതിനാൽ ഇന്നും ആ പട്ടണത്തിന് മെർഷേബ എന്നാണ് പേർ. 40 വയസ്സായപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂദത്തിനെയും ഹിത്യനായ ഏലോണിന്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം കഴിച്ചു. അവർ ഇസഹാക്കിന്റെയും റെബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി. യാക്കോബിന് അനുഗ്രഹം. ഇസഹാക്കിന് പ്രായമായി, കണ്ണീരിന് കാഴ്ച കുറഞ്ഞു. അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ചു, എന്റെ മകനെ ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, എനിക്ക് വയസ്സായി, എന്നാണ് ഞാൻ മരിക്കുക എന്ന് അറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എന്റെ മുമ്പിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുമ്പേ അനുഗ്രഹിക്കട്ടെ. ഇസഹാക്ക് ഏസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു.
അവർ ഏസാവെ കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി. അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ സഹോദരനായ ഏസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എന്റെ മുമ്പിൽ വിളമ്പുക. ഞാൻ മരിക്കും മുമ്പേ അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതും ഞാൻ കേട്ടു. അതുകൊണ്ട് മകനെ, നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ടുവരിക. ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിനെ ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം. നീ അത് പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അപ്പോൾ അദ്ദേഹം മരിക്കും മുമ്പേ അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും. യാക്കോബെ അമ്മ റബേക്കായോട് പറഞ്ഞു, ഏസാവെ ശരീരമായ രോമമുള്ളവനാണ്, എന്നാൽ എന്റെ ദേഹം മിനുസമുള്ളതാണ്. പിതാവ് എന്നെ തൊട്ടു നോക്കുകയും ഞാൻ കബളിപ്പിക്കുകയും ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കുകയില്ലേ എനിക്ക് ലഭിക്കുക. അവന്റെ അമ്മ പറഞ്ഞു, ആ ശാപം എന്റെ മേലായിരിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക, പോയി കൊണ്ടുവരിക. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവൾ എൻ്റെ പിതാവിനെ ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി. അവൾ മൂത്ത മകൻ ഏസാവിൻ്റെതായി തന്റെ പക്കൽ വീട്ടിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഇളയ മകനെ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻ തോലുകൊണ്ട് അവന്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി. പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. യാക്കോബെ പിതാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്റെ പിതാവേ, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ ആരാണ് മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങേ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. എന്നാൽ ഇസഹാക്ക് ചോദിച്ചു, എന്റെ മകനെ, നിനക്ക് ഇത്ര വേഗം എങ്ങനെ കിട്ടി? യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, അടുത്തു വരിക മകനെ, ഞാൻ നിന്നെ തൊട്ടു നോക്കി. നീ എന്റെ മകൻ ഏസാവ് തന്നെയാണെന്ന് എന്നറിയട്ടെ. യാക്കോബെ പിതാവായ ഇസഹാക്കിന്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു, സ്വരം യാക്കോബിൻ്റെതാണ്, എന്നാൽ കൈകൾ ഏസാവിൻ്റെതും. ഇസഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല, കാരണം അവന്റെ കൈകൾ സഹോദരനായ ഏസാവിന്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു. ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, സത്യമായി നീ എന്റെ മകൻ ഏസാവ് തന്നെയാണോ? അതെ, അവൻ മറുപടി പറഞ്ഞു. ഇസഹാക്ക് പറഞ്ഞു, എന്റെ മോനെ, നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക. അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. ഇസഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവന്റെ ഉടുപ്പിൽ മണത്തു നോക്കി. അവനെ അനുഗ്രഹിച്ചു. കർത്താവ് കരഞ്ഞ് അനുഗ്രഹിച്ച വയലിന്റെ മരണമാണ് എന്റെ മകൻ്റെതെന്ന് ഞാൻ പറഞ്ഞു. ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ. ജനങ്ങൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശക്തനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനാവുകയും ചെയ്യും. ഏസാവ് അനുഗ്രഹം യാചിക്കുന്നു. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവന്റെ മുമ്പിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് ഏസാവ് തിരിച്ചെത്തി. അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി പിതാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പിതാവേ, എഴുന്നേറ്റ് അങ്ങയുടെ മകന്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. നീ ആരാണ്? ഇസഹാക്ക് ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രനായ ഏസാവാണ് ഞാൻ. ഇസഹാക്ക് അത്യധികം പരിഭ്രമിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവനോട് ചോദിച്ചു, നായാട്ടിറച്ചിയുമായി നിനക്ക് മുൻപ് എന്റെ മുമ്പിൽ വന്നത് ആരാണ്? ഞാനത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പിതാവിന്റെ വാക്ക് കേട്ടപ്പോൾ ഏസാവ് അതീവ ദുഃഖത്തോടെ കരഞ്ഞു. പിതാവ്, എന്നെ അനുഗ്രഹിക്കുക, അവൻ അപേക്ഷിച്ചു. ഇസഹാക്ക് പറഞ്ഞു, നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്നും തട്ടിയെടുത്തു. ഏസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? 2 തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂലവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. ഇപ്പോഴാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ലേ? ഇസഹാക്ക് പറഞ്ഞു, ഞാൻ അവനെ നിന്റെ യജമാനാക്കി
അവന്റെ സഹോദരന്മാരെ അവന്റെ ദാസന്മാരും ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ അവരെ ധന്യനാക്കി. മകനെ, നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനും ചെയ്യാൻ കഴിയുക? എന്റെ പിതാവ് ഒറ്റ വരമേ അങ്ങയുടെ പക്കലുള്ളോ? എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, ആകാശത്തിന്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും. വാളുകൊണ്ട് നീ ജീവിക്കും. നിന്റെ സഹോദരൻ നീ ദാസ്യവൃത്തി ചെയ്യും. എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ മുഖം നീ തകർത്ത് കളയും. യാക്കോബ് ലാബാന്റെ അടുക്കലേക്ക്. പിതാവെ യാക്കോബിൽ നിന്ന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവെ യാക്കോബിനെ വെറുത്തു. അവൻ ആത്മഗതം ചെയ്തു. പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. മൂത്ത മോനായ ഏസാവിന്റെ വാക്കുകൾ റെബേക്കാട് ചെവിയിലെത്തി. അവൾ ഇളവനായ യാക്കോബിനോട് വിളിച്ചു പറഞ്ഞു, നിന്നെ കൊല്ലുമെന്നോർത്തെ നിന്റെ ജ്യേഷ്ഠൻ ആശ്വസിച്ചിരിക്കുകയാണ്. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഹാരാനുള്ള എന്റെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക. നിന്റെ ശ്രേഷ്ഠന്റെ രോഷമടങ്ങോളം നീ അവിടെ താമസിക്കുക. ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടക്കുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്താം. ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്ന എന്തിനെ? അത് കഴിഞ്ഞ് റെബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു, ഈ ഹിത്യ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം മടുത്തു. ഈ നാട്ടുകാരായ ഇവരെ പോലെയുള്ള ഹിത്യ സ്ത്രീകളിൽ നിന്നും ഒരുവളെ യാക്കോബും വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കാനാന് സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുതേ. പാദാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബെത്തുവേലിന്റെ വീട്ടിലേക്ക് പോവുക. അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ ഒരാളെ ഭാര്യയായി സ്വീകരിക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്നും പല ജനതകളെ ഉളവാക്കട്ടെ. അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ. നീ അപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹത്തിന് നൽകിയതുമായി നാടെ നിനക്ക് അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പാദാൻ ആരാമിലുള്ള ലാബാന്റെ അടുക്കിലേക്ക് പോയി. അരമായനായ ബെത്തുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏസാവിന്റെയും അമ്മ റെബേക്കയുടെ സഹോദരനും ആണ് ലാബാൻ. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും പാദാൻ ആരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിനെ അങ്ങോട്ട് അവനെ അയച്ചതും ഏസാവ് അറിഞ്ഞു. അവനെ അനുഗ്രഹിച്ചപ്പോൾ കാനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുത് എന്ന് അവൻ യാക്കോബിനോട് കൽപ്പിച്ചെന്നും തന്റെ മാതാപിതാക്കളെ അനുകരിച്ച് യാക്കോബെ പാദാൻ ആരാമിലേക്ക് പോകുമെന്നും ഏസാവെ മനസ്സിലാക്കി. കാനാന്യ സ്ത്രീകളെ തന്റെ പിതാവായ ഇസ്ഹാക്കിന് ഇഷ്ടമല്ലെന്നും മനസ്സിലായപ്പോൾ ഏസാവ് അബ്രാഹത്തിന്റെ മകനായ ഇസ്മായിലിന്റെ അടുത്തിയെന്ന് അവന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയായ മഹലത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. അവനുണ്ടായിരുന്ന മറ്റു ഭാര്യമാർക്ക് പുറമെയായിരുന്നു ഇവൾ. യാക്കോബിന്റെ സ്വപ്നം. യാക്കോബ് ബെർഷേബയിൽ നിന്നും ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അതിന്റെ അറ്റ ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവെ അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണും നിനക്ക് നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണം മറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തനിയെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അറിഞ്ഞില്ല. ഭീതി കൊണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടം. യാക്കോബെ അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിനുമേൽ എണ്ണയൊഴിച്ചു. അവരാ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്ന പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു, ദൈവമായ കർത്താവ് എന്റെ
കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ അവനെ തിരിച്ചയക്കുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. തൂണായി കുത്തിനിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിന്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിന്റെ എല്ലാം 10 ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ലാബാന്റെ വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു. കിഴക്കുള്ളവരുടെ ദേശത്തെ അവൻ എത്തിച്ചേർന്നു. അവിടെ വയലിൽ ഒരു കിണർ കണ്ടു. അതിന് ചുറ്റും 3 ആട്ടിൻപറ്റങ്ങളും. ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത്. വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു. ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ ആ കിണറ്റുപക്കത്തിരുന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് കല്ല് ഉരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവനോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഹാരാനിൽ നിന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിന്റെ മകനായ ലാബാനെ അറിയുമോ? അറിയും എന്നവൻ പറഞ്ഞു. അവന് സുഖമാണോ? അവർ ചോദിച്ചു. അതെ, അവർ പറഞ്ഞു. ഇത് അവന്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ, ആടുകളെ ആലയിൽ അയക്കാൻ നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെല്ലാം കൊണ്ടുപോയി തീറ്റുക. അവർ പറഞ്ഞു, അങ്ങനെയല്ല, ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തും മുമ്പേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ റാഹേൽ തന്റെ പിതാവിന്റെ ആടുകളുമായി വന്നു. അവളാണ് അവരെ മേയിച്ചിരുന്നത്. തന്റെ മാതൃസഹോദരനായ ലാബോന്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെ എല്ലാം കണ്ടപ്പോൾ യാക്കോബ് എന്ന് കിണർ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും റാബേലിന്റെ മകനുമാണെന്ന് യാക്കോബൻ അവളോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരം അറിയിച്ചു. തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി. അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു. ലാബാൻ പറഞ്ഞു, എന്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ ഒരു മാംസം. നീ തന്നെയാണ് ഒരു മാസം യാക്കോബെ അവന്റെ കൂടെ പാർത്തു. യാക്കോബിന്റെ വിവാഹം. ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനും വെറുതെ പണിയെടുക്കുന്നു? നിനക്കെന്ത് പ്രതിഫലം വേണോന്ന് പറയുക. ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തോളുടെ പേര് ലേയ എന്നും ഇളയവളുടെ പേര് റാഹേൽ എന്നും. ലേയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു. റാഹേലാകട്ടെ സുന്ദരിയും വടിവത്തോളുമായിരുന്നു. യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി 7 കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ്. എന്റെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിതെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. യാക്കോബ് ലബാനോട് പറഞ്ഞ സമയം പൂർത്തിയായി. എനിക്ക് എന്റെ ഭാര്യയെ തരിക, ഞാൻ അവളോട് ചേരട്ടെ. ലാബാൻ നാട്ടിലുള്ളവരെല്ലാം വിളിച്ചു വിരുന്ന് നടത്തി. രാത്രിയായപ്പോൾ അവൾ തന്റെ മകൾ ലേയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവളോട് ശയിച്ചു. ലാബാൻ ലേയായ്ക്ക് പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു. നേരം വെളുത്തപ്പോൾ ലേയാണ് തനിക്ക് ലഭിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ ലാബാനോട് പറഞ്ഞു, എന്താണ് അങ്ങ് ചെയ്തത്? റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത്? എന്നെ ചതിച്ചത് എന്തിന്? ലാബാൻ പറഞ്ഞു, മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കും നാട്ടിൽ നടപ്പുള്ള പതിവല്ല. ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ, അതിനുശേഷം ഇളയവളെ നിനക്ക് തരാം. 7 വർഷത്തേക്കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം. യാക്കോബെ സമ്മതിച്ചു. വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി. തന്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി. യാക്കോബ് റാഹേലിനെയും കൂടെ സഹിച്ചു. അവൻ ലേയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു. 7 വർഷം കൂടി അവൻ ലബാന്റെ കീഴിൽ വേല ചെയ്തു. യാക്കോബിന്റെ മക്കൾ ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. റാഹേലാകട്ടെ വന്ധ്യയായിരുന്നു. ലേയ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു.
അവൾ അവനെ റൂബൻ എന്ന് പേരിട്ടു. കാരണം കർത്താവെ എന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു. ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു. അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഗവനിക്കപ്പെട്ടു എന്നറിഞ്ഞ കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. അവൾ അവന് സിമിയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും, കാരണം ഞാൻ അവന് 3 പുത്രന്മാരെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിക്കുകയും ചെയ്തു. അവൾ വീണ്ടും ഗർഭം ധരിക്കുക ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവൾ അവന് യൂദ എന്ന് പേരിട്ടു. പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല. യാക്കോബ് 30. യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. യാക്കോബെ കോപിച്ച് അവളോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത്? അവൾ പറഞ്ഞു, ഇതാ എന്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക, അവളുടെ സന്താനങ്ങളെ അവൾ എന്റെ മടിയിൽ വയ്ക്കും, അങ്ങനെ അവളിലൂടെ എനിക്ക് മക്കളെ ലഭിക്കും. അവൾ തന്റെ പരിചാരിക ബിൽഹായെ അവന് നൽകി. യാക്കോബെ അവളെ പ്രാപിച്ചു. ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിനെ അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അപ്പോൾ റാഹേൽ പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമായി വർത്തിച്ചിരിക്കുന്നു, എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവനെ ദാൻ എന്ന് പേരിട്ടു. റാഹേലിന്റെ പരിചാരിയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി. അവള് യാക്കോബിന് 2ാമൊരു പുത്രൻ കൂടി ജനിച്ചു. റാഹേൽ പറഞ്ഞു, എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവളിനെ നപ്താലി എന്ന് പേരിട്ടു. അവൾ അവനെ നപ്താലി എന്ന് വിളിച്ചു. തനിക്ക് വീണ്ടും മക്കൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ട് ലേയ തന്റെ പരിചാരികയായ സിൽഫായെ യാക്കോബിന് നൽകി. ലേയയുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു. ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലേയ അവനെ ഗാദ് എന്ന് വിളിച്ചു. ലേയായുടെയും പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു. ലേയ ഞാൻ ഭാഗ്യവതിയാണ്, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അതുകൊണ്ട് അവൾ അവനെ ആഷേർ എന്ന് വിളിച്ചു. ഗോതമ്പ് കൊയ്യുന്ന കാലത്തെ രൂപൻ വയലിൽ പോയി. അവൾ ദൂതായിപ്പഴം കാണുകയും അവ പറിച്ചു കൊണ്ടുവന്ന് തന്റെ അമ്മയായ ലേയാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ റാഹേൽ റയാലോടെ, നിന്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു. ലേയ കയർത്ത് പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൈയടക്കി വെച്ചിരിക്കുന്നത് പോരെ, എന്റെ മകന്റെ ദൂതായിപ്പഴവും നിനക്ക് വേണം. റാഹേൽ പറഞ്ഞു, നിന്റെ മകൻ ദൂതായിപ്പഴത്തിന് പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ. യാക്കോബെ വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലേയ അവനോട് പറഞ്ഞു, അങ്ങ് ഇന്ന് എന്റെ അടുത്ത് വരണം, കാരണം എന്റെ മകന്റെ ദൂതായിപ്പഴം കൊടുത്തു ഞാൻ അങ്ങയെ വാങ്ങിയിരിക്കുകയാണ്. അവൻ അന്ന് രാത്രി അവളോടുകൂടെ ശയിച്ചു. ദൈവം ലേയായുടെ പ്രാർത്ഥന കേട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് 5ാമതൊരു മകനെ കൂടി നൽകി. എന്റെ പരിചാരികയായ ഭർത്താവിനെ കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തരുന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസ്താക്കാർ എന്ന് വിളിച്ചു. ലേയ വീണ്ടും ഗർഭിണിയായി. യാക്കോബിനെ അവൾ 6ാമത്തെ മകനെ പ്രദാനം ചെയ്തു. ദൈവം എനിക്ക് നൽകിയ സമ്മാനം തന്നിരിക്കുന്നു, ഇനി ഭർത്താവ് എന്നോടൊത്ത് ശയിക്കും. ഞാൻ അവനെ 6 മക്കളെ കൊടുത്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ സെബലൂൺ എന്ന് പേര് നൽകി. അവൾക്ക് ഒരു പുത്രിയും ജനിച്ചു. അവൾ തന്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വാന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എന്റെ അപമാനം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു, കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവനെ ജോസഫ് എന്ന് വിളിച്ചു. യാക്കോബിന്റെ സമ്പത്ത്. റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ പറഞ്ഞയക്കുക, ഞാൻ എന്റെ നാട്ടിലേക്ക് പോകട്ടെ. എന്റെ ഭാര്യയെയും മക്കളെയും എനിക്ക് തരിക, അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത്. ഇനി ഞാൻ പോകട്ടെ, ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് അറിയാമല്ലോ. ലാബാൻ മറുപടി പറഞ്ഞു,
നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത്. നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം. നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക, അത് ഞാൻ തരാം. യാക്കോബ് അവനോട് പറഞ്ഞു, ഞാൻ എപ്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എന്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്ക് അറിയാമല്ലോ. ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വളരെ പെരുകിയിരിക്കുന്നു. ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു. ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക? ലാബാൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് തരണം? യാക്കോബ് പറഞ്ഞു, അങ്ങ് എനിക്കൊന്നും തരേണ്ട. ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ മേയിച്ചു കൊള്ളാം. അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം. അവ എന്റെ പ്രതിഫലമായിരിക്കട്ടെ. മേലിൽ അങ്ങന്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എന്റെ വിശ്വസ്തത അങ്ങേക്ക് ബോധ്യമാകും. എന്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം. ലാബാൻ പറഞ്ഞു, ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ. അന്ന് മുതൽ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും വേർതിരിച്ച് അവയെ തന്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു. തനിക്കും യാക്കോബിനും മധ്യ 3 ദിവസത്തെ യാത്രാ ദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു. യാക്കോബ് ഇലവിന്റെയും ബദാമിന്റെയും അഴിഞ്ഞിലിന്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു കളഞ്ഞു. താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരാറുള്ളത്. ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ ഇണചേർന്നു. അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികൾ ഉണ്ടായി. യാക്കോബ് ചെമ്മരിയാടുകളെ വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി. തന്റെ കൂട്ടത്തെ ലാബാന്റേതോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺമുമ്പിൽ പാത്തികളിൽ വെക്കും. തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേരുന്നു. എന്നാൽ മെലിഞ്ഞവ ഇണചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാന്റേതും കരുത്തുള്ളവ യാക്കോബിന്റേതുമായി. ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി. അവന് ധാരാളം ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. യാക്കോബ് ഒളിച്ചോടുന്നു. അധ്യായം 31. ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നതും യാക്കോബ് കേട്ടു. നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിന്റെ മുതൽ കൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിന് മനസ്സിലായി. കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു, നിന്റെ പിതാക്കന്മാരോടും ചാർച്ചക്കാരോടും നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. യാക്കോബ് റാഹേലിനെയും താൻ ആട് മേയിച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, മുമ്പത്തേതുപോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം. എന്നാൽ എന്റെ പിതാവിന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ട് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എന്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടുകളും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെയും പൊട്ടും പുള്ളിയും വരയുമുള്ളവയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബിനോട് യാക്കോബെ എന്ന് വിളിച്ചു പറഞ്ഞു. ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, തല ഉയർത്തി നോക്കുക, ഇണചേരുന്ന മുട്ടാടുകളെയെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ്. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ കൽത്തൂണിൽ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബേതേലിലെ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. റാഹേലും ലയായും പറഞ്ഞു, നമ്മുടെ പിതാവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ? നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത്. നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയും ചെയ്തില്ലേ? നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ ദൈവം അങ്ങയോട് കൽപ്പിച്ചത് ചെയ്യുക. യാക്കോബ് മക്കളെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി. അവൻ കാലികളെയും ആടുമാടുകളെയും തെളിയിച്ചുകൊണ്ട് പാദാൻ ആരാമിൽ വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കനാൻ ദേശത്തേക്ക് തന്റെ പിതാവായ ഇസഹാക്കിന് അടുത്തേക്ക് പുറപ്പെട്ടു. ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു. റാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. അരമയനായ ലാബാനെ യാക്കോബ് കബളിപ്പിച്ചു. സ്ഥലം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല. തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത്. അവൻ നദി കടന്ന് മലമ്പ്രദേശമായ ഗിലെയാദിന് നേരെ തിരിഞ്ഞു. ലാബാൻ പിന്തുടരുന്നു.
യാക്കോബ് ഒളിച്ചുപോയ കാര്യം 3-ാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത്. തന്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ 7 ദിവസം യാക്കോബിനെ പിന്തുടർന്ന മലമ്പ്രദേശമായ ഗിലിയാദിൽ വെച്ച് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമാനായ ലാബാനോട് പറഞ്ഞു, നല്ലതോ ചീത്തയായ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. യാക്കോബ് മലമ്പ്രദേശത്തേക്ക് കൂടാരം അടിച്ചിരിക്കെ ലാബാൻ അവന്റെ മുമ്പിൽ കടന്നു. തന്റെ ചാർച്ചക്കാരുമൊത്ത് ലാബാനും ഗിലിയാദിലെ മലമ്പ്രദേശത്ത് കൂടാരം അടിച്ചു. ലാബാൻ യാക്കോബിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എന്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിന്? ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നുവല്ലോ. എനിക്ക് എന്റെ പുത്രന്മാരെയും ചുംബിക്കുന്നതിന് അവസരം തരാഞ്ഞതെന്ത്? നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത്. നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവായ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോകുന്നതെങ്കിൽ എന്റെ കുലദൈവന്മാരെ കട്ടെടുത്തത് എന്തിന്? യാക്കോബ് ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. അങ്ങയുടെ എന്തെങ്കിലും എന്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക. റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. ലാബാൻ യാക്കോബിന്റെയും ലയായുടെയും 2 പരിചാരകന്മാരുടെയും കൂടാരങ്ങൾ പരിശോധിച്ചു. അവ അവിടെ എങ്ങും കണ്ടെത്തിയില്ല. ലയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് അവൻ റാഹേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു. റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടക ഭാണ്ഡത്തിൽ ഒളിപ്പിച്ച് അതിന്മേൽ കയറിയിരുന്നു. കൂടാരങ്ങളിലെല്ലാം തിരഞ്ഞിട്ടും അവനൊന്നും കണ്ടെത്തിയില്ല. റാഹേൽ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിനാൽ അങ്ങ് കോപിക്കരുത്. എനിക്കിപ്പോൾ മാസമുറയാണ്. അവൻ തിരിഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല. അപ്പോൾ രോഷാകുലനായ യാക്കോബ് ലാബാനോട് കയർത്തു. അവൻ ചോദിച്ചു, എന്റെ പേരിലുള്ള കുറ്റം എന്താണ്? എത്ര ആവേശത്തോടെ എന്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ? അങ്ങയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത്? അങ്ങയുടെയും എന്റെയും സഹോദരങ്ങളുടെ മുമ്പിൽ അവയൊക്കെ നിർത്തിവെക്കുക. അവർ വിധി പറയട്ടെ. 20 കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭഛിദ്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടേതെടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു. രാത്രിയിലോ പകലോ കളവ് പോയവയ്ക്കൊന്നും അങ്ങ് എന്നിൽ നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു. അതായിരുന്നു എന്റെ സ്ഥിതി. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തീർന്നു. ഉറക്കം എന്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. 20 കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 14 കൊല്ലം അങ്ങയുടെ 2 പെൺമക്കൾക്കും വേണ്ടി, 6 കൊല്ലം ആടുകൾക്കും വേണ്ടിയും ഞാൻ വേല ചെയ്തു. 10 തവണ അങ്ങ് എന്റെ കൂലിയിൽ മാറ്റം വരുത്തി. എന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എന്റെ ഭാഗത്തില്ലായിരുന്നുവെങ്കിൽ അങ്ങ് എന്നെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു. എന്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത്. ലാബാനുമായി ഉടമ്പടി. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, ഈ പെൺമക്കൾ എന്റെ പുത്രിമാരാണ്, ഈ കുട്ടികൾ എന്റെ കുട്ടികളും, ഈ ആട്ടിൻകൂട്ടവും എന്റേത് തന്നെ, ഈ കാണുന്നതൊക്കെയും എന്റേതാണ്. എന്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക? നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം. എനിക്കും നിനക്കും മധ്യേ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കുത്തി നിർത്തി. കല്ല് പെറുക്കി കൂട്ടുക. യാക്കോബ് തന്റെ ചാർച്ചക്കാരോട് പറഞ്ഞു. അവർ കല്ലെടുത്തൊരു കൂമ്പാരം കൂട്ടി ആ കൂമ്പാരത്തിന്മേൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിനെ ഏഗാർ സഹദൂത്ത എന്ന് വിളിച്ചു. യാക്കോബ് അതിനെ ഗലേദ് എന്നും. ഈ കൽക്കുമ്പാരം എനിക്കും നിനക്കും മധ്യ സാക്ഷ്യമായിരിക്കുമെന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഗലേദ് എന്ന് അതിന് പേര് ലഭിച്ചത്. തൂണിന് മിസ്പ എന്ന് പേരിട്ടു. കാരണം ലാബാൻ പറഞ്ഞു, നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യ കാവലായിരിക്കട്ടെ. എന്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എന്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യ സാക്ഷിയാണെന്ന് ഓർക്കുക. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽക്കുമ്പാരവും കാണുക. നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് അപ്പുറത്തേക്ക് ഞാനും, എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിന് തൂണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ. എബ്രാഹത്തിന്റെയും നാഹോറിന്റെയും അവരുടെ പിതാവിന്റെ ദൈവം നമുക്ക് മധ്യേ വിധിയാളനായിരിക്കട്ടെ. യാക്കോബും തന്റെ പിതാവായ ഇസഹാക്കും ഭയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു. മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തന്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി. ലാബാൻ അതിരാവിലെ എഴുന്നേറ്റ് തന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി. അധ്യായം 32. യാക്കോബ് തിരിച്ചു വരുന്നു. യാക്കോബ് യാത്ര തുടർന്നു. ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സൈന്യമാണ്. ആ സ്ഥലത്തിന് അവൻ മഹനായിം എന്ന് പേരിട്ടു. യാക്കോബ് ഏദോം തോട്ടത്തിൽ സെയീർ ദേശത്ത് പാർത്തിരുന്ന സഹോദരനായ ഏസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു. അവൻ അവരെ ചുമതലപ്പെടുത്തി, എന്റെ യജമാനനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു, ഇതുവരെ ഞാൻ ലാബാന്റെ കൂടെ പാർക്കുകയായിരുന്നു. എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരികളും ഉണ്ട്. അങ്ങേക്ക് എന്നോട് ദയ തോന്നണം. അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് ആളയച്ച് പറയുന്നത്.
ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിന്റെ അടുക്കൽ ചെന്നു. അവൻ 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങേ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി. തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു. ഏസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിനോട് രക്ഷപ്പെടാമെന്ന് അവർ ചിന്തിച്ചു. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ പിതാക്കന്മാരെ എബ്രാഹത്തിന്റെ ഇസ്ഹാക്കിന്റെ ദൈവമേ, നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോവുക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവ്, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സഹോദരൻ ഏസാവിന്റെ കയ്യിൽ നിന്നെ രക്ഷിക്കണമെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തിരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് രാത്രി അവരവിടെ താവളം അടിച്ചു. തന്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരൻ ഏസാവിന് ഒരു സമ്മാനം ഒരുക്കി. 200 പെൺകോലാടും 200 ആൺകോലാടും 200 പെണ്ണാടും 20 മുട്ടാടും കറവയുള്ള 30 ഒട്ടകം, അവയുടെ കിടാക്കൾ, 40 പശു, 10 കാള, 20 പെൺകഴുത, 10 ആൺകഴുത എന്നിവ മാറ്റി നിർത്തി. ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തന്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു, എനിക്ക് മുൻപേ പോവുക. കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം. ഏറ്റവും മുൻപേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി, എന്റെ സഹോദരൻ ഏസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ, നിങ്ങൾ ആരുടെ ആളുകളാണ്, നിങ്ങൾ എവിടെ പോകുന്നു, ഇതൊക്കെ ആരുടേതാണ് എന്ന് ചോദിക്കും. നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം, ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിന്റേതാണ്. യജമാനായ ഏസാവിനുള്ള ഉപഹാരമാണിത്. അവൻ ഞങ്ങളുടെ പിന്നാലെയും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇത് തന്നെ പറഞ്ഞേൽപ്പിച്ചു. ഏസാവിനെ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തന്നെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടുപുറകെയുണ്ട് എന്ന് പറയണം. അവൻ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ മുൻകൂട്ടി അയച്ചിരുന്ന സമ്മാനം കൊണ്ട് എനിക്ക് അവരെ പ്രീതിപ്പെടുത്താനാവും. അത് കഴിഞ്ഞ് ഞാൻ അവരെ നേരിൽ കാണും. അവൻ എന്നെ സ്വീകരിച്ചേക്കും. അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തങ്ങി. യാക്കോബിന്റെ മൽപ്പിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തന്റെ 2 ഭാര്യമാരെയും 2 പരിചാരകന്മാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴക്കരികെ കടത്തിവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രമേ ഇക്കരെ നിന്നു. ഇവരെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവരുമായി മൽപ്പിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലാത്തെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാത്ത അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യനോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എന്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോട് ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്ക് നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയത് കൊണ്ടും തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്ന് ഭക്ഷിക്കാറില്ല. അധ്യായം 33. ഏസാവിനെ കണ്ടുമുട്ടുന്നു. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലയായുടെയും റാഹേലിന്റെയും 2 പരിചാരികരുടെയും അടുക്കലായി നിർത്തി. അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലേയായെയും മക്കളെയും അതിന് പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി. അവൻ അവരുടെ മുൻപേ നടന്നു. സഹോദരന്റെ അടുത്തെത്തുവോളം 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. ഏസാവാകട്ടെ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. ഏസാവ് തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു. അവൻ ചോദിച്ചു, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ദാസന് ദൈവം കനിഞ്ഞു നൽകിയ മക്കളാണ്. അപ്പോൾ പരിചാരകരുടെ മക്കളും അടുത്ത് ഏസാവിനെ വണങ്ങി. തുടർന്ന് ലേയായും അവളുടെ മക്കളും അതിനുശേഷം ജോസഫ് റാഹേലും അടുത്ത് ചെന്ന് താണു വണങ്ങി. ഏസാവ് ചോദിച്ചു, ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? യാക്കോബ് പറഞ്ഞു, എന്റെ യജമാനനായ അങ്ങയുടെ പ്രീതി നേടുക. ഏസാവ് പറഞ്ഞു, സഹോദര, എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട്. നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംതൃപ്തനാകണമെങ്കിൽ എന്റെ കയ്യിൽ നിന്നും ഈ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്നതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്.
അത്രയ്ക്കും ദയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു, എല്ലാം എനിക്ക് വേണ്ടത്ര ഉണ്ട്. അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു. ഏസാവ് പറഞ്ഞു, നമുക്ക് യാത്ര തുടരാം, ഞാൻ നിന്റെ മുൻപേ നടക്കാം. യാക്കോബ് പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ, മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. കറവയുള്ള ആടുമാടുകൾ എന്റെ കൂടെയുണ്ട്. ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും. അതുകൊണ്ട് അങ്ങ് മുൻപേ പോയാലും കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയും നടത്തിപ്പത്തിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സെയറിൽ അങ്ങയുടെ അടുത്തെത്തിക്കൊള്ളാം. എന്റെ ആൾക്കാരിൽ കുറെ പേർ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ? ഏസാവ് ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, എന്തിന്? എനിക്കും അങ്ങയുടെ പ്രീതി മാത്രം മതി. അതുകൊണ്ട് ഏസാവ് അന്ന് തന്നെ സെയറിലേക്ക് തിരികെ പോയി. യാക്കോബ് ആകട്ടെ സുക്കോത്തിലേക്ക് പോയി അവിടെ വീട് പണിതു. കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേരുണ്ടായത്. യാക്കോബ് പദാൻ അരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു. കനാൻ ദേശത്തുള്ള ശെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു. അവിടെ നഗരത്തിനടുത്ത് കൂടാരം അടിച്ചു. യാക്കോബ് ശെക്കമിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്നും താൻ കൂടാരം അടിച്ച പറമ്പിന്റെ ഒരു ഭാഗം 100 നാണയത്തിന് വാങ്ങി. അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. അതിന് എൽ എൽഹായി ഇസ്രായേൽ എന്ന് പേരിട്ടു. അധ്യായം 34. ദീനയുടെ മാനഹാനി. യാക്കോബിന് ലയിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി. അവിടെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യന്റെ മകൻ ശെക്കേം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു. അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു. അവൻ അവളെ അതിരിട്ട് സ്നേഹിച്ചു. സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു. ശെക്കം തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു, ആ പെൺകുട്ടി എനിക്ക് ഭാര്യയായി തരണം. തന്റെ മകളായ ദീനയെ ശെക്കം മാനഭംഗപ്പെടുത്തിയ വിവരം യാക്കോബ് അറിഞ്ഞു. പുത്രന്മാരെ എല്ലാവരെയും വയലിൽ കാലികളോടുകൂടി ആയിരുന്നത് കൊണ്ട് അവൻ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു. ശെക്കമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കണമെന്ന് വിവരം അറിഞ്ഞ് യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി. അവർക്ക് രോഷവും അവർഷവും ഉണ്ടായി. കാരണം യാക്കോബിന്റെ മകളെ ബലാത്സംഗം ചെയ്തത് വഴി ശെക്കം ഇസ്രായേലിൽ നിശ്ചിതമായും മ്ലേച്ഛതയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഹാമോർ അവരോട് പറഞ്ഞു, എന്റെ മകനായ ശെക്കമിന്റെ ഹൃദയം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ദയവ് ചെയ്ത് അവളെ അവന് ഭാര്യയായി നൽകണം. ഞങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുക. നിങ്ങളുടെ പെൺമക്കളെ ഞങ്ങൾക്ക് തരിക. ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക. ഞങ്ങളുടെ കൂടെ പാർക്കുക. ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യാം. ശെക്കം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞു, ദയോടെ നിങ്ങൾ എന്നോട് പെരുമാറണം. നിങ്ങൾ ചോദിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് തരാം. സ്ത്രീധനമായോ വിവാഹ സമ്മാനമായോ നിങ്ങൾ ചോദിക്കുന്നതെന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. പെൺകുട്ടി എനിക്ക് ഭാര്യയായി തരണം. തങ്ങളുടെ സഹോദരി ദീനയെ ശെക്കം മനഭംഗപ്പെടുത്തിയത് കണ്ട് യാക്കോബിന്റെ മക്കൾ അവനോടും അവന്റെ പിതാവായ ഹാമോറിനോടും ചതിവായി സംസാരിച്ചു. അവർ പറഞ്ഞു, പരിച്ഛേദന ചെയ്യാത്ത ഒരുവനെ ഞങ്ങളുടെ സഹോദരിയെ ഭാര്യയായി നൽകുക സാധ്യമല്ല. ഞങ്ങൾക്കത് അപമാനകരമാണ്. എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങൾ ഇതിന് സമ്മതിക്കാം. നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന ചെയ്ത് ഞങ്ങളെ പോലെയാകണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്കും തരാം. നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങളെ സ്വീകരിക്കാം. ഞങ്ങൾ നിങ്ങളോടൊത്ത് വസിക്കുകയും നമ്മളൊരു ജനതയായി തീരുകയും ചെയ്യും. ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിച്ഛേദനം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും. അവരുടെ വ്യവസ്ഥ ഹാമോറിനും മകൻ ശെക്കമിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചില്ല. കാരണം യാക്കോബിന്റെ മകളിൽ അവൻ അത്രമേൽ അനുരക്തനായിരുന്നു. അവന്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ശെക്കേം. അതിനാൽ ഹാമോറും മകൻ ശെക്കമും നഗര കവാടത്തിൽ വെച്ച് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരുടെ ഉപകാരം പറഞ്ഞു, ഈ മനുഷ്യൻ നമ്മോട് സൗഹൃദത്തിലാണ്. അവൻ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ. ഈ നാട് അവരെ കൂടി ഉൾപ്പെടുത്താൻ മാത്രം വിശാലമാണല്ലോ. അവരുടെ പുത്രന്മാരെ നമുക്ക് ഭാര്യമാരായി സ്വീകരിക്കാം. നമ്മുടെ പുത്രന്മാരെ അവർക്ക് നൽകുകയും ചെയ്യാം. എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രമേ അവർ നമ്മോടൊത്ത് പാർത്ത് ഒരു ജനത ഉണ്ടാക്കാൻ സമ്മതിക്കുകയുള്ളൂ. നമ്മുടെ പുരുഷന്മാരെല്ലാവരും അവരെ പോലെ പരിച്ഛേദനം ചെയ്യണം. അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളും ഒക്കെ നമ്മുടേതാവില്ലേ? നമുക്കത് സമ്മതിക്കാം. എങ്കിൽ അവർ നമ്മുടെ കൂടെ താമസിക്കും. പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമോറിന്റെയും മകൻ ശെക്കമിന്റെയും വാക്കുകൾ കേട്ട് പരിച്ഛേദനം ചെയ്തു. 3-ാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിന്റെ പുത്രന്മാരുമായി ശിമിയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്ന പുരുഷന്മാരെ എല്ലാം വധിച്ചു. ഹാമോറിനെയും മകൻ ശെക്കമിനെയും അവർ വാളിനിരയാക്കി. ശെക്കമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി. തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ യാക്കോബിന്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു. അവരുടെ ആടുമാളികളെയും കഴുതുകളെയും നഗരത്തിലും വയലിലുണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു. അവരുടെ സ്വത്തും വീട്ടുവകകളൊക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. അപ്പോൾ യാക്കോബ് ശിമിയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നാട്ടുകാരായ കനാൻകാരുടെയും പെരീസിയരുടെയും മുൻപിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും. ഞാനും കുടുംബവും നശിക്കും. അവർ ചോദിച്ചു, ഒരു വേശ്യോട് എന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന്? അധ്യായം 35. വീണ്ടും ബേഥേലിൽ. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് നീ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യ ദേവന്മാരെ ദൂരെ കളയുക. എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറ്റുക. നമുക്ക് ബേഥേലിലേക്ക് പോകാം.
എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടുവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നതിനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദൈവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവർ ശെഖമിന് അടുത്തുള്ള ഓക്കുമരത്തിന് ചുവട്ടിൽ അവ കുഴിച്ചു മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോഴും ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടി ഉണ്ടായിരുന്നവനും കനാൻ ദേശത്തെ ബെതേൽ, അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് എൽ ബദേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. റെബേക്കയുടെ പരിചാരകരായ ദെബോറ മരണമടഞ്ഞു. ബെതേലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന് കീഴിൽ അവളെ അടക്കി. അതിന് അലോൺ ബാക്കുത്ത് എന്ന് പേരുണ്ടായി. പദാനാരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, യാക്കോബ് എന്നാണ് നിന്റെ പേര്, എന്നാൽ ഇനിമേലിൽ യാക്കോബല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താന പുഷ്ടിയുണ്ടായി പെരുകുക. ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരിൽ നിന്നിൽ നിന്ന് ജന്മമെടുക്കും. എബ്രാഹത്തിനും ഇസ്ഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും ഞാൻ നിന്റെ സന്താന പരമ്പരകൾക്ക് ഞാൻ നൽകും. അനന്തരം ദൈവം അവനെ വിട്ടുപോയി. അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ടൊരു സ്തംഭം ഉയർത്തി അതിന്മേൽ ഒരു പാനീയ ബലി അർപ്പിച്ച് എണ്ണ പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബെതേൽ എന്ന് പേരിട്ടു. ബെതേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രാത്തായിൽ എത്തുന്നതിന് കുറച്ചു മുമ്പ് റാഹേലിന് പ്രസവ വേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യം ഒരു പുത്രൻ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബെനോനി എന്ന് പേര് വിളിച്ചു. പക്ഷെ അവന്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ബെത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഹേലിന്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു. ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരം അടിച്ചു. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തന്റെ പിതാവിന്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ക്ഷയിച്ചു. ഇസ്രായേൽ അതറിയാനിടയായി. യാക്കോബിന്റെ പുത്രന്മാർ. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലേയായുടെ പുത്രന്മാർ. യാക്കോബിന്റെ കടിഞ്ഞൂൽ പുത്രനായ റൂബൻ, ഷിമയോൻ, ലേവി, യൂദ, ഇസാക്കാർ, സെബുലൂൺ. റാഹേലിന്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി. ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ്, ആശേർ. യാക്കോബിന് പാദാൻ ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണിവർ. ഇസഹാക്കിന്റെ മരണം. യാക്കോബ് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിലെ മാമ്രയിൽ തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോയി. എബ്രാഹവും ഇസഹാക്കും പാർത്തിരുന്നത് അവിടെയാണ്. ഇസഹാക്കിന്റെ ആയുഷ്കാലം 150 വർഷമായിരുന്നു. ഇസഹാക്ക് അന്ത്യശ്വാസം വലിച്ചു. വൃദ്ധനായ അവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു. മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു. ഏസാവ് മോദിയരുടെ പിതാവ്. അധ്യായം 36. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ. ഹിവ്യനായ സിബിയോന്റെ മകളാണ് ആനായുടെ പുത്രി ഒഹോലിബാമ. ഇസ്മായിലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവൂവേലും ജനിച്ചു. ഓഹോലിബമയിൽ നിന്ന് അവൻ യശുവും യാലാമും കോഹറും ജനിച്ചു. കനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും വീട്ടിലുള്ള എല്ലാവരും മൊത്ത് തന്റെ കാലികളും മൃഗങ്ങളും കനാൻ ദേശത്ത് തന്നെ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്കും സംരക്ഷിക്കുവാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയിൽ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയർ മലയിലെ ഏദോമിയരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര. ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ. ഏസാവിന് ഭാര്യയായ ആദായിൽ ഉണ്ടായ മകൻ എലിഫാസ്. ഭാര്യയായ ബസ്മത്തിനുണ്ടായ മകൻ റമുവേൽ. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിന്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരി ഉണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമലേക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിൽ ഉണ്ടായ സന്തതികളാണ് ഇവർ. റമുവേലിന്റെ പുത്രന്മാരാണ് നഹത്ത്, സേറ, ഷമ്മ, മിസാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിൽ ഉണ്ടായ സന്തതികളാണ് ഇവർ. സിബയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബമായിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും. ഏസാവിന്റെ മക്കളിൽ പ്രാധാന്യർ ഇവരായിരുന്നു. ഏസാവിന്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അംലേക് എന്നിവർ ഏദോം നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. അവരെല്ലാവരും ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മകനെ റമുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേർ, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ.
അവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്. ഏസാവിന്റെ ഭാര്യയായ ഒലോഹിബിമായുടെ പുത്രന്മാർ പ്രമുഖന്മാരായ യവൂഷ്, യലാം, കോറഹ്. ഇവർക്ക് ഏസാവിന്റെ ഭാര്യയും അനായുടെ മകളുമായ ഒലോഹിബയിൽ നിന്നുണ്ടായ നായകന്മാരാണ്. അവർ ഏസാവിന്റെ സന്തതികളും ഏദോമിലെ പ്രഭുക്കന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയർ എന്ന ഹോരിന്റെ പുത്രനുമാണ് ലോത്താൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. അവർ ഏദോം നാട്ടിലെ സെയറിന്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ്. ലോത്താന്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോത്താന്റെ പുത്രന്മാരായിരുന്നു സഹോദരിയായിരുന്നു തിമ്ന. ഷോലാബിന്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സിബിയോന്റെ പുത്രന്മാർ അയ്യ, ആന. തന്റെ പിതാവായ സിബിയോന്റെ കഴുതുകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷോൻ ആനയുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു. ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീഷോന്റെ പുത്രന്മാർ. ഏസറിന്റെയും പുത്രന്മാരായിരുന്നു ബിൽഹാവും സാവാനും അക്കാനും. ദീഷാന്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും. ഹോരിയിലെ പ്രമുഖന്മാരായിരുന്നു ലോത്താൻ, ഷോബാൽ, സിബയോൻ, ആന എന്നിവർ. ദീഷോർ, ഏസർ, ദീഷാൻ എന്നിവർ സെയർ നാട്ടിലെ ഹോരിയരിലെ പ്രമുഖന്മാരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഏദോം നാട്ടിൽ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബിയോറിലെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻബാഹ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബൊസ്രാസിലെ സേറഹിന്റെ മകനായ യോബോബ് രാജാവായി. യോബോബ് മരിച്ചപ്പോൾ തേമാന്യനായ ഷൂഹാം രാജാവായി. ഷൂഹാം മരിച്ചപ്പോൾ ബെദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മോവാബ് ദേശത്ത് മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അവിത്ത് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മെസ്കുരിയയിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബാത്തിലെ സാവൂൽ രാജാവായി. സാവൂൽ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഹനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മെസഹാബിന്റെ പൗത്രിയും മെത്രദിന്റെ പുത്രിയുമായ മെഹത്തബേലായിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിൽപ്പിച്ച പ്രമുഖർ തിമ്ന, അൽവ, യത്തത്ത്, ഒഹോലിബാമ, ഏല, പിനോർ, കെനസ്, തേമാൻ, മിസ്ബാർ, മദ്ദിയേൽ, ഊറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലം അനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്. അധ്യായം 37. ജോസഫിനെ വിൽക്കുന്നു. യാക്കോബ് തന്റെ പിതാവ് പരദേശിയെ പാർത്തിരുന്ന കനാൻ ദേശത്ത് വാസമർപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുമേയ്ക്കുകയായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭാര്യയായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെയായിരുന്നു. അവരെപ്പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു, കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണു വണങ്ങി. അവൻ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവൻ ഇത് പിതാവിനോട് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റി താണു വണങ്ങുമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആളുകളെ മേയ്ക്കാൻ ഷെക്കമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കമിൽ ആട് മേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്. ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്ക് ക്ഷേമം തന്നെയെന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം. ജോസഫ് അവനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കമിലേക്ക് പോയി. അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് ആട് മേയ്ക്കുന്നത്? ദയവായി പറഞ്ഞു തരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ദത്തോനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താത്തിൽ വെച്ച് അവർ അവനെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു.
അവൻ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവിൻ, നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം, അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ട് അവനെ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്, അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക, പക്ഷേ ദ്രോഹം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായി മൂരിയെടുത്തു, അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലെയാദിൽ നിന്ന് വരുന്ന ഇസ്മായിലിന്റെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധ പശയും പരിമള ദ്രവ്യങ്ങളും കുന്തിരക്കവും ഒട്ടപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദാ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചു വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുക? വരുവിൻ, നമുക്ക് അവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവന്റെ സഹോദരന്മാർ അതിനെ സമ്മതിച്ചു. അപ്പോൾ കുറെ മിദ്യാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിലർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിഞ്ഞു ചെന്നു, എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു. അവൻ തന്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് പോയി വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാൻ ഇനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായത്തിൽ എടുത്ത് അതിൽ രക്തത്തിൽ മുക്കി. കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നിട്ട് അവൻ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് നോക്കുക. അവനത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇതെന്റെ മകന്റെ കുപ്പായമാണ്, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു, ജോസഫിനെ അത് കടിച്ചു കീറി കാണും. യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ തന്റെ മകനെ കുറിച്ച് വിലപിച്ചു. അവന്റെ പുത്രന്മാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെ ഓർത്ത് വിലപിച്ചു. ഇതിനിടെ മിദ്യാൻകാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥരും കാൽപ്പടയുടെ നായകനുമായ പോത്തിഫറിന് വിറ്റു. യൂദായും താമാറും. അക്കാലത്ത് യൂദാ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ അദുല്ലാംകാരന്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കാനാൻകാരന്റെ മകളെ കണ്ടു. അവളെ ഭാര്യയാക്കി സ്വീകരിച്ച് അവളോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. യൂദാ അവന് ഏർ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു. അവൾ വീണ്ടും ഗർഭിണിയാകുകയും ഒരു മോനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ അവൾ ഷേല എന്ന് വിളിച്ചു. അവൻ ജനിക്കുമ്പോൾ യൂദാ കെസീബിയിലായിരുന്നു. തന്റെ കടിഞ്ഞൂൽപുത്രനായ ഏറിന് യൂദാ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവളുടെ പേർ താമാർ എന്നായിരുന്നു. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽപുത്രനായ ഏർ കർത്താവിന്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദാ ഓനാനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തന്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദാ തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എന്റെ മകൻ ഷേല വളരുന്നതിന് വരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂദാ ഭയപ്പെട്ടു. താമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു. കുറെ നാൾ കഴിഞ്ഞ് യൂദായുടെ ഭാര്യ ഷുവായുടെ മകൾ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അദുല്ലാംകാരൻ ഹീറോയുടെ കൂടെ തിമ്നായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിന്മയിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു. ഷേലായ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട താമാർ തന്റെ വിധവ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ച് തിമ്നായിലേക്കുള്ള വഴിയിൽ ഏനയും പട്ടണത്തിന്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി. മുഖം മൂടിയിരുന്നത് കൊണ്ട് അവൾ ഒരു വേശ്യയാണെന്ന് യൂദാ വിചാരിച്ചു. വഴിവക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നവരെ എന്തുറപ്പാണ് തരിക?
അവൻ പറഞ്ഞു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയവും കയ്യിലെ വടിയും. അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ അവിടെ നിന്നും പോയി തന്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു. താൻ ഊടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂദ അദുല്ലാംകാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു, എനയീമിലെ വഴിവക്കിലിരുന്ന വേശ്യയുടെ? അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു വേശ്യയില്ല. അവൻ തിരിച്ചു ചെന്ന് യൂദായോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഒരു വേശ്യയുണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു. യൂദ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ, നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവൾ ഇപ്പോൾ ഗർഭിണിയാണെന്നും യൂദ കേട്ടു. അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അവന്റെ അമ്മായിയപ്പന് ഒരു സന്ദേശം അയച്ചു, ദയ ചെയ്ത് ഈ മുദ്രമോതിരവും വളയവും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക. ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അവ തന്റേതാണെന്ന് യൂദ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായിക്ക് ഭാര്യയാക്കി കൊടുത്തില്ലല്ലോ. പിന്നീട് അവൾ എന്നെ പ്രാപിച്ചില്ല. അവൾക്ക് പ്രസവ സമയമെടുത്തു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി, ഇവൻ ആദ്യം പുറത്തു വന്ന് എന്ന് പറഞ്ഞ് സൂതികർമ്മിണി അവന്റെ കയ്യിൽ ചെമന്ന ഒരു ചരട് കെട്ടി. പക്ഷെ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു. അവന്റെ സഹോദരൻ പുറത്തു വന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. എന്നാൽ കയ്യിൽ ചെമന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഫ് എന്ന് പേരിട്ടു. ജോസഫും പൊത്തിഫറും. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായേല്യരുടെ അടുത്തു നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവൻ ശ്രേയസ് ഉണ്ടാക്കി. ഈജിപ്തുകാരനായ യജമാന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുമെന്നും അവന്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽത്തോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി. അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഭരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എന്റെ കൂടെ ശയിക്കുക എന്ന് അവനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ വഴങ്ങിയില്ല. അവൻ അവളോട് പറഞ്ഞു, ഞാനുള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല. എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിൽ ഇല്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്നും നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം യോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. കുപ്പായം തന്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു, നമുക്ക് അപമാനം വരുത്താൻ അവൻ ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എന്റെ അരികിൽ ഇട്ടിട്ട് ഓടി
വീട്ടിൽ നിന്നും പുറത്തു കടന്നു. അവന്റെ യജമാനൻ തിരിച്ചു വരുവോളം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു. അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു: അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അവമാനിക്കാനായി എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറംകുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടിപ്പുറത്തു കടന്നു. ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത്. തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ യജമാനൻ രോഷാകുലനായി. അവൻ ജോസഫിനെ കർത്താവിന്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കഴിച്ചുകൂട്ടി. ജോസഫ് കാരാഗൃഹത്തിൽ. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗൃഹ സൂക്ഷിപ്പുകാരന്റെ പ്രീതി ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്തു. കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവിടെ എല്ലാം ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ പരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ജോസഫ് തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്രവാഹകനും പാചകനും തങ്ങളുടെ യജമാനനായ രാജാവിനെതിരെ തെറ്റ് ചെയ്തു. ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഫറവോ കുപിതനായി. അവൻ അവന്റെ കാവൽപ്പടനായകന്റെ വീട്ടിലേക്ക് വീട്ടിലുള്ള തടവറയിൽ അടച്ചു. ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത്. കാവൽപ്പട നായകൻ അവരെ ജോസഫിന് പരമേൽപ്പിച്ചു. അവൻ അവരെ പരിചരിച്ചു. കുറെ കാലം അവർ തടവിൽ കിടന്നു. തടവറയിൽ കിടന്നിരുന്ന അവരിരുവർക്കും ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്രവാഹകനും പാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നങ്ങൾ ഉണ്ടായി. എന്നാൽ രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. തന്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ തന്നോടൊത്ത് കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു: നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം? അവർ പറഞ്ഞു: ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു. അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ജോസഫ് പറഞ്ഞു: വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ? സ്വപ്നം എന്തെന്ന് പറയൂ. പാനപാത്രവാഹകന്റെ തന്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു: ഞാനൊരു മുന്തിരിവള്ളി സ്വപ്നം കണ്ടു. അതിൽ 3 ശാഖകൾ ഉണ്ടായിരുന്നു. അത് മൊട്ടിട്ട് ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാചകമായി. ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് പിഴിഞ്ഞ് പാനപാത്രത്തിലൊഴിച്ച് അവന് കൊടുത്തു. ജോസഫ് അവനോട് ചോദിച്ചു: അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 ശാഖകൾ 3 ദിവസങ്ങളാണ്. 3 ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും. മുമ്പെന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വച്ചു കൊടുക്കും. നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോടും കാരുണ്യം കാണിക്കണം. എന്റെ കാര്യം ഫറവോയുടെ മുന്നിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. എബ്രായരുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വ്യാഖ്യാനം ശുഭസൂചകമാണെന്ന് കണ്ടപ്പോൾ പാചകപ്രമാണി ജോസഫിനോട് പറഞ്ഞു: ഞാനും ഒരു സ്വപ്നം കണ്ടു. എന്റെ തലയിൽ 3 കുട്ട നിറയെ അപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു. പക്ഷികൾ വന്ന് എന്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. ജോസഫ് പറഞ്ഞു: അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 കുട്ടകൾ 3 ദിവസം തന്നെ. 3 ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും. 3 ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു. തന്റെ വേലക്കാർക്ക് അവൻ ഒരു വിരുന്ന് നൽകി. പാനപാത്രവാഹകനെയും പാചകപ്രമാണിയെയും പുറത്തു കൊണ്ടുവന്ന് വിധി കൽപ്പിച്ചു. പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരികെ നിയമിച്ചു. അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ പാചകപ്രമാണിയെ അവർ തൂക്കിക്കൊന്നു. ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല. അവനെ മറന്നു കളഞ്ഞു. ഫറവോയുടെ സ്വപ്നം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദീ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്നും കയറി വന്നു. അവ പുൽത്തകടിയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം മെലിഞ്ഞും വിരൂപിയായ വേറെ 7 പശുക്കൾ നൈനിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു.
മെലിഞ്ഞ വിരൂപയായ പശുക്കൾ കൊഴുത്ത അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള 7 ധാന്യക്കതിരുകൾ വളർന്നു പൊങ്ങി. തുടർന്ന് 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശോഷിച്ച 7 കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നുവെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി. നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിച്ച് തന്റെ സ്വപ്നം അവരോട് പറഞ്ഞു. ഇത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു, എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫറവോ തന്റെ ദാസന്മാരോട് കൽപ്പിച്ചപ്പോൾ എന്നെയും പാചകപ്രമാണിയെയും സേനാനായകന്റെ വീട്ടിൽ തടവിലിട്ടു. ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു. വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ. ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവ് ഉണ്ടായിരുന്നു. സേനാനായകന്റെ വേലക്കാരനായിരുന്നു അവൻ. തങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു. ഇരുവർക്കും അവനവന്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത്. അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു. പാചകപ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു. അപ്പോൾ ഫറവോ ജോസഫിനെ ആളെ വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറ്റി ഫറവോയുടെ മുമ്പിൽ ഹാജരാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്. ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത അഴകുള്ള 7 പശുക്കൾ നൈലിൽ നിന്നും കയറി വന്ന് പുൽത്തകടിയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പിന്നാലെ മെലിഞ്ഞു വിരൂപിയായ 7 പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വിരൂപിയായ ആ പശുക്കൾ ആദ്യത്തെ 7 കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങുമെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മുമ്പ് എന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള 7 കുതിരകൾ ഒരു തണ്ടിൽ കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു. തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ 7 കതിരുകൾ പൊങ്ങി വന്നു. ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു. എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു, ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 വർഷമാണ്. 7 നല്ല കതിരുകളും 7 വർഷം തന്നെ. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെ. അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ 7 പശുക്കളും 7 വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരണ്ട പതിര് നിറഞ്ഞ 7 കതിരുകൾ ക്ഷാമത്തിന്റെ 7 വർഷങ്ങളാണ്. ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ സ്വപ്നം മുഴുവനും സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതേ തുടർന്ന് ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ഉണ്ടാകും. സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും. ക്ഷാമം നാടിനെ കാർന്നു തിന്നും. പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല. കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കുന്നു. സ്വപ്നം ആവർത്തിച്ചതിന്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറച്ചെന്നും അവനെ നടപ്പിലാക്കുമെന്നതുമാണ്. അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അധിപനായി നിയമിക്കണം. ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ 7 വർഷങ്ങളിലും വിളവിന്റെ 5-1 ശേഖരിക്കണം. വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ നിന്ന് അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവോയുടെ അധികാരത്തിൻ കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക. ഈജിപ്തിൽ 7 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത്. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ജോസഫ് ഈജിപ്തിന്റെ അധിപൻ.
ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എന്റെ വീടിന് മേലാളിയായിരിക്കും. എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന്റെ മുഴുവൻ അധിപനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്ര ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു. അവൻ തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിൻ എന്ന് അവർ അവനു മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോയാണ്. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. അവൻ ജോസഫിന് നാഫ്നത്ത് ഫനായ എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫെറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. ഫറവോയുടെ മുമ്പിൽ നിന്ന് പോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സുഭിക്ഷത്തിന്റെ 7 വർഷം ഭൂമി സമൃദ്ധമായ വിളവ് നൽകി. 7 വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങളെല്ലാം അവർ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു. ഓരോ നഗരത്തിലും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു. കടൽക്കരയിലെ മണൽ പോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി. ക്ഷാമകാലം തുടങ്ങും മുമ്പ് ഓനിന്റെ പുരോഹിതനായ പൊത്തിഫെറയുടെ മകൾ അസ്നത്തിന് അവന് 2 പുത്രന്മാർ ജനിച്ചു. എന്റെ കഷ്ടപ്പാടും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ മനാസെ എന്ന് വിളിച്ചു. 2-ാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു. എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഈജിപ്തിലെ സമത്രയുടെ 7 വർഷം അവസാനിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ആരംഭിച്ചു. എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി. എന്നാൽ ഈജിപ്തിൽ ആഹാരം ഉണ്ടായിരുന്നു. ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു. ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരിക്കുന്നു. ജോസഫിന്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്നും ആളുകൾ ഈജിപ്തിലെത്തി. ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു. ജോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിൽ ധാന്യമുണ്ടെന്നറിഞ്ഞപ്പോൾ യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത്? അവൻ തുടർന്നു, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. നാം മരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി നമുക്ക് വേണ്ട ധാന്യം വാങ്ങിക്കൊണ്ടുവരും. ജോസഫിന്റെ 10 സഹോദരന്മാർ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയി. എന്നാൽ യാക്കോബ് ജോസഫിന്റെ സഹോദരനായ ബെഞ്ചമിനെ സഹോദരന്മാരുടെ കൂടെ വിട്ടില്ല. അവൻ എന്തെങ്കിലും അപകടം പണിയുമെന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെ ഇസ്രായേലിന്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു. ജോസഫായിരുന്നു ഈജിപ്തിലെ അധികാരി. അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത്. ജോസഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ നിലംപറ്റെ താണു വണങ്ങി. ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അപരിചിതനെന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവൻ ചോദിച്ചു. അവർ പറഞ്ഞു, കാനാൻ ദേശത്ത് നിന്ന് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ. ജോസഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. അവരെക്കുറിച്ച് തനിക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചാരന്മാരാണ്, നാടിന്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വന്നവരാണ്. അവർ പറഞ്ഞു, അല്ല യജമാനെ, അങ്ങയുടെ ദാസർ ധാന്യം വാങ്ങാൻ വന്നവരാണ്. ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കളാണ്. ഞങ്ങൾ സത്യസന്ധരാണ്. അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല. അവൻ പറഞ്ഞു, അല്ല, നാടിന്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടു മനസ്സിലാക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു,
അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ 12 സഹോദരന്മാരാണ്. കാനാൻ ദേശത്തുള്ള ഒരുവന്റെ പുത്രന്മാർ. ഏറ്റവും ഇളയവൻ ഇപ്പോൾ ഞങ്ങളുടെ പിതാവിന്റെ കൂടെയാണ്. ഞങ്ങൾ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് വാസ്തവം. നിങ്ങൾ ചാരന്മാർ തന്നെ. ഫറവോയുടെ ജീവനെ പ്രതി സത്യം, നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലാതെ നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയില്ല. ഇതുവഴി നിങ്ങളുടെ സത്യസന്ധത ഞാൻ മനസ്സിലാക്കും. നിങ്ങളിൽ ഒരാളെ പറഞ്ഞയക്കുക. അവൻ ചെന്ന് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. അതുവരെ നിങ്ങളെ ഞാൻ തടവിലടയ്ക്കും. അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങൾ സത്യസന്ധരാണെന്നും തെളിയിക്കപ്പെടണം. അല്ലെങ്കിൽ ഫറവോയുടെ ജീവനാണ് സത്യം, നിങ്ങൾ ചാരന്മാരാണ്. അവൻ അവരെല്ലാം 3 ദിവസം തടവറയിൽ പാർപ്പിച്ചു. 3-ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവരാണ് ഞാൻ. സത്യസന്ധരാണെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവറയിൽ കിടക്കട്ടെ. മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യം കൊണ്ട് പോകട്ടെ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിന്റെ ഫലമാണ്. തീർച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ? നിങ്ങളത് കേട്ടില്ല. അവന്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്തുനിന്ന് മാറിപ്പോയി കരഞ്ഞു. തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാൺകെ ശിമിയോനെ പിടിച്ചു ബന്ധിച്ചു. അവരുടെ ചാക്കുകളിൽ ധാന്യം നിറയ്ക്കുകയും ഓരോരുത്തന്റെ ചാക്കിലും അവനവന്റെ പണം തിരികെ വയ്ക്കാനും യാത്രയ്ക്ക് വേണ്ടത് കൊടുക്കാനും അവൻ കൽപ്പിച്ചു. ഭൃത്യർ അങ്ങനെ ചെയ്തു. ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവർ യാത്ര തിരിച്ചു. വഴിയമ്പലത്തിൽ വെച്ച് കഴുതയ്ക്ക് തീറ്റി കൊടുക്കാൻ അവരൊരാൾ ചാക്ക് കൂർന്നപ്പോൾ താൻ കൊടുത്ത പണം ചാക്കിന്റെ മുകൾ ഭാഗത്തിരിക്കുന്നത് കണ്ടു. അവൻ സഹോദരന്മാരോട് പറഞ്ഞു, എന്റെ പണം ചാക്കിൽ തിരികെ വച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം സ്തംഭിച്ചു പോയി. പേടിച്ച് വിറച്ച മുഖത്തോടുകൂടെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, എന്താണ് ദൈവം നമ്മോട് ഈ ചെയ്തിരിക്കുന്നത്? കനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ നടന്നതെല്ലാം അവർ അവനോട് പറഞ്ഞു. നാടിന്റെ അധിപൻ ഞങ്ങളോട് വളരെ പരുഷമായി സംസാരിച്ചു. നാട്ടിൽ ചാരവൃത്തിക്കെത്തിയവരായി അവൻ ഞങ്ങളെ കണക്കാക്കി. ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ സത്യസന്ധരാണ്, ചാരന്മാരെല്ലാം. ഒരേ പിതാവിന്റെ പുത്രന്മാരായ 12 സഹോദരന്മാരാണ് ഞങ്ങൾ. ഒരുവൻ ജീവിച്ചിരിപ്പില്ല. ഇളയവൻ കനാൻ ദേശത്ത് പിതാവിന്റെ കൂടെയുണ്ട്. അപ്പോൾ നാടിന്റെ അധിപനായ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ സത്യസന്ധരാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങളിൽ ഒരാളെ എൻ്റെ അടുത്ത് നിർത്തുവിൻ. മറ്റുള്ളവർ വീട്ടിലെ ക്ഷാമമാറ്റാൻ ധാന്യവും കൊണ്ട് വാങ്ങിക്കൊണ്ടു പോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ല, സത്യസന്ധരാണ് എന്ന് എനിക്ക് ബോധ്യമാകും. അപ്പോൾ നിങ്ങളുടെ സഹോദരനെ ഞാൻ വിട്ടുതരാം. നിങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം നടത്തുകയുമാകാം. അവർ ചാക്കഴിച്ച് ധാന്യം കുടഞ്ഞപ്പോൾ ഓരോരുത്തന്റെയും പണക്കിഴി അവനവന്റെ ചാക്കിലുണ്ടായിരുന്നു. അവരും അവരുടെ പിതാവും ഇത് കണ്ട് ഭയപ്പെട്ടു. യാക്കോബ് വിലപിച്ചു, എന്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി. ജോസഫ് നഷ്ടപ്പെട്ടു, ശിമിയോനും പോയി. ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും. എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. റൂബൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ 2 പേരെയും കൊന്നുകൊള്ളുവിൻ. അവനെ തൻ്റെ കയ്യിലേൽപ്പിക്കുക. ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നുകൊള്ളാം. യാക്കോബ് മറുപടി പറഞ്ഞു, എൻ്റെ മരുമകൻ നിങ്ങളുടെ കൂടെ പോരില്ല. അവന്റെ സഹോദരൻ തിരിച്ചുപോയി. ഇനി അവൻ മാത്രമേ ഉള്ളൂ. വഴിക്ക് വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തലനരച്ച എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് തള്ളിവിടും. ബെഞ്ചമിനും ഈജിപ്തിലേക്ക്. നാട്ടിൽ ക്ഷാമം കൊടുമ്പിരി കൊണ്ടു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടു വരുവിൻ. അപ്പോൾ യൂദാ പറഞ്ഞു, അനുജനെ കൂടാതെ
കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന് അവർ ഞങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരനെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം കൊണ്ടുവരാം. അങ്ങ് അവനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അവനോട് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചത് എന്തിന്? അവർ പറഞ്ഞു, അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു. നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ സഹോദരനുണ്ടോ? അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു. അവൻ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് അവർ പറയുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ യൂദാ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു, നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എൻ്റെ കൂടെ അയക്കുക. ഞങ്ങൾ ഉടനെ പുറപ്പെടാം. അവന്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം. അവനെ അങ്ങയുടെ മുമ്പിൽ തിരിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ കുറ്റമെന്നും എൻ്റെ മേൽ ആയിരിക്കും. നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിനകം 2-ാം പ്രാവശ്യവും പോയി തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ പറഞ്ഞു, കൂടിയേ തീരൂ എങ്കിൽ അപ്രകാരം ചെയ്യുക. നാട്ടിലെ വിശിഷ്ടോൽപ്പന്നങ്ങൾ കുറേശ്ശെ എടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോവുക. തൈലം, തേൻ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, ബോടനണ്ടി, ബദാം പരിപ്പ് എന്നിവയെല്ലാം. പണം ഇരട്ടി എടുത്തു കൊള്ളണം. നിങ്ങളുടെ ചാക്കുകളിൽ വെച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക. അതൊരു നോട്ടപ്പിശകായിരുന്നിരിക്കാം. നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക. സർവശക്തനായ ദൈവം അവന്റെ മുൻപിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ. അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ. മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയുമാവട്ടെ. സമ്മാനവും ഇരട്ടി തുകയും എടുത്ത് ബെഞ്ചമിനോട് കൂടി അവർ ഈജിപ്തിലെത്തി ജോസഫിന്റെ മുൻപിൽ ഹാജരായി. അവരുടെ കൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഒരു മൃഗത്തെ കൊന്ന് സദ്യ ഒരുക്കുക. ഇവർ ഇന്നുച്ചയ്ക്ക് എന്റെ കൂടെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക. ജോസഫ് പറഞ്ഞ പോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി. അവർ പറഞ്ഞു, കഴിഞ്ഞ തവണ ചാക്കിൽ തിരികെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവസരമുണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മുടെ കഴുതകളെ പിടിച്ചെടുക്കുകയുമാണ് അവന്റെ ഉദ്ദേശം. അതുകൊണ്ട് അവർ വീട്ടുവാതിൽക്കൽ വെച്ച് ജോസഫിന്റെ കാര്യസ്ഥനെ സമീപിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു, യജമാനനെ മുൻപൊരിക്കൽ ധാന്യം വാങ്ങുന്നതിന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. മടക്കയാത്രയിൽ വഴിയമ്പലത്തിൽ വെച്ച് ചാക്കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ അത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെ പണവും കൊണ്ടുവന്നിട്ടുണ്ട്. പണം ചാക്കിൽ തിരികെ വെച്ചത് ആരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞു, ശാന്തരായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകളിൽ നിധി നിക്ഷേപിച്ചത്. നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ്. അവൻ ശിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അനന്തരം അവരെ ജോസഫിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാൽ കഴുകി കഴുതകൾക്കും തീറ്റി കൊടുത്തു. ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിനു മുമ്പ് അവർ സമ്മാനം ഒരുക്കി വെച്ചു. കാരണം അവിടെ ആയിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ അറിഞ്ഞിരുന്നു. ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവന്റെ അടുത്ത് കൊണ്ടു ചെന്നു. അവർ അവനെ താണു വീണു വണങ്ങി. അവൻ അവരോട് കുശലം ചോദിച്ചു, നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ? നിങ്ങൾ പറഞ്ഞ ആ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസനായി ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ, അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു. അവർ കുനിഞ്ഞ് അവനെ വണങ്ങി. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു, തന്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. തന്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാൻ ഒരിടം നോക്കി. കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു. അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു,
ഭക്ഷണം വിളമ്പുക. അവനും അവർക്കും അവന്റെ കൂടെയുള്ള ഈജിപ്തുകാർക്കും അവർ വേറെ വേറെയാണ് വിളമ്പിയത്. കാരണം ഈജിപ്തുകാർ യഹൂദരുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല. അത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ മൂപ്പനുസരിച്ച് അവർ അവന്റെ മുൻപിൽ ഇരുന്നു. അവർ അമ്പരന്ന് അന്യോന്യം നോക്കി. ജോസഫ് തന്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു. എന്നാൽ ബെഞ്ചമിന്റെ പങ്ക് മറ്റുള്ളവരുടേതിന്റെ 5 ഇരട്ടിയായിരുന്നു. അവൻ കുടിച്ച് അവനോടൊപ്പം ഉല്ലസിച്ചു. ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു. അധ്യായം 44. ജോസഫ് വീട്ടുകാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കുക. ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് വെക്കണം. ഇളയവന്റെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിന്റെ കൂടെ എന്റെ വെള്ളിക്കപ്പും വെക്കുക. അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു. നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോടുകൂടെ യാത്രയാക്കി. അവർ നഗരം വിട്ട് അധികം കഴിയും മുമ്പ് ജോസഫ് കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഉടനെ അവരുടെ പിറകെ എത്തുക. അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് പറയുക, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട്? നിങ്ങൾ എന്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന്? ഇതിൽ നിന്നല്ലേ എന്റെ യജമാനൻ ഇത് പാനം ചെയ്യുന്നത്? ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. അവരുടെ ഒപ്പം എത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു. അവർ അവനോട് പറഞ്ഞു, യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങയുടെ ദാസന്മാർ ഇത്തരം ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം കാനാൻ ദേശത്ത് നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ നിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാന്റെ വീട്ടിൽ നിന്നും പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ? അത് അങ്ങയുടെ ദാസരിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം. ഞങ്ങൾ എല്ലാവരും യജമാനെ അടിമകളായിക്കൊള്ളാം. അവൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ ആവട്ടെ. അത് ആരുടെ കയ്യിൽ കാണുന്നുവോ അവർ അതിന്റെ അടിമയാകും. മറ്റുള്ളവർ നിരപരാധിയായിരിക്കും. ഉടൻ തന്നെ ഓരോരുത്തരും താങ്കളുടെ ചാക്ക് താഴെ ഇറക്കി കെട്ടഴിച്ചു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരെയും അവൻ പരിശോധിച്ചു. ബെഞ്ചമിന്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി. അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി. ഓരോരുത്തരും ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി. യൂദായും സഹോദരന്മാരും ജോസഫിന്റെ വീട്ടിലെത്തി. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവന്റെ മുൻപിൽ കമിഴ്ന്നു വീണു. ജോസഫ് അവരോട് ചോദിച്ചു, എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്? എന്നെപ്പോലെ ഒരുവനെ ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? യൂദാ അവനോട് പറഞ്ഞു, ഞങ്ങൾ എന്താണ് യജമാനോട് പറയുക? ഞങ്ങൾ നിരപരാധരാണെന്നോ എങ്ങനെ തെളിയിക്കും? ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ്. ഞങ്ങളും കപ്പ് കൈവശം ഉണ്ടായിരുന്നവനും. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. കപ്പ് കൈവശം ഇരിക്കുന്നവർ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിന്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ യൂദാ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എന്റെ യജമാനനെ ഒരു വാക്ക് കൂടി പറഞ്ഞുകൊള്ളട്ടെ. എന്റെ നേരെ അങ്ങ് കോപിക്കരുത്. അങ്ങ് ഫറവോയ്ക്ക് സമനാണല്ലോ. യജമാനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവിന്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട്. അവന്റെ സഹോദരൻ മരിച്ചുപോയി. അവന്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങയുടെ ദാസന്മാരോട് അവനെ എന്റെ അടുത്ത് കൊണ്ടുവരിക, എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചു. ബാലനു പിതാവിനെ വിട്ടു പോരാൻ വയ്യ. കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോവും. നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു. പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറെ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പോകാൻ വയ്യ. എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം ഞങ്ങൾ പോകാം. ബാലൻ
കൂടെയില്ലെങ്കിൽ ഞങ്ങൾ അവനെ കാണാൻ സാധിക്കയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, എന്റെ ഭാര്യ 2 പുത്രന്മാരെ എനിക്ക് നൽകി. എനിക്ക് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും അവനെ വന്യമൃഗം ചീന്തിക്കേറി കാണും. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയും കൊണ്ടുപോയിട്ട് ഇവനെ എന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ താഴ്ത്തുകയായിരിക്കും ചെയ്യുക. അവന്റെ ജീവൻ ബാലന്റെ ജീവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കൊണ്ട് ഞാൻ അവനെ കൂടാതെ പിതാവിന്റെ അടുത്ത് ചെന്നാൽ ബാലൻ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും. വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക. കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായി ഞാൻ ബാലനെ കുറിച്ച് പിതാവിന്റെ മുൻപിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ബാലനു പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബാലൻ സഹോദരന്മാരോട് കൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ. അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിന്റെ അടുത്ത് ചെല്ലും? അവനു സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും? ജോസഫ് തന്നെ വെളിപ്പെടുത്തുന്നു. അധ്യായം 45. തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവരാകെ സ്തംഭിച്ചപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവരോട് എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിനക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഉഴവു കൊയ്ത്തുമില്ലാത്ത 5 വർഷം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്കല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവന്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. നിങ്ങൾ തിടുക്കത്തിൽ പിതാവിന്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക, ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു. എന്റെ അടുത്ത് വരണം, ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു. അങ്ങയ്ക്ക് ഗോശെനിൽ പാർക്കാം. അങ്ങ് എന്റെ അടുത്തായിരിക്കും. അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങേക്കുള്ള സകലതും അവിടെ അങ്ങയെ ഞാൻ പോറ്റിക്കൊള്ളാം. ക്ഷാമം 5 കൊല്ലം കൂടി നീണ്ടു നിൽക്കും. അങ്ങും കുടുംബവും അങ്ങേക്കുള്ളവരും പട്ടിണിയിലകപ്പെടാതിരിക്കും. ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എന്റെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടല്ലോ. ഈജിപ്തിലെ എന്റെ പ്രതാപത്തെ പറ്റിയും നിങ്ങൾ കണ്ടതിനെ കുറിച്ചും പിതാവിനോട് പറയുക. വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക. ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെഞ്ചമിനും അവന്റെ തോളിൽ തല ചായ്ച്ചു കരഞ്ഞു. അവൻ തന്റെ സഹോദരന്മാരെ എല്ലാവരും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. അപ്പോൾ അവർ അവനോട് സംസാരിച്ചു. ജോസഫിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഫറവോയുടെ വീട്ടിലെത്തിയപ്പോൾ ഫറവോയും ദാസന്മാരും സന്തോഷിച്ചു. ഫറവോ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക. മൃഗങ്ങളുടെ മേൽ ചുമട് കയറ്റി കാനാൻ ദേശത്ത് ചെന്ന് പിതാവിനെയും
വീട്ടുകാരെയും കൂട്ടി എന്റെ അടുത്ത് വരിക. ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം. മണ്ണിന്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. അവരോട് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്ന് രഥങ്ങൾ കൊണ്ടുപോവുക. നിങ്ങളുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടു പോവുക. നിങ്ങളുടെ വസ്തുവകകളെ പറ്റി ഉത്കണ്ഠ വേണ്ട. ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെ നിങ്ങളുടേതായിരിക്കും. ഇസ്രായേലിന്റെ മക്കൾ അങ്ങനെ ചെയ്തു. ഫറവോയുടെ കൽപ്പന അനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്ക് വേണ്ട വകകളും കൊടുത്തു. അവൻ അവരോരോരുത്തർക്കും പുതിയ വസ്ത്രങ്ങൾ നൽകി. ബെഞ്ചമിനാകട്ടെ 300 വെള്ളി നാണയവും 5 വസ്ത്രവും കൊടുത്തു. അവൻ 10 കഴുതകളുടെ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും 10 പെൺകഴുതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്ക് വേണ്ട വകകളും തന്റെ പിതാവിന് കൊടുത്തയച്ചു. അങ്ങനെ അവന്റെ സഹോദരന്മാരെ യാത്രയാക്കി. അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, വഴിക്ക് വെച്ച് ശണ്ട കൂടരുത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അവർ കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിന്റെ അടുത്തെത്തി. അവർ അവനോട് പറഞ്ഞു, ജോസഫ് ജീവിച്ചിരിക്കുന്നു. അവൻ ഈജിപ്ത് മുഴുവന്റെയും ഭരണാധികാരിയാണ്. അവൻ സ്തബ്ധനായി പോയി. അവൻ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിനെ ഉന്മേഷം വീണ്ടും കിട്ടി. അവൻ പറഞ്ഞു, എനിക്ക് തൃപ്തിയായി. എന്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പട്ടെ. മരിക്കും മുൻപ് ഞാൻ പോയി അവനെ കാണും. യാക്കോബ് ഈജിപ്തിൽ. അധ്യായം 16. തന്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു. ബേർഷബായിലെത്തിയപ്പോൾ അവൻ തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു. രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. യാക്കോബേ, യാക്കോബേ, അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമായ കർത്താവാണ്, നിന്റെ പിതാവിന്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുപോരുകയും ചെയ്യും. മരണസമയത്തും ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും. യാക്കോബ് ബേർഷബായിൽ നിന്ന് യാത്രയായി. ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി. യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തന്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിന്റെ മക്കളുടെ പേര് വിവരം യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബന്റെ പുത്രന്മാർ ഹനോക്, പല്ലു, ഹെസോർ, കർമ്മി. ശിമയോന്റെ പുത്രന്മാർ യബുവേൽ, യാമീൻ, ഓഹദ്, യാക്കിൻ, സോഹർ. കാനാന്യ സ്ത്രീയിൽ അവന് ജനിച്ച സാവൂൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കൊഹാത്ത്, മെറാറി. യൂദയായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലാഹ്, പേരസ്, സോഹ്. ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഹുവ, യോബ്, ഷിംറോൻ. സെബുലൂണിന്റെ പുത്രന്മാർ സേരദ്, ഏലോൻ, യഹ്ലേൽ. പാദാൻ ആരാമിൽ വെച്ച് യാക്കോബിന് ലേയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ. അവളിൽ അവന് ദീന എന്ന പുത്രിയും ജനിച്ചു. അവന്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം 33 ആയിരുന്നു. ഖാദിന്റെ പുത്രന്മാർ സിഫിയോൻ, ഗഹഗ്ഗി, ഷൂനി, എസ്ബോൻ, ഏരി, അരോദി.
അരേലി, ആശേറിന്റെ പുത്രന്മാർ ഇംന, ഇഷ, ഇഷ്വി, ബറിയ, അവരുടെ സഹോദരി സേറഹ്. ബറിയായുടെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ലാബൻ തന്റെ മക്കളായ ലേയായ്ക്ക് പരിചയക്കാരിയായി കൊടുത്ത സിൽഹയുടെ മക്കളാണിവർ. യാക്കോബിന് സിൽഹയിൽ 16 മക്കൾ ഉണ്ടായിരുന്നു. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കൾ ജോസഫ്, ബെഞ്ചമിൻ. ജോസഫിന് ഈജിപ്തിൽ വെച്ച് ഓനിലെ പുരോഹിതനായ പൊന്തിഫറുടെ പുത്രി അസ്നത്തിൽ മനാസയും എഫ്രായിമും ജനിച്ചു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേക്കർ, ആഷ്ബേൽ, ഖേര, അമാൻ, എബ്രോഷ്, മുപ്പീം, ഹൂപ്പീം, ആരദ്. യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ 14 പേരും. ദാനിന്റെ പുത്രന്മാർ ഹൂഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ, ഹൂനി, യേസർ, ഷില്ലം. ലാബാൻ തന്റെ മക്കളായ റാഹേലിന് കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രനാണ് ഈ 7 പേർ. പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ 66 പേരാണ്. ഈജിപ്തിൽ വെച്ച് ജോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ 70 പേരാണ്. ഗോശേനിലേക്കുള്ള വഴി കണി കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിന്റെ അടുത്തേക്ക് യൂദയായെ മുൻകൂട്ടി അയച്ചു. അവർ ഗോശേനിൽ എത്തിച്ചേർന്നു. ജോസഫ് തന്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോശേനിലെത്തി. അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ, എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ജോസഫ് തന്റെ സഹോദരന്മാരുടെ കുടുംബത്തോടുമൊപ്പമായി പറഞ്ഞു, ഞാൻ പോയി ഫറവോയോട് പറയട്ടെ, കാനാൻ ദേശത്തായിരുന്നു എന്റെ സഹോദരന്മാരും കുടുംബവും മുഴുവനും എന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവർ ഇടയന്മാരാണ്, കാലിമേയ്ക്കലാണ് ഇവരുടെ തൊഴിൽ. ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്ന് വരെ കാലിമേയ്ക്കുന്നവരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞെങ്കിലേ ഗോശേൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കൂ. കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ്. യാക്കോബ് ഗോശേനിൽ. അധ്യായം 47. ജോസഫ് ഫറവോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, കാനാൻ ദേശത്തു നിന്ന് എന്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട്. അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരിപ്പോൾ ഗോശേൻ ദേശത്താണ്. തന്റെ സഹോദരന്മാരിൽ 5 പേരെ അവൻ ഫറവോയുടെ മുൻപിൽ കൊണ്ടുചെന്നു. അവന്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു, നിങ്ങളുടെ തൊഴിൽ എന്താണ്? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസർ ഇടയന്മാരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു. അവർ തുടർന്ന് പറഞ്ഞു, ഇവിടെ താമസിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാനാൻ ദേശത്ത് ക്ഷാമവും രൂക്ഷവുമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലുകൾക്ക് അവിടെ തീറ്റയില്ല. ദയചെയ്തു ഗോശേൻ ദേശത്ത് താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അപ്പോൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു, നിന്റെ പിതാവും സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഈജിപ്ത് ദേശം മുഴുവൻ നിനക്ക് അധീനമാണ്. നാട്ടിൽ ഏറ്റവും നല്ല സ്ഥലത്ത് നിന്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക. അവർ ഗോശേൻ ദേശത്ത് താമസിക്കട്ടെ. അവരിൽ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാമെങ്കിൽ എന്റെ കാലികളെ അവരെ ഭരമേൽപ്പിക്കുക. അതിനുശേഷം ജോസഫ് തന്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുൻപിൽ കൊണ്ടുവന്നു. യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് വയസ്സ് എത്രയായി? ഫറവോ ചോദിച്ചു. എന്റെ ദേശാന്തര വാസകാലം 130 വർഷമായിരുന്നു. അത് ഹ്രസ്വവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. എന്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസ കാലത്തോളം
ആയിട്ടില്ല. അതെ, ഫറവോയെ അനുഗ്രഹിച്ചതിന് ശേഷം യാക്കോബ് അവന്റെ അടുത്ത് നിന്ന് പോയി. ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി നൽകി. അവരെ അവിടെ പാർപ്പിച്ചു. നാട്ടിലെ ഏറ്റവും നല്ല ദേശമായ റംസേസ് ആണ് അവൻ അവർക്ക് കൊടുത്തത്. ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിന്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യ അനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു. ക്ഷാമം രൂക്ഷമാകുന്നു. ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു. ക്ഷാമം അത്ര രൂക്ഷമായി. ഈജിപ്തും കാനാൻ ദേശവും ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു. ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവനും ആളുകൾ വാങ്ങിയ ധാന്യത്തിന്റെ വിലയായി ജോസഫ് ശേഖരിച്ചു. അത് ഫറവോയുടെ ഭവനത്തിൽ എത്തിച്ചു. ഈജിപ്തിലും കാനാൻ ദേശത്തുമുള്ള പണമൊക്കെയും തീർന്നപ്പോൾ ഈ ഈജിപ്തുകാർ ജോസഫിന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരം തരിക. അങ്ങയുടെ മുൻപിൽ കിടന്നു ഞങ്ങൾ മരിക്കാൻ ഇടയാക്കരുതേ. ഞങ്ങളുടെ പണമെല്ലാം തീർന്നു പോയി. ജോസഫ് പറഞ്ഞു, പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരിക. കന്നുകാലികൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം. തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു. കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു. അവർ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്ക് 1 വർഷത്തേക്ക് ആഹാരം നൽകി. അടുത്ത വർഷം അവർ ജോസഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പണം തീർന്നു. കാര്യം യജമാനിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചു വെക്കുന്നില്ല. ഞങ്ങളുടെ കന്നുകാലികളും അങ്ങയുടേതായി. ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും ബാക്കിയില്ലെന്ന് അങ്ങേക്ക് കാണാമല്ലോ. ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുമ്പിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെയും നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരിക. ഞങ്ങളും നിലവും ഫറവോയ്ക്ക് അടിമകളായിരുന്നു കൊള്ളാം. ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാനും നിലം ശൂന്യമാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ധാന്യം നൽകുക. അതുകൊണ്ട് ജോസഫ് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി. ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ നിലം വിറ്റു. അങ്ങനെ നിലമെല്ലാം ഫറവോയുടേതായി. ഈജിപ്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകലരും അടിമകളായി. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി ഫറവോ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. ജോസഫ് ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു. ഇതാ വിത്ത് കൊണ്ടുപോയി വിതച്ചു കൊള്ളുവിൻ. കൊയ്യുമ്പോൾ 1/5 ഫറവോയ്ക്ക് കൊടുക്കണം. 4/5 നിങ്ങളുടേതായിരിക്കും. വിത്തിനായും നിങ്ങൾക്ക് വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരത്തിനായും അതെടുത്തു കൊള്ളുക. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. യജമാനന് ഞങ്ങളിൽ കൃപയുണ്ടാകണം. ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു കൊള്ളാം. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് 1/5 ഫറവോയ്ക്ക് എന്നൊരു നിയമം ഉണ്ടാക്കി. അത് ഇന്നും നിലനിൽക്കുന്നു. പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോയുടേതല്ല. യാക്കോബിന്റെ അന്ത്യാഭിലാഷം. ഇസ്രായേൽ ഈജിപ്തിലെ ഗോശെൻ ദേശത്ത് പാർത്തു. അവർക്ക് അവിടെ ധാരാളം സ്വത്തുണ്ടായി. അങ്ങനെ അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി. യാക്കോബ് ഈജിപ്തിൽ 17 വർഷം ജീവിച്ചു. യാക്കോബിന്റെ ആയുഷ്കാലം 147 വർഷമായിരുന്നു. മരണസമയം അടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് എന്നിൽ പ്രീതി ഉണ്ടാകണമെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കണമെന്ന് എന്റെ തുടയ്ക്ക് കീഴെ വെച്ച് കൈവച്ച് സത്യം ചെയ്യുക. എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത്. എനിക്ക് എന്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടയ്ക്കുക. ജോസഫ് സമ്മതിച്ചു.
അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. എന്നോട് സത്യം ചെയ്യുക, അവൻ ആവശ്യപ്പെട്ടു. ജോസഫ് സത്യം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ ശിരസ് നമിച്ചു. എഫ്രൈമിനെ മനാസെയും അനുഗ്രഹിക്കുന്നു. അധ്യായം 48. പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസെയും എഫ്രൈമിനെ കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി. മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു. അവൻ ശക്തി സംഭരിച്ച കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് അരുൾ ചെയ്ത്, ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും. നിന്നിൽ നിന്ന് ഞാൻ ജനതകളെ പുറപ്പെടുവിക്കും. നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും. ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാരിരുവരും എഫ്രൈം മനാസെയും എന്റേതാണ്. റൂബനും ശിമയോനും എന്നെ പോലെ അവരെന്റേതായിരിക്കും. അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിന്റേതായിരിക്കും. അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ഞാൻ പാതാനിൽ നിന്നും പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു. എഫ്രാത്തായിലെത്തിയാൻ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തിലേക്ക് വഴിയിൽ ഞാൻ അവളെ അടക്കി. ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു. ജോസഫ് പറഞ്ഞു, ഇവർ എന്റെ മക്കളാണ്, ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവൻ. അവൻ പറഞ്ഞു, അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി, കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ജോസഫ് അവരെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ജോസഫ് കുട്ടികളെ അവന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നിലം പറ്റിയ കുനിഞ്ഞ് നമസ്കരിച്ചു. ജോസഫ് എഫ്രൈമിനെ തന്റെ വലത്ത് കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടത്ത് കൈക്ക് നേരെയും മനാസയെ ഇടത്ത് കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലത്ത് കൈക്ക് നേരെയും നിർത്തി അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇസ്രായേൽ കൈകൾ പിടിച്ച് വലം കൈ ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലും ആണ് വെച്ചത്. മനാസയിലായിരുന്നല്ലോ കടിഞ്ഞൂൽ പുത്രൻ. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്ന് വരെ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഇടയനായിരുന്നു ദൈവം. ഞാൻ തിന്മകളിൽ നിന്നും എന്നെ കാത്തുപോകുന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. എന്റെയും എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ. അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ. തന്റെ പിതാവ് വലം കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചത് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല. എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിന്റെ കൈക്ക് പിടിച്ചു. ജോസഫ് പിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങനെയല്ല, ഇവനാണ് മൂത്ത മകൻ, വലം കൈ ഇവന്റെ തലയിൽ വെക്കുക. അവൻ വഴങ്ങിയില്ല. അവൻ പറഞ്ഞു, എനിക്കറിയാം മകനെ, എനിക്കറിയാം, അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും, അവനും വലിയവനാകും. എന്നാൽ അവന്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും, അവന്റെ സന്തതികളോ അനവധി ജനതകളും. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രൈമിനെ മനാസയെ പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക. അവൻ എഫ്രൈമിനെ മനാസയ്ക്ക് മുൻപനാക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഇതാ മരിക്കാറായി, ദൈവം നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ശെഖേം നിനക്ക് തന്നിരിക്കുന്നു. Chapter 49. Jacob's last words to his sons. Then Jacob called his sons and said, gather around, and I may tell you what will happen to you in days to come. Assemble and hear, O sons of Jacob. Listen to Israel, your father. Reuben, you are my firstborn. You might, and first fruits of my vigor, excelling
in rank and excelling in power, unstable as water, you shall no longer excel, because you went up onto your father's bed, and you will defile it. You went on up onto my couch. Simeon and Levi are brothers. Weapons of violence are their swords. May I never come into the council. May I not be joined to their company. For in their anger they killed men, and they wind their hamstring oxen. Cursed be their Cursed be their anger, for it is fierce, and their wrath, for its cruel. I will divide them in Jacob and scatter them in Israel. Judah, your brothers shall rise you. Your hand shall be on the neck, and your enemies. Your father's son shall bow down before you. Judah is a lion's whelp. For the prey, my son, you have gone up. He crouches down. He stretches out like a lion, like a lioness. Who dares rouse him up? The scepter shall not depart from Judah, nor the ruler's staff from between his feet, until tribute comes to him, the obedience of the people in his, biding his fall in the vine, and his donkeys called to the chosen vine. He washes his garments in wine, and his robes in the blood of grapes. His eyes are darker than wine, and his teeth whiter than milk. Zebulun shall settle at the shore of the sea. He shall be haven for ships, and his border shall be at Sidon. Issachar is a strong donkey, lying down between the sheepfolds. He saw that the resting place was good, and that the land was pleasant. And he bowed his shoulders to the burden, and became a slave at forced labor. Dan shall judge his people, and as one of the tribes of Israel, Dan shall be the snake of the roadside, a viper along the path, and that bites the horse's heels, so that its rider falls backwards. I wait for your salvation, O Lord. Gad shall be raiders of raiders, but he shall raid at his heels. Asher's food shall be rich, and he shall provide royal delicates. Naphtali, it is the doe let loose that bears lovely fawns. Joseph is a fruitful bow by a spring, and his branches run over the wall. The archers fiercely attacked him. They shot at him and pressed him hard. Yet his bow remained taut, and his arms were agile. But the hands of the mighty one of Jacob, by the name of the shepherd, the rock of Israel, but the God of the Father, who will help you, with the Almighty, who will bless you, and with the blessings of the heaven above, blessing of the deep that lies beneath, blessing of the breast and of the womb. The blessings of the father of your father are stronger than your blessings of the eternal mountain. The bounties of the everlasting hills may they be on the head of Joseph, on the brow of him who was set apart from his brothers. Benjamin is a ravenous wolf, in the morning devouring the prey, and at evening dividing the spoil. All these are the 12 tribes of Israel, and this is what the Father said to them when he blessed them, blessing each one of them with a suitable blessing. Jacob's death and burial. Then he charged them, saying to them, I am about to gather to my people. Bury me with my ancestors in the cave of the field of Ephron, the Hittite, in the field at Machpelah near Mamre, in the land of Canaan, in the field that Abraham brought from Ephron the Hittite as a burial site. Then Abraham and his wife Sarah were buried. There Isaac and his wife Rebekah were buried, and there I buried Leah. The field and the cave that is in it were purchased from the Hittites. When Jacob ended his charge to his sons, he drew up his feet into the bed, breathed his last, and gathered to his people. Chapter 50. Then Joseph threw himself on his father's face and wept over him and kissed him. Joseph commanded the physicians in the service to embalm his father. So the physicians embalmed Israel. They spent 40 days in doing this. For that, it is a time required for embalming. And the Egyptians wept out for him 70 days. When the days of weeping for him were past, Joseph addressed the household of Pharaoh. If now I have found favor with you, please speak to Pharaoh as follows. My father made me swear on oath. He said, I am about to die in the tomb that I hewed for myself in the land of Canaan. Therefore, you shall bury me. Now, therefore, let me go up, and that I may be buried my father. Then I will return. Pharaoh answered
answered, "Go up and bury your father, and he made you swear to do." So Joseph went up to bury his father. With him went up all the servants of Pharaoh, the elders of his household, and the elders of the land of Egypt, as well as the household of Joseph, his brothers, and his father's household. Only their children, their flocks, and their herds were left in the lands of Goshen. Both chariots and charioteers went up with him. It was very great company. When they came up to the threshing floor of Atad, which is beyond the Jordan, they held there a very great and sorrowful lamentation. Then he observed a time of mourning for his father 7 days. When the Canaanite inhabitants of the land saw the mourning on the threshing floor of the Atad, they said, "This is grievous mourning on the part of the Egyptians." Therefore, the place was named as Abel Mizraim. It is beyond the Jordan. Thus his sons did for him as he has instructed them. They carried him to the land of Canaan and buried him in the cave of the field of Machpelah, the field near Mamre, which Abraham bought as a burial site of the Ephron and the Hittite. After he had buried his father, Joseph returned to Egypt with his brothers and all who had gone up with him to bury his father. Joseph forgives his brothers. Realizing that the father was dead, Joseph's father said, "What if Joseph still bears a grudge against us and pays us back in full for all the wrong that we did to him?" So they approached Joseph, saying, your father gave this instruction before he died. Say to Joseph, "I beg you, forgive the crime to your brothers and the wrong they did to harming you. Now therefore, please forgive the crime of the servants of the God of the Father." Joseph wept. Joseph wept when they spoke to him. Then his brothers also fell down before him and said, "We are here as your slaves." But Joseph said to them, "Do not be afraid. Am I in the place of God? Even though you intended to do harm to me, God intended it for good, in order to preserve in numerous people as he is doing today. So have no fear. I myself will provide for you and your little ones." In this way, he reassured him, speaking kindly to them. Joseph's last days and death. So Joseph remained in Egypt, he and his father's household, and Joseph lived 110 years. Joseph saw Ephraim's children in the third generation. The children of Machir, son of Manasseh, were also born on Joseph's knees. Then Joseph said to his brothers, "I am about to die, but God will surely come to you and bring you up out of this land to the land that he swore to Abraham, Isaac, and to Jacob." So Joseph made the Israelites swear, saying, "When God comes to you, you shall carry up my bones from here." And Joseph died, being 110 years old, and he was emblamed and placed in a coffin in Egypt. Exodus chapter 1. There were names of the sons of Israel who came to Egypt with Jacob, each of their household: Reuben, Simeon, Levi, Judah, Issachar, Zebulun, and Benjamin, Dan and Naphtali, Gad and Asher. The total number of people born to Jacob was 70. Joseph was already in Egypt. Then Joseph died, and all his brothers and the whole generation. But the Israelites were fruitful and prolific. They multiplied and grew exceedingly strong, so that the land was filled with them. Now a new king arose over Egypt, who did not know Joseph. He said to his people, "Look, the Israelite people are more numerous and more powerful than we. Come, let us deal shrewdly with them, or they will increase, and in event of war, join our enemies and fight against us and escape from the land." Therefore, they set taskmasters over them to oppress them with forced labor. They built supply city, Pithom and Ramses, and for Pharaoh, but more they were oppressed, and more they multiplied and spread, so that Egyptians came to dread the Israelites. The Egyptians became ruthless in imposing tasks to the Israelites and made their lives bitter with hard service in mortar and brick and in every kind of field labor. They were ruthless in any kind of task that they were imposed on them.
The king of Egypt said to them, Hebrew midwives, one of whom was named Sifra and the other Puha. When you act on midwives to the Hebrew woman and see them on the bedstool, if it is a boy, kill him, and if it's a girl, she shall live. But the midwives fear God. They did not do as the king of Egypt commanded them, but they let the boys live. So the king of Egypt summoned the midwives and said to them, "Why have you done this and allowed the boys to live?" The midwife said to Pharaoh, "Because the Hebrew women are not like the Egyptian women. They are so vigorous and give birth before the midwives come to them." So God dealt well with the midwives, and the people multiplied and became very strong. And because of the midwives feared God, he gave them family. Then Pharaoh commanded all his people, "Every boy that is born to the Hebrews you shall throw into the Nile River, but you shall let every girl live." Exodus chapter 2. Birth and young of Moses. Now, a man from the house of Levi went and married Levite woman. The woman conceived and bore a son. And when she saw that he was a fine baby, he hid him 3 months. When she could hide him no longer, she got a papyrus basket for him, and he plastered it with bitumen and pitch. He put the child in it and placed it among the reeds of the bank of the river. His sister stood at the distance to see what would happen to him. The daughter of Pharaoh came down to bathe the river. While, while her attendants walked beside the river, she saw the basket among the reeds and sent her maid to bring it. When she opened it, she saw the child. He was crying, and she took pity on him. This must be one of the Hebrews' children, she said. Then his sister said to Pharaoh's daughter, "Shall I go and get you a nurse from the Hebrews woman to nurse that child for you?" Pharaoh's daughter said to her, "Yes." So the girl went and called the child's mother. Pharaoh's daughter said to him, "Take the child and nurse it for me, and I will give you your wages." So the woman took the children and nursed it. When the child grew up, she brought him to Pharaoh's daughter, and she took him as her son. She named him Moses because she said, "I drew him out of the water." Moses flees to Midian. One day, after Moses had grown up, he went out to his people and saw their forced labor. He saw an Egyptian beating an Hebrew, one of the king's flock. He looked this way and that, and seeing no one, he killed the Egypt and hid him in the sand. When he went to the next day, he saw two Hebrews fighting, and he said to one of those who was wrong, "Why do you strike your fellow Hebrew?" He answered, "Who made you a ruler and judge over us? Do you mean to kill me as you killed the Egyptian?" Then Moses was afraid and thought, "Surely the thing is known." When Pharaoh heard of it, he sought to kill Moses. But Moses fled from Pharaoh. He settled in the land of Midian and sat down by the well. The priest of Midian had 7 daughters. They came to draw water and filled the troughs to water the father's flock. But some shepherd came and drove them away. Moses got up and came to their defense and watered their flock. When they returned to their father Ruel, he said, "How is it that you have come back so soon?" They said, "An Egyptian helped us against the shepherds. He even drew water for us and watered the flock." He said to his daughters, "Where is he? Why did you leave the man? Invite him to break bread." Moses agreed to stay with the man, and he gave Moses his daughter Ripple in marriage. She bore a son, and he named him Gershom, for he said, "I have been an alien, residing in a foreign land." After a long time, the king of Egypt died. The Israelites groaned under their slavery and cried out of their slavery. Their cry for help rose up to God. God heard their groaning, and God remembered the covenant with Abraham, Isaac, and Jacob. God looked upon the Israelites, and God took notice of them. Chapter 3. Moses at the burning bush. Moses was keeping
the flock of his father-in-law, Jethro, the priest of Midian. He led his flock beyond the wilderness and came to Horeb, the mountain of God. There the angel of the Lord appeared to him in the flame of fire out of the bush. He looked, and the bush was blazing, yet it was not consumed. Then Moses said, I must turn aside and look at this great sight, and see why the bush is not burned up. When the Lord saw that he had turned aside to see, God called to him out of the bush, Moses, Moses. And he said, Here I am. Then he said, come no closer. Before, remove the sandals from your feet, for the place on which you are standing is holy ground. He said further, I am the God of your father, the God of Abraham, the God of Isaac, and the God of Jacob. And Moses hid his face. He was afraid to look at God. Then the Lord said, I have observed the misery of my people who are in Egypt. I have heard their cry on account of the taskmasters. Indeed, I know their sufferings, and I have come down to deliver them from the Egyptians, and to bring them up out of their land of the good and broad land, and land flowing with milk and honey, to the country of the Canaanites, the Hittites, and the Amorites, the Perizzites and the Hivites and the Jebusites. The crying of the Israelites had now come to me. I have also seen how the Egyptians oppressed them. So come, I will send you to Pharaoh to bring my people, the Israelites, out of Egypt. But Moses said to God, Who am I that I am supposed to go to Pharaoh and bring the Israelites out of Egypt? He said, I will be with you, and this shall be the sign for you that it is I who send you. When you have brought the people out of Egypt, you shall worship God on this mountain. But Moses said to God, If I come to the Israelites and said to them, The God of the ancestors has sent me to you, and they ask me, What is his name? What shall I say to them? God said to Moses, I am who I am. He said further, Thus you shall say to the Israelites, I am has he sent me to you. God also said to Moses, Thus you shall say to the Israelites, The Lord, the God of ancestors, and the God of Abraham, the God of Isaac, and the God of Jacob, has sent me to you. This is my name forever, and this is my title for all generations. Go and assemble the elders of Israel, and say to them, The Lord, the God of your ancestors, the God of Abraham, the God of Isaac, and of Jacob, has appeared to me, saying, I have been need to you, and to what have been done to you in Egypt. I declare that I will bring you up in the misery of Egypt to the land of Canaanites, the Hittites, the Amorites, and the Perizzites, and the Hivites and the Jebusites, a land flowing with milk and honey. They will listen to your voice, and you and the elders of Israel shall go to the king of Egypt and say to him, The Lord, the God of the Hebrews, has met with us. Let us now go a 3 days journey into the wilderness, so that we may sacrifice to the Lord our God. And I know, however, that the king of Egypt will not let you go unless compelled by a mighty hand. So I will stretch out my hand and strike Egypt with all the wonders that I will perform in it. After that, he will let you go. I will bring this people such favor with your Egyptians that when you go, you will not go empty handed. Each woman shall not ask her neighbor or any woman living in the neighbor's house for the jewelry of silver and of gold and the clothing, and you shall put them on your sons and your daughters, and so you shall plunder the Egyptians. Exodus chapter 4. Then Moses answered, But suppose they do not believe in me or listen to me. But they said, The Lord did not appear to him. The Lord said to him, What is that in your hand? He said, A staff. And he said, Throw it on the ground. So he threw the staff on the ground, and it became a snake. And Moses drew back from it. Then the Lord said to Moses, Reach out your hand and seize it by the tail. So he reached out his hand and grasped it, and it became a staff in his hand. So that they may believe that the Lord of God of his ancestors, the God of Abraham, the God of Isaac, and the God of Jacob has appeared to you. Again, the Lord said to him,
Put your hand inside your cloak. He put his hand into his cloak, and when he took it out, his hand was leprous, as white as snow. Then God asked, "Put your hand back into your cloak." So he put his hand back into his cloak. When he took it off, it was restored like the rest of his body. If they will not believe you or need the first sign, they may believe the second sign. If they will not believe even these two needs or heed you, you shall take some water from the Nile and pour it on the dry ground, and the water that you shall take from the Nile will become blood on dry ground. But Moses said to the Lord, "O my Lord, I have never been eloquent, neither in the past nor even now, that you have spoken to your servant, but I am slow of speech and slow of tongue." When the Lord said to him, "Who gives speech to mortals? Who makes them mute or deaf, seeing or blind? Is it not I, the Lord? Now go, and I will be with your mouth and teach you what you are to speak." But he said, "O Lord, please send someone else." Then the anger of the Lord was kindled against Moses, and he said, "What of your brother Aaron and Levite? And I know that he can speak fluently. Even now he is coming to meet you. And when he sees you, his heart will be glad. You shall speak to him and put the words in his mouth. And I will be with your mouth and with his mouth, and I will teach you what you shall do. He indeed shall speak for you to the people. He shall serve as a mouth for you, and he shall serve as good God for him. Take in your hand the staff with which you shall perform the signs." Moses returns to Egypt. Moses went back to his father-in-law's Jethro, and said to him, "Please let me go back to my kindred in Egypt, and see whether they are still living." And Jethro said to Moses, "Go in peace." The Lord said to Moses in Midian, "Go back to Egypt, for all those who are seeking your life and are dead." So Moses took his wife and his sons, put them on a donkey, and went back to the land of Egypt. And Moses carried the staff of God in his hand. Then the Lord said to Moses, "When you go back to Egypt, see that you perform before Pharaoh all the wonders that you have put in the power. But I will harden this heart, so that he will not let the people go. Then you shall say to Pharaoh, 'Thus says the Lord, Israel is my firstborn son. I said to you, let my son go, that he that may worship me. But you refuse to let him go. Now I will kill your firstborn son.'" On the way at the place where he spent the night, the Lord met and tried to kill him. But Zipporah took a feint and cut off her son's foreskin and touched Moses' feet with it and said, "Truly, you are a bridegroom of blood to me." So he let him alone. It was then she said, "A bridegroom of blood of circumcision." The Lord said to Aaron, "Go into the wilderness to meet Moses." So he went, and he met with him at the mountain of God and kissed him. Moses told Aaron all the words of the Lord with which he had been sent, and all the signs which he had charged him. Then Moses and Aaron went and assembled all the elders of the Israelites. Aaron spoke to all the words that the Lord has spoken to Moses, and performed the signs of sight of the people. The people believed, and when they heard that the Lord had given need of the Israel, they had seen their misery. They bowed down and worshipped. Chapter 5. Afterwards, Moses and Aaron went to Pharaoh and said, "Thus says the Lord, the God of Israel, let my people go, so they may celebrate a festival to me in the wilderness." But Pharaoh said, "Who is the Lord, that I should heed him and let Israel go? I do not know the Lord, and I will not let Israel go." Then they said to the God of the Hebrews has revealed himself to us, "Let us go a 3 days journey
into the wilderness to sacrifice to the Lord our God, or he will fall upon us with pestilence or sword. But the king of Egypt said to them, Moses and Aaron, why are you taking the people away from their work? Get to your labors. Pharaoh continued, now there are more numerous than the people of the land, and yet you want them to stop working. That same day Pharaoh commanded the taskmasters of the people, as well as their supervisors, you shall no longer give people straw to make bricks as before. Let them go and gather straws for themselves, but you shall require of them the same quantity of bricks as they have made previously. Do not diminish it, for they are lazy. This is why they cry, let us go and offer sacrifice to our God. Let heavier work be laid on them. Then they will labor at it and pay no attention to despite words. So the taskmasters and the supervisors of the people went out and said to the people, thus Pharaoh, I will not give you straw. Go and get straw yourself wherever you can find it, but your works will not be lessened in the least. So people scattered through the land of Egypt to gather suitable for strawing. Complete your work, the same daily assignment as when you were given straws and supervisors of the Israelites, whom Pharaoh taskmasters has set over them, were beaten and were asked, why did you not finish the required quantity of bricks yesterday and today as you did before? Then the Israelite supervisor came to Pharaoh and cried, why do you treat your servants like this? No straws is given to your servants, yet they say to us, make brick. Look how your servants are beaten. You are unjust to your own people. He said, you are lazy. That is why you say, let us go and sacrifice to the Lord. Go now and work for no straw shall be given you, but you shall still deliver the same number of bricks. The Israelite supervisors saw that they were in trouble when they were told, you shall not lessen your daily number of bricks. As they left Pharaoh, they came upon Moses and Aaron, who were waiting to meet them. Then they said to them, the Lord look upon and judge you, have brought us into a bad order with Pharaoh and his officials, and have put a sword in their hands to kill us. Then Moses turned again to the Lord and said, oh Lord, why have you mistreated this people? Why did you ever send me? Since I first came to Pharaoh to speak in your name, he has mistreated this people. You have done nothing at all to deliver your people. Chapter 6. Then the Lord said to Moses, now you shall see what I will do to Pharaoh. Indeed, by a mighty hand, he will let them go. By a mighty hand, he will drive them out of his land. God also spoke to Moses and said to him, I am the Lord. I appeared to Abraham, Isaac, and Jacob, O God Almighty, by my name, the Lord. I did not make myself known to them. I also established my covenant with them to give
to give them the land of Canaan, the land in which they resided as aliens. I have also heard the groaning of the Israelites. The Egyptians are holding us slaves, and I have remembered my covenant, saying therefore to the Israelites, I am the Lord, and I will free you from the burdens of the Egyptians and deliver you from the slavery to them. I will redeem you with the outstretched arms and with mighty acts of judgment. I will take you as my people, and I will be your God. You shall know that I am the Lord. I am the Lord your God, who has freed you from the burdens of the Egyptians. I will bring you into the land and I swore to give to Abraham, Isaac, and Jacob. I will give it to you for a possession. I am the Lord. Moses told this to the Israelites, but they would not listen to Moses because of their broken spirit and their cruel slavery. Then the Lord spoke to Moses, go tell the Pharaoh king of Egypt to let the Israelites go out of his hands. But Moses spoke to the Lord, the Israelites have not listened to me. How then shall Pharaoh listen to me? Poor speaker that I am. Thus the Lord spoke to Moses and Aaron and gave them orders regarding the Israelites and Pharaoh king of Egypt, charging them to the free Israelites from the land of Egypt. Following are the heads of their ancestral house, the sons of Reuben and the firstborn of Israel, Hanoch, Palu, Hezron, and Carmi, sons of Simon, Jumil, Jamin, Ohad, Jachin, Zohar, and Shaul, the sons of Canaanite women. These are families of Simon. The following are the name of the sons of Levi according to their genealogies: Gershon, Kohath, Merari, and the length of Levi's life was 137 years. Then the sons of Gershom, Libni, and Shimei by their families. The sons of Kohath, Amram, Izhar, Hebron, Uzziel, and the length of Kohath's life was 133 years. The sons of Meheriah, Mahli, and Mushi, these are the families of the Levites. According to the genealogies, Amram married Jochebed, his father's sister, and she bore him Aaron and Moses. The length of Amram's life was 137 years. The sons of Izhar, Korah, Nepheg, and Zichri, the sons of Uzziel, Mishael, Ilza, Phan, and Shitri of Aminadab, and sisters of Nashon, and she bore him Nadab, Abihu, Eleazar, and Ithamar, sons of Korah, Asir, Elakan, and Abisaph. These are the families of the Korahites. Aaron's son Eleazar married one of the daughters of Utiel, and she bore him Phinehas. These are the heads of the ancestral houses of the Levites by their family. It was this same Aaron and Moses to whom the Lord said,
bring the Israelites out of the land of Egypt, company by company. It was they who spoke Pharaoh king of Egypt to bring the Israelites out of Egypt, the same Moses and Aaron. On the day when the Lord spoke to Moses in the land of Egypt, he said to him, I am the Lord, tell your Pharaoh, king of Egypt, all that I am speaking to you. But Moses said to the Lord, presence, since I am poor, why would you listen to me? Chapter 7. The Lord said to Moses, see, I have made you like God of Pharaoh, your brother Aaron shall be your prophet. You shall speak all that I command you, and your brother Aaron shall tell prophet to tell Israelites go out of his land. But I will harden Pharaoh's heart, and I will multiply my signs and wonder in the land of Egypt. When Pharaoh does not listen to you, I will lay my hand upon Egypt and bring my people the Israelites, company by company, out of the land of Egypt by great acts of judgment. The Egyptians shall know that I am the Lord when I stretch out my hand against the Egyptian, bring the Israelites out from among them. Moses and Aaron did so. They did just as the Lord commanded them. Moses was 80 years old and Aaron was 83 when they spoke to Pharaoh. The Lord said to Moses and Aaron, when Pharaoh said to you, perform a wonder, then you shall say to Aaron, take your staff and throw it down before Pharaoh, and it will become a snake. So Moses and Aaron went to Pharaoh and did as the Lord has commanded. Aaron threw down his staff before Pharaoh, his officials, and it became a snake. Then Pharaoh summoned the wise men and the sorceries, and they also the magicians of Egypt did the same by their own secret art. Each one threw down his staff, they became snakes, but Aaron's staff swallowed up theirs. Still, Pharaoh's heart was hardened, and he would not listen to them as the Lord had said. Then the Lord said to Moses, Pharaoh's heart is hardened. He refuses to let people go. Go to Pharaoh in the morning as he is going out to meet, or as he going out to the water, stand by the river bank to meet him, and take a new hand staff that was turned into a snake, said to him, the Lord, the God of Hebrews, sent me to you to say, let my people go so that they may worship me in the wilderness. But until now you have not listened. Thus says the Lord. But this you shall know, that I am the Lord. See, with the staff that is in my hand, I will strike the water that is in the Nile, and it shall be turned to blood. The fish in the river shall die, the river it shall stink, and the Egyptians shall be unable to drink water from the Nile. The Lord said to Moses, say to Aaron, take your staff and stretch out your hand over the water of Egypt, over its rivers to the canals and its ponds and all its pools of water, so that they may become blood. As there shall be blood throughout the whole land of Egypt, even in vessels of wood and in vessels of stone. Moses and Aaron did just as the Lord commanded in the sight of Pharaoh and of his officials. He lifted up their staff of the staff and struck the water in the river, and all the water in the river was turned into blood, and the fish in the river died.
the river stank so that the Egyptian could not drink its water, and there was blood throughout the whole land of Egypt. But the magicians, but the magicians of Egypt did the same by their secret arts. So Pharaoh's heart remained hardened, and he would not listen to them, as the Lord had said to Pharaoh, and went into his house, and he did not take even this heart. And all the Egyptians has to dig along the Nile for water to drink, for they could not drink the water of the river. 7 days passed after the Lord had struck the Nile. Chapter 8. Then the Lord said to Moses, "Go to Pharaoh and say to him, Thus says the Lord, let my people go, so that they may worship me. If you refuse to let them go, I will plague your whole country with frogs. The river shall swarm with frogs. They shall come up into your palace, into your bedchamber and your bed, and into the houses of your officials and of your people, and into your ovens, your people, and your ovens, and your netting bowls. The frog shall come upon you and on your people, and on all officials." And the Lord said to Moses, "Say to Aaron, stretch out your hands with your staff over the rivers of canals and the pools, and make frogs come up on the land of Egypt." So Aaron stretched out his hand over the water of Egypt, and the frogs came up and covered the land of Egypt. But the magicians did the same by the secret arts, and brought frogs upon on the land of Egypt. Then Pharaoh called Moses and Aaron and said, Pray to the Lord to take away the frogs from me and my people, that I will let the people go. Sacrifice to the Lord." Moses said to Pharaoh, "Kindly tell me when I am to pray for you and your officials and for your people, that frogs may be removed from you and your houses, and be left only in the Nile." And he said, "Tomorrow, Moses." Moses said, "As you say that you may know that there is no one like Lord our God. The frog shall leave you and your houses and your officials and your people. They shall be left only in the Nile." Then Moses and Aaron went out from Pharaoh, and Moses cried out to the Lord concerning the frog that he brought upon Pharaoh. And the Lord did as Moses required. The frogs died in the house. They caught yards in the fields, and they gathered them together in heaps, and the land stank. But when Pharaoh saw that they were spite, he hardened his heart and would not listen to them, just as the Lord has said. Then the Lord said to Moses, "Say to Aaron, stretch out your staff and strike the dust of the earth, so that it may become gnats throughout the whole land of Egypt." And they did so. Aaron stretched out his hands with his staff, struck the dust of earth, and gnats came
on humans and the animals alike. All the dust of the earth turned into gnats. Throughout the whole land of Egypt, the magicians tried to produce gnats by the secret art, but they could not. They were gnats on both humans and animals. And the magician said to Pharaoh, this is the finger of God. But Pharaoh's heart was hardened. He would not listen to them, just as Lord has said. Then the Lord said to Moses twice early in the morning, and present yourself before Pharaoh as he goes out to the water, and say to him, thus says the Lord, let my people go so that they may worship me. For it you will not let my people go. I will send swarms of flies on you and your officials and your people and into your houses, and the houses of Egyptians shall be filled with swarms of flies. So all the land where they live, but on the day I will set apart the land of Goshen where my people live, so that no swarms of flies shall be there, that you may know that I, the Lord, am in this land. Thus I will make a distinction between my people and your people. This sign shall appear tomorrow. The Lord did so, and great swarms of flies came into the house of Pharaoh and into his official houses. And all Egyptian land was ruined because of this rise. And Pharaoh summoned Moses and Aaron and said, to go sacrifice to your God within the land. But Moses said, it would not be right to do so, for the sacrifice that we offer to the Lord our God are offensive to the Egyptians. If we offer in the sight the Egyptian sacrifice that they are often strive to them, will they not stone us? We must go at a 3 days journey into the wilderness and sacrifice to the Lord our God as he commanded us. So Pharaoh said, I will let you go to sacrifice to the Lord your God in the wilderness, provided you do not go very far away. Pray for me. Then Moses said, as soon as I leave you, I will pray to the Lord that swarms of flies may depart tomorrow from Pharaoh, from his officials, from his people, only to not let Pharaoh again deal falsely, but not letting the people go to sacrifice to the Lord. So Moses went out from Pharaoh and prayed to the Lord. And the Lord did as Moses asked. He removed the swarms of flies Pharaoh from his official and from his people. No one remained, but Pharaoh hardened his heart this time also and would not let people go. Chapter 9. Then the Lord said to Moses, go to Pharaoh, say to him, thus says the Lord, the God of Hebrews. Let my people go so that they may worship me. For if you refuse to let them go and still hold them, the hands of the Lord will strike within a deadly pestilence your livestock in the fields, the horse, the donkeys, the camels, the herds, the flocks. But the Lord will make a distinction between the livestock of Israel and the livestock of Egypt, so that nothing shall die off that belongs to the Israelites. The Lord set a time, saying, tomorrow the Lord will do this thing in the land, and do next day. On the next day, the Lord did so. All the livestock of Egyptian died. The livestock of Israelites, not one died. Pharaoh inquired and found that no one of the livestock of Israel was dead, but the herd
but the heart of Pharaoh was hardened, and he would not let the people go. The Lord said to Moses and Aaron, take handfuls of soot and from the kiln and let Moses throw it in the air in the sight of Pharaoh. It shall become fine dust all over the land of Egypt and shall cause festering boils of humans and animals throughout the whole land of Egypt. So they took short soot from the kiln and stood before Pharaoh, and Moses threw it in the air, and it caused festering boils on humans and animals. The magicians could not stand before Moses because of the boils. The boils afflicted the magicians as well as the Egyptians, but the Lord hardened the heart of Pharaoh, and he would not listen to them, just as the Lord had spoken to Moses. Then the Lord said to Moses, rise up early in the morning and present yourself before Pharaoh and say to him, Thus says the Lord, the God of the Hebrews, let my people go so that they may worship me. For this time I will send all my plagues upon you, yourself and upon your officials and upon your people, so that you may know that there is no one like me in all the earth. For by now I could have stretched out my hands and struck you and your people with pestilence, and you would have been cut off from the earth. But this is why I have to let you live, to show you my power and to make my name resound through all the earth. You are still exalting yourself against my people and will not let them go. Tomorrow at this time I will cause the heaviest hail to fall that ever fallen in Egypt from the day it was found until now. Send therefore and have your livestock, everything that you have in open field, brought to have secure place. Every human or animal that is open is in the open field and is not brought under shelter will die. When the heel comes up down upon them, those officials of Pharaoh who feared the word of the Lord hurried their slaves, livestock off to secure place. Those who did not regard the word of the Lord left their slaves and livestock in open field. The Lord said to Moses, stretch out your hands towards heaven so that the hail may fall on the whole land of Egypt, on humans, animals, and all the plants of the fields in the lands of Egypt. Then Moses stretched out his own staff towards heaven, and the Lord sent thunder and hail, and fire came down on earth, and the Lord rained hail on the land of Egypt. There was hailing with fire flashing continual in the midst of it, such heavy hail as never fallen in the land of Egypt. Since it became a nation, the hail struck on everything that was in open field throughout all the land of Egypt. Both humans and animals of the hill also struck down all the plants of the field, shattered every tree on the field. Only in the land of Goshen, where the Israelites were, there was no hail. Then Pharaoh summoned Moses and Aaron and said to them, This time I have sinned. The Lord is in the right, and I and my people are in the wrong. Pray to me, the Lord, enough of your God's thunder and hail. I will let you go. You need to stay strong. You need to stay no longer.
Moses said to him, "As soon as I have gone out of this city, I will stretch out my hands to the Lord. The thunder will cease, and there will be no more hail, so that you may know that the earth is the Lord's. But as for you, your officials, I know that you do not yet fear the Lord God." Now the flax and the barley were ruined, for the barley was in the ear and the flax was in bud, but the wheat and the spelt were not ruined, for they are late in coming up. So Moses left Pharaoh, went out of the city, and stretched out his hands to the Lord. Then the thunder and the hail ceased, and the rain no longer poured down on the earth. But when Pharaoh saw that rain and hail and thunder had ceased, he sinned once more and hardened his heart. He and his officials. So the heart of Pharaoh was hardened, and he would not let Israel go, just as Lord has spoken through Moses. അധ്യായം 10. വെട്ടിക്കിളികൾ നിറയുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഫറവോയുടെ അടുക്കിലേക്ക് പോവുക. ഞാൻ ഫറവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്റെ ഈ അടയാളങ്ങൾ കാണിക്കുവാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഡ്ഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ നിന്ന് ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ചു കേൾപ്പിക്കുവാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത്. മോശയും അഹ്റോനും ഫറവോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു, എത്ര നാൾ നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും? എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തെ വെട്ടുക്കിളികളെ അയക്കും. അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചു കളയും. കന്മലയിൽ നിന്ന് രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും. അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളെയും തിന്നു നശിപ്പിക്കും. നിന്റെ സേവകരുടെയും ഈജിപ്തുകാരുടെയും എല്ലാം വീടുകളിൽ അവ വന്ന് നിറയും. നിന്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല. അതിനുശേഷം അവൻ ഫറവോയുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോയി. അപ്പോൾ ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു, നീ എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കണം? തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയായിട്ടും അങ്ങ് അറിയുന്നില്ലേ? ആകയാൽ അവർ മോശയും അഹ്റോനെയും ഫറവോയുടെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. എന്നാൽ ആരെല്ലാമാണ് പോകുന്നത്? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രീപുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത്. ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം. കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിന്റെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ? കർത്താവ് നിങ്ങളെ കാക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ദുരുദ്ദേശമുണ്ട്? നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി. അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഉടൻ തന്നെ അവർ ഫറവോയുടെ സ്ഥാനത്തിൽ നിന്ന് ബഹിഷ്കൃതരായി. പിന്നീട് കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ഈജിപ്തിന്റെ മേൽ കൈനീട്ടുക. കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്ന് നശിപ്പിക്കുന്നതിന് വെട്ടുക്കിളികൾ വരട്ടെ. മോശ തന്റെ വടി ഈജിപ്തിന് മേൽ നീട്ടി. അന്ന് പകലും രാത്രി മുഴുവനും ആ നാടിന്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളികളെ കൊണ്ടുവന്നു. വെട്ടുക്കിളികൾ ഈജിപ്തിലെ ആകെ ആക്രമിച്ചു. അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു. ഇത്ര വിപുലമായ വെട്ടുക്കിളികൾ കൂട്ടങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അവ ദേശമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി. നാട്ടിൽ കൽമഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളും ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു. ഈജിപ്തിൽ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല. ഫറവോ തിടുക്കത്തിൽ മോശയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി. ആകയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം. മാരകമായ ഈ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശി അത് വെട്ടുക്കിളികളെ തൂത്തുവാരി ചെങ്കടലിലേക്ക് എറിഞ്ഞു. അവയിൽ ഒന്നുപോലും ഈജിപ്തിന്റെ അതിർത്തികൾക്കുള്ളിൽ അവശേഷിച്ചില്ല. എങ്കിലും കർത്താവ് ഫറവോയെ കഠിനചിത്തനാക്കുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. അന്ധകാരം വ്യാപിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ.
തൊട്ടറിയാവുന്ന ഇരുട്ട്. മോശ ആകാശത്തിലേക്ക് കൈനീട്ടി ഈജിപ്ത് മുന്നിൽ 3 ദിവസത്തേക്ക് കൂരിട്ട് വ്യാപിച്ചു. അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിച്ചുകൊള്ളുവിൻ. ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ, കുട്ടികൾ നിങ്ങളോടുകൂടെ പോരട്ടെ. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കന്നുകാലികളിലും ഞങ്ങളോട് കൂടി പോരണം. ഒന്നുപോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം. കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ഫറവോനെ കഠിനചിത്തനാക്കിയതിനാൽ അവൻ അവരെ വിട്ടയച്ചില്ല. ഫറവോ മോശയോട് പറഞ്ഞു, എന്റെ കൺമുമ്പിൽ നിന്ന് പോവുക, ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. എന്നെ കാണുന്ന ദിവസം നീ മരിക്കും. മോശ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്നെ കാണുകയില്ല. അവസാനത്തെ മഹാമാരി. അധ്യായം 11. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഫറവോയുടെയും ഈജിപ്തിന്റെയും മേൽ ഒരു മഹാമാരി കൂടി അയക്കും. അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും, അല്ല നിങ്ങളെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ഓരോ പുരുഷനും തന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തന്റെ അയൽക്കാരിയോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് ജനത്തോട് പറയണം. ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി. ഫറവോയുടെ സേവകരും ജനങ്ങളും മോശ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി. മോശ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ പോകും. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരികല്ലിൽ ജോലി ചെയ്യുന്ന ദാസിവരുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദിജാതൻ മരിക്കും. കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും ചാകും. ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാനിടയില്ലാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്ന് ഉയരും. എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല. ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നു എന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് നീയും കൂടെയുള്ള ജനങ്ങളും പൊയ്ക്കൊള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പുറപ്പെടും. മോശ ഉഗ്രകോപത്തോടെ ഫറവോയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈജിപ്തിൽ തന്നെ അത്ഭുതങ്ങൾ വർദ്ധിക്കാൻ ഇടയാകും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും. മോശയും അഹ്റോനും ഫറവോയുടെ സന്നിധിയിൽ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തന്റെ രാജ്യത്തിന് വിട്ടയച്ചില്ല. അധ്യായം 12. പെസഹ ആചരിക്കുക. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരു ആടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടിൽ മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി ഇന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടതല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചതോ ആയതൊന്നും ഭക്ഷിക്കരുത്. അതിന് മുഴുവൻ തലയും കാലും ഉടൽ ഭാഗം മുഴുവൻ ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈകളിലേക്ക് തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ സഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതിയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിലയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ആ ദിവസം നിങ്ങൾക്ക് ഒരു സ്മാരക ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായ നിങ്ങൾ ആചരിക്കണം. അത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. പുളിപ്പില്ലാത്ത അപ്പം. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. അന്ന് മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ചപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം. പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ആ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇതെന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തോളം പുളിപ്പില്ലാത്തവ മാത്രമേ ഭക്ഷിക്കാവൂ. ആദ്യത്തെ പെസഹ. മോശെ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി പറഞ്ഞു, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ ഹീസോപ്പ് കമ്പ് മുക്കി 2 കട്ടിലക്കാലുകളിലും മേൽപ്പടികളിലും തളിക്കുവിൻ. പ്രഭാതമാകുന്നതുവരെ ആരും വീടിന് പുറത്തു പോകരുത്. എന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന്റെ കർത്താവ് കടന്നു പോകും. എന്നാൽ നിങ്ങളുടെ മേൽപ്പടികളിലും 2 കട്ടിലക്കാടുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടെ അനുവദിക്കുകയില്ല. ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയെ ആചരിക്കണം. കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്ന് ചേർന്ന ശേഷവും ഈ കർമ്മം ആചരിക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം, ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്ന
ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. അനന്തരം ഇസ്രായേൽക്കാർ അവിടം വിട്ടുപോയി. കർത്താവ് മോശയുടെ മഹനോട് കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു. ആദിജാതർ വധിക്കപ്പെടുന്നു. സിംഹാസനത്തിരുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ആദിജാതരെ അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു. കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടു. ഫറവോയും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു. ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു. കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല. ഫറവോ രാത്രിയിൽ തന്നെ മോശയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പോകുവിൻ. നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ കർത്താവിനെ ആരാധിക്കുവിൻ. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകുവിൻ. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവിൻ. കഴിയുന്നതും വേഗം രാജ്യത്തിന് പുറത്തു കടക്കാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ച മാവ് പുളിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പാത്രത്തോടെ എടുത്ത് ജനം തങ്ങളുടെ തോൾമുണ്ടിൽ പൊതിഞ്ഞു. മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു. അവർ ഈജിപ്തുകാരോടും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോട് ആദരം തോന്നിച്ചതിനാൽ അവർ ചോദിച്ചൊക്കെ ഈജിപ്തുകാർ കൊടുത്തു. അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു. ഇസ്രായേൽക്കാർ പുറപ്പെടുന്നു. ഇസ്രായേൽക്കാർ റംസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹവും അവരോടൊപ്പം പുറപ്പെട്ടു. വളരെ ആടുകളും കന്നുകാലികളും അവരോടുകൂടി ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മാവ് പുളിപ്പിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്ക് ആഹാരം എടുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയാക്കി അന്ന് തന്നെ കർത്താവിന്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതയായി വർത്തിച്ച രാത്രിയാണത്. അക്കാരണത്താൽ തലമുറകളോടും ഇസ്രായേൽക്കാരെ ഉറക്കം വെച്ചിരുന്ന ആ രാത്രി കർത്താവിന് ബഹുമാനാർത്ഥം ആചരിക്കണം. പെസഹ ആചരിക്കേണ്ട വിധം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്ത് പെസഹ ആചരിക്കേണ്ട ചട്ടം ഇതാണ്. പരദേശിയായി ഒരുവനും പെസഹ ഭക്ഷിക്കരുത്. എന്നാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ പരിച്ഛേദനെങ്കിൽ അവന് ഭക്ഷിക്കാം. പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത്. പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പെസഹ ഭക്ഷിക്കണം. മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത്. ആടിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ അത് ആചരിക്കണം. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിന്റെ പെസഹ ആചരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാം പരിച്ഛേദന സ്വീകരിക്കണം. അതിനുശേഷം പെസഹ ആചരിക്കാം. അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ്. അപരിച്ഛേദരാരും പെസഹ ഭക്ഷിക്കരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ. ഇസ്രായേൽക്കാർ എല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞതുപോലെ അവർ ചെയ്തു. ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അധ്യായം 13. ആദിജാതർ ദൈവത്തിന്. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേലിലെ ആദിജാതന്മാരെല്ലാം എനിക്ക് സമർപ്പിക്കുക. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. മോശ ജനത്തോട് പറഞ്ഞു, അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം. കർത്താവാണ് തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചത്. ഈ ദിവസം ആരും പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത്. ആബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത്. കനാനിയർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, ജബൂസിയർ എന്നിവരുടെ നാട്ടിലേക്ക്. നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിങ്ങളെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങൾ 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7-ാം ദിവസം കർത്താവിന്റെ തിരുനാളായി ആചരിക്കണം. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ കാണരുത്. പുളിമാവ് നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടായിരിക്കരുത്. ആ ദിവസം നിന്റെ മകനോട് പറയണം, ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണിത്. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളമായും നെറ്റിയിൽ ഒരു സ്മാരകവും പോലെ ആയിരിക്കണം. അങ്ങനെ കർത്താവിന്റെ നിയമം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ശക്തമായ കരുത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത്. വർഷം തോറും നിശ്ചിത സമയത്ത് ഇത് ആചരിക്കണം. ആദിജാതരുടെ സമർപ്പണം. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദിജാതന്മാരെയും കർത്താവിന് സമർപ്പിക്കണം. മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളതായിരിക്കണം. എന്നാൽ ഒരു ആട്ടിൻകുട്ടിക്ക് പകരം കൊടുത്ത കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം. നിങ്ങളുടെ മക്കളിൽ ആദിജാതരെല്ലാം വീണ്ടെടുക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പിൽക്കാലത്ത് നിന്റെ മകൻ ചോദിച്ചാൽ നീ പറയണം, അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തന്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചു. നമ്മെ വിട്ടയക്കാൻ ഫറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദിജാതന്മാരെ
മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചു. അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത്. എന്നാൽ എന്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുത്തു. ഇത് നിന്റെ ഭുജത്തിന് ഒരു അടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും പോലെ ആയിരിക്കണം. എന്തെന്നാൽ തന്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. മേഘസ്തംഭവും അഗ്നിസ്തംഭവും. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെയല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സ് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കാമെന്ന് അവർ വിചാരിച്ചു. ദൈവം ജനത്തെ മരുഭൂമിയിലെ വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു. അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയത് ആയുധധാരികളായിട്ടാണ്. ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതനുസരിച്ച് മോശെ ജോസഫിന്റെ അസ്ഥികളും കൂട്ടിക്കൊണ്ടുപോയി. ജോസഫ് അവരോട് പറഞ്ഞിരുന്നു, ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. അവർ സുക്കോത്തിൽ നിന്ന് മുൻപോട്ട് നീങ്ങി മരുഭൂമിയുടെ അരികിലുള്ള ഏത്താമിൽ കൂടാരം അടിച്ചു. അവർക്ക് രാവും പകലും യാത്ര ചെയ്യുവാൻ വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് മാറിയില്ല. അധ്യായം 14. ചെങ്കടൽ കടക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്ത് ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് ഹിറോത്തിന് മുൻപിൽ മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോഫിന്റെ എതിർവശത്ത് അടിക്കുന്നത് കടലിനടുത്തായിരിക്കണം. അപ്പോൾ ഫറവോ ഇസ്രായേൽക്കാരെ കുറിച്ച് പറയും, അവർ ഇതാ നാട്ടിൽ അലിഞ്ഞു തിരിയുന്നു, മരുഭൂമിയിൽ അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു. ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യത്തക്ക വിധം ഫറവോയെ ഞാൻ കഠിന ചിത്തനാക്കും. ഫറവോവും അതിന്റെ സൈന്യത്തിന്റെ മേൽ ഞാൻ മഹത്വം വരിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ ഈജിപ്തുകാർ മനസ്സിലാക്കും. കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ പോയ വിവരം ഈജിപ്ത് രാജാവ് പറഞ്ഞപ്പോൾ അവനും സേവർക്കും അവരോടുണ്ടായ മനോഭാവം മാറി. അവർ പറഞ്ഞു, നാം എന്താണ് ഈ ചെയ്തത്? നമ്മുടെ അടിമകളായ ഇസ്രായേൽക്കാരെ വിട്ടയച്ചിരിക്കുന്നു. ഫറവോ തന്റെ രഥം ഒരുക്കി സൈന്യങ്ങളെ സജ്ജമാക്കി. ഏറ്റവും മികച്ച 600 രഥങ്ങളും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളും അവരുടെ നായകന്മാരെയും അവൻ കൂടെ കൊണ്ടുപോയി. ഈജിപ്തിലെ രാജാവായ ഫറവോയെ കർത്താവ് കഠിനചിത്തനാക്കി. ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽക്കാരെ ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോയുടെ തേരുകളിലും കുതിരകളിലും കുതിരപ്പടയാളികളിലും സൈന്യം മുഴുവൻ കടൽ തീരത്ത് ഹിറോത്തിന് അരികെ ബാൽസഫോന്റെ എതിർവശത്ത് പാളയമടിച്ച ഇസ്രായേൽക്കാരുടെ സമീപം എത്തിച്ചേർന്നു. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിലെ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിലേക്ക് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തുകാർ എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് ജീവിച്ചു കഴിഞ്ഞുകൊള്ളാം. ഇന്ന് ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞില്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമി കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. മോശെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാർ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഇസ്രായേൽ ജനത്തിന് മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. ഇത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളെയും കുതിരപ്പടയാളികളെയും തേരുകളെയെല്ലാം അവരെ പിന്തുടരുന്നവരെ കടലിന്റെ നടുവിലേക്ക് നീക്കി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിന് മീതെ നീട്ടുക. വെള്ളം മടങ്ങുമെന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിന് മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്കും കടൽ പൂർവ്വസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന് മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ താഴ്ത്തി. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശെയും വിശ്വസിക്കുകയും ചെയ്തു.
മോശയുടെ കീർത്തനം അധ്യായം 15. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എന്റെ പിതാവിന്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി. അവന്റെ ധീരമായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. ആഴമേറിയ ജലം അവരെ മൂടി, അഗാധതയിലേക്ക് കല്ലുപോലെ അവർ താണു. കർത്താവെ, അങ്ങയുടെ വലത് കൈ ശക്തിയാൽ മഹത്വം മാർന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലത് കൈ ശത്രുവിനെ ചിത്രിച്ചിരിക്കുന്നു. അനന്ത മഹിമയാൽ അങ്ങ് എതിരാളികളെ തകർക്കുന്നു. കോപാഗ്നി അയച്ച് വൈക്കോൽ എന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി, പ്രവാഹങ്ങൾ നിശ്ചലമായി, കടലിന്റെ ആഴങ്ങൾ ഉറഞ്ഞ കട്ടയായി. ശത്രു പറഞ്ഞു, ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും. അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ച് പങ്കുവയ്ക്കും. എന്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും. ഞാൻ വാളുരും, എന്റെ കരം അവരെ സംഹരിക്കും. നിന്റെ കാറ്റ് നീ വീശി, കടൽ അവരെ മൂടി. ഈയക്കട്ടകൾ പോലെ അവർ ആഴത്തിലേക്ക് താണു. കർത്താവ്, ദേവന്മാരെ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണ്ണനും ശക്തമായ പ്രവർത്തനങ്ങൾ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലതുകായി നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട് ജനങ്ങൾ ഭയന്ന് വിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏതോ പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നത് വരെ, കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നത് വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലമാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധമായ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. ഫറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ അയച്ചു. എന്നാൽ ഇസ്രായേൽ ജനം കടലിന്റെ നടുവെ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി. അപ്പോൾ പ്രവാചകിയും അഹറോന്റെ സഹോദരിയുമായി മിരിയാം തപ്പു കയ്യിലെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകൾ എടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു, കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്നാൽ അവിടുത്തെ മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. മാറായിലെ ജലം. മോശെ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിൽ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കും? അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം മധുരിച്ചു. അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതിനുശേഷം അവർ ഏലീം ദേശത്ത് വന്നു. അവിടെ 12 നീരുറവുകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയം അടിച്ചു. അധ്യായം 16. മന്നായും കാടപ്പക്ഷിയും. ഇസ്രായേൽ സമൂഹം ഏലിവിൽ നിന്ന് പുറപ്പെട്ട് ഏലിവിനും സീനായ്ക്കുമിടയിൽ സീൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം മാസം 15-ാം ദിവസമായിരുന്നു അത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്ക് ബഹ്റോനുമെതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരുത്താൽ കൊല്ലപ്പെടാതിരുന്നാൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്ത് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രം ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുപോകുന്നത് ഒരുക്കി വെക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന് ഇരട്ടി ഉണ്ടായിരിക്കണം. മോശയും അഹ്റോനും എല്ലാം ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായി നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, നിങ്ങൾ ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുമ്പോൾ അപ്പവും കർത്താവ് തരും. എന്തെന്നാൽ അവിടത്തേക്കെതിരെയുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവിൻ, എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായി ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികളിൽ നിന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു.
മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശെ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കണം. ഇസ്രായേൽക്കാർക്ക് അപ്രകാരം ചെയ്തു. ചിലർ കൂടുതൽ, ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത്. എന്നാൽ അവർ മോശ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നൊരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കി വെച്ചു. അത് പുഴുത്ത് മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു. ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോയിരുന്നു. 6-ാം ദിവസം ഒരാൾക്ക് 2 ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു. സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശയോട് അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ കൽപ്പനയാണിത്. നാളെ പരിപൂർണ വിശ്രമത്തിന്റെ ദിവസമാണ്, കർത്താവിന്റെ വിശുദ്ധമായ സാബത്ത് ദിവസം. വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ, വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ, ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ. മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. അത് ചീത്തയായി പോയില്ല, അതിൽ പുഴുക്കൾ ഉണ്ടായതുമില്ല. മോശ പറഞ്ഞു, ഇത് കർത്താവിന്റെ വിശ്രമ ദിനമാകിയാൽ നിങ്ങൾ അത് ഭക്ഷിച്ചു കൊള്ളുവിൻ. പാളയത്തിന് വെളിയിൽ നിന്ന് അപ്പം കാണുകയില്ല. 6 ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം. 7-ാം ദിവസം സാബത്താകിയാൽ അത് ഉണ്ടായിരിക്കുകയില്ല. 7-ാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ അത് കണ്ടില്ല. എന്നാൽ അത് ഒന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിങ്ങൾ എത്ര നാൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവിടെ നിന്ന് 2 ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്. 7-ാം ദിവസം ഓരോരുത്തരും തന്റെ വസതിയിൽ തന്നെ കഴിയട്ടെ, ആരും പുറത്തു പോകരുത്. അതനുസരിച്ച് 7-ാം ദിവസം ജനം വിശ്രമിച്ചു. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേര് നൽകി. അത് കൊത്തമ്പലാരി പോലെയായിരുന്നു. വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നു. മോശ പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ഇതാണ്, ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിന് വേണ്ടി അതിൽ നിന്നൊരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വെക്കുവിൻ. മോശ അഹ്റോനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ ഇത് സാക്ഷ്യപീഠത്തിന് മുമ്പിൽ സൂക്ഷിച്ചു വെച്ചു. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ വരെ മന്നയാണ് അവർ ഭക്ഷിച്ചിരുന്നത്. ഒരു ഓമർ ഒരു എഫായുടെ 10-1. പാറയിൽ നിന്ന് ജലം. അധ്യായം 17. ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഹിദീമിൽ എത്തി പാളയം അടിച്ചു. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നു? എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? ദാഹിച്ചു വരരുത്. ജലം മോശയ്ക്കെതിരെ അപരാധപ്പെട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ചു ചാകട്ടെ എന്ന് കരുതിയാണോ? മോശ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും. കർത്താവ് മോശ അരുളി ചെയ്ത്, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിന് മുമ്പിൽ പോവുക. നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുമ്പേ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം. അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ ഇങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് തങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാൽ മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു. അമലേക്കരുമായി യുദ്ധം. അമലേക്കർ റഹിദീമിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ നിന്ന് കയറി. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽക്കാർക്ക് വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേൽ ഇരുന്നു. അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവ് മോശയെ അരുളി ചെയ്തു, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇതൊരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ചു കേൾപ്പിക്കുക. ആകാശത്തിന് കീഴിൽ നിന്ന് അമലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം മായ്ച്ചു കളയും. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യഹ്വിനസി എന്ന് പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അധ്യായം 18. മോശയും ജത്രോയും. മോശയ്ക്കും അവന്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ദൈവം ഇതെന്തെല്ലാം ചെയ്തുവെന്ന് അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് ഇപ്രകാരം മോചിപ്പിച്ചെന്ന് മിദ്യാന പുരോഹിതന്മാരും മോശയുടെ അമ്മായപ്പനുമായി ജത്രോ അറിഞ്ഞു. മോശ തന്റെ ഭാര്യ സിപ്പോറയെ തിരിച്ചയച്ചപ്പോൾ അവന്റെ അമ്മായപ്പൻ ജത്രോ അവളെയും അവളുടെ 2 പുത്രന്മാരെയും സ്വീകരിച്ചു. അവരിൽ ഒരുവന്റെ പേര് ഗർഷോം എന്നായിരുന്നു.
കാരണം ഞാൻ അവിടെ പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത്. അവന്റെ പേർ എലിയേസർ എന്നായിരുന്നു. കാരണം എന്റെ പിതാവിന്റെ ദൈവമാണ് എന്റെ സഹായം, അവിടുന്ന് ഫറവോയുടെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്നും അവൻ പറഞ്ഞു. മരുഭൂമിയിൽ ദൈവത്തിന്റെ മലയുടെ സമീപം കൂടാരം അടിച്ചിരുന്ന മോശയുടെ അടുക്കിലേക്ക് അവന്റെ ഭാര്യയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിപ്പൻ ജെത്രോ വന്നു. ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു, നിന്റെ അമ്മായിപ്പൻ ജെത്രോ നിന്റെ ഭാര്യയും അവളുടെ 2 പുത്രന്മാരെയും കൂട്ടി വന്നിരിക്കുന്നു. മോശ ഉടനെ തന്റെ അമ്മായിപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു. അവൻ ജെത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു. കുശല പ്രശ്നത്തിന് ശേഷം അവൻ കൂടാരത്തിനുള്ളിലേക്ക് പോയി. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫറവോയും ഈജിപ്തുകാരും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണമെല്ലാം മോശ അമ്മായിപ്പനോട് വിവരിച്ചു പറഞ്ഞു. കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചതും അവർക്ക് ചെയ്ത നിരവധി നന്മകളെയും കുറിച്ച് ജെത്രോ ആഹ്ലാദിച്ചു. അവൻ പറഞ്ഞു, ഈജിപ്തുകാരിൽ നിന്ന് ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവ് സകല ദേവന്മാരെക്കാൾ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവ്വം പെരുമാറിയപ്പോൾ അവരുടെ പേരിൽ നിന്ന് അവിടുന്ന് അവരെ ജനത്തെ മോചിപ്പിച്ചു. മോശയുടെ അമ്മായിപ്പനായ ജെത്രോ ദൈവത്തിന് ദഹനബലിയും മറ്റു ബലികളും സമർപ്പിച്ചു. ജെത്രോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കാനായി അഹറോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു. ന്യായാധിപന്മാർ. പിറ്റേ ദിവസം മോശ ജനത്തിന്റെ തർക്കങ്ങൾ തീർക്കാൻ ഭൂഷിഷ്ടനായി. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി. മോശ തന്നെ ജനത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിപ്പൻ ജെത്രോ അവനോട് ചോദിച്ചു, നീ ജനത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാത്തക്കതും നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട്? മോശ പറഞ്ഞു, ദൈവഹിതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു. എന്തെങ്കിലും തർക്കമുണ്ടായാൽ അവർ എന്റെ അടുക്കൽ വരുന്നു. ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു. ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. നീയും നിന്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ചു വിവശരാകും. ഒരു ഭാരമേറിയ ജോലിയാണിത്. തനിക്കായി ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ നിനക്ക് ഉപദേശം നൽകാം. ദൈവം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നീ ദൈവത്തിന് മുമ്പിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം. അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം. അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം. അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം. കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ 1000, 100, 50, 10 വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരെ നിയമിക്കുക. അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ. വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും. ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരാൻ നിനക്ക് സാധിക്കും. ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും. മോശ അമ്മായിപ്പന്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. മോശ ഇസ്രായേൽക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തിരഞ്ഞെടുത്തു. 1000, 100, 50, 10 വീതമുള്ള ഗണങ്ങളുടെ മേൽ അവരെ അധിപന്മാരായി നിയമിച്ചു. അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി. സുപ്രധാനമായ കാര്യങ്ങൾ മോശ ഏൽപ്പിച്ചു. ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു. അനന്തരം മോശ അമ്മായിപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അധ്യായം 19. സീനായി ഉടമ്പടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയം അടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്കു കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എന്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുന്നു. മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണിക്കെ കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും. മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം, മലയിൽ കയറുകയോ അതിന്റെ അതിരിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും. അവനെ ആരും സ്പർശിക്കരുത്. കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോട് ഇരിക്കരുത്. കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ. മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിന്റെ അടുക്കൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. അവൻ ജനത്തോട് പറഞ്ഞു, 3-ാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. ആരും സ്ത്രീയെ സമീപിക്കരുത്.
ദൈവം പ്രത്യക്ഷപ്പെടുന്നു. മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂപാമൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു. കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. അവൻ കയറി ചെന്നു. അപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തത്ഫലമായി മരിക്കുകയും ചെയ്യും. കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, സീനായ് മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല, കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ ഇറങ്ങിച്ചെന്ന് അഹ്റോനെയും കൂട്ടി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ. സമീപിച്ചാൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിക്കും. മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു. അധ്യായം 20. 10 പ്രമാണങ്ങൾ. ദൈവം അരുളിച്ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെ പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരെ വ്യാജ സാക്ഷ്യം നൽകരുത്, അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയോ ദാസനെയോ ദാസിയോ കാളയോ കഴുതയോ അവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. ജനം ഭയന്നു വിറയ്ക്കുന്നു. ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണറുകളും മലയിൽ നിന്ന് ഉയർന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്നു വിറച്ച് അകലെ മാറി നിന്നു. അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. ജനം അകലെ മാറി നിന്നു. ദൈവം സന്നിഹിതനായിരിക്കുന്ന കനത്ത മേഘത്തെ മോശ സമീപിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേൽക്കാരോട് പറയുക, ഞാൻ ആകാശത്ത് നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തന്നെ കണ്ടല്ലോ. നിങ്ങൾ വെള്ളി കൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ നിർമ്മിക്കരുത്, സ്വർണം കൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കരുത്. നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം. അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കല്ലുകൊണ്ടുള്ള ബലിപീഠമാണ് എനിക്കായി ഉണ്ടാക്കുന്നതെങ്കിൽ കൊത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്, കാരണം പണിയായുധം സ്പർശിച്ചാൽ അത് അശുദ്ധമാകും. എന്റെ ബലിപീഠത്തിന്മേൽ നിന്റെ നഗ്നത കാണപ്പെടാതിരിക്കാൻ വേണ്ടി നീ അതിന്മേൽ ചവിട്ടുപടികളിലൂടെ കയറരുത്. അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ. അധ്യായം 21. നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ്. ഹെബ്രായനായ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ 6 വർഷം സേവിച്ചു കൊള്ളട്ടെ. 7-ാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം. അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ. ഭാര്യയുടെ കൂടെയെങ്കിൽ അവളും കൂടെ പോകട്ടെ. യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവന് അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കും. ആകയാൽ അവൻ തനിയെ പോകണം. എന്നാൽ ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയും കുട്ടികളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്ത് പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെന്ന് കതകിന്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവന്റെ കാത് തോലുള്ളി കൊണ്ട് തുളയ്ക്കണം.
അവൻ എന്നേക്കും അവന്റെ അടിമയായിരിക്കും. ഒരുവൻ തന്റെ പുത്രി അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല. എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവൻ അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടുവാൻ അനുവദിക്കണം. അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവൻ അവകാശം ഉണ്ടായിരിക്കുകയില്ല. അവൻ അവളെ തന്റെ പുത്രന് ഭാര്യയെ നിശ്ചയിച്ചതിനാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം. അവൻ മറ്റൊരുവളെ ഭാര്യയെ സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത്. ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം. ദേഹോപദ്രവത്തിന് ശിക്ഷ. മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ വധിക്കപ്പെടണം. എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവന്റെ കൈയാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവന് ഓടി ഒളിക്കുവാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. ഒരുവൻ തന്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എന്റെ ബലിപീഠത്തിൽ നിന്ന് പോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം. പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം. മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തന്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്യുന്നതിരിക്കട്ടെ. പിന്നീട് അവന് എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെ എങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല. എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണ സുഖ ആകുന്നത് വരെ അവന്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം. ഒരുവൻ തന്റെ ദാസനെയോ ദാസിയോ വടികൊണ്ടടിക്കുകയും അടികൊണ്ടയാൾ അവന്റെ അടുക്കൽ തന്നെ വീണ് മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അടികൊണ്ട ആൾ 1-2 ദിവസം കൂടി ജീവിക്കുന്നുവെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത്. കാരണം അടിമ അവന്റെ സ്വത്താണ്. കാളകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോപദ്രവം ഏൽക്കുകയോ ഗർഭചിത്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ച ആൾ പിഴയായി നൽകണം. എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നുവെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, പ്രഹരത്തിന് പകരം പ്രഹരം. ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെ കണ്ണടിച്ചു പൊട്ടിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം. ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെ പല്ല് അടിച്ചു പറിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം. ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം. ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയോ കുത്തി കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. ആരും അതിന്റെ മാംസം ഭക്ഷിക്കരുത്. കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും. എന്നാൽ കാള പതിവായി ആളുകളെ കുത്തി മുറിവേൽപ്പിക്കുകയും അതിന്റെ ഉടമസ്ഥനെ വിവരം അറിയിച്ചിട്ടും അവൻ അതിനെ കെട്ടിയിടയായാൽ അത് ആരെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതിന്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം. മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വീണ്ടെടുക്കാം. കാള ഒരു ബാലനെയോ ബാലികയോ കുത്തി മുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ്. ദാസനെയോ ദാസിയോ കുത്തി മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന് കാളയുടെ ഉടമസ്ഥൻ 30 ഷെക്കൽ വെള്ളി കൊടുക്കണം. കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും വേണം. ഒരുവൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിനു ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതയോ വീഴാനിടയായാൽ കിണറിന്റെ ഉടമസ്ഥൻ മൃഗത്തിന്റെ ഉടമസ്ഥൻ നഷ്ടപരിഹാരം ചെയ്യണം. എന്നാൽ ചത്ത മൃഗം അവനുള്ളതായിരിക്കും. ഒരുവന്റെ കാള മറ്റൊരുവന്റെ കാളയെ കുത്തി മുറിവേൽപ്പിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം. ചത്ത കാളയെ പങ്കിട്ടെടുക്കണം. എന്നാൽ തന്റെ കാള കുത്തുന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയോ കൊടുക്കണം. ചത്ത കാള അവനുള്ളതായിരിക്കും. അധ്യായം 22. നഷ്ടപരിഹാരം. ഒരുവൻ കാളയോ ആടിനെയോ മോഷ്ടിച്ച് കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് പകരം 5 കാളയും ഒരു ആടിന് പകരം 4 ആടിനെയും കൊടുക്കണം. ഭവനഭേദത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റ് മരിച്ചാൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല. എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം. മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവിന് തിരിച്ചു കൊടുക്കണം. അവന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടം ഈടാക്കണം. മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതയോ ആടോ അവന്റെ പക്കൽ ജീവനോടെ കാണപ്പെടുന്നുവെങ്കിൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം. ഒരുവൻ മറ്റൊരുവന്റെ വയലിലെ മുന്തിരിത്തോട്ടത്തിലോ തന്റെ കന്നുകാലികളെ മേയിക്കുകയോ അവയെ അഴിച്ചുവിടുകയോ മറ്റൊരുവന്റെ വയലിൽ മേയാൻ ഇടയാക്കുകയോ ചെയ്താൽ അവൻ തന്റെ വയലിലെ മുന്തിരിത്തോട്ടത്തിൽ നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം. മുൾപടർപ്പിന് തീ പടർന്നു പിടിച്ചിട്ട് കൊയ്ത്തുകൂടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചാൽ നഷ്ടപരിഹാരം ചെയ്യണം. അയൽക്കാരനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം. കള്ളനെ പിടികിട്ടിയില്ല എങ്കിൽ താൻ അയൽക്കാരന്റെ വസ്തുക്കളിന്മേൽ കൈവച്ചിട്ടില്ല എന്ന് വീട്ടുടമസ്ഥൻ ദൈവത്തിനു മുമ്പിൽ സത്യം ചെയ്യണം. കാള, കഴുത, ആട്, വസ്ത്രം, നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു
ഇവയെപ്പറ്റി തർക്കമുണ്ടാവുകയും ഇതെന്റേതാണ് എന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസന്നിധിയിൽ വരട്ടെ. കുറ്റക്കാരനാരെന്ന് ദൈവം വിധിക്കുന്ന ആൾ തന്റെ അയൽക്കാരന് ഇരട്ടി തിരികെ കൊടുക്കണം. ഒരുവൻ അയൽക്കാരന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതയോ ആടോ മറ്റേതെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്ത് തന്റെ നിരപരാധത തെളിയിക്കണം. ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം. മുതൽ തിരിച്ചു കൊടുക്കാൻ അബ്ബരന് കടമയുണ്ടായിരിക്കുകയില്ല. എന്നാൽ അത് തന്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അവൻ അതിന് ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം. വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറിയെങ്കിൽ തെളിവിനായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ. കടിച്ചു കീറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല. ഒരുവൻ തന്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ അത് ചാകുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം. എന്നാൽ അത് സംഭവിക്കുന്ന ഉടമസ്ഥന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട. അത് കൂലിക്കെടുത്തതാണെങ്കിൽ കൂലിയുണ്ട് നഷ്ടം പരിഹരിക്കപ്പെടും. വിവിധ നിയമങ്ങൾ. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ക്ഷയിക്കുന്നവൻ വിവാഹ തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം. അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്ഥം വിസമ്മതിച്ചാൽ കന്യകൾക്കുള്ള വിവാഹ തുക അവൻ കൊടുക്കണം. മന്ത്രവാദിനെ ജീവിക്കാൻ അനുവദിക്കരുത്. മൃഗത്തോടും സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം. കർത്താവിന് മാത്രമല്ലാതെ മറ്റു ദേവന്മാർക്കും ബലിയർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം. നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരിക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നുവല്ലോ. വിധവയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ചു കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എന്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. നിന്നോടൊന്നിച്ച് വസിക്കുന്ന എന്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. അയൽക്കാരന്റെ മേലെങ്കിൽ പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ്. തന്റെ ശരീരത്തിൽ അണയുന്ന ആ ഉടുപ്പില്ലാത്ത അവന് ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട്? അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും. ഞാൻ കരുണയുള്ളവനാണ്. നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിന്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത്. നിന്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത്. നിന്റെ പുത്രന്മാർ ആദിജാതനെ എനിക്ക് നൽകണം. നിന്റെ കാളയും ആടുകളെ സംബന്ധിച്ച് ഇപ്രകാരം തന്നെ ചെയ്യണം. അവയുടെ കടിഞ്ഞൂൽ 7 ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ. 8-ാം ദിവസം നീ അതിനെ എനിക്ക് തരണം. നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കണം. വന്യമൃഗങ്ങൾ കടിച്ചു കീറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്. അത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കണം. അധ്യായം 23. തുല്യമായ നീതി. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കുകയും അരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നൽകരുത്. വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിന് കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്. അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത്. തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിഷ്കളങ്കരെ നീതിമാന്മാരെ വധിക്കരുത്. ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. കൈക്കൂലി വാങ്ങരുത്. അത് ജ്ഞാനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത്. ഈജിപ്തിൽ പരദേശികളായിരിക്കുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ. സാബത്ത് വർഷം. നീ നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തു കൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്ന വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവുതോട്ടവും സംബന്ധിച്ച് ഇപ്രകാരം തന്നെ ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുക. 7-ാം ദിവസം വിശ്രമിക്കണം. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. നിന്റെ ദാസിയുടെ പുത്രനും പരദേശം ക്ഷീണം തീർക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വെക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയും ആവരുത്. 3 മഹോത്സവങ്ങൾ. എന്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് പോലെ അബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. എന്റെ മുൻപിൽ വെറും കൈയോടെ വരരുത്. വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ച് കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം. പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹാജരാവണം. ബലിമൃഗത്തിന്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോട് ഒന്നിച്ച് എനിക്ക് അർപ്പിക്കരുത്. ഉത്സവ ദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിച്ചു വെക്കുകയും അരുത്. വയലിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. വാഗ്ദാനങ്ങൾ. ഇത് ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എന്റെ നാമം അവനിലുള്ളതു നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും. നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കനാന്യർ, ഹിവ്യർ, ജബൂസർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം
നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കുകയും അരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കനാനിയർ, ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാവുകയും നിനക്ക് ഉപദ്രവകാരികളെ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും. തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തണം. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ. വസിച്ചാൽ എനിക്കെതിരെ പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും. അധ്യായം 24. ഉടമ്പടി ഉറപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീയും അഹറോനും നാദാബും അബീഹുവും ഇസ്രായേൽ 70 ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിന്റെ അടുക്കിലേക്ക് കയറി വരുവിൻ. നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവിൻ. മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ, മറ്റുള്ളവർ സമീപിക്കരുത്. ജനം അവനോടൊപ്പം കയറി വരികയും അരുത്. മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. അനന്തരം മോശയും അഹറോനും നാദാബും അബീഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേര് മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ കണ്ടു. അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. മോശ സീനായി മലയിൽ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എന്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരും. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തന്റെ സേവകനായ ജോഷുവയോട് കൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹറോനും ഹൂറും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘമലയെ ആവരണം ചെയ്ത് കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘമലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. അധ്യായം 25. കൂടാര നിർമ്മാണത്തിന് കാണിക്ക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്കൊരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസ്സാ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, ഓട്, നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കോലാട്ടിൻ രോമം, ഉറക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടിത്തോല്, കരുവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ, എഫോദും പുരസ്ത്രാണവും അലങ്കാരത്തിനായുള്ള ഗോമേധക, വൈഢൂര്യ രത്നങ്ങൾ. ഞാൻ അവയുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. സാക്ഷ്യപേടകം. കരുവേല മരം കൊണ്ടൊരു പേടകം നിർമ്മിക്കണം. അതിന് 2 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിയണം. അതിനു മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി ഉറപ്പിക്കണം. 4 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി പേടകത്തിന് ചുവട്ടിലെ 4 മൂലകളിൽ ഘടിപ്പിക്കണം. 2 ഒരു വശത്തും 2 മറുവശത്തുമായിരിക്കണം. കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയെ സ്വർണം കൊണ്ട് പൊതിയണം. പേടകം വഹിച്ചുകൊണ്ട് പോകാൻ പാർശ്വവളയങ്ങളിലൂടെ തണ്ടുകൾ ഇടണം. തണ്ടുകൾ എപ്പോഴും പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവയിൽ നിന്നെടുത്ത് മാറ്റരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം. അതിന്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം.
കൃപാസനത്തിന്റെ രണ്ടറ്റവുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകൾ നിർമ്മിക്കണം. കൃപാസനത്തിന് രണ്ടറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്കവണ്ണം വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം. കൃപാസന പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യ പേടകത്തിന് മീതിയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എന്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. കരുവേല മരം കൊണ്ട് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉള്ളൊരു മേശ ഉണ്ടാക്കണം. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരികുപാളി പിടിപ്പിക്കുകയും വേണം. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടം ഉണ്ടാക്കുകയും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുകയും വേണം. സ്വർണം കൊണ്ടുള്ള 4 വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ 4 മൂലകളിലുള്ള 4 കാലുകൾ ഘടിപ്പിക്കുക. വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ശശകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം. തിരുസാന്നിധ്യത്തിന്റെ അപ്പം എപ്പോഴും എന്റെ മുൻപാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാൽ ഉണ്ടാക്കണം. അതിന്റെ ചൂടും തണ്ടും ശശകങ്ങളും മുളകുകളും പുഷ്പങ്ങളും ഒരേ സ്വർണ്ണ തകിടിൽ തീർത്തായിരിക്കണം. ഒരു വശത്തുനിന്ന് 3 മറുവശത്തുനിന്ന് 3 എന്ന കണക്കിൽ വിളക്ക് കാലിന്റെ ഇരുവശത്തുമായി 6 ശാഖകൾ ഉണ്ടായിരിക്കണം. ഓരോ ശാഖയിലും ബദാം പൂവിന്റെ ആകൃതിയിൽ മുകുളങ്ങളോടും പുഷ്പധലങ്ങളോടും കൂടിയ 3 ശശകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്ക് തണ്ടിന്മേൽ ബദാം പൂവിന്റെ ആകൃതിയിൽ മുകുളങ്ങളും പുഷ്പധലങ്ങളും ചേർന്ന 4 ശശകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖകൾ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ 3 മുകുളങ്ങൾ ഉണ്ടായിരിക്കണം. അടിച്ചു പരത്തിയ തനി സ്വർണത്തിന്റെ ഒരേ തകിടിയിലായിരിക്കണം മുകുളങ്ങളും ശാഖകളും എല്ലാം നിർമ്മിക്കുന്നത്. വിളക്ക് തണ്ടിന്മേലും അതിന്റെ ശാഖകളിന്മേലും വെക്കാൻ വേണ്ടി 7 വിളക്കുകൾ ഉണ്ടാകണം. അവ വിളക്ക് കാലിന് മുമ്പിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം. തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം. വിളക്ക് കാലും ഉപകരണങ്ങളും എല്ലാം കൂടി 1 താലന്ത് തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ. മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകകൾ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. അധ്യായം 26. സാക്ഷ്യ കൂടാരം. 10 വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളോട് കൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ. കെരൂബുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം. ഒരു വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരിക്കണം. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം. 5 വിരികൾ ഒന്നോടൊത്ത് ചേർന്ന് തുന്നണം. അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യഗണം വിരികളിൽ ഒടുവിലത്തേതിന്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നിച്ചേർക്കണം. അപ്രകാരം തന്നെ 2ാം ഗണം വിരികളിൽ അവസാനത്തിൻ്റെതായ വക്കിലും. ആദ്യത്തെ വിരിയിൽ 50 വളയങ്ങൾ ഉണ്ടാകണം. 2ാം ഗണം വിരികളിൽ അവസാനത്തിൻ്റെതായ വക്കിലും 50 വളയങ്ങൾ ഉണ്ടാകണം. വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം. സ്വർണം കൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കണം. ഇരുഗണം വിരികളിലും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും. കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് 11 വിരികൾ ഉണ്ടാക്കണം. ഓരോ വിരിക്ക് 30 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ടായിരിക്കണം. 11 വിരികളും ഒരേ അളവിലായിരിക്കണം. 5 വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും 6 വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കുക. 6ാമത്തെ വിരി കൂടാരത്തിന് മുൻഭാഗത്ത് മടക്കിയിടുക. 1ാമത്തെ ഗണം വിരികളിൽ അവസാനത്തിൻ്റെതായ വക്കിൽ 50 വളയങ്ങളും 2ാം ഗണം വിരികളിൽ അവസാനത്തിൻ്റെതായ വക്കിൽ 50 വളയങ്ങളും തുന്നിച്ചേർക്കണം. ഓടുകൊണ്ടുള്ള 50 കൊളുത്തുണ്ടകൾ ഉണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക. അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിന് പിന്നിൽ തൂക്കിയിടണം. മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം. ഉറക്കിട്ട മുട്ടാഴിൻ തോലുകൊണ്ടുള്ള കൂടാരത്തിന് മൂടി ഉണ്ടാക്കണം. മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം. കരുവേല മരത്തിന്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെ നീളം 10 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലൂടെ 2 കുടുമകൾ വീതം വേണം. എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. കൂടാരത്തിന് ചട്ടപ്പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്ത് 20 പലകകൾ 20 പലകകളുടെ അടിയിലായി വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും അടിയിലുള്ള 2 കുടുമകൾക്ക് 2 പാദകുടങ്ങൾ വീതം. കൂടാരത്തിന്റെ 2ാം വശമായ വടക്ക് വശത്തേക്ക് 20 പലകകൾ നിർമ്മിക്കണം. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാരത്തിന്റെ പിൻഭാഗമായി പടിഞ്ഞാറ് വശത്തേക്കായി 6 പലകകൾ നിർമ്മിക്കണം. കൂടാരത്തിന്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകൾ ഉണ്ടാക്കണം. അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം. മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം. 2 പലകകൾക്ക് ഇപ്രകാരം തന്നെ അവ 2 മൂലപലകകളായിരിക്കും. അങ്ങനെ 8 പലകകളും ഓരോ പലകയുടെയും അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കരുവേല മരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം. കൂടാരത്തിന്റെ ആദ്യ വശത്തെ പലകകൾക്ക് 5 അഴികൾ വേണം. കൂടാരത്തിന്റെ 2ാമത്തെ വശത്തുള്ള പലകൾക്ക് 5 അഴികളും പിൻഭാഗമായ
പടിഞ്ഞാറ് വശത്തുള്ള പലകകൾ 5 അഴികളും ഉണ്ടാകണം. നടുവിലെ അഴി പലകകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം. പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം. അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം. അഴികളും സ്വർണം കൊണ്ട് പൊതിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത്. പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുമുള്ളതുമായ നേർത്ത ശണത്തുണി കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം. അതിൽ കെരൂബുകളെ തുന്നിച്ചേർക്കണം. കരുവേല മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ് 4 തൂണുകളിൽ അത് തൂക്കിയിടണം. തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാദകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം. തിരശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം. ഈ തിരശീല വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശ്രീകോവിലിലെ വേർതിരിക്കും. ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം. തിരശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിന്റെ തെക്ക് വശത്ത് വിളക്കുകാലി സ്ഥാപിക്കണം. മേശ കൂടാരത്തിന് വടക്ക് വശത്തായിരിക്കണം. നേർമേൽ നെയ്തതും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം. ഈ യവനിക തൂക്കിയിടുന്നത് കരുവേല മരം കൊണ്ട് 5 തൂണുകൾ ഉണ്ടാക്കണം. അവ സ്വർണത്തിൽ പൊതിയണം. അവയ്ക്ക് സ്വർണ്ണ കൊളുത്തുകളും ഓടുകൊണ്ടുള്ള 5 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അധ്യായം 27. ബലിപീഠം. കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 5 മുഴം, ഉയരം 3 മുഴം. ബലിപീഠത്തിന് 4 മൂലകളിലും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന 4 കൊമ്പുകൾ നിർമ്മിച്ച ഓടുകൊണ്ട് പൊതിയണം. ചാരപാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം. ബലിപീഠത്തിന് വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ചും വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടം ഉണ്ടാക്കണം. അതിന്റെ 4 മൂലയിലും ഓരോ ഓട്ടുവളയും ഘടിപ്പിക്കണം. ചട്ടക്കൂട് ബലിപീഠത്തിന് മുകളിലത്തെ അരികുപാളിക്ക് കീഴിൽ ഉറപ്പിക്കണം. അത് ബലിപീഠത്തിന് മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം. കരുവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിന്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം. പലകകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത്. കൂടാര അങ്കണം. കൂടാരത്തിന് അങ്കണം ഉണ്ടാക്കണം. അങ്കണത്തിന് തെക്ക് ഭാഗത്ത് നേർമയെ നെയ്തെടുത്ത് ചണത്തുണി കൊണ്ട് 100 മുഴ നീളത്തിൽ ഒരു മറ ഉണ്ടായിരിക്കണം. അതിന് 20 തൂണുകൾ വേണം. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടങ്ങളും ഉണ്ടായിരിക്കണം. അപ്രകാരം തന്നെ വടക്ക് ഭാഗത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് 20 തൂണുകളും അവയ്ക്ക് 20 ഓട്ടുപാതകങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകങ്ങളും ഉണ്ടായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിന്റെ വീതിക്കൊത്ത 50 മുഴ നീളമുള്ള മറയും 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കിഴക്ക് ഭാഗത്തെ മുറ്റത്തിന്റെ വീതി 50 മുഴമായിരിക്കണം. കവാടത്തിന്റെ ഒരു വശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കവാടത്തിന്റെ മറുവശത്തും 15 മുഴ നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും വേണം. അങ്കണ കവാടത്തിന് 20 മുഴ നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറത്തിലുള്ളതും നേർമയെ നെയ്തെടുത്തതും ചിത്ര തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത്. അതിന് 4 തൂണുകളും അവയ്ക്ക് 4 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിന് നീളം 100 മുഴവും വീതി 50 മുഴവും ആയിരിക്കണം. അതിനു ചുറ്റും 5 മുഴം ഉയരത്തിൽ നേർമയെ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കൂടാരത്തിൽ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിന്റെയും അങ്കണത്തിന്റെയും മറകൾക്ക് വേണ്ട കുറ്റികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം. വിളക്ക് എപ്പോഴും കത്തി നിൽക്കുന്നതിന് ആട്ടിയെടുത്ത് ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം. സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടകത്തിന് മുൻപിലുള്ള തിരശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിന്റെ മുമ്പിൽ കത്തി നിൽക്കാൻ അഹറോനും അവന്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ. ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്. 28-ാം അധ്യായം. പുരോഹിത വസ്ത്രങ്ങൾ. പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹറോനെയും അവന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് വിളിക്കുക. നിന്റെ സഹോദരനായ അഹറോന് മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക. അഹറോനെ എന്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക. അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ്: ഉരസ്ത്രാണം, എഫോദ്, നീലയങ്കി, ചിത്രത്തയ്യലുള്ള അങ്കി, തലപ്പാവ്, അരപ്പട്ട. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹറോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ. സ്വർണ്ണ നൂൽ, നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയെ പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം. സ്വർണ്ണ നൂൽ, നീലം, ധൂമ്രം, കടും ചെമ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമയെ പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ എഫോദ് നിർമ്മിക്കണം. അതിന്റെ 2 അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ 2 തോൾമാറുകൾ പിടിപ്പിക്കണം. എഫോദ് കെട്ടി ഉറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചെമ്പ് നൂലുകൾ, നേർമയെ പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം.
2 വൈഡൂര്യ കല്ലുകൾ എടുത്ത് അവയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം. അവരുടെ പ്രായക്രമം അനുസരിച്ച് ഓരോ കല്ലിലും 6 പേരുകൾ വീതം കൊത്തുക. രത്നശില്പി മുദ്ര കുത്തുന്നത് പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം. കല്ലുകൾ സ്വർണ്ണ തകിടിയിൽ പതിക്കണം. ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരക ശിലകളായി അവ എഫോദിന്റെ തോൾമാറുകളിൽ ഉറപ്പിക്കണം. അവരുടെ പേരുകൾ കർത്താവിന്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹ്റോൻ തന്റെ ഇരു തോളിലും വഹിക്കട്ടെ. രത്നം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുക. തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത 2 തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണ്ണ തകിടുകളുമായി യോജിപ്പിക്കുക. ന്യായവിധിയുടെ ഉരസ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം. അത് എഫോദ് എന്ന പോലെ സ്വർണ്ണനൂല്, നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയെ പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് സമചതുരത്തിൽ 2 മടുക്കുള്ളതായിരിക്കണം. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയും വേണം. അതിനുമേൽ 4 രത്നങ്ങൾ പതിക്കണം. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. രത്നങ്ങളെല്ലാം സ്വർണ്ണ തകിടിയിലാണ് പതിക്കേണ്ടത്. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് 12 രത്നങ്ങൾ ഉണ്ടായിരിക്കണം. ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം. ഉത്സ്ഥാനത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിയണം. സ്വർണം കൊണ്ട് 2 വളയങ്ങൾ നിർമ്മിച്ച് ഉത്സ്ഥാനത്തിന്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഉത്സ്ഥാനത്തിന്റെ മൂലകളിലുള്ള 2 വളയങ്ങളുടെ 2 സ്വർണ്ണ തുടലുകൾ ഇടണം. തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ്ണ തകിടുകളിൽ ഘടിപ്പിച്ച എഫോദിന്റെ തോൾവാറിന്റെ മുൻഭാഗവുമായി ബന്ധിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ പണിത് അവ ഉരുസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിന്റെ അലംകൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം. ഉരസ്ത്രാണത്തിന്റെയും എഫോദിന്റെയും വളയങ്ങൾ ഒരു നീല ചരടുകൊണ്ട് ബന്ധിക്കണം. അപ്പോൾ ഉരസ്ത്രാണം എഫോദിന്റെ അലംകൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകി പോവുകയില്ല. അഹ്റോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും. ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഉറിയും തുമ്മീം എന്നിവ നിക്ഷേപിക്കുക. അഹ്റോൻ കർത്താവിന്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവന്റെ മാറിലുണ്ടായിരിക്കണം. അങ്ങനെ അഹ്റോൻ തന്റെ മാറിൽ ഇസ്രായേലിന്റെ ന്യായവിധി കർത്താവിന്റെ സന്നിധി നിരന്തരം വഹിക്കട്ടെ. എഫോദിന്റെ നീലയങ്കി നീല നിറമായിരിക്കണം. തല കടത്താൻ അതിന്റെ നടുവിൽ ദ്വാരം ഉണ്ടായിരിക്കണം. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളത് പോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരത്തിന് ചുറ്റും തുന്നിച്ചേർക്കണം. നീലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ മാതള നാരകങ്ങളും തുന്നിച്ചേർക്കണം. അവയ്ക്കിടയിൽ സ്വർണ്ണമണികൾ ബന്ധിക്കണം. ഒന്നിടവിട്ടായിരിക്കണം സ്വർണ്ണമണികളും മാതള നാരകങ്ങളും തുന്നിച്ചേർക്കുന്നത്. അഹ്റോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ധരിക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ മരിക്കും. തനി സ്വർണം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിന്മേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെക്കുക. ഒരു നീല ചരട് കൊണ്ട് അത് തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കണം. അഹ്റോൻ അത് നെറ്റിയിൽ ധരിക്കണം. അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ. കാണിക്കകൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹ്റോന്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരു അങ്കി ഉണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം. നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലങ്കൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം. അഹ്റോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം. ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും നീ അണിയിക്കുക. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ച് നിയോഗിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. അവരുടെ നഗ്നത മറയ്ക്കാൻ ചണത്തുണി കൊണ്ട് അര മുതൽ തുട വരെ എത്തുന്ന കാൽച്ചട്ടകൾ ഉണ്ടാക്കണം. അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം. ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും. ഇത് അഹ്റോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ്. അഭിഷേകക്രമം 29-ാം അധ്യായം. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ചെയ്യേണ്ടത് ഇതാണ്: ഒരു കാളക്കുട്ടിയെയും ഊനമറ്റ 2 മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം ഗോതമ്പുമാവ് കൊണ്ടുണ്ടാക്കണം. അവ ഒരു കുട്ടികളിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടും ഒപ്പം കൊണ്ടുവരിക. നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക. അങ്കി, എഫോദിന്റെ നീലയങ്കി, എഫോദ് ഉരസ്ത്രാണം, എഫോദിന്റെ ചിത്രത്തയ്യലുള്ള അരപ്പട്ട എന്നിവ അഹ്റോനെ അണിയിക്കണം. അവന്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വെക്കണം.
അനന്തരം തൈലം തലയിൽ ഒഴിച്ച് അവനെ അഭിഷേചിക്കുക. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക. നീ അവിടെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം. ശാശ്വതമായ നിയമം അനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം. അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെക്കണം. കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറെ എടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിനുള്ള മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയിന്മേലുള്ള മേധസ്സും എടുത്ത് ബലിപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് ബലിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്. മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെക്കട്ടെ. അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കണം. അതിനെ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം. ഇവ മറ്റു കഷ്ണങ്ങളുടെയും തലയുടെയും കൂടെ വെക്കണം. മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹന ബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെക്കണം. അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹ്റോന്റെയും പുത്രന്മാരുടെയും വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുകയും വേണം. ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം നീ മുട്ടാടിന്റെ മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേധസ്സും വലത്തെ പുറകും എടുക്കണം. കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ്. കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം. ഇവയെല്ലാം അഹ്റോന്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹന ബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹന ബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അഹ്റോന്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നിരാഞ്ജനം ചെയ്യുക. ഇത് നിന്റെ ഓഹരിയായിരിക്കും. അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാജനം ചെയ്ത നെഞ്ചും പുറകും വിശദീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം. ഇസ്രായേൽ ജനത്തിൽ നിന്നും അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത്. ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാജനം ചെയ്തു കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവനുശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചുകൊണ്ടായിരിക്കണം. അവന്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവന്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ 7 ദിവസം അത് ധരിക്കണം. അഭിഷേകത്തിന് അർപ്പിക്കുന്ന മുട്ടാടിന്റെ മാംസം എടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം. മുട്ടാടിന്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് ഭക്ഷിക്കണം. തങ്ങളുടെ അഭിഷേകത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ. അവ വിശുദ്ധമാകിയാൽ അന്യർ ഭക്ഷിക്കരുത്. അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം. അത് വിശുദ്ധമാകിയാൽ ഭക്ഷിക്കരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹ്റോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക. അവരുടെ അഭിഷേക കർമ്മം 7 ദിവസം നീണ്ടു നിൽക്കണം. പാപപരിഹാര ബലിയായ ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം. ബലിപീഠത്തിൽ പരിഹാര ബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കപ്പെടും. അനന്തരം അതിനെ അഭിഷേകിച്ച് വിശുദ്ധീകരിക്കുക. 7 ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ ബലിപീഠം അത് വിശുദ്ധമാകും. ബലിപീഠത്തെ സ്പർശിക്കുന്നത് എന്തും വിശുദ്ധമാകും. അനുദിന ബലികൾ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ്. 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം. ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത്. ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം 4-1 ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച് 10-1 ഏഫാ മാവും പാനീയ ബലിയായി 4-1 ഹിൻ വീനും സമർപ്പിക്കണം. പ്രഭാതത്തിൽ എന്ന പോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ ധാന്യ ബലിയോടും പാനീയ ബലിയോടും ഒത്ത് സുഗന്ധവാഹിയായ ദഹന ബലിയായി കർത്താവിന് അർപ്പിക്കണം. ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹന ബലിയാണിത്. അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും. എന്റെ മഹത്വത്താൽ അവിടെ വിശദീകരിക്കുകയും ചെയ്യും.
സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശദീകരിക്കും. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശദീകരിക്കും. ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കും, അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. 30-ാം അധ്യായം. ധൂപപീഠം. ധൂപാർപ്പണത്തിനായി കരുവേലം മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 1 മുഴം, ഉയരം 2 മുഴം. കൊമ്പുകൾ അതിനോടൊന്നായി ചേർന്നിരിക്കണം. മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം. മുകൾ വശത്തെ ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കണം. അതിന് കീഴെ 2 മൂലകളിലും ഓരോ സ്വർണ്ണവളയം പിടിപ്പിക്കണം. മറുവശത്തും ഇപ്രകാരം ചെയ്യണം. അവ പീഠത്തെ വഹിക്കാനുള്ള തണ്ടുകൾ ഇടുന്നതിനാണ്. തണ്ടുകൾ കരുവേല മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. ഞാൻ എന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിന്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുടെ മുൻപിൽ അത് സ്ഥാപിക്കണം. ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒഴിക്കുമ്പോൾ അഹ്റോൻ പീഠത്തിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കണം. സായാഹ്നത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ. തലമുറ തോറും എന്നേക്കും കർത്താവിന്റെ മുൻപിൽ ഈ ധൂപാർപ്പണം നടക്കണം. അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ നീ അർപ്പിക്കരുത്. ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത്. പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിന്റെ കൊമ്പുകളിൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം. തലമുറ തോറും ഇപ്രകാരം ചെയ്യണം. ഇത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് 1/2 ഷെക്കേൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം. 1 ഷെക്കേൽ 20 ഗേര. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന 20 വയസ്സും അതിനുമേലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം. പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ 1/2 ഷെക്കേൽ മാത്രമേ നൽകാവൂ. ധനികൻ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല. ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാര തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിന് ഉതകും വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ സ്മരണയിൽ കൊണ്ടുവരും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഓടുകൊണ്ട് ഒരു ശാളഞ്ഞ പാത്രം നിർമ്മിക്കണം. അതിന്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം. അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വെക്കണം. അതിൽ വെള്ളം ഒഴിക്കണം. അഹ്റോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണത്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം. അല്ലെങ്കിൽ അവർ മരിക്കും. മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം. ഇത് അവർക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ്. അവനും അവന്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന. അഭിഷേക തൈലം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക. വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കേലിന്റെ കണക്കനുസരിച്ച് 500 ഷെക്കേൽ ശുദ്ധമായ മീറയും 250 ഷെക്കേൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും 250 ഷെക്കേൽ സുഗന്ധ സസ്യവും 500 ഷെക്കേൽ അമരിപ്പട്ടയും 1 ഹിൻ ഒലിവെണ്ണയും എടുക്കുക. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലം ഉണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹന ബലിപീഠവും ഉപകരണങ്ങളും ശാളന പാത്രവും അതിന്റെ പീഠവും നീ അഭിഷേചിക്കണം. ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശദീകരിക്കണം. അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും. പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ചു നിർത്തുകയും ചെയ്യുക. നീ ഇസ്രായേൽക്കാരോട് പറയണം, ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും. ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത്. കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലം ഉണ്ടാക്കുകയും അരുത്. ഇത് വിശുദ്ധമാണ്. നീ ഇതിനെ വിശുദ്ധമായി കരുതണം. ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരന്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ദേവദാരു തൈലം, നെറുംപശ, ഗുൽഗുലു, കുന്തിരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക. സുഗന്ധ തൈലം നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക. അതിൽ നിന്ന് കുറെ എടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ വെക്കുക. അതിനെ ഏറ്റവും പവിത്രമായി കരുതണം. നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവ കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യം ഉണ്ടാക്കരുത്. കർത്താവിന് വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം. പരിമളത്തിന് വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ശില്പികൾ. 31-ാം അധ്യായം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബാസാലേലിനെ
ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തി മിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ ശില്പ വിദഗ്ധന്മാർക്കും പ്രത്യേക സാമർഥ്യം കൊടുത്തിട്ടുണ്ട്. സമാഗമ കൂടാരം, സാക്ഷ്യപേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ ഉപകരണങ്ങൾ, മേശയും അതിന്റെ ഉപകരണങ്ങളും, വിളക്കുകാലും അതിന്റെ ഉപകരണങ്ങളും, ധൂപപീഠം, ദഹന ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും, ശാളനപാത്രവും അതിന്റെ പീഠവും, ചിത്രത്തുന്നലാൽ അലങ്കൃതമായ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഇവയെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കണം. സാബത്താചരണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശദീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറത്തോടും അടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം. അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമ ദിനം. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറത്തോളം സാബത്ത് ആചരിക്കണം. ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിന് മധ്യേ ശാശ്വതമായ ഒരു അടയാളമാണ്. കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിന്റെ അടയാളം. ഉടമ്പടി പത്രിക നൽകുന്നു. സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിനു ശേഷം ഉടമ്പടിയുടെ 2 പ്രതികൾ തന്റെ വിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകൾ ദൈവം അവന് നൽകി. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. 32-ാം അധ്യായം. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല. അഹ്റോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണ്ണ വളയങ്ങൾ ഊരിയെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരുവേൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ്ണ വളയങ്ങൾ ഊരി അഹ്റോന്റെ മുൻപിൽ കൊണ്ടുചെന്നു. അവൻ അവ വാങ്ങി മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും. അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജന യാഗങ്ങളും അർപ്പിച്ചു. ജനം തീയിലും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലി അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുഷ്ടാട്ടിക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങി കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, വലിയ ശക്തിയോടും കരബലത്തോടും അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നത് എന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളുടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ നിന്ന് ഉടമ്പടി പത്രങ്ങൾ താഴേക്ക് ഇറക്കി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിന്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. എന്നാൽ മോശ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് വിജയത്തിന്റെ അട്ടഹാസമോ പരാജയത്തിന്റെ മുറവിളിയോ അല്ല, പാട്ടുപാടുന്ന ശബ്ദമാണ്. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവന്റെ കോപം ആളിക്കത്തി. അവൻ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു. അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടു. ഇത് ഇടിച്ചു
പൊടിവെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. മോശ അഹ്റോനോട് ചോദിച്ചു, നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹ്റോൻ പറഞ്ഞു, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേ കരവുള്ളതാണല്ലോ. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരുക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാൻ അത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. ജനത്തിന്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹ്റോൻ അവരെ അനുവദിച്ചിരുന്നു. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഓരോ മനുഷ്യനും തന്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ. പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തരും തന്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ. ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000-ഓളം പേർ മരിച്ചു വീണു. മോശ പറഞ്ഞു, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരും തന്റെ പുത്രനും സഹോദരനും എതിരായി നിന്നത് കൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരു അനുഗ്രഹം തരും. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് കയറി ചെല്ലാം. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എന്റെ ദൂതൻ നിന്റെ മുൻപേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും. കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹ്റോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു. സീനായി വിടാൻ കൽപ്പന. 33-ാം അധ്യായം. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക. ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും. കാനാൻകാരെയും അമോര്യരെയും ഹിത്യരെയും പെരീസ്യരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിച്ചു കളയും. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. വന്നാൽ നിങ്ങളുടെ ദുഷ്ടാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങൾ നശിപ്പിച്ചു കളയും. അശുഭമായി വാർത്ത കേട്ട് അവർ വിലപിച്ചു. ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, നീ ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ ദുഷ്ടാഠ്യക്കാരായ ഒരു ജനമാണ്. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി, നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും. നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുവിൻ. നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും. ഹൊറേബ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ അഴിച്ചു മാറ്റി. സമാഗമ കൂടാരം. പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം അടിക്കുക പതിവായിരുന്നു. അവൻ അതിന് സമാഗമ കൂടാരം എന്ന് വിളിച്ചു. കർത്താവിന്റെ ഹിതം അറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരം സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്ക് നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നത് വരെ അവനെ വീക്ഷിച്ചിരുന്നു. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരമാകും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. മേഘസ്തംഭം കൂടാരം വാതിൽക്ക് നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്ക് കുമ്പിട്ട് ആരാധിച്ചിരുന്നു. സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയുടെ മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. കർത്താവ് ജനത്തോടുകൂടെ. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് ഞാൻ എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങ് എന്നെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു,
നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു, നീ എന്റെ മുഖം കണ്ടുകൂടാ. എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എന്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക. എന്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എന്റെ പിൻഭാഗം കാണാം, എന്നാൽ എന്റെ മുഖം നീ കാണുകയില്ല. വീണ്ടും ഉടമ്പടി പത്രിക 34 അധ്യായം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേത് പോലുള്ള 2 കൽപ്പലക ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ് മലമുകളിൽ എന്റെ മുൻപിൽ നീ സന്നിഹിതനാവണം. ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത്. മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയും അരുത്. മലയുടെ അടുത്തെങ്ങും മാടുകളോ മെയ്യരുത്. ആദ്യത്തേത് പോലുള്ള 2 കൽപ്പലക മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകൾ കയ്യിലെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറകളും ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ നിലം വിട്ട് കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങനെ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ദുഷ്ടാട്ടിക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപ് ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന ഭയാനകമായ ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം. നിന്റെ മുൻപിൽ നിന്ന് അമോര്യരെയും കാനാര്യരെയും ഹിത്യരെയും പെരീസ്യരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിക്കും. നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടരുത്. ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി തീരും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അശേര ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം. മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. എന്തെന്നാൽ അസഹിഷ്ണു എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ. ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. എന്നാൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലി അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തേക്കാം. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം. നിങ്ങൾക്ക് ആ ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിൽ 7 നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. കാരണം അബീബ് മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത്. ആദ്യജാതരെല്ലാം എനിക്കുള്ളതാണ്. ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എന്റേതാണ്. കടിഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് നെരിച്ച് കൊല്ലണം. നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദ്യജാതരെയും വീണ്ടെടുക്കണം. വെറും കൈയോടെ ആരും എന്റെ മുൻപിൽ വന്നുകൂടാ. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യുക. 7-ാം ദിവസം വിശ്രമിക്കണം. ഒഴിവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം. ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വരോത്സവം ആഘോഷിക്കണം. വർഷാവസാനം സംഭരണത്തിനിരുന്നാലും വർഷത്തിൽ 3 തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകണം. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും. നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും. വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കയ്യിൽ എടുക്കാൻ ശ്രമിക്കുകയില്ല. പുളിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത്. പെസഹ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയും അരുത്. ഭൂമിയുടെ ആദ്യ ഫലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക. നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടി വ്യവസ്ഥകളാണിവ. മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടി അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായ എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു.
മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയെ നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നത് വരെ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നത് വരെ മോശ മുഖം മറച്ചിരുന്നു. അധ്യായം 35 സാബത്ത് വിശ്രമം. മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം. കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത്. കൂടാര നിർമ്മാണത്തിന് കാഴ്ചകൾ. ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു, ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന് കാണിക്ക കൊണ്ടുവരുവേൻ. ഉദാര മനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ. സ്വർണം, വെള്ളി, ഓട്, നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമേൽ നെയ്തെടുത്ത ചണവസ്ത്രം, കോലാട്ടിൻ രോമം, ഉറക്കിട്ട മുട്ടാടിൻ തോല്, നീലക്കരടി തോല്, കരുവേലത്തടി, വിളക്കിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ, ഗോമേതക രത്നങ്ങൾ, ഏഫോദിനും ഉസ്ത്രാണത്തിനുമുള്ള രത്നങ്ങൾ. നിങ്ങളിൽ ശില്പവൈദഗ്ധ്യമുള്ളവർ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ. വിശുദ്ധ കൂടാരം, അതിന്റെ വിരികൾ, കൊളുത്തുകൾ, ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, പേടകം, അതിന്റെ തണ്ടുകൾ, കൃപാസനം, തിരശീല, മേശ, അതിന്റെ തണ്ടുകൾ, ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിന്റെ അപ്പം, വിളക്ക് കാല, അതിന്റെ ഉപകരണങ്ങൾ, വിളക്കുകൾ, എണ്ണ, ധൂമപീഠം, അതിന്റെ തണ്ടുകൾ, അഭിഷേക തൈലം, ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം, കൂടാരവാതിലിനു വേണ്ട യവനിക, ദഹന ബലിപീഠം, ഓടുകൊണ്ടുള്ള അതിന്റെ ചട്ടക്കൂട്, തണ്ടുകൾ, മറ്റുപകരണങ്ങൾ, ശാളന പാത്രം, അതിന്റെ പീഠം, അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ, അവയ്ക്കുള്ള തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, അങ്കണ കവാടത്തിന്റെ യവനിക, കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ, കയറുകൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ, പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ. ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിൽ നിന്ന് പിരിഞ്ഞുപോയി. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനസ്കർ കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ഉദാര മനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു. അവർ സൂചി പതകങ്ങളും കർണവളയങ്ങളും അങ്കുലീനങ്ങളും തോൽവളകളും എല്ലാത്തരം സ്വർണ്ണ ആഭരണങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു. ഓരോരുത്തരും കൈവശം ഉണ്ടായിരുന്ന നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകളും നേർമയുള്ള ചണത്തുണിയും കോലാട്ടിൻ രോമവും ഉറക്കിട്ട മുട്ടാടിൻ തോലും നീലക്കരടി തോലും കൊണ്ടുവന്നു. വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്ന് കർത്താവിന് കാഴ്ചവെച്ചു. ഏതെങ്കിലും പണിക്ക് ഉതകുന്ന കരുവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു. കരുവേരുതലുള്ള സ്ത്രീകൾ നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമേൽ നെയ്ത ചണത്തുണിയും കൊണ്ടുവന്നു. നൈപുണ്യവും സന്നദ്ധയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി. നേതാക്കന്മാർ ഏഫോദിനും ഉരുസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു. കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികൾ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാരോട് ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണ അനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലിനെ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തി മിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അസിഹാമാക്കിന്റെ പുത്രൻ ഒഹേലിയാബിന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരുന്നു. കൊത്തുപണിക്കാരനോ രൂപസംവിധാനകനോ നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമേൽ നെയ്തെടുത്ത ചണത്തുണിയിലെ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിന് വേണ്ടി തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. അധ്യായം 36 വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം. വിശുദ്ധ സ്ഥലത്തിന്റെ നിർമ്മാണത്തിന് ഏത് ജോലിയും ചെയ്യാൻ പോകുന്ന അറിവ് സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബസാലയിലും ഒഹേലിയയിലും കരുവരുത്തുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം. ബസാലിലേനെയും ഒഹേലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചു കൂട്ടി. വിശുദ്ധ കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു. എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ച
കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ കൂടാരത്തിന് വിവിധ തരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെ എല്ലാവരും ജോലി നിർത്തി മോശയോടൊത്ത് വന്നു. അവർ മോശയോട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്ക് ആവശ്യമായതിനാൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു. ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു. വിശുദ്ധ കൂടാരത്തിന് വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു. എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു. പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ 10 വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി. അവ നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും നേർമേൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കെരൂബുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു. ഓരോ വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു, അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യ ഗണം വിരികളിൽ അവസാനത്തിൻ്റെതായ വക്കിൽ നീല നൂൽ കൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തിൻ്റെതായ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും 50 വളയങ്ങൾ വീതം ഉണ്ടാക്കി. ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത്. 50 സ്വർണ്ണ കൊളുത്തുകൾ ഉണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു. അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു. കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ 11 വിരികൾ ഉണ്ടാക്കി. ഓരോ വിരിയുടെ നീളം 30 മുഴവും വീതി 4 മുഴവുമായിരുന്നു. 11 വിരികൾക്കും ഒരേ അളവ് തന്നെ. അവർ 5 വിരികൾ ഒന്നിനോടൊന്ന് തുന്നി ചേർത്തു, അതുപോലെ മറ്റേ 6 വിരികളും. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പുകളിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടി യോജിപ്പിക്കാൻ ഓടുകൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കി. കൂടാരത്തിന് ഉറക്കിട്ട മുട്ടാഴിൻ തോലുകൊണ്ട് ഒരാവരണവും അതിനു മീതെ നീലക്കരടി തോല് കൊണ്ട് വേറൊരു ആവരണവും നിർമ്മിച്ചു. കൂടാരത്തിന് കരുവേല പലകകൾ കൊണ്ട് നിൽക്കുന്ന ചട്ടങ്ങളും ഉണ്ടാക്കി. ഓരോ പലകയുടെ നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ 2 കുടുമകൾ ഉണ്ടായിരുന്നു. എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിനുള്ള ചട്ടപലകങ്ങൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്കുവശത്ത് 20 പലകകൾ, 20 പലകകളുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ, ഓരോ പലകയുടെ അടിയിൽ കുടുമയ്ക്ക് 1 വീതം 2 പാദകുടങ്ങൾ. കൂടാരത്തിന് വടക്ക് വശത്ത് അവർ 20 പലകകൾ ഉണ്ടാക്കി. ഓരോ പലകയ്ക്കും ഇടയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 40 പാദകുടങ്ങളും ഉണ്ടാക്കി. കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് 6 പലകകൾ ഉണ്ടാക്കി. കൂടാരത്തിന്റെ പിൻഭാഗത്ത് 2 മൂലകൾക്കായി 2 പലകകളും അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി. ഇരുമൂലകളിലുമുള്ള 2 പലകങ്ങൾക്കും ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകകളും ഒരു പലകയുടെ അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. കരുവേല തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിന് ഒരു വശത്തെ പലകകൾക്ക് 5 അഴികൾ, മറുവശത്തുള്ള പലകകൾക്കും 5 അഴികൾ. കൂടാരത്തിന് പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്കും 5 അഴികൾ. നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമേൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് തിരശീല ഉണ്ടാക്കി. കെരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു. അവർ കരുവേല തടി കൊണ്ട് 4 തൂണുകൾ ഉണ്ടാക്കി, സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകുടങ്ങളും പണിതു. നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമേൽ നെയ്ത ചിത്ര തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണത്തുണിയും ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനിക ഉണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷകങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടങ്ങൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു. അധ്യായം 37. സാക്ഷ്യപേടകം. ബസാലയിൽ കരുവേല തടി കൊണ്ട് പേടകമുണ്ടാക്കി. അതിന് നീളം 2.5 മുഴമായിരുന്നു, വീതി ഉയരം 1.5 മുഴം വീതവും. തനി സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളിയും പിടിപ്പിച്ചു. 4 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി 4 മൂലകകൾ ഘടിപ്പിച്ചു, ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം. അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിന്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിന്റെ 2 അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിട് കൊണ്ട് 2 കെരൂബുകളും നിർമ്മിച്ചു. 2 അഗ്രങ്ങളിലും 1 വീതം കൃപാസനത്തോട് ഒന്നായി ചേർന്നതാണ് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. കരുവേല തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിൽ സ്വർണം കൊണ്ട് അരികുപാളി ഘടിപ്പിക്കുകയും ചെയ്തു. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു. അവൻ 4 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ 4 കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കുന്ന
ുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു. ഈ തണ്ടുകൾ അവൻ കരുവേല തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, പാനീയ ബലിക്കുള്ള ശശകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി. അതിന്റെ അടിത്തട്ട്, തണ്ട്, ശശകങ്ങൾ, മുകുളങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ്ണ തകിടിലാണ് പണിതത്. വിളക്കുകാലിന് ഓരോ വശത്ത് 3 വീതം 2 വശങ്ങളായി 6 ശാഖകളും ഉണ്ടായിരുന്നു. വിളക്കുകാലിന്റെ 6 ശാഖകൾ ഓരോന്നിലും ബദാം പൂവിന്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ 3 ശശകങ്ങൾ വീതം ഉണ്ടായിരുന്നു. വിളക്കുകാലിന്റെ തണ്ടിന്മേൽ ബദാം പൂവിന്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ 4 ശശകങ്ങൾ ഉണ്ടായിരുന്നു. വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിന്റെ തണ്ടിനോട് ഒന്നായി ചേർത്ത് ഒരു മുകുളം വീതം ഉണ്ടായിരുന്നു. മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു. എല്ലാം തനി സ്വർണ്ണ തകിട് കൊണ്ട് പണിതതായിരുന്നു. അവൻ അതിന്റെ 7 വിളക്കുകളും തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാലും അതിന്റെ എല്ലാ ഉപകരണങ്ങളും 1 താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. ധൂപപീഠം കരുവേല തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു. ഉയരം 2 മുഴം. അതിന്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു. തനി സ്വർണം കൊണ്ട് അവൻ അതിന്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു. അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം സ്വർണ്ണ വളയങ്ങൾ ഘടിപ്പിച്ചു. കരുവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു. അധ്യായം 38. ദഹന ബലിപീഠം ബസാലേൽ കരുവേല തടി കൊണ്ട് ദഹന ബലിപീഠം നിർമ്മിച്ചു. അത് 5 മുഴം നീളവും വീതിയിലുള്ള സമചതുരമായിരുന്നു. അതിന്റെ ഉയരം 3 മുഴവും. അതിന്റെ 4 മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠത്തിന്റെ ഉപകരണങ്ങളിലെല്ലാം പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിന് മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിന്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികുപാളി ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു. തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടത്തിന്റെ 4 മൂലകളിൽ 4 വളയങ്ങൾ ഘടിപ്പിച്ചു. അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. ബലിപീഠ പലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിന്റെ അകം പൊള്ളയായിരുന്നു. സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ശാളന പാത്രവും അതിന്റെ പീഠവും നിർമ്മിച്ചു. കൂടാര അങ്കണം അവൻ അങ്കണവും നിർമ്മിച്ചു. അതിന്റെ തെക്ക് വശത്തെ മറ നേർമേൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും 100 മുഴം നീളമുള്ളതുമായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വടക്ക് വശത്തെ മറ 100 മുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകങ്ങളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. കിഴക്ക് വശത്ത് 50 മുഴം. അങ്കണ കവാടത്തിന്റെ ഒരു വശത്തെ മറകൾക്ക് 15 മുഴം നീളം ഉണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണ കവാടത്തിന് മറുവശത്തും അപ്രകാരം തന്നെ 15 മുഴം നീളത്തിൽ മറയും അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റുള്ള മറകളെല്ലാം നേർമേൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകങ്ങളും വെള്ളി കൊണ്ടും ഉള്ളതായിരുന്നു. അവയുടെ ശീർഷകങ്ങൾ വെള്ളി കൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്കണ തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അങ്കണവാതിലിന്റെ യവനിക നീലം, ധൂമ്രം, കടുച്ചമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും നേർമേൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചുള്ള ചിത്ര തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു. അത് അങ്കണത്തിന്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 4 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷകങ്ങളും വെള്ളി പട്ടകങ്ങളും ഉണ്ടായിരുന്നു. കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളിലെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു. ഉപയോഗിച്ച ലോഹം സാക്ഷ്യകൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത്. മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത്. യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലിൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹേലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു. ഒഹേലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും നേർമേൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനായിരുന്നു. വിശുദ്ധ കൂടാരത്തിന്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ 29 താലന്തും 730 ഷെക്കലുമായിരുന്നു. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവയിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 100 താലന്തും 1775
75 ഷെക്കലുമായിരുന്നു. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ 20 വയസ്സും അതിനുമേലും പ്രായമുള്ളവരിൽ ആളൊന്ന് ഒരു ബക്ക, വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 1/2 ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ സംഖ്യ 6,03,580 ആയിരുന്നു. വിശുദ്ധ കൂടാരത്തിന് തിരശ്ശീലയ്ക്ക് വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് പാദകുടം ഒന്നിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകങ്ങളും ഉണ്ടാക്കുകയും ശീർഷകങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കലുമാണ്. അവൻ അതുപയോഗിച്ച് സമാഗമ കൂടാരത്തിന്റെ വാതിലിന്റെ പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിന്റെ ആഴികുടവും ബലിപീഠത്തിന്റെ ഉപകരണങ്ങളും കൂടാരാങ്കണത്തിന് ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണ കവാടത്തിന്റെ പാദകുടങ്ങളും കൂടാരത്തിന് ചുറ്റുമുള്ള അങ്കണത്തിന്റെ കുറ്റികളും നിർമ്മിച്ചു. അധ്യായം 39. പുരോഹിത വസ്ത്രങ്ങൾ. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. അഹറോന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളും ഉണ്ടാക്കി. സ്വർണവും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് അവർ എഫോദ് ഉണ്ടാക്കി. അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു. എഫോദ് തോൾവാറുകൾ ഉണ്ടാക്കി അതിന്റെ 2 അറ്റങ്ങളിലും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണവും നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത്. ചെത്തി ഒരുക്കിയ വൈഡൂര്യ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി കല്ലുകൾ സ്വർണ്ണ തകിടുകളിൽ പതിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരക ശിലകളായി അവ എഫോദിന്റെ തോൾവാറുകൾ ഉറപ്പിച്ചു. അവർ എഫോദിന്റേതുപോലുള്ള ചിത്രപ്പണികളോട് കൂടി ഉരസ്ത്രാണങ്ങളും നിർമ്മിച്ചു. സ്വർണ്ണ നൂലുകൾ, നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമേൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. ഉരസ്ത്രാണം സമചതുരത്തിൽ 2 മടക്കുള്ളതായിരുന്നു. അതിനൊരു ചാൺ നീളവും 1 ചാൺ വീതിയും ഉണ്ടായിരുന്നു. അതിന്മേൽ അവർ 4 നിര രത്നങ്ങൾ പതിച്ചു. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഢൂര്യം, രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം, മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം, 4ാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അലങ്കാരപ്പണി ചെയ്ത സ്വർണ്ണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത്. ഇസ്രായേലിന്റെ 12 പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് 12 രത്നങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു. അവർ ഒരു സ്ത്രാണത്തിന് വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണിച്ചെടുത്ത തുടലുകൾ പണിതു. 2 സ്വർണ്ണ തകിടുകളിലും 2 സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ ഒരു സ്ത്രാണത്തിന്റെ മുകളിലെത്തി 2 മൂലകൾ ഘടിപ്പിച്ചു. 2 സ്വർണ്ണ തുടലുകൾ ഒരു സ്ത്രാണത്തിന്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി. സ്വർണ്ണ തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ്ണ തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ തോൾവാറുകൾ ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി അവ ഒരു സ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഒരു സ്ത്രാണം എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളക്കി പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിച്ചു. എഫോദിന്റെ നിലയങ്കി നീല നിറത്തിൽ നെയ്തെടുത്തു. തല കടത്താൻ അതിന്റെ നടുവിൽ ഒരു ദ്വാരം ഉണ്ടായിരുന്നു. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളത് പോലെ ദ്വാരത്തിന് ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു. നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള പിരിച്ച ചണനൂല് കൊണ്ടുള്ള മാതള നാരകങ്ങൾ തുന്നിച്ചേർത്തു. അവർ തനി സ്വർണം കൊണ്ട് മണികൾ ഉണ്ടാക്കി നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും മാതള നാരങ്ങളുടെ ഇടയിൽ ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും ഒന്നിടവിട്ട് മണികളും മാതള നാരങ്ങകളും ഉണ്ടായിരുന്നു. അവർ അഹറോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു. നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചരട് കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകൾ ഉപയോഗിച്ച് ചിത്രത്തൈൽ അരപ്പട്ടയുണ്ടാക്കി. വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിന് മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീല ചരട് പിടിച്ചു. ഇങ്ങനെ സമാഗമ കൂടാരത്തിന്റെ പണികളെല്ലാം അവസാനിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ കൂടാരം അതിന്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൊളുത്തുകൾ, പലകങ്ങൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഉറക്കിട്ട മുട്ടാടും തോലുകൊണ്ടുള്ള വിരി, നീല കരടി തോലുകൊണ്ടുള്ള വിരി, തിരശീല, സാക്ഷ്യപേടകം, അതിന്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിന്റെ ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിന്റെ അപ്പം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ, അതിലെ ദീപനിര, അതിന്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണ്ണ ബലിപീഠ, അഭിഷേക തൈലം, പരിമള ധൂപത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കൂടാരവാതിലിന്റെ യവനിക, ഓടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങൾ, ശാളന പാത്രം, അതിന്റെ പീഠം, അങ്കണത്തിന്റെ മറകൾ, തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിന്റെ യവനിക, കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹറോന്റെ വിശുദ്ധ
വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്കായി അണിയേണ്ട വസ്ത്രങ്ങൾ, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. മോശ അവരെ അനുഗ്രഹിച്ചു. അധ്യായം 40. കൂടാര പ്രതിഷ്ഠ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നാം 1-ാം മാസത്തിന്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വെക്കണം. വിളക്കുകൾ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിന് മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനക ഇടുകയും ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുമ്പിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെ ബലിപീഠത്തിന്റെ മധ്യേ ശാളന പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. ചുറ്റും അങ്കണം ഒരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലത അഭിഷേകിക്കുക. അങ്ങനെ കൂടാരവും അതിൽ ഉപകരണങ്ങൾ ശുദ്ധീകരിക്കുക, അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങൾ അഭിഷേകിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ശാളന പാത്രം അതിന്റെ പീഠം അഭിഷേകിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവന്റെ പുത്രന്മാരെ സമാഗമ കൂടാരത്തിന് വാതികൾ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുകയും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേകിച്ചതുപോലെ അവരെ അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ അഭിഷേകം അവരുടെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗഭാഗികളാക്കും. മോശ അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിന്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന് വിധാനം ഒരുക്കി, വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രിക എടുത്ത് പേടകത്തിൽ വെച്ചു, തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷി പേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്ക് വശത്ത് വിളക്കുകൾ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന് മുമ്പിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുമ്പിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിക്കൽ തിരശീല തൂക്കിയിട്ട് കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിന് ബലിപീഠത്തിന് മധ്യ ശാളന പാത്രം വെച്ച് അതിൽ ശാളനത്തിന് വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയെ കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ശാളനക്രമം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണം ഉണ്ടാക്കി. അങ്കണ കവാടത്തിൽ യവനിക ഇട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. കർത്താവിന്റെ സാന്നിധ്യം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞിരുന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. ലേവ്യറിന്റെ പുസ്തകത്തിനുള്ള വായന. അധ്യായം 1. ദഹനബലി. കർത്താവ് മോശയെ വിളിച്ച സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിനെ ബലിയർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം. ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റൊരു കാളയെ സമർപ്പിക്കണം. കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ സമർപ്പിക്കട്ടെ. അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈകൾ വെക്കണം. അത് അവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും. അവൻ കർത്താവിന്റെ മുൻപിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അഹ്റോന്റെ പുത്രന്മാരെ പുരോഹിതന്മാർ അതിന്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിന്റെ വാതിക്കലേക്കുള്ള ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ കഷണങ്ങളായി മുറിക്കണം. പുരോഹിതരായ അഹ്റോന്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിന് മുകളിൽ വിറകടുക്കണം. അവർ മൃഗത്തിന്റെ കഷണങ്ങളും തലയും മേധസ്സും ബലിപീഠത്തിൽ തീക്ക് മുകളിലുള്ള വിറകിന് മീതെ അടുക്കി വെക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ എല്ലാ ദഹനബലിയുമായ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായ ബലിപീഠത്തിൽ അഗ്നിയിൽ ദഹിപ്പിക്കണം. ദഹനബലിക്കായുള്ള കാഴ്ചമൃഗം ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമറ്റ മുട്ടാടായിരിക്കണം. ബലിപീഠത്തിന് വടക്കുവശത്ത് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അതിനെ കൊല്ലണം. അതിന്റെ രക്തം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനെ തലയും മേധസ്സും ഉൾപ്പെടെ കഷ്ണങ്ങളായി മുറിക്കണം. പുരോഹിതന്മാർ അവ ബലിപീഠത്തിന് തീക്ക് മുകളിലുള്ള വിറകിന്മേൽ അടുക്കി വെക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹനബലിയാണ്, അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ദഹനബലിയെ പക്ഷിയെ ആണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചെങ്ങാലിയോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്ത് പിരിച്ച്
മുറിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. രക്തം ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ ഒഴുകിക്കളയണം. അതിന്റെ ആമാശവും തൂവലുകളും ബലിപീഠത്തിന് കിഴക്ക് വശത്ത് ചാരം ശേഖരിക്കുന്ന സ്ഥലത്ത് ഇടണം. അതിനെ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം, എന്നാൽ രണ്ടായി വേർപെടുത്തരുത്. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിന് മീതെ വെച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹന ബലിയാണ്, അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. അധ്യായം 2. ധാന്യബലി. ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നുവെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം. അതിൽ എണ്ണ ഒഴിക്കുകയും കുന്തിരിക്കം ഇടുകയും ചെയ്യണം. അത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതരുടെ മുൻപിൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒഴുകൈ മാവും എണ്ണയും കുന്തിരിക്കവും മുഴുവനും എടുത്ത സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിച്ച ഭാഗം അഹരോനും പുത്രന്മാർക്കും ഉള്ളതാണ്. കർത്താവിനുള്ള ദഹനബലിയിൽ ഏറ്റവും വിശുദ്ധമാണിത്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം. നിന്റെ ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു വറച്ചട്ടിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. കഷ്ണങ്ങളുമായി മുറിച്ച് അതിൽ എണ്ണയൊഴിക്കണം. അതൊരു ധാന്യബലിയാണ്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. ഇവ കൊണ്ടുണ്ടാക്കിയ ധാന്യബലി കർത്താവിനെ കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം. അവൻ അത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശം എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിക്കുന്ന അഹരോനും പുത്രന്മാർക്കും ഉള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികൾ ഏറ്റവും വിശുദ്ധമാണിത്. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത്. ദഹനബലിയായുള്ള പുളിമാവോ തേനോ അർപ്പിക്കരുത്. എന്നാൽ അവ ആദ്യഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം. അവ ഒരിക്കലും കർത്താവിന് സുരഭില ബലിയായി ദഹിപ്പിക്കരുത്. ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം. ധാന്യബലിയിൽ നിന്ന് ദൈവത്തിന് ഉടമ്പടിയുടെ ഉപ്പ് നീക്കി കളയരുത്. എല്ലാ ധാന്യബലികളോടും കൂടി ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങൾ കർത്താവിന് ധാന്യബലിയായി സമർപ്പിക്കുന്നുവെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികൾ തീയിൽ ഉണക്കിപ്പൊടിച്ച് സമർപ്പിക്കണം. അതിൽ എണ്ണ ഒഴിക്കുകയും കുന്തിരിക്കം ഇടുകയും വേണം. അതൊരു ധാന്യബലിയാണ്. പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശം എടുത്ത് കുന്തിരിക്കം മുഴുവനും കൂടി പുരോഹിതന് ദഹിപ്പിക്കണം. അത് കർത്താവിനുള്ള ദഹന ബലിയാണ്. അധ്യായം 3. സമാധാന ബലി. സമാധാന ബലിക്ക് കാലിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം. ബലിമൃഗത്തിന്റെ തലയിൽ കൈവെക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് അതിനെ കൊല്ലുകയും വേണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് കർത്താവിന് ദഹനബലിയായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. അഹരോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാന ബലിക്ക് കർത്താവ് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം. ആട്ടിൻകുട്ടിയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിന് മുമ്പിൽ വെച്ച് അതിനെ കൊല്ലണം. അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ മേധസ്സും ആന്തരിക അവയവങ്ങളും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും നട്ടലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത മാലും കർത്താവിന് ദഹന ബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കുകളും അവയിലുള്ള അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിന് ഭോജന ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം സമാഗമ കൂടാരത്തിന് മുമ്പിൽ വെച്ച് അതിനെ കൊല്ലണം. അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും മുഴുവനും കർത്താവിന് ദഹന ബലിയായി എടുക്കണം. അതിന്റെ ഇരുവൃക്കുകളും അവയിലുള്ള അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനെ അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജന ബലിയാണ്. മേധസ് മുഴുവൻ കർത്താവിനുള്ളതാണത്രേ. രക്തവും മേധസ്സും ഭക്ഷിച്ചു കൂടാ എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും. പാപബലി ആരംബലി. കർത്താവ് മോശയുടെ അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും അതിൻ്റെതായി ആരെങ്കിലും അറിവില്ലായ്മ പോലും പാപം ചെയ്യുന്നതിരിക്കട്ടെ. ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വെക്കുന്നതിന് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ മറ്റൊരു കാളക്കുട്ടിയെ കർത്താവിന് പാപബലിയായി സമർപ്പിക്കണം. അതിനെ സമാഗ കൂടാരത്തിൽ വാതിക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുന്നതിന് ശേഷം അതിന്റെ തലയിൽ കൈവച്ചതിന് ശേഷം അതിനെ കൊല്ലണം. അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ അവന്റെ വിരൽ രക്തത്തിൽ മുക്കി അതിലൊരു ഭാഗം കർത്താവിന്റെ സന്നിധിയിൽ ശ്രീകോവിലിന്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കുള്ള ദഹനബലി പീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. പാപപരിഹാരബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരിക അവയവങ്ങളും അവയെ പൊതിഞ്ഞുള്ള ബോധസ്സും മുഴുവൻ എടുക്കണം.
അതിന്റെ ഇരുവൃക്കങ്ങളും അവയിലും അരക്കെട്ടിലുള്ള മേധസ്സും കരണിന് മുകളിലുള്ള ദേവലയും എടുക്കണം. സമാധാന ബലിയുള്ള കാളയിൽ നിന്നും പോലെ പുരോഹിതനവധി എടുത്ത് ദഹനബലിയിൽ ദഹിച്ചു ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസവും മുഴുവനും തലയും കാലുകളും തിരുവികളും ചാണകവും കാളയെ മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരപ്പെടുന്ന വൃത്തിയുള്ള സ്ഥലത്തിൽ കൊണ്ടുവന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ചാരപ്പെടുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവിലായ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിനാൽ ഏതെങ്കിലും ഒരുത്തിന് ചെയ്ത് കൂട്ടക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരിക്കട്ടെ. എന്നാൽ അങ്ങയുടെ പാപത്തെ കുറിച്ച് സമയം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിന്റെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വെക്കണം. അതിനെ അവിടുത്തെ മുമ്പിൽ വെച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരും. അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിന്റെ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകൾ പുരട്ടണം. ഭാഗരത്വം സമാഗമ കൂടാരത്തിന്റെ വാതിലുള്ള ദഹനബലിപീഠത്തിന്റെ ചൂട്ടിലൊഴിക്കണം. അതിന്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ ഉച്ചയിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെ ദഹിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചു പോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഒരു ഭരണാധികാരി തന്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ള വേലി ഏതെങ്കിലും എന്നറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റം കാരണമായിരിക്കട്ടെ. അവൻ തന്നെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ മറ്റേ കൊലയുടെ മുട്ടിനെ കർത്താവിന് ബലിയർപ്പിക്കണം. അവരുടെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിന്റെ ബലിക്കാരെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. ഇതൊരു വലിയ ബലിയായി പുരോഹിതന്റെ ദിവസം രക്തപ്പെടുത്താൻ മുക്കി കൊണ്ടുപോയിക്കണം. ശേഷിച്ചവരെ തന്നെ ചൂട്ടിലൊഴിക്കണം. അതിന്റെ മേധസ് മുഴുവനും സമാധാന ബലിക്കേണ്ട മൃഗത്തിന്റെ മേധസ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ തന്റെ പാപം പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ജനത്തിൽ ആരെങ്കിലും കർത്താവിന് വിലക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനായിരിക്കട്ടെ. അവൻ തന്നെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ അവന് മറ്റൊരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം. അവൻ ബലിമൃഗത്തിന്റെ നിലയിൽ കൈവയ്ക്കുകയും തന്നെ ബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അവനെ കൊല്ലുകയും വേണം. പുരോഹിതനെ കുറിച്ച് രക്തമെടുത്ത് അതിന്റെ ബലിമുക്കി നേരെ ബലിപീഠത്തിന്റെ കൊമ്പുകൾ പുരട്ടുകയും ശേഷിച്ച് ബലിപീഠത്തിൽ ചൂട്ടിൽ ഒഴിക്കുകയും വേണം. സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ മോദസും മാറ്റിയെടുക്കുന്നത് പോലെ അതിന്റെ മേധസ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന്റെ പ്രതികൂലമായ സൗരഭ്യത്തിന് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യപ്പെടും. അപ്പോൾ അവന് തെറ്റ് ക്ഷമിക്കപ്പെടും. പാപപരിഹാര ബലിക്കായി ചെമ്പരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒരു മറ്റു മണ്ണാളായിരിക്കണം. അതിന്റെ കൈവച്ചതിനു ശേഷം നേരെ പോലെ സ്ഥലത്ത് വെച്ച് അതിന്റെ പാപപരിഹാര ബലിക്കായി കൊല്ലണം. പുരോഹിതന് അതിന്റെ കുറച്ച് രക്തമെടുത്ത് അതിന്റെ വിരൽ മുക്കി നേരെ ബലിപീഠത്തിന്റെ മുമ്പിൽ പുരട്ടണം. ശേഷിച്ച് ബലിപീഠത്തിന്റെ ചൂട്ടിൽ ഒഴിക്കണം. സമാധാന ബലിക്കുള്ള ആട്ടിക്കുട്ടികളിൽ നിന്ന് പോലെ അതിന്റെ മേധസ് മുഴുവനും എടുക്കണം. പുരോഹിതന്റെ കർത്താവിനായ ബലിപീഠത്തിൽ വിജയിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. സാക്ഷ്യം നൽകാൻ ശബ്ദപൂർവ്വം ആവശ്യപ്പെട്ടിട്ടും തന്നെ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയാകും മൂലം പാപം ചെയ്യുന്നവർ അതിന്റെ കുറ്റമേൽക്കണം. ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലിയുടെ ജന്തു എന്നിവയിലെ സ്പർശിക്കുകയും അവ അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റകാരണമായിരിക്കും. ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യത്തെ സ്പർശിക്കുകയോ അതറിയാതിരിക്കുകയോ ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റകാരനായിരിക്കും. നന്മയാകട്ടെ തിന്മയാകട്ടെ ഏതാണത് ചെയ്യുന്നതായിട്ട് ഒരുവൻ അവിവേകമായി ആണിയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും. അവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവനോട് കുറ്റക്കാരനാണെങ്കിൽ അവൻ തന്റെ പാപം ഏറ്റു പറയണം. അവനൊരു പെണ്ണാടിയോ പെൺകോലോ അവന് പാപപരിഹാരം അർപ്പിക്കണം. പുരോഹിതൻ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം. ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായ 2 ചെങ്കാലികളുടെ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ യഥാവിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പാപപരിഹാരം ബലിക്കായി മറ്റേത് ഒരു ബലിക്കും. അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അത് പരിഹാരത്തിലേക്ക് വേണ്ടി അർപ്പിക്കണം. തന്നെ കഴുത്ത് പിരിച്ചൊടിക്കണം. തലവറവെടുത്തരുത്. ബലിയർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം. ശേഷിച്ച രക്തം ബലിപീഠത്തിൽ ചുവട്ടിലൊഴുക്കി കളയണം. അത് പരിഹാരമാണ്. രണ്ടാമത്തേതിനെ വിധി പ്രകാരം നേരെ ബലിയായി സമർപ്പിക്കണം. പുരോഹിതൻ അതിനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും.
2 ചെങ്കാലകളോ 2 പ്രാവ് കുഞ്ഞുങ്ങളെ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാവങ്ങളെ പരിഹാരമായി ഒരു എഫയുടെ 11 നേരിയ മാവ് അവൻ പാരമ്പര്യാലും നൽകണം. പാരമ്പര്യാലിന് വേണ്ടിയുള്ള ആഹാരത്തിന്റെ എണ്ണയെ ഒഴുക്കിയോ കുത്തിരിക്കും ഇടയോ വരുന്നത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതന് സ്മരണാംശമായ ഒരു കൈമാവെടുത്ത് കർത്താവിന്റെ ദൈനവിധിയായി ബലിപീഠത്തിൽ വെച്ച് ജയിപ്പിക്കണം. അത് പാവരി വനബലിയാണ്. മേൽപ്പറഞ്ഞ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനും വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ശേഷിച്ച മാവ് ധാന്യബലി എന്ന പോലെ പുരോഹിതനുള്ളതാണ്. പ്രായശ്ചിത്ത ബലി കർത്താവ് മോശയോട് അരുളി ചെയ്തു. കർത്താവിന് നൽകേണ്ട കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ ചെയ്താൽ നിശ്ചയിക്കുന്നത്ര ശിക്കൽ വെള്ളി വിലയുള്ളവന് മറ്റൊരു മുട്ടയാടിനെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. വിശുദ്ധ വസ്തുക്കൾ നഷ്ടം വരുന്നതിന് പരിഹാരത്തുകയും അതിന്റെ 5-1 കൂടെ പ്രാർത്ഥന ഏൽപ്പിക്കണം. പുരോഹിതൻ പ്രായത്തെ ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യട്ടെ. അപ്പോൾ അവന്റെ കുറ്റം ക്ഷമിക്കപ്പെടും. കർത്താവിലേക്കുള്ളവർ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ കുറ്റക്കാരനാണ്. അവൻ തന്റെ തെറ്റിന് ഉത്തരവാദിക്കും. പ്രായശ്ചിത്ത ബലിയുടെ അനുസരിച്ച് നിശ്ചയിക്കുന്നവരെ നിലവിലക്കുള്ളതും ഊനമുണ്ടാടിനെ അവൻ നാട്ടിൽ പറ്റുന്ന പുരോഹിതന്റെ കടക്കിൽ കൊണ്ടുവരണം. അറിയാതെ ചെയ്ത അപകടത്തിന് പുരോഹിതൻ അവന്റെ വീട് നഷ്ടം പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. അതേ പ്രായശ്ചിത്ത ബലിയാണ്. അവൻ കർത്താവിന് മുമ്പിൽ കുറ്റക്കാരനല്ലല്ലോ. കർത്താവ് മോശയോട് അരുളി ചെയ്തു. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ എഴുവച്ചതോ ആയ വസ്തു തിരിച്ചു കൊടുക്കാതെയും കവർ ചെയ്തു മേൽക്കാരനെ വഞ്ചിക്കുകയും പീഡിപ്പിക്കുക കാണാപോയത് കണ്ടുകിട്ടിയിട്ട് മക്കാരിൽ നിഷേധിച്ച് കള്ളസത്യം പറയുക എന്നിങ്ങനെയുമായുള്ള പാവങ്ങൾ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കർത്താവിനുള്ള അവിശ്വസത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. ഒരുവൻ ഇങ്ങനെ പാവം ചെയ്ത് കുറ്റക്കാരനാകിയ ആളുകൾ കവർച്ചയുണ്ടോ? മർദ്ദത്തിനോടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാനായിരിക്കും അവിടെ കത്തൊന്നും കാണാതെ പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതുമെല്ലാം വിലയുടെ 5-ൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായശ്ചിത്ത ബലിയുടെ ദിവസം മുഴുവൻ തിരിച്ചു കൊടുക്കണം. കൂടാതെ പ്രായശ്ചിത്ത ബലിക്കുള്ള ചെലവനുസരിച്ച് നിശ്ചയിക്കുന്ന നിലവിൽ മറ്റൊരു മുട്ടാടിനെ പട്ടത്തിൽ നിന്ന് കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ കർത്താവിന് മുമ്പിൽ അവന് വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത അത് കുറ്റത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കും. നിരന്തരം ബലി കർത്താവ് മോശം ചെയ്തു. ആരോടും അവന്റെ പുത്രന്മാരും കൂടി ഇപ്രായം കൽപ്പിക്കുക. ബലിയുള്ള നിയമം ഇതാണ്. ബലിയുടെ മേൽ അഗ്നികുണ്ഡത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വെച്ചിരിക്കണം. ബലിപീഠത്തിന്റെ അഗ്നികുണ്ഡത്തെ കാത്തിട്ട് കൊണ്ടുവരണം. പുരോഹിതനും ജനങ്ങളുടെ വസ്ത്രവും കാൽച്ചട്ടയും ധരിക്കണം. കാച്ചുവത്ത് അഗ്നിണ്ടായ ചേർ ബലിപീഠത്തിൽ ജീവിച്ച് അതിന്റെ ഒരു വിഷയത്തിനും അതിനുശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിൽ ശുചിയായി സ്ഥലത്തേക്ക് കൊണ്ടുവരണം. ബലിപീഠത്തിന്റെ അഗ്നി കൊണ്ടുവരണം. അത് കേട്ട പോലെ ദിവസവും രാവിലെ പുരോഹിതൻ അൽവറടക്കുകയും അതിന്മേൽ ദൃശ്യങ്ങളെ നിർത്തുകയും സമാധാന ബലിക്കായി മേധസ്സ ദയിപ്പിക്കുകയും വേണം. ബലിപീഠത്തിന്റെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അത് കെട്ടുപോകരുത്. ധാന്യബലിയുടെ നിയമം ഇതാണ്. അഹരോന്റെ പുത്രന്മാരും കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുമ്പിൽ അർപ്പിക്കണം. പുരോഹിതൻ ധാന്യബലിക്കുള്ള നേര്യമാകുന്നത് ഒരു കൈമാവും അതിന്റെ എണ്ണയും കുതിരക്കവും മുഴുവൻ എടുത്ത് സ്മരണാശമായി ബലിപീഠത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. ശേഷിക്കുന്ന അഹരോനും പുത്രന്മാരും ഭക്ഷിക്കണം. സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്തപ്പം ഉണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ. സമാകൂടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അത് ഭക്ഷിക്കണം. അത് പുളിപ്പ് ചേർത്ത് ചുടരുത്. എന്റെ ദൈനംബലികളിൽ നിന്ന് അവരുടെ വരിയായി ഞാൻ കൊടുത്തിരിക്കുന്നു. പോലെയും പ്രായശ്ചിത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ്. അഹരോന്റെ പുത്രന്മാരും നിങ്ങൾക്കെല്ലാം കർത്താവിന്റെ ദൈനബലിയിൽ നിന്ന് ഭക്ഷിക്കാം. തലമുറതോറും എന്നും നിലനിൽക്കേണ്ടതാണ്. അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധരായ തീരും. കർത്താവ് മോശയോട് ചെയ്തു. അഹരോനും അവന്റെ പുത്രനും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ്. റഫായുടെ 11 നേരിയമാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും സമർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് വറച്ചട്ടിയിൽ ചുട്ടെടുക്കണം. അന്നായി കുഴച്ച ചുട്ടു കഷ്ണങ്ങളായി 15 ബലി പോലെ കർത്താവിന് പ്രതികരമായ സൗകര്യമായി അർപ്പിക്കണം. അഹരോന്റെ പുത്രകാരൻ അവന്റെ പുത്രൻ അഭിഷിക്തിയായി പുരോഹിതൻ എന്നേക്കുമായ നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം. അത് മുഴുവൻ ദഹിപ്പിക്കണം. പുരോഹിതന്റെ ഓരോ ധാന്യബലിയും പൂർണ്ണമായി ദഹിപ്പിക്കണം. അത് ഭക്ഷിക്കാൻ പാടില്ല. കർത്താവ് മോശയോട് ചെയ്തു. അഹരോന്റെ പുത്രന്മാരോട് പറയുക, ഭാര്യമാരുടെ നിയമം ഇതാണ്.
പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ സന്നിധിയിൽ ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം. അതത് വിശുദ്ധമാണ്. അർപ്പിക്കുന്ന പ്രവചനം അത് ഭക്ഷിക്കണം. കൂടാരത്തിന്റെ അങ്കണത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ. അതിന്റെ മാംസം തൊടുന്നവരെല്ലാം വിശുദ്ധരായി തീരും. അതിന്റെ രക്തം വസ്ത്രത്തിൽ തലച്ചു വീണാൽ അത് വസ്ത്രത്തിൽ വിശുദ്ധ സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കണം. അത് പാകം ചെയ്ത് മൺപാത്രത്തിൽ ഒടിച്ചു കളയണം. ഒട്ടുപാത്രത്തിലാണ് പാകം ചെയ്തെങ്കിൽ അത് നന്നായി തേച്ചു വീഴണം. വംശത്തിലെ എല്ലാ പുരുഷന്മാരും അത് ഭക്ഷിക്കാം. അതായത് വിശുദ്ധമാണ്. അവര് ഭക്ഷിക്കുന്ന സ്ഥലത്ത് എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപപരിഹാര കർമ്മം നടത്താൻ ബലിമൃഗത്തിൽ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത്. അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം. Chapter 7, Sacrifice of Reparation. This is a regulation for the sacrifice of reparation. It is a most holy offering. The animal for this offering is to be slaughtered in the field where the animals for the burnt offerings are slaughtered, and the priest must pour out the blood on the sides of the altar. Then he is to offer all the fat, the tail, the fat that covers internal organs, the 2 kidneys, the fat that is on them and on the loins, and the best part which he will remove from above the liver and the kidneys. The priest must burn these pieces on the altar as an offering by fire to the Lord. This is a sacrifice of reparation. Any male who is a priest may eat it, but it must be eaten in a holy place because it is the most holy thing. As with the sacrifice for sin, so with the sacrifice of reparation, the regulation is the same for both. The offering with which he has performed the rite of atonement belongs to the priest. The skin of the animal presented by a man to the priest to be offered as a burnt offering belongs to the priest. Every grain offering baked in the oven, every grain offering cooked in the pan or in the griddle shall belong to the priest who offered it. Every grain offering mixed with oil or dry belongs to all sons of Aaron equally. Covenant sacrifice. This is a regulation for the covenant sacrifice offered to the Lord. If it is offered as a thanksgiving offering, there must be added to it an offering of unleavened cakes mixed with oil, unleavened wafers spread with oil, and fine flour in the form of cakes mixed with oil. This offering then must be added to the loaves of leavened bread and to the covenant sacrifice of thanksgiving. One of the cakes of this offering is to be presented as an offering to the Lord. It shall belong to the priest who pours out the blood of the covenant sacrifice. The flesh of the victim of the covenant sacrifice of thanksgiving must be eaten on the day when the offering is made. Nothing must remain until the next morning. If the animal is presented before the Lord as a vow or as a sacrifice freely offered, it is to be eaten on the day it is offered, and what is left of it shall be eaten on the following day. But on the third day, whatever remains of the animal's flesh must be burnt in the fire. If the meat offered as a covenant sacrifice is eaten on the third day, the man who has offered it shall not be acceptable nor receive credit for it, for it is defiled meat, and the man who eats it will bear the consequences of his fault. If this meat has touched anything unclean, it cannot be eaten, but must be burnt in the fire. Anyone who is clean may eat the meat of the covenant sacrifice, but whoever eats meat of a covenant sacrifice offered to the Lord when he is unclean shall be ostracized from his people. If anyone touches anything unclean, whether human or animal or any crawling creature, and then eats the meat of a covenant sacrifice offered to the Lord, this person shall be extracted from his people. Fat and blood forbidden. The Lord spoke to Moses. He said, "Speak to the people of Israel and say to them, you shall not eat the fat of ox, sheep, or goat. The fat of an animal that has died a natural death or has been killed by a wild animal may be used for any other purpose, but you shall definitely not eat it. Anyone who eats the fat of an animal offered as an offering by a fire to the Lord shall be ostracized from his people. Wherever you live, you shall not eat blood, whether it be of bird or animal. Anyone who eats blood shall be ostracized from his people." Portion for priests. The Lord spoke to Moses. He said, "Speak to the people of Israel and say to them, anyone who offers a covenant sacrifice to the Lord must bring a part of a sacrifice as an offering to the Lord. He is to bring the Lord's offering by fire, that is, the fat that is near to the breast, and then also with the breast with his own hands. Then he will make the gesture offering before the Lord. The priest shall burn the fat on the altar, and the breast shall belong to Aaron and his sons. You must set aside and give to the priest the right hind leg from your covenant sacrifice. The right hind leg
shall be the share of the son of Aaron who offers the blood and part of the covenant sacrifice. For I have kept back the breast and hind leg out of every covenant sacrifice offered by the sons of Israel, and have given these to Aaron the priest and to his sons. This is an irrevocable statute for the sons of Israel. This is a sacred share of Aaron and his sons in the Lord's offerings by fire since the day he called them to the priest. This is what the Lord commands the sons of Israel to give them from the day they are anointed as priests. This is an irrevocable statute for all their descendants. Such is the regulation for burnt offerings, grain offerings, sacrifices for sin, sacrifices of reparation, ordination, and covenant sacrifices. This is what the Lord commanded Moses on Mount Sinai when he told the people of Israel to make their offerings to the Lord in the wilderness of Sinai. Chapter 8, Ordination Ceremonies of Aaron and his sons. The Lord spoke to Moses. He said, Take Aaron and his sons with him, and the vestments, the anointing oil, the bull for the sacrifice for sin, the 2 rams, and the basket of unleavened bread. Then call the whole community together at the entrance of the tent of meeting. Moses did as the Lord commanded. The community gathered at the entrance of the tent of meeting, and Moses said to them, This is what the Lord has commanded. He made Aaron and his sons come forward and washed them with water. He put the tunic on Aaron, passed the girdle around his waist, dressed him in the robe, and put the ephod on him. Then he tied around his waist the woven band of the ephod with which he clothed him. He put the breastplate on him and placed the Urim and Thummim in it. He put the turban on his head, and in the front of the turban sat the gold plate, the sacred diadem, as the Lord had commanded Moses to do. Then Moses took the anointing oil and anointed the tabernacle and everything in it to consecrate them. He sprinkled the altar 7 times and anointed the altar and its accessories, the basin and its stand, to dedicate them all to the Lord. Then he ordained Aaron by pouring the anointing oil on his head. Then Moses made Aaron's sons come forward. He put the tunics on them, tied the girdles around their waist, and put on their headdresses, as the Lord had commanded him to do. Then he had the bull for the sacrifice for sin brought forward. Aaron and his sons laid their hands on the bull's head, and Moses slaughtered it. Then he took the blood and with his finger applied some of it to the horns of the altar to purify the altar. Then he poured out the rest of the blood at the foot of the altar, which he dedicated to the Lord, performing the rite of atonement over it. Then he took all the fat that was on the internal organs, the best part of the liver, the 2 kidneys and their fat, and he burned them all on the altar. After that, he burned the bull's skin, its flesh, and its intestines outside the camp, as the Lord had commanded him to do. Then he had the ram for the burnt offering brought forward. Aaron and his sons laid their hands on its head, and Moses slaughtered it. He poured its blood out on the sides of the altar. Then he cut the ram into pieces and burned the head and the pieces and the fat. He washed the internal organs and legs and burned the whole ram on the altar. This was a burnt offering, a sweet aroma that appeases the Lord, an offering by fire to the Lord, as the Lord had commanded Moses. Then he had the other ram brought forward for the sacrifice of the ordination of priest. Aaron and his sons laid their hands on the ram's head, and Moses slaughtered it. He took some of its blood and applied it on the lobe of Aaron's right ear, on the thumb of his right hand, on the big toe of his right foot. Then he made the sons of Aaron come forward and applied some of the blood on the lobes of their right ears, on the thumbs of their right hands, and on the big toes of their right foot. Next, Moses poured the rest of the blood on the sides of the altar. Then he took the fat, the tail, and all the fat that is on the internal organs, the best part of the liver, the 2 kidneys, and their fat, and the right hind leg. From the basket of unleavened bread placed before the Lord, he took an unleavened cake, a loaf of bread made with oil, and a wafer. He placed these on the fat and the right hind leg, put it all into Aaron's hands and those of his sons, who waved them before the Lord. Then Moses took them back before their hands and burnt them on the altar along with the burnt offering. This was a sacrifice for the ordination of priest, a sweet aroma that appeases the Lord, an offering by fire to the Lord. Then Moses took the breast and made the gesture offering before the Lord. This was Moses' sacred share of the ram of ordination, as the Lord had commanded. Then Moses took the anointing oil and the blood that was on the altar and sprinkled Aaron and his vestments with it, and his sons and their vestments. In this way he consecrated Aaron and his vestments and his sons and their vestments to the Lord. Then Moses said to Aaron and his sons, Cook the meat at the entrance of the tent of meeting and eat it there, and also bread for the sacrifice of priestly ordination that is in the basket, as I had commanded, when I said Aaron and his sons are to eat it. What remains of the meat and bread you will burn. For 7 days you must not leave the entrance of the tent of meeting until the time of your ordination is over. For your ordination is to last for 7 days. All that we have done today is a rite of atonement for you, as the Lord has commanded us to do. And for 7 days, day and night, you must remain at the entrance of the tent of meeting, doing what the Lord has commanded, lest you die. For this is the commandment I received, and Aaron and his sons, everything the Lord had commanded through Moses.
Chapter 9, the priest assumed their ministry. On the 8th day, Moses called Aaron and his sons, the elders of Israel. He said to Aaron, take a calf to offer a sacrifice of sin and ram for a burnt offering, both without any defect, and bring them before the Lord. Then say to the people of Israel, take a goat to be offered as a sin offering, and a calf and a lamb, both 1 year old and without any defect, for a burnt offering. And for a covenant sacrifice, an ox and a ram to be slaughtered before the Lord. And finally, a grain offering mixed with oil, for the Lord will appear to you today. They brought what Moses had commanded in front of the tent of meeting. Then the whole community gathered and stood before the Lord. Moses said, this is what the Lord has commanded to be done, so that his glory might appear to you. Moses then said to Aaron, go to the altar and offer your sacrifice for sin and right, and your burnt offering, and perform the rite of atonement for your sins and those of your household. Then present the people's offering to take away their sins as the Lord has commanded. Aaron went to the altar and slaughtered the calf of sacrifice for his own sin. Then the sons of Aaron presented the blood to him. He dipped his finger in it and applied some on the horns of the altar, and then poured out the rest of the blood at the foot of the altar. The fat of the sacrifice for sin and the kidneys and the best part of the liver he burned on the altar, as the Lord had commanded Moses. The flesh and the skin he burned outside the camp. Next, Aaron slaughtered the animal which was for his own burnt offering. His sons handed him the blood, and he poured it on all sides of the altar. Then they handed him the quartered animal and its head too, and he burned these on the altar. He washed the internal organs and legs and burned them on the altar in addition to the burnt offering. He then presented the people's offering. He took the goat for the people's sacrifice for sin, slaughtered it, and offered it as a sacrifice for sin in the same way as the first. Then he had the animal for the burnt offering brought forward and offered it according to the regulations. Next, he had the grain offering brought forward, took a handful of it and burned it on the altar in addition to the morning burnt offering. Finally, he slaughtered the ox and the ram as a covenant sacrifice for the people. Aaron's son handed him the blood, and he poured out on the sides of the altar the fat of the ox and the fat of the ram, the tail, the fatty covering, the kidneys, the best part of the liver. All of this he laid on the breast and burned it all on the altar. With the breast and the right hand leg, Aaron made the gesture offering by waving them as the Lord had commanded. Then Aaron raised his hands toward the people and blessed them. Having thus performed the sacrifice for sin, the burnt offering, and the covenant sacrifice, he came down. And Moses and Aaron entered the tent of meeting. Then they came out together to bless the people, and the glory of the Lord appeared to the whole people. A flame leaped forth from the presence of the Lord and consumed the burnt offering and the fat that was on the altar. At this sight, the people shouted for joy and fell on their faces. Chapter 10, the story of Nadab and Abihu. Nadab and Abihu, the sons of Aaron, each took his censer, put fire in it, and incense on the fire, and presented an unlawful fire before the Lord, fire which he had not commanded them to present. Then a flame leaped forth from the presence of the Lord and consumed them, and they died in the presence of the Lord. And Moses said to Aaron, this is what the Lord meant when he said, I will show my holiness through those who approach me, and before all the people I will show my glory. But Aaron remained silent. Moses called Mishael and Elizaphan, sons of Aaron's uncle Uzziel, and said to them, come and take the corpses of your brothers far away from the sanctuary out of the camp. They came and carried them away, still in their tunics, out of the camp, as Moses had commanded. Moses said to Aaron and his sons Eleazar and Ithamar, do not leave your heads uncovered, nor rend your clothes to show that you are mourning, lest you die. The punishment extend to the whole community. All people of Israel shall mourn the death of your brothers who died because of the Lord's fire, and you shall not leave the entrance of the tent of meeting, lest you die. For the anointing oil of the Lord is on you, and they follow the command of Moses. The Lord spoke to Aaron. He said, before coming to the tent of meeting, you and your sons with you must not drink wine or strong drink, lest you die. This is an irrevocable statute for all your descendants, so that you may be able to recognize the difference between what is sacred and what is profane, between what is clean and what is unclean. For you must teach the people of Israel all the laws that the Lord has given for them through Moses. Moses said to Aaron and his two remaining sons, Eleazar and Ithamar, take the grain offering that is left over from the Lord's offering by fire, and eat it without leaven, because beside the altar, because it is the most holy thing. Eat it in a holy place, for it is a share of the Lord's offering by fire, which belongs to you and your sons. This is what the Lord commanded me. The breast that was offered up and the hind leg that was set aside, you will eat in some place that is clean, you and your sons and your daughters with you, for this is the place. For this is a share of the covenant sacrifices of the people of Israel that belongs to you and your sons. The hind leg that was set aside and the breast that was offered up when the fat was burnt belong to you and your sons with you. And after they have been present before the Lord by the gesture of offering, because the Lord has laid it down as an irrevocable statute. Then Moses inquired about the goat offered as a sacrifice for sin and found that they had burnt it. He was angry with Eleazar and Ithamar, Aaron's two remaining sons. Why? He asked, did you not eat this goat in the holy place? For it is the most holy thing given to you to bear and take away the guilt of the community, to make atonement on their behalf before the Lord. Since its blood was not taken inside the sanctuary, you should have eaten its flesh there, as I commanded you. Aaron said to Moses, they have offered their sacrifice for sin and their burnt offering before the Lord today. Yet such a misfortune has befallen me. If I had eaten the goat offered in sacrifice for them today, would
that had seemed good to the Lord. And when Moses heard this, he was satisfied. Chapter 11, the laws about things clean and unclean animals. The Lord spoke to Moses and Aaron and said to them, speak to the people of Israel and say, of all the animals on the earth, these are the animals you may eat. You may eat any animal that has divided hoofs, divided into two parts, and that chews the cud. You may not eat the following, which either only chew the cud or only have a cloven hoof, a camel, because though it chews the cud, it does not have divided hoofs. It is to be considered unclean. The rabbit, because though it chews the cud, it does not have divided hoofs. It is to be considered unclean. The hare, because though it chews the cud, it does not have divided hoofs. It is to be considered unclean. The pig, because though it has divided hoofs, it does not chew the cud. It is considered to be unclean. You must not eat the meat of such animals, nor touch their dead bodies. They are to be considered unclean. Of all that live in the water, you may eat anything that has fins and scales and lives in sea or river. But anything living in sea or river that does not have both fins and scales, among all the swarming aquatic creatures and all the living creatures found there, you will regard as abnormal. You must regard them as abnormal. You must not eat their meat, and their dead bodies you consider as abnormal. Any aquatic creature without fins or scales, it is to be considered unclean. Among the birds, here are those who must consider unclean and not eat: the eagle, the bearded vulture, the osprey, the kite, several kinds of buzzards, all kinds of ravens, the ostrich, the screech owl, the seagull, the hawk of any kind, the falcon, the night owl, the eagle owl, the carrion, the vulture, the ibis, the pelican, the hawk, the stork, the several kinds of heron, and the bat are to be considered unclean. All winged insects that move on 4 feet shall be unclean for you. For all these winged insects you have to eat only the following: those that have legs about their feet, so they can leap over the ground. These are the ones you may eat from among them: several kinds of swarm locusts, swallow locusts, swift locusts, and grasshoppers. But all other winged insects that have 4 legs you are to consider unclean. By these you shall be rendered unclean. Anyone who touches the dead bodies of one of these animals shall be unclean until evening. Anyone who picks up their dead bodies must wash his clothes, but he is unclean until evening. The same with animals that have hooves, unless their hooves are divided and they chew the cud, which also for all 4-footed animals which walk on the flat of their feet. Everyone who touches their dead body shall be unclean until evening. Anyone who picks up their dead bodies must wash his clothing, but will be unclean until evening. He will regard them as unclean. These are the small animals crawling on the ground that shall be unclean for you: the blind mouse, the rat, and any kind of lizard, the shrew mouse, the bandicoot, the spotted lizard, the chameleon, and the garden lizard. These are to be considered unclean among all the swarming animals. Anyone who touches them when they are dead will be unclean until evening. Anything on which the dead body of any of these creatures fall become unclean, whether it is wooden utensil, clothing, leather, or sackcloth, whatever be its use. It must be dipped in water and remain unclean until evening, then it will be clean. If the creature falls into a clay pot, the pot must be broken. Whatever the pot contains is rendered unclean. Any food on which water from such a pot has been poured will be unclean. Any drink which may be drunk from such a pot will be unclean. Anything on which the dead body of such a creature may fall will be unclean. If it is an oven or a cooking furnace, it must be broken, for they are unclean, and you must treat them as unclean. A spring or a cistern for collecting water remains clean, but whoever touches the carcass becomes unclean. If one of their dead bodies fall on any seed wherever, the seed will remain clean. But if the seed has been wet and such a dead body falls on it, then you must consider it unclean. If one of the animals that you use as food dies, then anyone who touches the dead body will be unclean until evening. Anyone who eats the meat of the dead animal must wash his clothing and will be unclean until the evening. Anyone who picks up the dead body has to wash his clothing and will be unclean until evening. All the creatures that swarm on the ground are an abomination and may not be eaten. Everything that crawls on its belly or goes on 4 legs or has many legs, all the creatures that swarm upon the earth may not be eaten, for they are an abomination. Do not make yourselves unclean with any swarming creatures that might defile you. For I am the Lord your God. Keep yourselves apart from unclean things and be holy, for I am holy. Do not make yourselves unclean with any of the creatures that swarm on the ground, for I am the Lord who brought you out of the land of Egypt, that I might be your God. Be holy, because I am holy. This is the regulation for animals and birds and for every living creature that moves in the water or that crawls on the ground.
Let everyone distinguish between the clean and the unclean, between creatures that may not be eaten and creatures that may not be eaten. മാതാക്കളുടെ ശുദ്ധീകരണം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന പോലെ 7 ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും. 8-ാം ദിവസം കുട്ടിയെ പരിശോധന ചെയ്യണം. പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ 33 ദിവസം കാത്തിരിക്കണം. ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നത് വരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത്. എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്ത് എന്ന പോലെ 2 ആഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി 66 ദിവസം കാത്തിരിക്കണം. കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദഹനബലിയാക്കിയായും ഒരു ചങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമന കൂടാരത്തിൽ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം. അവൻ അവയെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും. ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം. ആൺകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഒന്ന് ദഹനബലിക്കും മറ്റേത് പാപപരിഹാര ബലിക്കും. പുരോഹിതൻ അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൾ ശുദ്ധയാകും. അധ്യായം 13. സ്വഗോത്രങ്ങൾ. കർത്താവ് മോശയോട് അഹ്റോനോടും അരുൾ ചെയ്തു, ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരിവോ പാണ്ടോ ഉണ്ടാവുകയും അത് ശുദ്ധമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോന്റെയും അവന്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവന്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം. പുരോഹിതൻ രോഗബാധിതമായ ശരീരഭാഗം പരിശോധിക്കണം. അവിടെയുള്ള രോമം വെളുത്തതും അവിടം ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് കുഷ്ഠമാണ്. പരിശോധനയ്ക്ക് ശേഷം അവൻ അശുദ്ധനാണെന്നും പുരോഹിതൻ പ്രഖ്യാപിക്കണം. എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിലുള്ള രോമം വെളുത്തതോ അല്ലെങ്കിൽ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം. രോഗം ത്വക്കിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നെങ്കിൽ 7 ദിവസത്തേക്ക് കൂടി മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം. പാണ്ട് മങ്ങിയും ത്വക്കിൽ വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനാണെന്ന് പ്രഖ്യാപിക്കണം. അത് വെറും ഒരു പരിവാണ്. അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകണം. അപ്പോൾ ശുദ്ധിയുള്ളവനാവും. പുരോഹിത സാക്ഷ്യത്തിനു ശേഷം അവൻ ശരീരത്തിൽ വ്യാപിക്കുന്നുവെങ്കിൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വീണ്ടും പോകണം. പരിശോധനയിൽ ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠമാണ്. കുഷ്ഠം ബാധിക്കുന്നവരെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകണം. പുരോഹിതൻ അവനെ പരിശോധിക്കണം. ശരീരത്തിലെ തടുപ്പും ഒരു ഭാഗത്തെ രോമവും വെളുത്തിരിക്കുകയും അതിൽ സ്ഥലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ്. അവൻ അശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കണം. അവനെ പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കേണ്ടതില്ല. തല മുതൽ കാല് വരെ കാണാവുന്ന ഭാഗത്തെല്ലാം കുഷ്ഠം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കട്ടെ. കുഷ്ഠം അവന്റെ ശരീരത്തിൽ ഇല്ലാത്ത ഇടവും വ്യാപിച്ചിരുന്നെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാണെന്ന് പ്രഖ്യാപിക്കണം. ദേഹമാസകലം വെളുത്തിരുന്നതിനാൽ അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ ഒരു പൊട്ടിയൊലിക്കൽ തുടങ്ങുമ്പോൾ അവൻ അശുദ്ധനായിരിക്കും. പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം. വ്രണം കാണപ്പെടുന്നുവെങ്കിൽ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. പഴുത്തു പൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന്റെ തെളിവാണ്. അവൻ അശുദ്ധൻ തന്നെ. വ്രണം ഉണങ്ങുകയും അവന്റെ തൊലി വെളുത്ത നിറമുള്ളതാവുകയും ചെയ്താൽ അവൻ വീണ്ടും പുരോഹിതനെ സമീപിക്കണം. പരിശോധനയിൽ വ്രണം ഉണങ്ങി തൊലി വെളുത്ത നിറം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. അവൻ ശുദ്ധിയുള്ളവനാണ്. വ്രണം ഉണങ്ങിയതിനു ശേഷം തൽസ്ഥാനത്ത് വെളുത്ത തടിപ്പോ ചുമപ്പും വെളുപ്പും ചേർന്ന പാണ്ടോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം. പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞും ആ ഭാഗത്തെ രോമം വെളുത്ത
വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കണം. അത് ആ വ്രണത്തിൽ നിന്നുണ്ടായ കുഷ്ഠരോഗമാണ്. എന്നാൽ രോമം വെളുക്കുകയോ ആ ഭാഗം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ അവനെ പരീക്ഷണാർത്ഥം 7 ദിവസത്തേക്ക് മാറ്റി താമസിപ്പിക്കണം. പാണ്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. അവൻ രോഗബാധിതനാണ്. എന്നാൽ ശരീരത്തിൽ വ്യാപിക്കാത്ത പൂർവ്വസ്ഥിതിയിൽ തുടരുകയാണെങ്കിൽ അത് വ്രണത്തിന്റെ പാട് മാത്രമാണ്. പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരണ്ട് ചമന്നോ ഇരിക്കുകയോ ചെയ്താൽ പുരോഹിതൻ അവന് അത് പരിശോധിക്കണം. ആ ഭാഗത്തെ രോമം വെളുത്തും അവിടെ ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ്. അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം. അത് കുഷ്ഠം തന്നെ. എന്നാൽ രോമം വെളുക്കുകയോ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം അവനെ പരിശോധിക്കണം. അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം. അത് കുഷ്ഠരോഗമാണ്. എന്നാൽ പാണ്ട് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളിൽ നിന്നുണ്ടായ തടിപ്പാണ്. പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം. അവിടെ ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്തും മഞ്ഞ നിറമുള്ളതുമായിരുന്നെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം. അത് ചിരങ്ങാണ്. തലയിലെയോ താടിയിലെയോ കുഷ്ഠം. പുരോഹിതൻ ചിരങ്ങുള്ളിടം പരിശോധിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ. ചിരങ്ങി വ്യാപിക്കുകയും ത്വക്ക് കുഴിയുകയും രോമം മങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ക്ഷൗരം ചെയ്യണം. ചിരമുള്ള ഭാഗം ക്ഷൗരം ചെയ്യരുത്. അവനെ 7 ദിവസത്തെ കൂടി പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് ത്വക്കിൽ വ്യാപിക്കുകയോ അവിടെ കുഴിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാകട്ടെ. എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം. ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ രോഗമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അവൻ അശുദ്ധനാണ്. പരിശോധനയിൽ ചിരങ്ങ് വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗവിമുക്തനായിരിക്കുന്നു. അവൻ ശുദ്ധനാണ്. അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പാടുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം. പാണ്ടിന് മങ്ങിയ വെള്ള നിറമാണെങ്കിൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണങ്ങാണ്. അവൻ ശുദ്ധിയുള്ളവനാണ്. തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ കഷണ്ടിയാണ്, പക്ഷേ അവൻ ശുദ്ധനാണ്. തലയുടെ മുൻഭാഗത്ത് കൂടി മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവന്റെ നെറ്റി കഷണ്ടിയാണ്, അവൻ ശുദ്ധനാണ്. എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചുമക്കോ കലർന്ന വെളുത്ത പാടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിൽ ഉണ്ടാകുന്ന കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ പരിശോധിക്കണം. തടിപ്പ് ശരീരത്തിൽ കാണുന്നത് പോലെ ചുമപ്പ് കലർന്നതോ വെള്ള നിറമുള്ളതോ ആണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ്. അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. വസ്ത്രശുദ്ധി. കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ അവയുടെ ഊടിലോ പാവിലോ തുകൽ വസ്ത്രങ്ങളിലോ പച്ചയോ ചുമപ്പോ ആയ കരിമ്പനുണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ്. അത് പുരോഹിതനെ കാണിക്കണം. അവൻ അത് പരിശോധിച്ചതിന് ശേഷം 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടക്കി സൂക്ഷിക്കണം. 7-ാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം. കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ ആകട്ടെ അത് അശുദ്ധമാണ്. അത് കത്തിച്ചു കളയണം. അത് കമ്പിളിയോ ചണത്തിന്റെയോ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ ആകട്ടെ
അത് പടരുന്ന കരിമ്പനാണ്. അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിന്റെ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയവയിലോ കരിമ്പൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകിയെടുക്കാൻ കൽപ്പിക്കണം. അത് പരീക്ഷണാർത്ഥം 7 ദിവസത്തേക്ക് അടക്കി സൂക്ഷിക്കണം. കഴുകിയതിനു ശേഷം പുരോഹിതൻ അത് പരിശോധിക്കണം. പാട് കണ്ടെടുത്ത് നിറഭേദം സംഭവിച്ചിട്ടില്ലെങ്കിൽ, കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് അശുദ്ധമാണ്. കരിമ്പൻ വസ്ത്രത്തിന്റെ അകത്തോ പുറത്തോ ആകട്ടെ, അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. എന്നാൽ കഴുകിയതിനു ശേഷമുള്ള പരിശോധനയിൽ നിറം മങ്ങിയിരിക്കുന്നതായി കണ്ടാൽ തുകലിന്റെയോ വസ്ത്രത്തിന്റെയോ ഊടിന്റെയോ പാവിന്റെയോ പ്രസ്തുത ഭാഗം കീറിക്കളയണം. വസ്ത്രത്തിന്റെ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ അത് പിന്നെയും കാണുമെങ്കിൽ പാട് പടരുകയാണ്. ആ വസ്തു ദഹിപ്പിച്ചു കളയണം. എന്നാൽ കഴുകിയതിനു ശേഷം വസ്ത്രത്തിന്റെ ഊടിൽ നിന്നോ പാവിൽ നിന്നോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുവിൽ നിന്നോ അടയാളം അപ്രത്യക്ഷമാകുന്നുവെങ്കിൽ വീണ്ടും കഴുകണം. അപ്പോൾ അത് ശുദ്ധമാകും. ഇതാണ് കമ്പിളി വസ്ത്രത്തിന്റെയോ ചണവസ്ത്രത്തിന്റെയോ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ കരിമ്പനുണ്ടായാൽ അത് ശുദ്ധമോ അശുദ്ധമോ എന്ന് നിർണയിക്കുന്നതിനുള്ള നിയമം. അധ്യായം 14. സ്വഗോപ്ത ശുദ്ധീകരണം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിൽ നിന്നും അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം. രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ചെമ്മന്ന നൂൽ, ഈ സോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം. ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളമെടുത്ത് പക്ഷികളിലൊന്നിനെ അതിനു മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം. ദേവദാരു, ചെമ്മന്ന നൂൽ, ഈ സോപ്പ് ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം. പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടവന്റെ മേൽ 7 പ്രാവശ്യം തളിക്കണം. അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനെ പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം. അനന്തരം ശുദ്ധീകരിക്കപ്പെട്ടവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ് മുണ്ഡനം ചെയ്ത് വെള്ളത്തിൽ കഴുകണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. എന്നാൽ 7 ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം. 7-ാം ദിവസവും അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം. വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കഴുകണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ ഊനമറ്റ 2 ആട്ടിൻ കുഞ്ഞാടുകളെ, 1 വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടിൻകുട്ടിയെയും അതോടൊപ്പം ദാനബലിക്കായി എണ്ണ ചേർത്ത 10-ൽ 3 ഏഫ നേരിയ മാവും 1 ലോഗ് എണ്ണയും കൊണ്ടുവരണം. പുരോഹിതൻ ശുദ്ധീകരിക്കപ്പെടുന്നതിനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ. മുട്ടാടുകളിൽ ഒന്നിനെ 1 ലോഗ് എണ്ണയോടുകൂടി പ്രായശ്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം. പാപപരിഹാര ബലിക്കും ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം. പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനും ഉള്ളതാണ്. അവ അതിവിശുദ്ധമാണ്. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടതിന്റെ വലതു ചെവിയുടെ അഗ്രത്തിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പുരട്ടണം. അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. അതിൽ വലതു കൈയോട് വിരൽ മുക്കി 7 പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം. കയ്യിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലതു ചെവിയുടെ അഗ്രത്തിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലി മൃഗത്തിന്റെ രക്തം പുരട്ടിയിരിക്കുന്നതിന് മീതെ പുരട്ടണം. കയ്യിൽ ബാക്കി വന്നിരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ ഒഴിക്കണം. അങ്ങനെ പുരോഹിതൻ കർത്താവിന്റെ സന്നിധിയിൽ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. പാപപരിഹാര ബലി അർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അതിനുശേഷം ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലണം. പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ദാനബലിയും അർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും. എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തതുമാണെങ്കിൽ തന്റെ പാപപരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്ത ബലിക്കായി നീരാജനം ചെയ്യാൻ ഒരു
മുട്ടാടിന്റെയും ധാന്യബലിക്ക് എണ്ണ ചേർത്ത 10 ഏഫ നേരിയ മാവും 1 ലോഗ് എണ്ണയും കൊണ്ടുവരണം. കൂടാതെ അവൻ കഴിവിനനുസരിച്ച് പാപപരിഹാര ബലിയും ദഹനബലിക്കും 1 വീതം 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. അവൻ തന്റെ ശുദ്ധീകരണത്തിനായി എവിടെയും 8-ാം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം 1 ലോഗ് എണ്ണയും കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം. പിന്നെ അവൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം. അതിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലതു ചെവിയുടെ അഗ്രഭാഗത്തിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പുരട്ടണം. അതിനുശേഷം പുരോഹിതൻ കുറച്ച് എണ്ണ തന്റെ ഇടത്തെ ഉള്ളം കൈയിലെടുക്കണം. അതിൽ വലതു കൈയുടെ വിരൽ മുക്കി 7 പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം. കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലതു ചെവിയുടെ അഗ്രത്തിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിയുടെ രക്തം പുരണ്ട ഭാഗത്ത് പുരട്ടണം. ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവന്റെ തലയിൽ ഒഴിക്കണം. പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ കഴിവിനനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒരു പാപപരിഹാര ബലിക്കും മറ്റേത് ബലിക്കുമായി ധാന്യബലിയോടുകൂടി കാഴ്ചവെക്കണം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടതിനു വേണ്ടി കർത്താവിന്റെ മുൻപിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അത് ശുദ്ധീകരണത്തിന് ആവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗിക്ക് വേണ്ടിയുള്ള നിയമമാണ്. അവന് ശുദ്ധീകരണം. കർത്താവ് മോശയോട് അഹ്റോനോട് അരുൾ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന പുരോഹിതനോടും തന്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നു എന്ന് പറയണം. വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുമ്പേ അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം. അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം. അവൻ വീട് പരിശോധിക്കണം. വീടിന്റെ ഭിത്തിയിൽ മറ്റു ഭാഗങ്ങളെക്കാൾ കഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് 7 ദിവസത്തേക്ക് പൂട്ടിയിടണം. 7-ാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിന്റെ ഭിത്തിയിൽ പൂപ്പൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞു കളയാൻ പുരോഹിതൻ കൽപ്പിക്കണം. അനന്തരം വീടിന്റെ അകം മുഴുവനും ചുരണ്ടി പൊടി പട്ടണത്തിന്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം. വിലക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വെക്കുകയും വീട് പുതുതായി തേക്കുകയും വേണം. കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിനു ശേഷം പൂപ്പ് പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം. അത് വീട്ടിലെല്ലാം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ്. ആ വീട് അശുദ്ധമാണ്. ആ വീട് ഇടിച്ചു പൊളിച്ച് അതിന്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിരുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം. എന്നാൽ പുരോഹിതന്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിനു ശേഷം പൂപ്പൽ പടർന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ആ വീടിന്റെ ശുദ്ധീകരണത്തിനായി അവൻ 2 പക്ഷികൾ, ദേവദാരു, ചെമ്മന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ എടുക്കണം. ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവെള്ളമെടുത്ത് അതിനു മീതെ വെച്ച് കൊല്ലണം. അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു, ഈസോപ്പ് ചെടി, ചെമ്മന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവെള്ളത്തിനും മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ ഉറവെള്ളത്തിലും മുക്കി വീടിന്റെ മേൽ 7 പ്രാവശ്യം തളിക്കണം. അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം, ഉറവവെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ് ചെടി, ചെമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടണം. അങ്ങനെ ആ വീടിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അത് ശുദ്ധമാകും. ചിരങ്ങ്, തടിപ്പ്, പഴി, പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന കരിമ്പൻ, വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത്. ഇവ എപ്പോഴെങ്കിലും അശുദ്ധമാണെന്നും എപ്പോഴെങ്കിലും ശുദ്ധമാണെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു. അധ്യായം 15. പാപം മൂലമുള്ള അശുദ്ധി. കർത്താവ് മോശയോട് അഹ്റോനോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ആർക്കെങ്കിലും
ശുക്ലസ്രാവം ഉണ്ടായാൽ അവൻ അതിനാൽ അശുദ്ധനായിരിക്കും. ശുക്ലസ്രാവമുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്: അവന്റെ ശരീരത്തിൽ നിന്ന് ശുക്ലം ഒഴുക്കു നിലച്ചു പോവുകയോ ചെയ്താലും അവനിൽ അത് അശുദ്ധമാണ്. അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും. അവന്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രം അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ ഇരുന്ന സ്ഥലത്തെ ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവന്റെ ശരീരത്തിൽ തൊടുന്നവരെല്ലാം വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവർ അശുദ്ധരായിരിക്കും. അവൻ ശുദ്ധിയുള്ള ആരുടെയെങ്കിലും മേൽ തുപ്പിയാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ജീവയും അശുദ്ധമായിരിക്കും. അവന്റെ കിടക്കയ്ക്ക് കീഴെയുള്ള എന്തെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ കൈ കഴുകാതെ ആരെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം. മരപാത്രമാണെങ്കിൽ അത് കഴുകണം. അവൻ സ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി 7 ദിവസം നിശ്ചയിച്ച് തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിക്കായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിക്കണം. അങ്ങനെ അവന്റെ ശുക്ലസ്രാവത്തിനും പുരോഹിതൻ അവന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പരിഹാരം ചെയ്യണം. ഒരുവന് ബീജസ്രാവം ഉണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഒരാൾ സ്ത്രീയോടുകൂടി ശയിക്കുകയും ബീജസ്രാവം ഉണ്ടാവുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം. വൈകുന്നേരം വരെ അവർ അശുദ്ധരായിരിക്കും. സ്ത്രീക്ക് മാസമുറ അനുസരിച്ച് രക്തസ്രാവം ഉണ്ടായാൽ 7 ദിവസത്തേക്ക് അവൾ അശുദ്ധയായിരിക്കും. അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം വരെ അശുദ്ധരായിരിക്കും. അശുദ്ധിയുടെ ദിനങ്ങൾ കിടക്കുകയോ ഇരിക്കുകയോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായിരിക്കും. ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൾ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൾ ഇരുന്ന എന്തിലെങ്കിലും സ്പർശിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ആരെങ്കിലും അവളോടുകൂടി ശയിച്ചാൽ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കുകയും ചെയ്യും. അവൻ കിടക്കുന്ന ഏത് കിടക്കയും അശുദ്ധമാകും. സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാകുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്തെന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധിയായിരിക്കും. രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിലെ എന്ന പോലെ അശുദ്ധമായിരിക്കും. അവൾ ഇരിക്കുന്നിടമെല്ലാം ഋതുകാലത്തെ എന്ന പോലെ അശുദ്ധമായിരിക്കും. ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനാകും. അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. രക്തസ്രാവം മാറിയാൽ 7 ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം. അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായി തീരും. 8-ാം ദിവസം അവൾ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായി അർപ്പിക്കണം. അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പാപപരിഹാരം ചെയ്യണം. ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എന്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശുദ്ധിയിൽ നിന്ന് അകറ്റണം. ശുക്ലസ്രാവമോ ബീജസ്രാവമോ മൂലം അശുദ്ധരാകുന്നവർക്കുള്ള നിയമമാണിത്. മാസമുറ മൂലം അശുദ്ധിയായവൾക്കും സ്രാവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധമായ സ്ത്രീയുടെയും കൂടെ ശയിക്കുന്നതിനും ഉള്ളതാണ് ഈ നിയമം. അധ്യായം 16 പാപപരിഹാര ദിനം. അഹ്റോന്റെ 2 പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിനു ശേഷം കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നിന്റെ സഹോദരനായ അഹ്റോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിനു മുകളിലോ
കൃപാസനത്തിന് മുൻപിൽ ഏത് സമയത്തും പ്രവേശിക്കരുതെന്ന് നീ പറയണം. കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. അഹ്റോൻ ശ്രീകോവിലിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ബലിക്ക് ഒരു കാളക്കുട്ടിയെയും ദഹന ബലിക്ക് ഒരു മുട്ടാടിനെയും കൊണ്ടുവരണം. വിശുദ്ധമായ ചണക്കുപ്പായം, ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും അരപ്പട്ടയും തൊപ്പിയും ധരിച്ചു വേണം വരാൻ. ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ്. ശരീരം വെള്ളം കൊണ്ട് കഴുകിയതിനു ശേഷം വേണം അവ ധരിക്കാൻ. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിയായി 2 ആൺകോലാടുകളെയോ ദഹന ബലിക്കായി ഒരു മുട്ടാടിനെയും എടുക്കണം. അഹ്റോൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം. അവൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം. അനന്തരം അവൻ കോലാടുകളുടെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. അഹ്റോൻ കുറിയിട്ട ആടുകളിൽ ഒന്നിനെ കർത്താവിൽ നിന്നും മറ്റേതിനെ അസ്വസ്ഥയിലുമായി നിശ്ചയിക്കണം. കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. എന്നാൽ അസ്വസ്ഥയിലിനായോ കുറിവീണ ആടിന്റെ പാപപരിഹാരം ചെയ്യുന്നതിനും അസ്വസ്ഥയിലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിന്റെ മുമ്പിൽ നിർത്തണം. അഹ്റോൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം. അവൻ അതിനെ കൊണ്ടു ചെല്ലണം. അനന്തരം കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിലേക്കുള്ള തീക്കനൽ നിറച്ച ധൂപകലശമേന്തി സുരഭിലമായ കുന്തിരിക്കപ്പൊടി കൈകളിൽ നിറച്ച തിരശ്ശീലയ്ക്കകത്ത് വരണം. താൻ മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷിപേടകത്തിന് മേലുള്ള കൃപാസനത്തെ ധൂപപടലം കൊണ്ട് മറയ്ക്കുന്നതിനും കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവൻ കുന്തിരിക്കം തീയിലിടണം. അനന്തരം കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന് മേൽ മുൻഭാഗത്തു കൂടി തളിക്കണം. അതുപോലെ കൃപാസനത്തിന് മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന് മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിക്കും പിന്നീട് പാപങ്ങൾക്കും നിമിത്തം അഹ്റോൻ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവന്റെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിന് വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം. പുരോഹിതൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേൽ ജനത്തിനും മുഴുവനും വേണ്ടിയും പാപപരിഹാരം ചെയ്യുന്നതിനായി ശ്രീകോവിലിൽ പ്രവേശിച്ച് തിരിച്ചെത്തുന്നത് വരെ ആരും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കരുത്. അനന്തരം അവൻ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ബലിപീഠത്തിൽ ചെന്ന് കർത്താവിൻ അതിനുവേണ്ടിയും പാപപരിഹാരം ചെയ്യണം. കാളക്കുട്ടിയുടെയും കോലാടിന്റെയും കുറച്ച് രക്തമെടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കുറെ രക്തമെടുത്ത് വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്റെ മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യുന്നതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ കൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അനന്തരം അഹ്റോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരിവെക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചവന് തനിക്കും ജനത്തിനും വേണ്ടി ദഹന ബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം. ബലിമൃഗത്തിന്റെ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. കോലാടിനെ അസുസേലിന് വേണ്ടി കൊണ്ടുപോയവൻ തന്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ. ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളക്കുട്ടിയെയും കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുവരണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ചു കളയണം. അതിനെ ദഹിപ്പിക്കുന്നവൻ തന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ്. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ ഉപവസിക്കണം. നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശിയോ അന്ന് ജോലി ചെയ്യരുത്.
പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടവരായി നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുന്ന ദിവസമാണത്. നിങ്ങൾക്കത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാബത്ത് ദിവസമാണ്. നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം. അത് എന്നേക്കുമുള്ള നിയമമാണ്. സ്വപിതാവിന്റെ സ്ഥാനത്തെ അഭിഷിക്തനായി പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപപരിഹാരം ചെയ്യണം. ശ്രീകോവിലിന് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനും വേണ്ടി അവൻ പാപപരിഹാരം ചെയ്യണം. ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം ചെയ്യണമെന്ന് നിങ്ങൾ എന്നേക്കുമുള്ള ഒരു നിയമമാണിത്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശെ പ്രവർത്തിച്ചു. അധ്യായം 17. രക്തത്തിന്റെ പവിത്രത. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിന് മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിന്റെ രക്തത്തിൽ അവൻ ഉത്തരവാദിയായിരിക്കും. രക്തം ചൊരിഞ്ഞ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇത് ഇസ്രായേൽ ജനം മൃഗത്തെയോ തുറസായ സ്ഥലത്ത് വെച്ച് ബലിയർപ്പിക്കാതെ കർത്താവിന്റെ മുൻപിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. പുരോഹിതൻ അവരുടെ രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേദസ്സ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി ദഹിപ്പിക്കുകയും ചെയ്യണം. അവൻ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാചുക്കൾക്ക് ഇനി ബലിയർപ്പിക്കരുത്. ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ്. നീ അവരോട് പറയുക, ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിന് അർപ്പിക്കാൻ സമാഗമ കൂടാരത്തിന്റെ വാതിലുകൾ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇസ്രായേൽ വംശത്തിലോ ആരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും. അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയിൽ ആരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിന്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം. എന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ്. ഒരു ജീവിയുടെ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ചത്തതിനെയോ കാട്ടുമൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തന്റെ വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അതിനുശേഷം ശുദ്ധനാകും. എന്നാൽ തന്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും. അധ്യായം 18. ലൈംഗികതയുടെ വിശുദ്ധി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങൾ വസിക്കുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയും അരുത്. നിങ്ങൾ എന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കണം. അവ കർത്താവ്. നിങ്ങളിൽ ആരും തന്റെ ചാർച്ചക്കാരുടെ നഗ്നത അനവൃതമാക്കാൻ അവരെ സമീപിക്കരുത്. ഞാൻ നിന്റെ മാതാവിന്റെ നഗ്നത അനാവൃതം, നിന്റെ പിതാവിനെ അപമാനിക്കരുത്. അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്.
അത് നിന്റെ പിതാവിന്റെ തന്നെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ, നിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെയോ അവൾ സ്വദേശത്തെയോ അനുദേശത്തെയോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകന്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ്. നിന്റെ പിതാവിന്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ്. നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അപ്പോൾ നിന്റെ പിതാവിന്റെ അടുക്കൽ ചാർച്ചക്കാരിയാണ്. നിന്റെ മാതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ മാതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ പിതൃ സഹോദരനെ അവന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമായി അപമാനിക്കരുത്. അവൾ നിന്റെ ചാർച്ചക്കാരിയാണ്. നിന്റെ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദരന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അത് നിന്റെ സഹോദരന്റെ നഗ്നതയാണ്. ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവളുടെ പുത്രന്റെയോ പുത്രന്മാരുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൻ അവളുടെ അടുത്ത ചാർച്ചക്കാരികളാണ്. അത് അധർമ്മമാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത്. ആർത്തവ നിമിത്തം അശുദ്ധിയായിരിക്കുന്ന സ്ത്രീയെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത്. നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളേക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. ഞാനാണ് കർത്താവ്. സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത്. അത് മ്ലേച്ഛതയാകുന്നു. സ്ത്രീയോ പുരുഷനെയോ മൃഗത്തെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത്. അത് ലൈംഗികതാവൈകൃതമാണ്. ഇവയിലൊന്നിനെ കൊണ്ടും നിങ്ങൾ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിന്റെ അകൃത്യത്തിൽ ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം മ്ലേച്ഛമായ പ്രവൃത്തികൾ ഏർപ്പെടുകാതിരിക്കുകയും വേണം. നിങ്ങൾക്ക് മുൻപേ ഈ നാട്ടിൽ വസിക്കുന്നവൻ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾക്ക് മുൻപേ നടമാടിയിരുന്ന ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് എന്ന എന്റെ കൽപ്പന അനുസരിക്കുകയും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അധ്യായം 19. വിവിധ നിയമങ്ങൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുകയും, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. മാതാവിന്റെയോ പിതാവിനെയോ ബഹുമാനിക്കുകയും എന്റെ ശാപത്തെ ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്ക വിധം അർപ്പിക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും നിങ്ങൾ അത് ഭക്ഷിക്കണം. 3-ാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് ദഹിപ്പിച്ച് കളയണം. 3-ാം ദിവസം ഭക്ഷിക്കുന്നവൻ നിന്ദ്യനാണ്. അത് സ്വീകാര്യമാവുകയില്ല. അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. എന്തെന്നാൽ അവൻ കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കി. അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തികൾ ചേർത്ത് കൊയ്തെടുക്കരുത്. കൊയ്തതിനു ശേഷം കാല പെറുക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്ത് പറിക്കരുത്. വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാപങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ ചെയ്യരുത്. എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കുകയും അരുത്. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ അയൽക്കാരനെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേദന നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചിലരെ ശപിക്കുകയോ കുരുടന്റെ വഴിയിൽ തടസ്സം വെക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്.
അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവ്വം വിധിക്കണം. ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരന്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുതേ. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണ ചേർക്കരുത്. വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്. ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും അരുത്. ഒരു പുരുഷന് വിവാഹ സമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായി ഒരു ദാസിയോടുകൂടെ ഒരുവൻ ശയിച്ചാൽ അന്വേഷണം നടത്തി അവനെ ശിക്ഷിക്കണം. എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത്. എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല. അവൾ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പ്രായശ്ചിത്ത ബലിയായി ഒരു മുട്ടാടിനെ കർത്താവിന് സമർപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും. നിങ്ങൾ ദേശത്ത് വന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ 3 വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായി കണക്കാക്കണം. അവ നിങ്ങൾ ഭക്ഷിക്കരുതേ. 4-ാം വർഷം കർത്താവിന്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലങ്ങളെല്ലാം പരിശുദ്ധമായിരിക്കും. 5-ാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവ നിങ്ങളെ സമ്പന്നരാക്കും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ രക്തത്തോടുകൂടി മാംസം ഭക്ഷിക്കരുതേ. ശകലം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത്. ചെന്നി മുണ്ടനം ചെയ്യരുതേ. ദീക്ഷയുടെ ആഗ്രഹം മുറിക്കുകയും അരുത്. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ദേഹത്ത് പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാതിനിടയാകും. നിങ്ങൾ എന്റെ സാപത്തെ ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുകയും ഞാനാണ് കർത്താവ്. നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരുടെയും സമീപിച്ച് അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രായം ചെന്ന് മരിച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെ പോലെ കണക്കാക്കണം. നിങ്ങളെ പോലെ തന്നെ അവനെ സ്നേഹിക്കണം. കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം. ഞാനാണ് കർത്താവ്. അധ്യായം 20 വിവിധ ശിക്ഷകൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഇസ്രായേൽ ജനത്തിലോ ഇസ്രായേലിൽ വന്ന് വസിക്കുന്ന വിദേശികളിലോ നിന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളിൽ ആരെയെങ്കിലും മോളേക്കിന് ബലിയർപ്പിക്കുമെങ്കിൽ അവനെ കൊല്ലണം. ദേശത്തിലെ ജനങ്ങൾ അവനെ കല്ലെറിയണം. അവനെതിരെ ഞാൻ എന്റെ മുഖം തിരിക്കുകയും ജനത്തിൽ നിന്ന് അവനെ വിച്ഛേദിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവൻ തന്റെ മക്കളിൽ ഒരാളെ മോളേക്കിന് ബലിയർപ്പിച്ചു. അങ്ങനെ എന്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എന്റെ പരിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ തന്റെ മക്കളിൽ ഒരാളെ മോളേക്കിന് ബലി കൊടുക്കുമ്പോൾ ദേശവാസികൾ അതിനു നേരെ കണ്ണടച്ച് കളയുകയും അവനെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവനും അവന്റെ കുടുംബത്തിനുമായി എന്റെ മുഖം തിരിക്കുകയും അവനെയും മോളേക്കിനെ ആരാധിക്കുന്നതിന് അവന്റെ പിന്നാലെ പോയവരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും. ആരെങ്കിലും മന്ത്രവാദികളുടെയോ കൂടാത്രക്കാരുടെയോ പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവന്റെ നേരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയുകയും ചെയ്യും. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുകയും. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം.
പിതാവിന്റെയോ മാതാവിനെയോ ശപിച്ചാൽ അവന്റെ രക്തം അവന്റെ മേൽ തന്നെ പതിക്കട്ടെ. ഒരുവൻ അയൽക്കാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം. പിതാവിന്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ പിതാവിനെ തന്നെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു. രണ്ടുപേർക്കും വധശിക്ഷ ലഭിക്കണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ തന്റെ മരുമകളോട് ഒന്നിച്ച് ശയിച്ചാൽ ഇരുവരെയും വിധിക്കണം. അവൾ ഹീനകൃത്യം ചെയ്തിരിക്കുന്നു, അവളുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ സ്ത്രീയോടുകൂടി എന്ന പോലെ പുരുഷനോടുകൂടി ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അവരെ വധിക്കണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയും പരിഗ്രഹിച്ചാൽ അത് ഹീനകൃത്യമാകുന്നു. നിങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ഹീനകൃത്യം ഉണ്ടാകാതിരിക്കാനായി 3 പേരെയും തീയിൽ ദഹിപ്പിക്കണം. മൃഗത്തോടുകൂടി ശയിക്കുന്നവനെ വധിക്കണം, മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ ഏതെങ്കിലും മൃഗത്തെ സമീപിച്ച് അതിന്റെ കൂടെ ശയിച്ചാൽ അവളെയും മൃഗത്തെയും നിങ്ങൾ വധിക്കണം. അവൾ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ തന്നെ ആയിരിക്കട്ടെ. തന്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ജനിച്ച സഹോദരിയെ ഒരുവൻ പരിഗ്രഹിക്കുകയും അവർ പരസ്പരം തങ്ങളുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് നിർശിഷ്ടമാണ്. സ്വജനത്തിന്റെ മുൻപിൽ വെച്ച് അവരെ വധിക്കണം. അവൻ തന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു, അവൾ അതിന്റെ കുറ്റം വഹിക്കണം. ഒരുവൻ ആർത്തവകാലത്ത് സ്ത്രീയോടുകൂടി ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്താൽ അവൻ അവളുടെ സ്രാവം അനാവൃതമാക്കുന്നു. അവൾ തന്നെ തന്റെ രക്തസ്രാവം 2 പേരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. മാതൃ സഹോദരിയോ പിതൃ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്, എന്തെന്നാൽ അത് സ്വന്തം ചാർച്ചക്കാരുടെ തന്നെ നഗ്നത അനാവൃതമാക്കലാണ്. അവൾ തങ്ങളുടെ കുറ്റം വഹിക്കണം. പിതൃവിന്റെയോ ഭാര്യയുമായി ശയിക്കുന്നവൻ പിതാവിന്റെ നഗ്നത അനാവൃതമാക്കുന്നു. അവരുടെ പാപം അവർ വഹിക്കണം. അവർ മക്കളില്ലാതെ മരിക്കണം. സഹോദര ഭാര്യയെ പരിഗ്രഹിക്കുന്നത് അവിശുദ്ധമാണ്. അവൻ തന്റെ സഹോദരന്റെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. അവൾക്ക് സന്താനങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾക്ക് വസിക്കാനായി ഞാൻ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നുവോ ആ ദേശം നിങ്ങളെ തിരസ്കരിക്കുന്നതിനാൽ നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുഷ്ഠിക്കുകയും ചെയ്യുകയും നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്ന ജനതകളുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുത്. എന്തെന്നാൽ ഇപ്രകാരം എല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാൻ പോകുന്ന തേനും പാലും ഒഴുകുന്ന അവരുടെ ദേശം നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങളുടെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധവും അശുദ്ധവുമായ മൃഗത്തെയും ശുദ്ധവും അശുദ്ധവുമായ പക്ഷികളെയും വേർതിരിച്ചെടുക്കണം. അശുദ്ധമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എന്നിവ കൊണ്ട് നിങ്ങൾ അശുദ്ധരാകരുത്. എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവേൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനത്തിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. മന്ത്രവാദികളെയോ കൂടോത്രക്കാരെയോ ആയ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ. അധ്യായം 21. പൗരോഹിത്യ വിശുദ്ധി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക, പുരോഹിതന്മാരിൽ ആരും തങ്ങളുടെ ജനത്തിന്റെ മൃതരായവർക്ക് വേണ്ടി സ്വയം അശുദ്ധരാകരുത്. എന്നാൽ തന്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി, പിതാവ്, മാതാവ്, മകൻ, മകൾ, സഹോദരൻ എന്നിവരെ പ്രതി അവൻ സ്വയം മാലിന്യം ഏറ്റുകൊള്ളട്ടെ. അതുപോലെ കന്യകയായ സഹോദരിയെ പ്രതിയും അവിവാഹിതയായ അവൾ അവന് ബന്ധപ്പെട്ടവളാണ്. അവൾ തന്റെ ജനത്തിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ മലിനമാക്കുകയോ അശുദ്ധമാക്കുകയോ അരുത്. ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുണ്ടനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത്. ദൈവത്തിന് മുൻപിൽ അവൻ വിശുദ്ധനായിരിക്കണം. ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കരുത്. അവരാണ് ദൈവമായ കർത്താവിനെ
ദഹന ബലികളും ഭോജന ബലികളും അർപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം. അവർ വേശ്യയോ അശുദ്ധമാക്കപ്പെട്ടവളെയോ ഭർത്താവ് ഉപേക്ഷിച്ചവളെയോ വിവാഹം ചെയ്യരുത്. എന്തെന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കണം. നിന്റെ ദൈവത്തിന് കാഴ്ചയെ സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കും. കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. പുരോഹിതന്റെ മകൻ പരസംഗം ചെയ്ത് തന്നെ മലിനമാക്കിയാൽ അവൾ തന്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു. അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തന്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറിക്കളയുകയോ അരുത്. അവൻ ശവശരീരങ്ങൾ സ്വന്തം മാതാവിന്റെയോ പിതാവിന്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയും അവയാൽ തന്നെ അശുദ്ധമാക്കുകയോ അരുത്. അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോവുകയോ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത്. എന്നാൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേലുണ്ട്. ഞാനാണ് കർത്താവ്. കന്യകയെ ആയിരിക്കണം അവൻ ഭാര്യയെ സ്വീകരിക്കുന്നത്. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, മലിനയാക്കപ്പെട്ടവൾ, വേശ്യ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത്. സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയെ സ്വീകരിക്കാൻ. അങ്ങനെ അവൻ തന്റെ മക്കളുടെ സ്വജനങ്ങളുടെ ഇടയിൽ ആകാതിരിക്കട്ടെ. ഞാനാണ് അവനെ വിശുദ്ധനാക്കുന്ന കർത്താവ്. മോശയോട് അരുൾ ചെയ്തു, അഹ്റോനോട് പറയുക, നിന്റെ സന്താന പരമ്പരയിൽ ഏതെങ്കിലും അംഗവൈകല്യമുള്ളവൻ ദൈവത്തിന് കാഴ്ചയും അർപ്പിക്കാൻ അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, വികൃതമായ മുഖമുള്ളവൻ, പതിഞ്ഞതോ അധികം പൊന്തി നിൽക്കുന്നതുമായ മൂക്കുള്ളവൻ, ഒടിഞ്ഞ കയ്യോ കാലോ ഉള്ളവൻ, തീരെ പൊക്കം കുറഞ്ഞവൻ, കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ, ചൊറിയോ ചുരങ്ങോ ഉള്ളവൻ, ഉടഞ്ഞ വൃഷണങ്ങളുള്ളവൻ എന്നിവർ അടുത്തു വരരുത്. പുരോഹിതനായ അഹ്റോന്റെ സന്തതികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന്റെ ദഹനബലി അർപ്പിക്കാൻ അടുത്തു വരരുത്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ അപ്പം അവന് ഭക്ഷിക്കാം. അവൻ ബലിപീഠത്തിന്റെയോ തിരുശീലയോ സമീപിക്കരുത്. അവൻ വിശുദ്ധ പേടകം അശുദ്ധമാക്കാതിരിക്കേണ്ടതിന് വികലാംഗർ അവിടെ വരരുത്. കാരണം കർത്താവായ ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും മോശെ ഇക്കാര്യം പറഞ്ഞു. അധ്യായം 22 ബലിവസ്തു ഭോജനം. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എന്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവിൻ എന്ന് അഹ്റോനോടും സന്തതികളോടും പറയുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ സന്താന പരമ്പരയിൽ ആരെങ്കിലും അശുദ്ധനാകാതിരിക്കെ ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എന്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഞാനാണ് കർത്താവ്. അഹ്റോന്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ ബീജസ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധനാകുന്നതിന് വരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. ബീജസ്രാവമുള്ളവനും മരിച്ചവനെയോ ഇഴജന്തുവിനെയോ മനുഷ്യനിലുള്ള ഏതെങ്കിലും മാലിന്യത്തെയോ സ്പർശിച്ച് അശുദ്ധമായവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. സ്നാനം ചെയ്തതല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും. അതിനുശേഷം അവനെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം. എന്തെന്നാൽ അത് അവന്റെ ഭക്ഷണമാണ്. ചത്തതോ കാട്ടുമൃഗങ്ങൾ കൊന്നതോ ആയ ഒരു മൃഗത്തെയും ഭക്ഷിച്ച് അവൻ മാലിന്യമേൽക്കരുത്. ഞാനാണ് കർത്താവ്. പാപം ചെയ്യാതിരുന്നിട്ടും വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമായി മരിക്കാതിരിക്കുന്നവരുമായി അവൻ എന്റെ കൽപ്പന അനുസരിക്കണം. കർത്താവായി ഞാനാണ് അവരെ വിശുദ്ധരാക്കുന്നത്. അന്യരാരും വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. പുരോഹിതന്റെ അടുക്കൽ വന്ന് വസിക്കുന്നവനോ കൂലി വേലക്കാരനോ അത് ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ വിലക്ക് വാങ്ങുകയോ അവന്റെ ഭവനത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകൾക്ക് അത് ഭക്ഷിക്കാം. പുരോഹിതന്റെ മകൻ പുരോഹിതേതര കുടുംബത്തിൽ വിവാഹിതനായാൽ അവൻ വിശുദ്ധ വസ്ത്രങ്ങൾ ഭക്ഷിച്ചുകൂടാ. എന്നാൽ
പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതികളില്ലാതെ യൗവനത്തിൽ എന്ന പോലെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിതാവിന്റെ ഓഹരി അവൾക്ക് ഭക്ഷിക്കാം. അന്യർ അത് ഭക്ഷിച്ചുകൂടാ. ആരെങ്കിലും അറിയാതെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിന്റെ വിലയുടെ 1/5 കൂട്ടിച്ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം. ഇസ്രായേൽ ജനം തങ്ങളുടെ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശുദ്ധമാക്കരുത്. വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ച് തങ്ങളുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തി വെക്കുകയരുത്. എന്തെന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക, ഇസ്രായേൽ ഭവനത്തോ ഇസ്രായേലിലെ പരദേശികളിൽ ആരെങ്കിലും കർത്താവിന് ദഹനബലിയായി നേർച്ചയോ സ്വാദിഷ്ടമായ കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാണെങ്കിൽ കാഴ്ചവെക്കുന്നത് മാടുകളിലോ ചെമ്മരിയാടുകളിലോ കോലാടുകളിലോ നിന്നെടുത്ത ഊനമറ്റൊരു ആൺമൃഗത്തെയായിരിക്കണം. ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത്. അത് സ്വീകാര്യമാകില്ല. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാദിഷ്ട കാഴ്ചകളും സമാധാന ബലിയുമായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിന്റെയോ ആട്ടിൻകൂട്ടത്തിന്റെയോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിനൊരു ന്യൂനതയുണ്ടായിരിക്കരുത്. അന്ധതയുള്ളതോ അഭംഗം സംഭവിച്ചതോ മുടന്തുള്ളതോ എന്തെങ്കിലും വ്രണമോ തടിപ്പോ പുഴുക്കടിയോ ഉള്ളതോ ആയ ഒന്നിനെയും കർത്താവിന് സമർപ്പിക്കരുത്. അവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹനബലിയായി സമർപ്പിക്കരുത്. അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉള്ള കാളയോ ആടിനെയോ സ്വാദിഷ്ട കാഴ്ചയായി അർപ്പിക്കാം. എന്നാൽ നേർച്ചയായത് സ്വീകാര്യമല്ല. വൃഷ്ണങ്ങൾ ഉടച്ചതോ ചതച്ചതോ എടുത്തു കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വെച്ച് കർത്താവിന് കാഴ്ചവെക്കരുത്. വിദേശങ്ങളിൽ നിന്ന് നിങ്ങളുടെ കെട്ടിയ ഇത്തരം ഒരു മൃഗത്തെയോ നിങ്ങളുടെ ദൈവത്തിനോ ഭോജനബലി അർപ്പിക്കരുത്. അവയ്ക്ക് ന്യൂനതയുണ്ട്, അഭംഗതയുള്ളതാൽ അവ സ്വീകാര്യമല്ല. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു കാളയോ ചെമ്പരാടിനെയോ കോലാടോ ജനിച്ചാൽ അത് തള്ളയോടുകൂടി 7 ദിവസം നിൽക്കട്ടെ. 8-ാം ദിവസം മുതൽ കർത്താവിന് ദഹനബലിയായി ഇത് സ്വീകാര്യമായിരിക്കും. പശുവോ പെണ്ണാടോ എന്തു തന്നെ ആയാലും തള്ളയെയും കുട്ടിയെയും ഒരേ ദിവസം തന്നെ കൊല്ലരുത്. കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അത് അർപ്പിക്കാൻ. അത് അന്ന് തന്നെ ഭക്ഷിക്കണം. അതിലൊട്ടും പിറ്റേ ദിവസം രാവിലെ വരെ ശേഷിക്കരുത്. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുകയും ഞാനാണ് കർത്താവ്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എന്റെ ഭക്ഷിച്ച് പ്രഘോഷിക്കേണ്ടിരിക്കാൻ നിങ്ങൾ എന്റെ വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ്. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. ഞാനാണ് കർത്താവ്. തിരുനാളുകൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിന്റെ തിരുനാളുകൾ ഇവയാണ്. സാബത്ത്. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യണം. 7-ാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനു വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. അന്നു നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും കർത്താവിന്റെ സാബത്താണ്. നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിന്റെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹയാണ്. ആ മാസം 15-ാം ദിവസം കർത്താവുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്കു വിശുദ്ധ സമ്മേളനത്തിനുള്ളത് ഇരിക്കണം. അന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. ഫലങ്ങളുടെ തിരുനാൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനങ്ങളോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യ ഫലമായ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിനു സ്വീകാര്യരാക്കാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുൻപിൽ
നീരാഞ്ജനം ചെയ്യണം. സാബത്തിന്റെ പിറ്റേ ദിവസം അവൻ അത് ചെയ്യട്ടെ. കറ്റ കർത്താവ് നീരാജനമായി അർപ്പിക്കുക. ദിവസം തന്നെ ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടത്തെ എത്തിക്കൂ. ദഹനബലിയായി സമർപ്പിക്കണം. അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത 2 എഫോ നേരിയ മാവായിരിക്കണം. അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവ് അർപ്പിക്കണം. പാനീയ ബലിയായി 4 വിഞ്ഞും അർപ്പിക്കണം. നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പോ മലരോ കതിരോ ഭക്ഷിക്കരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത്. ആഴ്ചകളുടെ തിരുനാൾ. സാബത്തിന്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നിരഞ്ജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. 7-ാമത്തെ സാബത്തിന്റെ പിറ്റേ ദിവസം, അതായത് 50-ാം ദിവസം, കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. നീരാജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്നു 2 എഫോ മാവ് കൊണ്ടുണ്ടാക്കിയ 2 അപ്പം കൊണ്ടുവരണം. കർത്താവിന് ആദ്യഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പുളിപ്പില്ലാത്തതുമായിരിക്കണം. അപ്പത്തോടുകൂടെ ഒരു വയസ്സുള്ള ഊനമറ്റ 7 ചെമ്പരിയാട്ടിൻ കുട്ടികളെയും ഒരു കാളക്കുട്ടിയെയും 2 മുട്ടനാടുകളെയും കർത്താവിന് ദഹനബലി അർപ്പിക്കണം. ധാന്യബലിയോടും പാനീയബലിയോടും കൂടിയ അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും. തുടർന്ന് ഒരു കോലാട്ടിൻ മുട്ടനെ പാപപരിഹാര ബലിക്കായും 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ സമാധാന ബലിക്കായും കാഴ്ചവെക്കണം. പുരോഹിതൻ അത് ആദ്യ ഫലങ്ങളുടെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടികളോടും കൂടെ നിരാജനമായി കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കണം. അവ കർത്താവിനും വിശുദ്ധമായിരിക്കും. അവ പുരോഹിതനുള്ളതുമാണ്. അന്നു തന്നെ നിങ്ങൾ ഒരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം. അന്ന് കഠിനാധ്വാനം ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ വയലിൽ കൊയ്യുമ്പോൾ അരിക്ക് തീർത്തു കൊയ്യരുത്. വിളവെടുപ്പിനു ശേഷം കല പെറുക്കരുത്. അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പുതുവത്സര ദിനം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം ദിവസം ആദ്യ ദിവസം നിങ്ങൾക്കും സാബത്തായിരിക്കണം. കാഹളം മുഴക്കി പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും. അന്ന് നിങ്ങൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന് ഒരു ദഹനബലി അർപ്പിക്കുകയും വേണം. പാപപരിഹാര ദിനം. കർത്താവ് മോശയോട് അരുൾ ചെയ്തത്, 7-ാം ദിവസം 10-ാം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം. ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണത്. അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവൻ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത്. ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിന്റെ സമ്പത്തായിരിക്കണം. അന്നു നിങ്ങൾ ഉപവസിക്കണം. മാസത്തിന്റെ 9-ാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാബത്ത് ആചരിക്കണം. കൂടാരത്തിരുന്നാൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ
7 ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാര തിരുനാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂട്ടണം. അന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. അത് ആഘോഷങ്ങളോട് കൂടിയ സമ്മേളനമാണ്. അന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയ ബലിയും മറ്റും ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതും ആയ കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ്. ഇവ കർത്താവിന്റെ ശാപത്തിനും കർത്താവിനും നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭിഷ്ട ബലികൾക്കും പുറമെയാണിവ. 7-ാം ദിവസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിനു ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും സാബത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയും ഇല തൂർന്ന ചില്ലകളും ആറ്റരകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സാന്നിധ്യത്തിൽ 7 ദിവസം സന്തോഷിച്ചാഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിന്റെ തിരുനാളെ ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്തു ദേശത്തു നിന്നു ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്നു നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. ദേവാലയ ദീപം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിന്റെ സന്നിധിയിൽ അഹരോൻ അത് സജ്ജമാക്കി വെക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ ദീപപീഠത്തിൽ മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വെക്കണം. തിരുസന്നിധ്യ അപ്പം. നീ നേരിയ മാവ് കൊണ്ട് 12 അപ്പം ഉണ്ടാക്കണം. ഓരോ അപ്പത്തിനും 10-2 എഫോ മാവ് ഉപയോഗിക്കണം. അവ 6 വീതം 2 നിരകളായി പൊൻമേശയിൽ വെക്കണം. ശുദ്ധമായ കുന്തിരിക്കം ഓരോ നിലയിലും വെക്കണം. കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശയായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി സാബത്ത് തോറും മുടക്കം കൂടാതെ അഹറോൻ അത് കർത്താവിന്റെ മുൻപിൽ ക്രമപ്പെടുത്തി വെക്കണം. അത് അഹറോനും അവന്റെ പുത്രന്മാർക്കുമുള്ളതായിരിക്കും. അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന് അർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവന്റെ ശാശ്വത അവകാശവുമാണ്. ദേവദൂഷണത്തിന് ശിക്ഷ. ഇസ്രായേൽക്കാരിൽ ഈജിപ്തുകാരിൽ ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനു ഇടയിൽ വന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു. ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദൂഷിക്കുകയും ശപിക്കുകയും ചെയ്തു. അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അമ്മയുടെ പേർ ഷോലോമിത്ത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിലെ
ദിബ്രിയയുടെ മകളായിരുന്നു. അവർ അവനെ കർത്താവിന്റെ ഹിതം അറിയുന്നതുവരെ തടവിൽ വെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ശാപവാക്കു പറഞ്ഞവനെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുക. അവൻ പറഞ്ഞതു കേട്ടവരെല്ലാം അവന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവത്തെ ശപിക്കുന്നവൻ തന്റെ പാപം വഹിക്കണം. കർത്താവിന്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം. സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം. സ്വദേശിയോ വിദേശിയോ ആകട്ടെ, കർത്താവിന്റെ നാമം ദൂഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം. പ്രതികാരത്തിന്റെ നിയമം: മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവന് പകരം ജീവൻ. അയൽക്കാരനെ അകപ്പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം. ഒടിവിന് ഒടിവും കണ്ണിനു കണ്ണും പല്ലിനു പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയിരുന്നത് പോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദേവദൂഷണം പറഞ്ഞവനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. മോശയുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. സാബത്ത് വർഷം. കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്തു നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാബത്ത് ആചരിക്കണം. 6 വർഷം നീ നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിവള്ളി വെട്ടിയുരുക്കി ഫലമെടുക്കുകയും ചെയ്യുക. എന്നാൽ 7-ാം വർഷം ദേശത്ത് വിശ്രമത്തിനുള്ള കർത്താവിന്റെ സാബത്തായിരിക്കും. ആ വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരിവള്ളി മുറിക്കുകയോ ചെയ്യരുത്. താനെ മുളച്ചു വിളയുന്നവ നിങ്ങൾ കൊയ്യരുത്. വള്ളികൾ മുറിക്കാതെ മുന്തിരിത്തോട്ടത്തിന്റെ പഴം പറിക്കുകയുമരുത്. കാരണം അത് ദേശത്തിന്റെ വിശ്രമ വർഷമാണ്. ദേശത്തിന്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും. നിനക്കും നിന്റെ ദാസിക്കും കൂലിക്കാരനും നിന്നോട് കൂടെ വസിക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലികൾക്കും നിന്റെ ദേശത്തെ മൃഗങ്ങൾക്കും അതിന്റെ ഫലങ്ങൾ ആഹാരമായിരിക്കും. ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങി പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാതെ മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശം സ്ഥാനത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരനെ എന്തെങ്കിലും വിൽക്കുകയോ
അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരിക്കുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞതിനാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുഷ്ഠിക്കുകയും ചെയ്യുക. എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഭൂമി അതിന്റെ ഫലം നൽകും. നിങ്ങൾ തൃപ്തിയോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. ഞങ്ങൾ 7-ാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്തു ഭക്ഷിക്കും എന്നു നിങ്ങൾ ചോദിച്ചേക്കാം. 6-ാം വർഷം എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും. 3 വർഷങ്ങൾക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. 8-ാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും 9-ാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. അതിന്റെ ഫലം ലഭിക്കുന്നതുവരെ പഴയത്തിൽ നിന്ന് ഭക്ഷിക്കുക. വീണ്ടെടുപ്പ് നിയമം. നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത്. എന്തെന്നാൽ ഭൂമി എന്റേതാണ്. നിങ്ങൾ പരദേശികളും കുടികിടക്കുപാരുമാണ്. നീ സ്വന്തമാകുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. നിന്റെ സഹോദരന്റെ ദാരിദ്ര്യനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. എന്നാൽ വീണ്ടെടുക്കാൻ അവന് ആരും ഇല്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവന് കഴിവുണ്ടാവുകയും ചെയ്താൽ അത് വിറ്റതിനു ശേഷമുള്ള വർഷങ്ങൾ കണക്കാക്കി വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്ത് അവന് തന്റെ അവകാശ വസ്തു വീണ്ടെടുക്കാം. എന്നാൽ അത് വീണ്ടെടുക്കാൻ അവന് കഴിയില്ലെങ്കിൽ വിറ്റുപോയ വസ്തു വാങ്ങിയവന്റെ കൈവശം ജൂബിലി വർഷം വരെ ഇരിക്കട്ടെ. ജൂബിലി വർഷം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയും ഉടമസ്ഥൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യട്ടെ. മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള തന്റെ വീട് ഒരാൾ വിറ്റാൽ 1 വർഷത്തിനകം തിരിച്ചെടുക്കാം. വീണ്ടെടുക്കാൻ 1 വർഷത്തെ സാവകാശമുണ്ട്. 1 വർഷത്തിനകം വീണ്ടെടുക്കുന്നതെങ്കിൽ മതിലുകളിൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള വീട് വാങ്ങിയവനും അവന്റെ സന്താദികൾക്കും എന്നേക്കുമുള്ള അവകാശമായിരിക്കും. ജൂബിലി വർഷത്തിൽ അത് ഒഴിഞ്ഞുകൊണ്ടതില്ല. എന്നാൽ ചുറ്റും മതിലുകളിൽ ഇല്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകൾ നിലങ്ങൾ പോലെ കണക്കാക്കപ്പെടും. ജൂബിലി വർഷത്തിൽ അവ വീണ്ടുകൊള്ളുകയോ മോചിപ്പിച്ചെടുക്കുകയോ ആവാം. എന്നാൽ ലേവ്യർക്ക് താങ്കളുടെ പട്ടണങ്ങളും അവിടെ താങ്കൾക്ക് അവകാശമായ വീടുകളും അപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കാം. ലേവ്യരെങ്കിലും അത് വീണ്ടെടുക്കുന്നെങ്കിൽ വാങ്ങിയവൻ ജൂബിലി വത്സരത്തിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ലേവ്യരുടെ പട്ടണത്തിലുള്ള ഭവനങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ അവർക്കുള്ള അവകാശമാണ്. അവരുടെ പട്ടണത്തിനു ചുറ്റുമുള്ള വയലുകൾ വിൽക്കരുത്. അത് അവരുടെ ശ്വാസതാവകാശമാണ്. നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നുവെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. അവൻ അന്യനെ പോലെയോ
പരദേശിയെ പോലെയോ നിന്നോട് കൂടെ വസിക്കട്ടെ. അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത്. ദൈവത്തെ ഭയപ്പെടുക. നിന്റെ സഹോദരൻ നിന്റെ കൂടെ വസിക്കട്ടെ. നീ അവന് പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ആഹാരം അവന് ലാഭത്തിനും വിൽക്കുകയോ ഇരുമരുത്. നിങ്ങളുടെ ദൈവമായിരിക്കാൻ ഞാൻ ദേശം നിങ്ങൾക്ക് നൽകാനും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിന്റെ സഹോദരൻ നിർധനനാവുകയും അവൻ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ കൊണ്ട് അടിമ വേല ചെയ്യിക്കരുത്. അവൻ നിനക്ക് ഒരു കൂലിക്കാരനും പരദേശിയുമായിരിക്കട്ടെ. അവൻ ജൂബിലി വർഷം വരെ നിനക്ക് വേണ്ടി ജോലി ചെയ്യണം. അതിനുശേഷം അവൻ മക്കളോടുകൂടെ നിന്റെ കുടുംബത്തിലേക്കും പിതാക്കന്മാരുടെ അവകാശത്തിലേക്കും മടങ്ങിപ്പോകട്ടെ. എന്തെന്നാൽ ഈജിപ്ത് ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസരാണ് അവർ. അവരെ അടിമക്കളായി വിൽക്കരുത്. നീ അവരുടെ മേൽ ക്രൂരമായി ഭരണം നടത്തരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ചുറ്റുമുള്ളവരെ ജനങ്ങളിൽ നിന്നു നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വെച്ച് അവരുടെ കുടുംബത്തിൽ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസരെ വാങ്ങാം. അവർ നിങ്ങളുടെ അവകാശമായിരിക്കും. നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ സ്വീകരിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ മേൽ നിങ്ങൾ ക്രൂരമായ ഭരണം നടത്തരുത്. നിങ്ങളുടെ ഇടയിലുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാവുകയും അവന്റെ സമീപമുള്ള സഹോദരൻ ദരിദ്രനായാൽ പരദേശിയോ അന്യനോ അല്ലെങ്കിൽ അന്യന്റെ കുടുംബാംഗത്തിനോ തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ വീണ്ടെടുക്കാവുന്നതാണ്. അവന്റെ സഹോദരന്മാരിൽ ആർക്കും അവനെ വീണ്ടെടുക്കാം. അവന്റെ പിതൃവ്യനോ പുത്രനോ ഏതെങ്കിലും ചാർച്ചക്കാരനോ അവനെ വീണ്ടെടുക്കാം. അവൻ സമ്പന്നനാവുകയോ ആണെങ്കിൽ അവന് തന്നെ വീണ്ടെടുക്കുകയും ചെയ്യാം. അവൻ തന്നെ വിറ്റതു മുതൽ ജൂബിലി വരെയുള്ള വത്സരങ്ങൾ വാങ്ങിയവ അവനുമായി കണക്കാക്കണം. വർഷങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ മോചനത്തിന്റെ വില. ഉടമസ്ഥതയോടുകൂടെ ജീവിച്ച വത്സരങ്ങൾ കൂലിക്കാരന്റെ നിലയിൽ കാണണം. വർഷങ്ങളേറെ ബാക്കിയുള്ളതെങ്കിൽ അതിനു തക്കവിധം വീണ്ടെടുപ്പ് വില കിട്ടിയ പണത്തിൽ നിന്നും തിരികെ കൊടുക്കണം. ജൂബിലി വരെ വർഷങ്ങൾ കുറവാണെങ്കിൽ തന്റെ വീണ്ടെടുപ്പിനായി ഉടമസ്ഥനുമായി ആലോചിച്ച് വർഷങ്ങളുടെ കണക്കനുസരിച്ച് പണം മടക്കി കൊടുക്കണം. വർഷങ്ങൾ തോറും കൂലിക്കെടുക്കപ്പെട്ടവരെ പോലെ അവ വാങ്ങുന്നവരോട് കഴിയണം. അവനോട് ക്രൂരത കാണിക്കാൻ ഇടവരരുത്. അവൻ ഇങ്ങനെ ഒന്നും വീണ്ടെടുക്കപ്പെട്ടുന്നെങ്കിൽ അവനും എന്റെ മക്കളും ജൂബിലി വർഷത്തിൽ സ്വതന്ത്രരാക്കപ്പെടണം. ഇസ്രായേൽ ജനം തന്റെ ദാസരാണ്. ഈജിപ്തിൽ നിന്നു ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസർ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ ഒത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്തു സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നടുകയോ അരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എന്റെ സാബത്ത് ആചരിക്കുകയും എന്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും
കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്കും മഴ തരും. ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കാൻ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്തു സുരക്ഷിതരായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളുടെ ഭയപ്പെടുത്തുകയുമില്ല. ഞാൻ നാട്ടിൽ നിന്ന് മൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തോടുകൂടെ വാൾ കടന്നു പോകുകയില്ല. ശത്രുക്കളെ നിങ്ങൾ തുരുത്തും. അവർ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നിങ്ങൾ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കും. പുതിയതിനു വേണ്ടി പഴയതിനെ മാറ്റി കളയുകയും ചെയ്യും. ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളുടെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ ഇവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ മൂക്കത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ശിക്ഷകൾ. നിങ്ങൾ എന്റെ വാക്കു കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ, എന്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രണാമങ്ങൾ വെറുതെ എന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ, ഞാനും അപ്രകാരം നിങ്ങളുടെ പ്രവൃത്തിയും പെടാനുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്കും ഹാനിയും ജീവന് തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാ വിലക്കും. നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും. ശത്രുക്കളുടെ മുൻപിൽ വെച്ചു നിങ്ങൾ വധിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും. പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും. ഇതെല്ലാമായിട്ടും എന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ നിങ്ങളെ 7 ഇരട്ടി ശിക്ഷിക്കും. ശക്തിയുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും. ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെയും ഭൂമി തള പോലെയും ആകും. നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും. നിങ്ങളുടെ ദേശം വിളവു തരുകയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിശുദ്ധമായി വ്യാപിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ, നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി 7 ഇരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വിധികൾ വിജനമാകും. ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങൾ എന്നെങ്കിലും തിരിയാതെ എനിക്കെതിരെയായി വ്യാപിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ വ്യാപിക്കും.
നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും. എന്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും. നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചുകൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും. നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ അളവ് കുറയ്ക്കും. 10 സ്ത്രീകൾ ഒരു അടുപ്പിൽ അപ്പം പാകം ചെയ്യും. അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി അളന്നു തരും. നിങ്ങൾ ഭക്ഷിക്കുകയും എന്നാൽ തൃപ്തരാകുകയുമില്ല. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കുകയും നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും. നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടി വീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും. ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും, വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യും. നിങ്ങളുടെ സുരഭില കാഴ്ചകൾ ഞാൻ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാകും. അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെ പറ്റി ആശ്ചര്യപ്പെടും. ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും. ഊരിയവരോടെ നിങ്ങൾ പിന്തുടരും. നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണം വിജനമായിരിക്കും. നിങ്ങൾ ശത്രുക്കളുടെ ദേശങ്ങളായിരിക്കുമ്പോൾ ശൂന്യമായ നിങ്ങളുടെ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കും. അത് വിശ്രമിക്കുകയും സാപത്ത് ആചരിക്കുകയും ചെയ്യും. ശൂന്യമായി കിടക്കുന്നതോടത്തോളം കാലം അത് വിഷമിക്കും. നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ സാപത്തുകളിൽ അതിന് വിശ്രമം ലഭിച്ചില്ലല്ലോ. ശത്രുദേശങ്ങളിൽ അവശേഷിപ്പിച്ചു വന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ജനിപ്പിക്കും. പിറകിൽ ഇല അത് അനങ്ങുന്നത് കേൾക്കുമ്പോൾ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് പോലെ അവർ ഓടും. ആരും പിന്തുടരില്ലെങ്കിലും അവർ നിലം പതിക്കും. ആരും പിന്തുടരുന്നില്ലെങ്കിൽ തന്നെ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ പോലെ ഒരുവൻ മറ്റൊരുവന്റെ മേൽ വീഴും. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല. ജനങ്ങളുടെ ഇടയിൽ നിന്നു നിങ്ങൾ അറ്റുപോകുകയും ശത്രുക്കളുടെ രാജ്യം നിങ്ങളെ വിഴുങ്ങിക്കളയും. ശേഷിക്കുന്നവർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രു രാജ്യത്തു വെച്ചു നശിച്ചു പോകും. അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവർ അവരെ പോലെ നശിച്ചു പോകും. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തയും എനിക്കെതിരെ പ്രവർത്തിച്ചതിന് മക്കളും ഏറ്റു പറയട്ടെ. എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. താങ്കളുടെ അപരിച്ഛിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്ത അനുഷ്ഠിച്ചാൽ ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രാഹത്തിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും. അവർ ഒഴിഞ്ഞു പോകും നിമിത്തം പാഴായിക്കൊണ്ടിരിക്കുമ്പോൾ നാട് അതിന്റെ ശാപത്തിന്റെ സന്തോഷിക്കും. അവർ താങ്കളുടെ അകൃത്യങ്ങൾക്കും പരിഹാരം ചെയ്യും. എന്തെന്നാൽ അവർ എന്റെ നിയമങ്ങൾ അവഗണിച്ചു. അവരുടെ ഹൃദയം എന്റെ കൽപ്പനകളെ നിരസിച്ചു. ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തിലേക്കു വരുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ
അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ഞാൻ അവരെ ദൈവമായ കർത്താവാണ്. ഞാൻ ജനങ്ങൾ കൺകെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും. അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഞാനാണ് കർത്താവ്. നീസായ് മലമുകളിൽ വെച്ചു കർത്താവ് ഇസ്രായേൽ ജനങ്ങളുമായി മോശ വഴി ഉറപ്പിച്ച ഉടമ്പടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് ഇവയെല്ലാം. Votive offerings. The Lord spoke to Moses, saying, "Speak to the people of Israel and say to them, when a person makes an explicit vow to the Lord concerning the equivalent for a human being, the equivalent for a male shall be from 20 to 60 years of age. The equivalent shall be 50 shekels of silver by the sanctuary shekel. If the person is a female, the equivalent is 30 shekels. If the age is from 5 to 20 years of age, the equivalent is 20 shekels for a male and 10 shekels for a female. If the age is from 1 month to 5 years, the equivalent for a male is 5 shekels of silver, and for a male, the equivalent is 3 shekels of silver. And if the person is 60 years old or over, then the equivalent for a male is 15 shekels, and for a female, 10 shekels. If any cannot afford the equivalent, they shall be brought before the priest, and the priest shall assess them. The priest shall assess them according to what each one making a vow can afford. If it concerns an animal that may be brought as an offering to the Lord, any such that may be given to the Lord shall be holy. Another shall not be exchanged or substituted for it, either good for bad or bad for good. And if one animal is substituted for another, both that one and its substitute shall be holy. If it concerns any unclean animal that may not be brought as an offering to the Lord, the animal shall be presented before the priest. The priest shall assess it, whether good or bad, according to the assessment of the priest, so it shall be. But if it is to be redeemed, 1/5 must be added to the assessment. If a person consecrates a house to the Lord, the priest shall assess it, whether good or bad. As the priest assesses it, so it shall stand. And if the one who consecrates the house wishes to redeem it, 1/5 shall be added to its assessed value, and it shall revert to the original owner. If a person consecrates to the Lord any inherited land holding, its assessment shall be in accordance with its seed requirements. 50 shekels of silver to a homer of barley seed. If the person consecrates the field as of the year of Jubilee, that assessment shall stand. But if the field is consecrated after the Jubilee, the priest shall compute the price for it according to the years that remain until the year of Jubilee, and the assessment shall be reduced. And if the one who consecrates the field wishes to redeem it, then 1/5 shall be added to its assessed value, and it shall revert to the original owner. But if the field is not redeemed, or if it has been sold to someone else, it shall no longer be redeemable. But when the field is released in the Jubilee, it shall be holy to the Lord as a devoted field. It becomes the priest's holding. If someone consecrates to the Lord a field that has been purchased, which is not a part of the inherited land holding, the priest shall compute for it the proportionate assessment up to the year of Jubilee, and the assessment shall be paid as of that day, a sacred donation to the Lord. In the year of Jubilee, the field shall return to the one from whom it was brought, whose holding the land is. All assessments shall be by the sanctuary shekel. 20 gerahs shall make a shekel. A firstling of animals, however,
which as a firstling belongs to the Lord, cannot be consecrated by anyone, whether ox or sheep, it is the Lord's. If it is an unclean animal, it shall be ransomed at its assessment, with 1/5 added. If it is not redeemed, it shall be sold as its assessment. Nothing that a person owns that has been devoted to destruction for the Lord, be it human or animal or inherited landholding, may be sold or redeemed. Every devoted thing is most holy to the Lord. No human beings who have been devoted to destruction can be ransomed. They shall be put to death. All teats from the land, whether the seed from the ground or the fruit from the tree, are the Lord's. They are holy to the Lord. If persons wish to redeem any of their teats, they must add 1/5 to them. All teats of herd and flock, every 10th one that passes under the shepherd's staff, shall be holy to the Lord. Let no one inquire whether it is good or bad, or make substitution for it. If one makes substitution for it, then both it and the substitute shall be holy and cannot be redeemed. These are the commandments that the Lord gave to Moses for the people of Israel on Mount Sinai. Numbers, the first census of Israel. The Lord spoke to Moses in the wilderness of Sinai in the tent of meeting on the first day of the second month, in the second year after they had come out of the land of Egypt, saying, "Take a census of the whole congregation of Israelites in their clans by ancestral houses according to the number of names, every male individually. From 20 years old and upward, everyone in Israel able to go to war. You and Aaron shall enroll them, company by company. A man from each tribe shall be with you, each man the head of his ancestral house. These are the names of the men who shall assist you. From Reuben, Elizur, son of Shedeur. From Simeon, Shelumiel, son of Surishadai. From Judah, Nashon, son of Aminadab. From Issachar, Nathaniel, son of Zuar. From Zebulun, Eliab, son of Helon. From the sons of Joseph, from Ephraim, Elishama, son of Amihud. From Manasseh, Gamaliel, son of Pedasur. From Benjamin, Abidan, son of Gideoni. From Dan, Ahiezer, son of Amishadai. From Asher, Pagiel, son of Ochran. From Gad, Eliasaph, son of Beul. From Naphtali, Ahira, son of Enan. These were the ones chosen from the congregation, the leaders of the ancestral tribes, the heads of the divisions of Israel. Moses and Aaron took these men who had been designated by name, and on the first day of the second month, they assembled the whole congregation together. They registered themselves in their clans by their ancestral houses according to the number of names from 20 years old and upward, individually, as the Lord commanded Moses. So he enrolled them in the wilderness of Sinai. The descendants of Reuben, Israel's firstborn, their lineage, in their clans by their ancestral houses, according to the number of names, individually, every male from 20 years old and upward, everyone able to go to war, those enrolled of the tribe of Reuben were 46,500. The descendants of Simeon, their lineage, in their clans by their ancestral houses, those of them that were numbered according to the number of names, individually, every male from 20 years old and upward, everyone able to go to war, those enrolled of the tribe of Simeon were 59,300. The descendants of Gad, their lineage,
in their clans by their ancestral houses, according to the number of the names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Gad were 45,650. The descendants of Judah, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Judah were 74,600. The descendants of Issachar, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Issachar were 54,400. The descendants of Zebulun, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Zebulun were 57,400. The descendants of Joseph, namely the descendants of Ephraim, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Ephraim were 40,500. The descendants of Manasseh, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Manasseh were 32,200. The descendants of Benjamin, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Benjamin were 35,400. The descendants of Dan, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Dan were 62,700. The descendants of Asher, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Asher were 41,500. The descendants of Naphtali, their lineage, in their clans by their ancestral houses, according to the number of names from 20 years old and upward, everyone able to go to war. Those enrolled of the tribe of Naphtali were 53,400. These were those who were enrolled, whom Moses and Aaron enrolled with the help of the leaders of Israel, 12 men, each representing his ancestral house. So the whole number of the Israelites by their ancestral houses from 20 years old and upward, everyone able to go to war in Israel, their whole number was 603,550. The Levites, however, were not numbered by their ancestral tribe along with them. The Lord had said to Moses, "Only the tribe of Levi you shall not enroll, and you shall not take a census of them with the other Israelites. Rather, you shall appoint the Levites over the tabernacle of the covenant, and over all its equipment, and over all that belongs to it. They are to carry the tabernacle and all its equipment, and they shall tend it, and shall camp around the tabernacle. When the tabernacle is to set out, the Levites shall take it down, and when the tabernacle is to be pitched, the Levites shall set it up, and any outsider who comes near shall be put to death. The other Israelites shall camp in their respective regimental camps by companies, but the Levites shall camp around the tabernacle of the covenant, that there may be no wrath on the congregation of the Israelites, and Levites shall perform the guard duty of the tabernacle of the covenant." The Israelites did so. They did just as the Lord commanded Moses. The order of encampment and marching. The Lord spoke to Moses and Aaron, saying, "The Israelites
shall camp each in their respective regiments under ensigns by their ancestral houses. They shall camp facing the tent of meeting on every side. Those to camp on the east side toward the sunrise shall be of the regimental encampment of Judah by companies. The leader of the people of Judah shall be Nashon, son of Aminadab, with a company as enrolled of 74,600. Those to camp next to him shall be the tribe of Issachar. The leader of the Issacharites shall be Nathaniel, son of Zuar, with a company as enrolled of 54,400. Then the tribe of Zebulun, the leader of the Zebulunites shall be Eliab, son of Helon, with a company as enrolled of 57,400. The total enrollment of the company of Judah by companies is 186,400. They shall set out first on the march. On the south side shall be the regimental encampment of Reuben by companies. The leader of the Reubenites shall be Elizur, son of Shedeur, with a company as enrolled of 46,500. And those to camp next to him shall be the tribe of Simeon. The leader of the Simeonites shall be Shelumiel, son of Surishadai, with a company as enrolled of 59,300. Then the tribe of Gad, the leader of the Gadites shall be Eliasaph, son of Reuel, with the company as enrolled of 45,650. The total enrollment of the camp of Reuben by companies is 151,450. They shall set out second. The tent of meeting with the camp of the Levites shall set out in the center of the camps. They shall set out just as they camp, each in position by their regiments. On the west side shall be the regimental encampment of Ephraim by companies. The leader of the people of Ephraim shall be Elishama, son of Amihud, with a company as enrolled of 40,500. Next to him shall be the tribe of Manasseh. The leader of the people of Manasseh shall be Gamaliel, son of Pedasur, with a company as enrolled of 32,200. Then the tribe of Benjamin. The leader of the Benjaminites shall be Abidan, son of Gideon, with a company as enrolled of 35,400. The total enrollment of the camp of Ephraim by companies is 108,100. They shall set out third on the march. On the north side shall be the regimental encampment of Dan by companies. The leader of the Danites shall be Ahiezer, son of Amishadai, with a company as enrolled of 62,700. Those to camp next to him shall be the tribe of Asher. The leader of the Asherites shall be Pagiel, son of Ochran, with a company as enrolled of 41,500. Then the tribe of Naphtali. The leader of the Naphtalites shall be Ahira, son of Enan, with a company as enrolled of 53,400. The total enrollment of the camp of Dan is 157,600. They shall set out last by companies. This was the enrollment of the Israelites by their ancestral houses. The total enrollment in the camps by their companies was 603,550. Just as the Lord had commanded Moses, the Levites were not enrolled among the other Israelites. The Israelites did just as the Lord had commanded Moses. They camped by regiments and they set out the same way, everyone by clans according to ancestral houses. The sons of Aaron. This is the lineage of Aaron and Moses at the time when the Lord spoke with Moses on Mount Sinai. These are the names of the sons of Aaron: Nadab, the firstborn, and Abihu, Eleazar, and Ithamar. These are the names of the sons of Aaron, the anointed priests, who ordained to minister as priests.
Nadab and Abihu died before the Lord when they offered illicit fire before the Lord in the wilderness of Sinai, and they had no children. Eleazar and Ithamar served as priests in the lifetime of their father Aaron. The duties of the Levites. Then the Lord spoke to Moses, saying, "Bring the tribe of Levi near and set them before Aaron the priest, so that they may assist him. They shall perform duties for him and for the whole congregation in front of the tent of meeting, doing service at the tabernacle. They shall be in charge of all the furnishings of the tent of meeting and attend to the duties for the Israelites as they do service at the tabernacle. You shall give the Levites to Aaron and his descendants. They are unreservedly given to him from among the Israelites. But you shall make a register of Aaron and his descendants. It is they who shall attend to the priesthood, and any outsider who comes near shall be put to death." Then the Lord spoke to Moses, saying, "I hereby accept the Levites from among the Israelites as substitutes for all the firstborn that opened the womb among the Israelites. The Levites shall be mine, for all the firstborn are mine. When I killed all the firstborn in the land of Egypt, I consecrated for my own all the firstborn of Israel, both human and animal. They shall be mine. I am the Lord." ലേവ്യരുടെ ജനസംഖ്യ. സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുൾ ചെയ്തു, 1 മാസവും അതിനു മേലും പ്രായമുള്ള ലേവി പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ച് എടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. കുടുംബമനുസരിച്ച് ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നി, ഷിമൈ. കുടുംബമനുസരിച്ച് കൊഹാത്തിന്റെ പുത്രന്മാർ ഇവരാണ്: അമ്രാം, ഇസ്യാർ, ഹെബ്രോൻ, ഉസിയേൽ. കുടുംബമനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവയാണ് പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ. ലിബ്നിയരുടെയും ഷിമയരുടെയും കുടുംബങ്ങളുടെ ഉദ്ഭവം ഗർഷോനിൽ നിന്നാണ്. ഇവയാണ് ഗർഷോന്യ കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500. ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിന്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിന്റെ മകൻ എലിഫാസിന്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം, കൂടാരം, അതിന്റെ ആവരണം, വാതിലിന്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ, അങ്കണവാതിലിന്റെ വരിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. അമ്രാമ്യർ, ഇസ്ഹായർ, ഹെബ്രോന്യർ, ഉസ്ലിയർ എന്നിവർ കൊഹാത്തിന്റെ നിന്ന് ജനിച്ച കുടുംബങ്ങളാവുന്നു. 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 8600. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ്. കൊഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിന്റെ തെക്കുവശത്താണ് പാളയമടിക്കേണ്ടത്. അവരുടെ നേതാവ് ഉസിയേലിന്റെ മകൻ എലിസാഫാൻ ആണ്. പേടകം, മേശ, വിളക്കുകാല്, ബലിപീഠങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തിരശ്ശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ്. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിന് ലേവ്യരുടെ നേതാക്കളുടെ നേതൃത്വം, വിശ്വസ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. മഹ്ലി, മൂഷി എന്നീ കുടുംബങ്ങൾ മെറാറിയിൽ നിന്നുണ്ടായി. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. അവയിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 6200. മെറാറി ഗോത്രത്തിന്റെ തലവൻ അബിഹേലിന്റെ മകൻ സൂരിയേലായിരുന്നു. കൂടാരത്തിന് വടക്കു ഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിന്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാദകൂടങ്ങൾ, മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിന്റെ തൂണുകൾ, അവയുടെ പാദകൂടങ്ങൾ, കുറ്റികൾ, ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം. സമാഗമ കൂടാരത്തിന് മുമ്പിൽ കിഴക്ക് വശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവന്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി 1 മാസവും അതിനു മേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണം എടുത്തപ്പോൾ സംഖ്യ 20000 ആയിരുന്നു. ലേവ്യർ ജാതർക്ക് പകരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനങ്ങളിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും പേര് വിളിച്ചെണ്ണുക. ഇസ്രായേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ലേവ്യരെ എനിക്കായി മാറ്റി നിർത്തുക. അതുപോലെ ഇസ്രായേലിയരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക. ഞാനാണ് കർത്താവ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിയുടെ ആദ്യ ജാതന്മാരെയെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി. 1 മാസവും അതിനുമേലും പ്രായമുള്ള ആദ്യജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ച് എണ്ണിയപ്പോൾ 20283
83 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിയരുടെ ആദിജാതന്മാർക്ക് പകരം ലേവ്യരെ എടുക്കുക, അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും. ലേവ്യർ എനിക്കുള്ളവരാണ്, ഞാനാണ് കർത്താവ്. ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള 273 ഇസ്രായേൽ ജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് 5 ഷെക്കൽ വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അഹ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് 20 കേരായാലാണ് 1 ഷെക്കൽ. ലേവ്യരാൽ വീണ്ടെടുക്കപ്പെടാത്ത അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു. ഇസ്രായേലിലെ ആദ്യജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിന്റെ കണക്കനുസരിച്ച് 1365 ഷെക്കൽ മോശ പിരിച്ചെടുത്തു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മോശ വീണ്ടെടുപ്പിലെ അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു. കൊഹാത്യരുടെ കടമകൾ. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്കെടുക്കുക. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കൊഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് തിരശ്ശീലയച്ച് അതുകൊണ്ട് സാക്ഷിപേടകം മൂടണം. അതിന് മീതെ ആട്ടിൻതോല് കൊണ്ടുള്ള ആവരണവും നീല നിറത്തുള്ള മറ്റൊരു ആവരണവും ഇടണം. പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. തിരുസന്നിധാന മേശയിൽ നീല തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വെക്കണം. ദിനം തോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കണം. അവയുടെ മേൽ ചെമ്മന്ന തുണി വിരിച്ച് ആട്ടിൻതോല് പൊതിയണം. മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. നീല തുണി കൊണ്ട് വിളക്കുകൾ, തിരിമുറിക്കാനുള്ള കത്രികകൾ, തട്ടങ്ങൾ, എണ്ണപാത്രങ്ങൾ ഇവ മൂടണം. അതിന്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം. സുവർണ ബലിപീഠത്തിന്മേൽ നീല തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീല തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂട്ടിൽ സ്ഥാപിക്കണം. ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമന്ന തുണി വിരിക്കണം. ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടുകൾ, കോരികകൾ, തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വെക്കണം. അതിനു മുകളിൽ ആട്ടിൻതോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി കൊഹാത്യർ വരണം. എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്, സ്പർശിച്ചാൽ മരിക്കും. ഇവയെല്ലാമാണ് കൊഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ. പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ, സുഗന്ധധൂപം, അനുദിന ധാന്യ ബലിക്കുള്ള സാധനങ്ങൾ, അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം. കൂടാരത്തിന്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിന്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, കൊഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത്. അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം. എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണ നേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്, നോക്കിയാൽ അവർ മരിക്കും. ഗർഷോന്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ഗർഷോന്യരുടെ കണക്കെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക. ഗർഷോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിനുമുള്ള പങ്കിതാണ്: കൂടാരവിരികൾ, സമാഗമ കൂടാരം, അതിന്റെ ആവരണം, കൂടാരവാതിലിന്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ, അങ്കണ കവാടത്തിലെ യവനിക, അവയുടെ ചരടുകൾ, അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം. ഭാരം വഹിക്കലും ഇതര സേവനങ്ങളും എടുക്കാം. തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഗർഷോന്യർ അഹ്റോന്റെയും പുത്രന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർഷോന്യർ ചെയ്യേണ്ട ജോലികൾ. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്തമാറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി. മെറാരിയുടെ കടമകൾ. കുലവും കുടുംബവും അനുസരിച്ച് മെറാരിയുടെ എണ്ണം എടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുള്ളവരുടെ എണ്ണം എടുക്കുക. സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ്: കൂടാരത്തിന്റെ ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകൂടങ്ങൾ, ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ, അവയുടെ പാദകൂടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ, ഇവയോടനുബന്ധിച്ചുള്ള മറ്റു സാമഗ്രികൾ, അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം. ഇവയെല്ലാമാണ് മെരാരിയർ പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്തമാറിന്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ. ലേവ്യരുടെ എണ്ണം. സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ 30 മുതൽ 50 വരെ വയസ്സും സേവനശേഷിയുമുള്ള കൊഹാത്യരിൽ കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തി. കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം 2750 ആയിരുന്നു.
മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി കൊഹാത്യ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഗർശോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് 2630 ആയിരുന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഗർശോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ള കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മെറാരിയരുടെ എണ്ണം അവരുടെ കുടുംബം അനുസരിച്ച് 3200 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി എണ്ണത്തിട്ടപ്പെടുത്തിയതാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള ലേവ്യരെയും മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ 8580 പേരുണ്ടായിരുന്നു. കർത്താവിന്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു. 5 അശുദ്ധരെ അകറ്റുക. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും ശരീരം തൊട്ട അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക. ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. നഷ്ടപരിഹാരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിന്റെ 5-1 കൂടെ ഞാൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരും ഇല്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം. അത് പുരോഹിതനുള്ളതായിരിക്കും. അവന് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാട്ടിന് പുറമെയാണിത്. ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും. ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും. പുരോഹിതനെ ഏൽപ്പിക്കുന്നത് എന്തും അവനുള്ളതാണ്. ഭാര്യയെ സംശയിച്ചാൽ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരാളുടെ ഭാര്യ വഴിപിഴച്ച് അവിശ്വസ്തയെ പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോട് അതിശയിക്കുകയും അത് ഭർത്താവിന്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കുകയും അവൾ അശുദ്ധയെങ്കിലും പ്രവൃത്തി മധ്യേ പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്ന് വരാം. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധയല്ലെങ്കിലും അസൂയ കൊണ്ട് സംശയിക്കുകയോ ചെയ്തെന്ന് വരാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന് മുമ്പിൽ ഹാജരാക്കണം. അവൾക്ക് വേണ്ടി കാഴ്ചയായി 10-1 ഏഫ ബാർലി മാവും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തിരിക്കം ഇടുകയോ അരുത്. കാരണം അത് സംശയ നിവാരണത്തിലുള്ള ധാന്യബലിയാണ്, സത്യം വെളിപ്പെടുന്നതിനുള്ള ധാന്യബലി. പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലം എടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ച് പൊടി അതിലിടണം. പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാരശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വെക്കണം. ശാപം വരുത്തുന്ന കൈപ്പിനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം. അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം, ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കൈപ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ. എന്നാൽ നീ ഭർത്താവിന്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ ശുദ്ധിയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അരശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവും ശാപവും ആക്കി തീർക്കട്ടെ. അത് പറഞ്ഞ് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിപ്പിക്കണം. ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കിടന്ന് മഹോദരം വരുത്തുകയും അരശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിൽ കഴുകിക്കളയണം. ശാപം വമിക്കുന്ന ആ കയ്പ് നീര് അവളെ കുടിപ്പിക്കണം. അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെ കൊണ്ട് കൈപ്പിനീർ കുടിപ്പിക്കുകയും വേണം. അവൾ അശുദ്ധയായി ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അരശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവായി തീരുകയും ചെയ്യും. എന്നാൽ അശുദ്ധയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപം ഏൽക്കുകയില്ല, വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല. പാതിവൃത്യശങ്ക ഉണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത്. ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴി പിഴിച്ച് സ്വയം അശുദ്ധയാകുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ അവിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ പുരോഹിതന് മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം. പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും. സ്ത്രീ തന്റെ അകൃത്യത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും.
വ്രതം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസിർ വ്രതം എടുക്കുന്നയാൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം. വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം. അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത്. മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിങ്ങ തിന്നുകയോ അരുത്. വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിന്നരുത്. ക്ഷൗരക്കത്തി വ്രതകാലത്ത് അവന്റെ തലയിൽ സ്പർശിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലം അത്രേ വിശുദ്ധി പാലിക്കണം. മുടി വളർത്തണം. വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത്. പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത്. എന്നാൽ ദൈവത്തിന്റെ മുമ്പിലെടുത്ത വ്രതത്തിന്റെ ചിഹ്നം അവന്റെ ശിരസിലുണ്ട്. വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ്. ആരെങ്കിലും അവന്റെ അടുത്ത് വെച്ച് പെട്ടെന്ന് മരിച്ചത് കൊണ്ട് അവന്റെ വ്രതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ഡനം ചെയ്യണം. 7-ാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത്. 8-ാം ദിവസം 2 ചങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതന്റെ അടുത്ത് സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ അവയിൽ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലമുണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം. അന്നു തന്നെ അവൻ തന്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം. വ്രതകാലം മുഴുവൻ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കണം. അതോടൊപ്പം 1 വയസ്സുള്ള ചെമ്മരിയാട്ടിൻ മുട്ടനെ പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. അശുദ്ധമായി പോയതുകൊണ്ട് മുൻ ദിവസങ്ങൾ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും. നാസിർ വ്രതം നിർമ്മിച്ചവരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്. സമാഗമ വാതിൽക്കൽ അവനെ കൊണ്ടുവരണം. അവൻ 1 വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാട്ടിൻ മുട്ടനെ ദഹനബലിയായും 1 വയസ്സുള്ള പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം. പുളിപ്പില്ലാത്ത 1 കുട്ട അപ്പം, നേർത്ത മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം, അവയ്ക്ക് ചേർന്ന ധാന്യബലി, പാനീയ ബലി എന്നിവയും കർത്താവിന് കാഴ്ചവെക്കണം. പുരോഹിതൻ അവയെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വ്രതസ്ഥനുള്ള പാപപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം. മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയെ കർത്താവിന് സമർപ്പിക്കണം. ഭോജന ബലിയും പാനീയ ബലിയും അർപ്പിക്കണം. നാസിർ വ്രതസ്ഥൻ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാരത്തിൽ വെച്ച് മുണ്ഡനം ചെയ്ത് അതിൽ നിന്ന് മുടിയെടുത്ത് സമാധാന ബലിയുടെ തീയിൽ അർപ്പിക്കണം. അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിന്റെ വേവിച്ച കൈക്കുറക്കും കുട്ടയിൽ നിന്ന് പുളപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമായി അർപ്പിക്കണം. അവയും നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കാൽ കുറക്കും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ്. ഇവയ്ക്ക് ശേഷം നാസിർ വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം. ഇതാണ് നാസിർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം. തന്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമെ നാസിർ വ്രതസ്ഥന്റെ നിയമത്തിന് പ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം. താൻ എടുത്തിരിക്കുന്ന നാസിർ വ്രതത്തിന്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം. പുരോഹിതന്റെ ആശീർവാദം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. അധ്യായം 7. കൂടാര പ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ. മോശ കൂടാരം സ്ഥാപിച്ചതിനു ശേഷം അതും അതിന്റെ സാമഗ്രികളും ബലിപീഠവും അതിന്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശദീകരിച്ചു. അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കൾ കാഴ്ചകൾ കൊണ്ടുവന്ന് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചു. 2 നേതാക്കന്മാർക്ക് 1 വണ്ടിയും ഒരാൾക്ക് 1 കാളയും എന്ന കണക്കിന് മൂടിയുള്ള 6 വണ്ടികളും 12 കാളകളും അവർ കൂടാരത്തിന് മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തരുടെയും കർത്തവ്യം അനുസരിച്ച് കൊടുക്കുക. മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ച് ലേവ്യർക്ക് കൊടുത്തു. ഗർഷോന്റെ പുത്രന്മാർ അവരുടെ ജോലിക്കനുസരിച്ച് 2 വണ്ടികളും 4 കാളകളും കൊടുത്തു. പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്തമാറിന്റെ നേതൃത്വത്തിൽ മെരാരിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 4 വണ്ടികളും 8 കാളകളും കൊടുത്തു. എന്നാൽ കൊഹാത്തിന്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല. കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അവന് മുമ്പാകെ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം.
ഒന്നാം ദിവസം യൂദാ ഗോത്രത്തിലെ അമിനാദാബിന്റെ മകൻ നഹ്ഷോൻ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ. ഇതാണ് അമിനാദാബിന്റെ മകൻ നഹ്ഷോൻ സമർപ്പിച്ച കാഴ്ച. രണ്ടാം ദിവസം ഇസ്സാഖാർ ഗോത്രത്തിന്റെ നേതാവും സുവാറിന്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് സുവാറിന്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച. മൂന്നാം ദിവസം സെബലൂൺ ഗോത്രത്തിന്റെ നേതാവും ബേലോന്റെ മകനുമായ ഏലിയാബ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത് നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് ഹേലോന്റെ പുത്രൻ എലിയാബ് സമർപ്പിച്ച കാഴ്ച. നാലാം ദിവസം റൂബൻ ഗോത്രത്തിന്റെ നേതാവും യൂറിന്റെ മകനുമായ എലിസൂർ കാഴ്ച അർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഷെദേയൂറിന്റെ മകൻ എലിസൂർ സമർപ്പിച്ച കാഴ്ച. അഞ്ചാം ദിവസം ശിമയോൻ ഗോത്രത്തിന്റെ നേതാവും സുരിഷദ്ദായിയുടെ മകനുമായ ഷിലൂമിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് സുരിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേൽ സമർപ്പിച്ച കാഴ്ച. ആറാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും റെവുവേലിന്റെ മകനുമായ എലിയാസാഫ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് റെവുവേലിന്റെ മകൻ എലിയാസാഫ് സമർപ്പിച്ച കാഴ്ച. ഏഴാം ദിവസം എഫ്രായിം ഗോത്രത്തിന്റെ നേതാവും അമ്മിഹൂദിന്റെ മകനുമായ എലിഷമ കാഴ്ച അർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ സമർപ്പിച്ച കാഴ്ച.
8-ാം ദിവസം മനാസെ ഗോത്രത്തിന്റെ നേതാവും പെദാസൂറിന്റെ മകനുമായ ഗമാലിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തിളക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർന്ന നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായ ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായ ഒരു കോലാട്ടിൻകുട്ടി, സമാധാന ബലിക്കായ 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് പെദാസൂറിന്റെ മകൻ ഗമാലിയേൽ സമർപ്പിച്ച കാഴ്ച. 9-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ നേതാവും ഗിദെയോനിയുടെ മകനുമായ അബിദാൻ കാഴ്ച അർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായ ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായ ഒരു ആൺകോലാട്, സമാധാന ബലിക്കായ 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഗിദെയോനിയുടെ പുത്രൻ അബിദാൻ സമർപ്പിച്ച കാഴ്ച. 10-ാം ദിവസം ദാൻ ഗോത്രത്തിന്റെ നേതാവും അമിഷദ്ദായുടെ മകനുമായ അഹിയേസർ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായ ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായ ഒരു ആൺകോലാട്, സമാധാന ബലിക്കായ 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമിഷദ്ദായുടെ മകൻ അഹിയേസർ സമർപ്പിച്ച കാഴ്ച. 11-ാം ദിവസം ആഷർ ഗോത്രത്തിന്റെ നേതാവും ഒക്രാന്റെ മകനുമായ പഗിയേൽ കാഴ്ച അർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹൻ ബലിക്കായ ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായ ഒരു ആൺകോലാട്, സമാധാന ബലിക്കായ 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഒക്രാന്റെ മകൻ പഗിയേൽ സമർപ്പിച്ച കാഴ്ച. 12-ാം ദിവസം നഫ്താലി ഗോത്രത്തിന്റെ നേതാവും ഏനാന്റെ മകനുമായ അഹീറ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായ ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായ ഒരു ആൺകോലാട്, സമാധാന ബലിക്കായ 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഏനാന്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ്: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 പൊൻകലശങ്ങൾ. ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം 130 ഷെക്കൽ, ഓരോ വെള്ളിക്കിണ്ണത്തിന്റെയും തൂക്കം 70 ഷെക്കൽ. അങ്ങനെ വെള്ളിപ്പാത്രങ്ങളുടെ ആകെ തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 2400 ഷെക്കൽ. സുഗന്ധദ്രവ്യം നിറച്ച 12 പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം 10 ഷെക്കൽ. കലശങ്ങളുടെ ആകെ തൂക്കം 120 ഷെക്കൽ. ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 12 കാളകൾ, 12 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള 12 ആൺചെമ്മരിയാടുകൾ, പാപപരിഹാര ബലിക്ക് 12 ആൺകോലാടുകൾ, സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 24 കാളകൾ, 60 മുട്ടാടുകൾ, 60 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 60 ആൺചെമ്മരിയാടുകൾ. ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിന്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു. കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷിപേടകത്തിന്റെ മുകളിൽ 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്നൊരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു. അധ്യായം 8. ദീപസജ്ജീകരണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ദീപം കൊളുത്തുമ്പോൾ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരത്തക്ക വിധം 7 വിളക്കുകളും ക്രമപ്പെടുത്തണമെന്ന് അഹ്റോനോട് പറയുക. അഹ്റോൻ അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരക്കുമാറ് വിളക്കുകൾ ക്രമപ്പെടുത്തി. ചുവട് മുതൽ ശിഖരങ്ങൾ വരെ സ്വർണം അടിച്ചു പരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകാൽ. കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയത്. ലേവ്യരുടെ സമർപ്പണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക,
ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം. അനന്തരം ഒരു കാളക്കുട്ടിയും ധാന്യബലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ. പാപപരിഹാര ബലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം. ലേവ്യരെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചു കൂട്ടുകയും വേണം. ലേവ്യരെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈവയ്ക്കണം. ഇസ്രായേൽ ജനത്തിന്റെ നീരാജനമായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹ്റോൻ ലേവ്യരെ അവിടത്തേക്ക് സമർപ്പിക്കണം. ലേവ്യർ കാളക്കുട്ടികളുടെ തലയിൽ കൈവയ്ക്കണം. അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികൾ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും നീ കർത്താവിന് അർപ്പിക്കണം. അഹ്റോന്റെ പുത്രന്മാരുടെ ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് നീരാജനമായി അർപ്പിക്കുക. ഇപ്രകാരം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ലേവ്യരെ നീ വേർതിരിക്കണം. അവർ എന്റേതായിരിക്കും. ശുദ്ധീകരിക്കുകയും നീരാജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ലേവ്യർ അകത്ത് പ്രവേശിക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ പൂർണ്ണമായും എനിക്കുള്ളവരാണ്. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ്. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവർക്ക് വേണ്ടി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി അവരിൽ നിന്ന് ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തത് അഹ്റോനും പുത്രന്മാർക്ക് ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവ്യരെ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ലേവ്യർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു. വസ്ത്രമലക്കി അഹ്റോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു. അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു. അനന്തരം സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അഹ്റോനെയും പുത്രന്മാരെയും സഹായിക്കാൻ ലേവ്യർ അകത്ത് പ്രവേശിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവ്യരോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ലേവ്യരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്. 25 അതിനുമേലും വയസ്സുള്ള ലേവ്യരെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം. 50 വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം. പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം. അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല. ലേവ്യരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം. അധ്യായം 9. രണ്ടാമത്തെ പെസഹ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം വർഷം 1-ാം മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആഘോഷിക്കണം. ഈ മാസം 14-ാം ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരിക്കുമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു. അങ്ങനെ അവർ 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം സീനായ് മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു. ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു. അവർ മോശയുടെയും അഹ്റോന്റെയും അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി. എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെയും മറ്റാളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ? മോശ പറഞ്ഞു, കർത്താവ് തന്റെ ഹൃദയം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം. 2-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം. പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത്. മൃഗത്തിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും വരുത്. നിയമങ്ങൾ അനുസരിച്ച് അവർ പെസഹ ആചരിക്കണം. എന്നാൽ ഒരുവൻ അശുദ്ധനല്ല, യാത്രയിലുമല്ല എങ്കിലും പെസഹ ആചരിക്കൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുവെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തത് കൊണ്ട് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അവൻ തന്റെ പാപത്തിന്റെ ഫലം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശി കർത്താവിന് പെസഹ ആചരിക്കുന്നുവെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവൻ അത് നിർവഹിക്കണം. പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ. കൂടാരമുകളിൽ മേഘം. സാക്ഷി കൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. മേഘം ദീർഘനാൾ കൂടാരത്തിന് മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിന് മുകളിൽ നിന്നു. അപ്പോഴും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു.
അവിടുത്തെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം നിൽക്കും. പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും. മേഘം 2 ദിവസമോ 1 മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിന് മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും. മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണ് അവർ പാളയം അടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത്. അവിടുന്ന് മോശ വഴി നൽകിയ കൽപ്പന അനുസരിച്ച് അവർ പ്രവർത്തിച്ചു. The silver trumpets. The Lord spoke to Moses, saying, "Make 2 silver trumpets. You shall make them of hammered work, and you shall use them for summoning the congregation and for breaking camp. When both are blown, the whole congregation shall assemble before you at the entrance of the tent of meeting. But if only one is blown, then the leaders, the heads of the tribes of Israel, shall assemble before you. When you blow an alarm, the camps on the east side shall set out. When you blow a second alarm, the camps on the south side shall set out. An alarm is to be blown whenever they are to set out. But when the assembly is to be gathered, you shall blow, but you shall not sound an alarm. The sons of Aaron, the priests, shall blow the trumpets. This shall be a perpetual institution for you throughout your generations. When you go to war in your land against the adversary who oppresses you, you shall sound an alarm with the trumpets, so that you may be remembered before the Lord your God and be saved from your enemies. Also, on your day of rejoicing at your appointed festivals and at the beginning of your months, you shall blow the trumpet over your burnt offering and over your sacrifices of well-being. They shall serve as a reminder on your behalf before the Lord your God. I am the Lord your God. Departure from Sinai. In the 2nd year, in the 2nd month, on the 20th day of the month, the cloud lifted from over the tabernacle of the covenant. Then the Israelites set out by stages from the wilderness of Sinai, and the cloud settled down in the wilderness of Paran. They set out for the first time at the command of the Lord by Moses. The standard of the camp of Judah set out first, company by company, and over the whole company was Nashon, son of Aminadab. Over the company of the tribe of Issachar was Nathaniel, son of Zuar, and over the company of the tribe of Zebulun was Eliab, son of Helon. Then the tabernacle was taken down, and the Gershonites and Merarites who carried the tabernacle set out. Next, the standard of the camp of Reuben set out, company by company, and over the whole company was Elizur, son of Shedeur. Over the company of the tribe of Simeon was Shelumiel, son of Surishadai, and over the company of the tribe of Gad was Eliasaph, son of Deuel. Then the Kohathites, who carried the holy things, set out, and the tabernacle was set up before their arrival. Next, the standard of the Ephraimite camp set out, company by company, and over the whole company was Elishama, son of Amihud. Over the company of the tribe of Manasseh was Gamaliel, son of Pedasur, and over the company of the tribe of Benjamin was Abidan, son of Gideoni. Then the standard of the company of Dan, acting as the rear guard of all the camps, set out, company by company, and over the whole company was Ahiezer, son of Amishadai. Over the company of the tribe of Asher was Pagiel, son of Okran, and over the company of the tribe of Naphtali was Ahira, son of Enan. This was the order of march of the Israelites, company by company, when they set out. Moses said to Hobab, son of Reuel, the Midianite, Moses' father-in-law, "We are setting out for the place of which the Lord said, 'I will give it to you.' Come with us, and we will treat you well, for the Lord has promised good to Israel." But he said to him, "I will not go, but I will go back to my own land and to my kindred."
He said, "Do not leave us, for you know where we should camp in the wilderness, and you will serve as eyes for us. Moreover, if you go with us, whatever good the Lord does for us, the same will do for you." So they set out from the mount of the Lord, 3 days' journey, with the ark of the covenant of the Lord going before them, 3 days' journey, to seek out a resting place for them. The cloud of the Lord being over them by day when they set out from the camp. Whenever the ark set out, Moses would say, "Arise, O Lord, let your enemies be scattered, and your foes flee before you." And whenever it came to rest, he would say, "Return, O Lord of the 10,000 of Israel," complaining in the desert. Now when the people complained in the hearing of the Lord about their misfortunes, the Lord heard it, and his anger was kindled. Then the fire of the Lord burned against them and consumed some outlying parts of the camp. But the people cried out to Moses, and Moses prayed to the Lord, and the fire abated. So the place was called Taberah, because the fire of the Lord burned against them. The rabble among them had a strong craving, and the Israelites also wept again and said, "If only we had meat to eat. We remember the fish we used to eat in Egypt for nothing, the cucumbers, the melons, the leeks, the onions, and the garlic. But now our strength is dried up, and there is nothing at all but this manna to eat, to look at." Now the manna was like coriander seed, and its color was like the color of gum resin. The people went around and gathered it, ground it in mills or beat it in mortars, then boiled it in pots and made cakes of it. And the taste of it was like the taste of cakes baked with oil. When the dew fell on the camp in the night, the manna would fall with it. Moses heard the people weeping throughout their families, all at the entrances of their tents. Then the Lord became very angry, and Moses was displeased. So Moses said to the Lord, "Why have you treated your servant so badly? Why have I not found favor in your sight, that you lay the burden of all this people on me? Did I conceive all of this people? Did I give birth to them, that you should say to me, 'Carry them in your bosom, as a nurse carries a sucking child, to the land that you promised an oath to their ancestors? Where am I to get meat to give all these people? For they come weeping at me and say, Give us meat to eat. I am not able to carry all these people alone, for they are too heavy for me. If this is the way you are going to treat me, put me to death at once, if I have found favor in your sight, and do not let me see my misery." So the Lord said to Moses, "Gather for me 70 of the elders of Israel, whom you know to be the elders of the people and officers over them. Bring them to the tent of meeting and have them take their place there with you. I will come down and talk with you there, and I will take some of the spirit that is on you and put it on them. And they shall bear the burden of the people along with you, so that you will not bear it all by yourself. And say to the people, Consecrate yourself for tomorrow, and you shall eat meat, for you have wailed in the hearing of the Lord, saying, If only we had meat to eat. Surely it was better for us in Egypt. Therefore the Lord will give you meat, and you shall eat. You shall eat not only 1 day, or 2 days, or 5 days, or 10 days, or 20 days, but for a whole month, until it comes out of your nostrils and becomes loathsome to you. Because you have rejected the Lord who is among you, and have wailed before him, saying, Why did we ever leave Egypt? But Moses said, The people I am with number 600,000 on foot, and you say, I will give them meat, that they may eat for a whole month. Are there enough flocks and herds to slaughter for them? Are there enough fish in the sea to catch for them? The Lord said to Moses, Is the Lord's power limited? Now you shall see whether my word will come true or not. So Moses went out and told the people the words of the Lord, and he gathered 70 elders of the peoples and placed them all around the tent. Then the Lord came down in the cloud and spoke to him,
and took some of the spirit that was on him and put it on the 70 elders. And when the spirit rested upon them, they prophesied. But they did not do so again. 2 men remained in the camp, one named Eldad and the other named Medad. And the spirit rested on them. But they were among those registered, but they had not gone out to the tent. And so they prophesied in the camp. And a young man ran and told Moses, Eldad and Medad are prophesying in the camp. And Joshua, son of Nun, the assistant of Moses, one of his chosen men, said, My lord Moses, stop them. But Moses said to him, Are you jealous for my sake? Would that all the Lord people were prophets, and that the Lord would put his spirit on them? And Moses and the elders of Israel returned to the camp. Then a wind went from the Lord, and it brought quails from the sea and let them fall beside the camp. About a day's journey on this side and a day's journey on the other side, all around the camp, about 2 cubits deep on the ground. So the people worked all the day and night and all the next day, gathering the quails. The least anyone gathered was 10 homers, and they spread them out for themselves all around the camp. But while the meat was still between their teeth, before it was consumed, the anger of the Lord was kindled against the people, and the Lord struck the people with a very great plague. So that place was called Kibroth Hattavan. Wow. Because there they buried the people who had the craving. From Kibroth Hattawa, the people journeyed to Hazeroth. While they were at Hazeroth, Miriam and Aaron spoke against Moses because of the Cushite woman whom he had married, for he had indeed married a Cushite woman. And they said, Has the Lord spoken only through Moses? Has he not spoken through us also? And the Lord heard it. Now the man Moses was very humble, more so than anyone else on the face of the earth. Suddenly the Lord came to Moses, Aaron, and Miriam. Come out, you 3, to the tent of meeting. So the 3 of them came out. Then the Lord came down in a pillar of cloud and stood at the entrance of the tent and called Aaron and Miriam, and they both came forward. And he said, Hear my words. When there are prophets among you, I, the Lord, make myself known to them in visions. I speak to them in dreams. Not so with my servant Moses. He is entrusted with all my house. With him I speak face to face, clearly, not in riddles, and he beholds the form of the Lord. Why then were you not afraid to speak against my servant Moses? And the anger of the Lord was kindled against them, and he departed. When the cloud went away from the tent, Miriam had become leprous, as white as snow. And Aaron turned towards Miriam and saw that she was leprous. Then Aaron said to Moses, O my Lord, do not punish us for a sin that we have so foolishly committed. Do not let her be like one stillborn, whose flesh is half consumed when it comes out of its mother's womb. And Moses cried to the Lord, O God, please heal her. But the Lord said to Moses, If her father had but spit in her face, would she not bear her shame for 7 days? Let her be shut out of the camp for 7 days, and after that she may be brought in again. So Miriam was shut out of the camp for 7 days, and the people did not set out on the march until Miriam had been brought in again. After that, the people set out from the Hazeroth and camped in the wilderness of Para. The Lord spoke to Moses, saying, Send men to spy out the land of Canaan, which I am giving to the Israelites. From each of their ancestral tribes you shall send a man, every one a leader among them. So Moses sent them from the wilderness of Paran according to the command of the Lord, all of them leading among the Israelites. These were their names. From the tribe of Reuben, Shammua, son of Sakur. From the tribe of Simeon, Shaphat, son of Hori.
From the tribe of Judah, Caleb, son of Jephunneh. From the tribe of Issachar, Igal, son of Joseph. From the tribe of Ephraim, Hoshea, son of son of Nun. From the tribe of Benjamin, Palti, son of Raph. From the tribe of Zebulun, Gadiel, son of Sodi. From the tribe of Joseph, that is from the tribe of Manasseh, Gadi, son of Susi. From the tribe of Dan, Amiel, son of Gemali. From the tribe of Asher, Sethur, son of Micah. From the tribe of Naphtali, Nahbi, son of Wofsi. From the tribe of Gad, Geuel, son of Machi. These were the names of the men whom Moses sent to spy out the land. And Moses changed the name of Hoshea, son of Nun, to Joshua. Moses sent them to spy out the land of Canaan and said to them, "Go up there into the Negev and go up into the hill country and see what the land is like, and whether the people who live in it are strong or weak, whether they are few or many, and whether the land they live in is good or bad, and whether the towns that they live in are unwalled or fortified, and whether the land is rich or poor, and whether there are trees in it or not. Be bold and bring some of the fruit of the land." Now it was the season of the first ripe grapes. So they went up and spied out the land from the wilderness of Zin to Rehob, near Lebohama. They went up into the Negev and came to Hebron and Ahiman, Sheshai and Talmai. The Anakites were there. Hebron was built 7 years before Zoan in Egypt. And they came to the Wadi Eshcol and cut down from there a branch with a single cluster of grapes, and they carried it on a pole between two of them. They also brought some pomegranates and figs. The place was called the Wadi Eshcol because of the cluster that the Israelites cut down from there. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ വന്ന് മോശയെയും അഹറോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു, "നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നതാണത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കിന്റെ വർഗ്ഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്യർ നെഗബിലും, ഹിതര്യരും, ജബുസ്യരും, അമോര്യരും പർവ്വതങ്ങളിലും, കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു." മോശയുടെ ചുറ്റും കൂടി ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു, "നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, "ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അധികായന്മാർ. നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം." അധ്യായം 14. ജനം പരാതിപ്പെടുന്നു. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, "ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കിരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്." അവർ പരസ്പരം പറഞ്ഞു, "നമുക്കൊരു തലവനെ തിരഞ്ഞെടുത്ത് അവന്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം." അപ്പോൾ മോശയും അഹറോനും അവിടെ ഒന്നിച്ചുകൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. ദേശം ഒറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷയും യെഫുന്നയുടെ മകൻ കാലബും തങ്ങളുടെ വസ്ത്രം കീറി അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, "ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങൾ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല." എന്നാൽ ജോഷയെ
യോശുവയെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. മോശയുടെ മധ്യസ്ഥം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്രനാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ ഇതേപ്പറ്റി കേൾക്കും. അവിടുത്തെ ശക്തമായ കരമാണല്ലോ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ ദേശത്ത് വസിക്കുന്നവരോടും അവർ ഇക്കാര്യം പറയും. കർത്താവേ, അങ്ങ് ഈ ജനത്തിന്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിട്ടുണ്ട്. കാരണം ഈ ജനം അങ്ങേ അഭിമുഖം കാണുന്നു. അവിടുത്തെ മേഘം ഇവരുടെ മുകളിൽ എപ്പോഴും നിൽക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും കൊണ്ട് അവിടുന്ന് ഇവർക്ക് വഴികാട്ടുന്നു. അതിനാൽ ഒരൊറ്റയാളെ എന്ന പോലെ അങ്ങ് ഈ ജനത്തെ സംഹരിച്ചു കളഞ്ഞാൽ അങ്ങയുടെ പ്രശസ്തി കേട്ടിട്ടുള്ള ജനതകൾ പറയും, അവർക്ക് കൊടുക്കാമെന്ന് സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ കർത്താവിന് കഴിവില്ലാത്തത് കൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവൻ അവരെ കൊന്നുകളഞ്ഞു. കർത്താവെ, അങ്ങ് അതിൽ ചെയ്തിട്ടുള്ളത് പോലെ അങ്ങയുടെ ശക്തി വലുതാണെന്ന് പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3-4 തലമുറ വഴി ശിക്ഷിക്കുന്നവനുമാണെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ കാരുണ്യത്തിന് യോജിച്ച വിധം ഈജിപ്റ്റ് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു. അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു, നിന്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ഞാനാണേ ഭൂമി നിറഞ്ഞിരിക്കുന്ന എന്റെ മഹത്വമാണേ കർത്താവായ ഞാൻ പറയുന്നു. എന്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എന്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലെബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. താഴ്വരയിൽ അമേലിയക്കരും കനാന്യരും പാർക്കുന്നത് കൊണ്ട് നാളെ ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് പിന്തിരിയുക. കർത്താവ് മോശയോട് അഹ്റോനോട് അരുൾ ചെയ്തു, വഴിപിഴച്ച ഈ സമൂഹം എത്രനാൾ എനിക്കെതിരെ പിറുപിറുക്കും? എനിക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുക, ജീവിക്കുന്നവനായ ഞാൻ ശബ്ദം ചെയ്യുന്നു. ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെ വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യെഫുന്നെയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷയും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞുതിരിയും. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി 1 ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് കാട്ടിയ വിശ്വസ്തയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും. കർത്താവായി ഞാനാണ് പറയുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ ഈ കൂട്ടത്തോട് തീർച്ചയായും ഞാനിത് ചെയ്യും. അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും. ദേശം ഉറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങി വന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പിറുപിറുക്കാനിടയാക്കുകയും ചെയ്തവർ മഹാമാരി ബാധിച്ച് കർത്താവിന് മുമ്പിൽ മരിച്ചു വീണു. ഉറ്റുനോക്കാൻ പോയവരിൽ നൂനിന്റെ മകനായ ജോഷയും യെഫുന്നെയുടെ മകൻ കാലെബും മരിച്ചില്ല. മോശ ഇക്കാര്യം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അവർ ഏറെ വിലപിച്ചു. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് അവർ മലമുകളിലേക്ക് പോകാൻ ഒരുങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി. എന്നാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഇപ്പോഴിതാ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിന് കർത്താവിന്റെ കൽപ്പന ലംഘിക്കുന്നു? അതൊരിക്കലും വിജയിക്കുകയില്ല. ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ മുകളിലേക്ക് കയറരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളോട് കൂടെ ഇല്ല. അമലേക്യരും കാനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും. നിങ്ങൾ അവരുടെ വാളിനിരയാകും. കർത്താവ് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാതിരുന്നിട്ടും അവർ ധിക്കാരപൂർവ്വം മലയിലേക്ക് കയറി. മലയിൽ പാർത്തിരുന്ന അമലേക്യരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ ഹോർമ വരെ തോൽപ്പിച്ചോടിച്ചു. കർത്താവിനോടുള്ള കാഴ്ചകൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ അധിവസിക്കാൻ ഞാൻ തരുന്ന ദേശത്ത് നേർച്ചയോ സ്വാഭിഷ്ട കാഴ്ചയോ നിർദ്ദിഷ്ടമായ തിരുനാളുകളിൽ അർച്ചനയോ ആയി കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്നതിന് കന്നുകാലികളിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ ദഹനബലിയോ മറ്റു ബലികളോ നിങ്ങൾ അർപ്പിക്കുമ്പോൾ വഴിപാട് കൊണ്ടുവരുന്ന ആൾ 4-1 ഹിൻ എണ്ണ ചേർത്ത 10-1
ഏഫ നേരിയ മാവ് ധാന്യബലിയായി കൊണ്ടുവരണം. ദഹനബലിയോടും മറ്റു ബലികളോടും ഒപ്പം അർപ്പിക്കേണ്ട ബലിക്ക് ആട്ടിൻകുട്ടി 1/4 ഹിൻ വീഞ്ഞ് വീതം തയ്യാറാക്കണം. മുട്ടാടാണെങ്കിൽ 10 എഫ നേരിയ മാവിൽ 1/3 ഹിൻ എണ്ണ ചേർത്ത് ധാന്യബലി തയ്യാറാക്കണം. പാനീയ ബലിക്ക് 1/3 ഹിൻ വീഞ്ഞ് സൗരഭ്യമായി കർത്താവിന് സമർപ്പിക്കണം. കർത്താവിന് നേർച്ചയോ സമാധാന ബലിയോ സമർപ്പിക്കാനായി ഒരു കാളയെ ദഹനബലിയോ മറ്റു ബലിയോ ആയി ഒരുക്കുമ്പോൾ 1/2 ഹിൻ എണ്ണ ചേർത്ത 10 എഫ നേരിയ മാവ് ധാന്യബലിയെ അർപ്പിക്കണം. ദഹനബലിയോടൊപ്പം കർത്താവിന് മുമ്പിൽ പരിമളം പരത്താനായി 1/2 ഹിൻ വീഞ്ഞ് പാനീയ ബലിയായും അർപ്പിക്കണം. കാളക്കുട്ടി, മുട്ടാട്, ആട്ടിൻകുട്ടി, കോലാട്ടിൻകുട്ടി ഇവയിൽ ഏതായാലും ഇപ്രകാരം തന്നെ ചെയ്യണം. അർപ്പിക്കുന്ന ബലിമൃഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോന്നിനും ഇങ്ങനെ ചെയ്യണം. സ്വദേശികൾ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരതാമസമാക്കിയ ഒരുവനോ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യണം. സമൂഹത്തിന് മുഴുവൻ നിങ്ങളോടുകൂടെ വസിക്കുന്ന പരദേശികൾക്കും എക്കാലവും ഒരേ നിയമമായിരിക്കും. നിങ്ങളും പരദേശികളും കർത്താവ് മുമ്പിൽ ഒന്നുപോലെ തന്നെ. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ വസിക്കുന്ന പരദേശികൾക്കും ഒരേ നിയമവും ചട്ടവും ആയിരിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ കൊണ്ടുപോകുന്ന നാട്ടിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് കാഴ്ച അർപ്പിക്കണം. ആദ്യം കുഴയ്ക്കുന്ന മാവ് കൊണ്ട് ഒരപ്പം ഉണ്ടാക്കി കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കണം. മെതിക്കാത്തിൽ നിന്നുള്ള സമർപ്പണം പോലെ അതും നീരാജനം ചെയ്യണം. ആദ്യം കുഴയ്ക്കുന്ന മാവിൽ നിന്ന് തലമുറത്തോടും നിങ്ങൾ കർത്താവിന് കാഴ്ച സമർപ്പിക്കണം. കർത്താവ് മോശ വഴി നൽകിയ കൽപ്പനയ്ക്കെതിരായി അന്നു മുതൽ നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധവശാൽ തെറ്റു ചെയ്യാനിടയായാൽ സമൂഹം മുഴുവനും കൂടി ഒരു കാളക്കുട്ടിയെ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കണം. അതോടൊപ്പം വിധിപ്രകാരം ധാന്യബലിയും പാനീയ ബലിയും അർപ്പിക്കണം. പാപപരിഹാര ബലിയായ ഒരു മുട്ടാടിനെയും അർപ്പിക്കണം. പുരോഹിതൻ ഇസ്രായേൽ സമൂഹം മുഴുവനും വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ അവർക്ക് മോചനം ലഭിക്കും. കാരണം അബദ്ധത്തിൽ പിണഞ്ഞ തെറ്റാണ്. അതിന് അവർ കർത്താവിന് ദഹനബലിയും പാപപരിഹാര ബലിയും സമർപ്പിച്ചു. ഇസ്രായേൽ സമൂഹത്തിനും അവരുടെ ഇടയിലെ വിദേശികൾക്കും മോചനം ലഭിക്കും. ജനങ്ങളെല്ലാം തെറ്റിലായിരുന്നുവല്ലോ. ഒരാൾ അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ അവൻ പാപപരിഹാര ബലിയായി ഒരു വയസ്സുള്ള പെണ്ണാടിനെ കാഴ്ചവെക്കണം. മനഃപൂർവ്വമല്ലാത്ത തെറ്റിന് പുരോഹിതൻ കർത്തൃസന്നിധിയിൽ പരിഹാരം അനുഷ്ഠിക്കട്ടെ, അവന് മോചനം ലഭിക്കും. അറിയാതെ ചെയ്യുന്ന തെറ്റിന് ഇസ്രായേൽക്കാരനും അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിക്കും ഒരേ നിയമം തന്നെയാണ്. കരുതിക്കൂട്ടി തെറ്റ് ചെയ്യുന്ന സ്വദേശിയും വിദേശിയും കർത്താവിനെ അധിക്ഷേപിക്കുന്നു. അവനെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. അവൻ കർത്താവിന്റെ വചനത്തെ നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ തീർത്തും പുറന്തള്ളണം. സ്വന്തം അകൃത്യത്തിന്റെ ഫലം അവൻ അനുഭവിക്കണം. സാബത്ത് ലംഘനം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാബത്ത് നാളുകളിൽ വിറക് ശേഖരിച്ചു. അത് കണ്ടവർ അവനെ സമൂഹത്തിന് മുമ്പിൽ മോശയുടെയും അഹ്റോന്റെയും അടുത്ത് കൊണ്ടുവന്നു. എന്തു ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആ മനുഷ്യൻ വധിക്കപ്പെടണം. പാളയത്തിൽ നിന്ന് പുറത്തു വെച്ച് ജനം ഒന്നു ചേർന്ന് അവനെ കല്ലെറിയട്ടെ. കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിന്റെ വിളുമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീലനാടകൾ കെട്ടാനും ഇസ്രായേലിയരോട് കൽപ്പിക്കുക. ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായവനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിഞ്ചല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പരിപാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ദൈവത്തെ മുമ്പിൽ വിശുദ്ധരായിരിക്കുകയും വേണം. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അധ്യായം 16. മോശയ്ക്കും അഹ്റോനും എതിരെ. ലേവിയുടെ മകനായ കൊഹാത്തിന്റെ മകൻ ഇസ്ഹാറിന്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിലെ ഏലിയാബിന്റെ പുത്രന്മാരായ ദാതാൻ, അബിറാം എന്നിവരും പെലത്തിന്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനും എതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിര് വിട്ടു പോകുന്നു. സമൂഹം ഒന്നിഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യയുണ്ട്. പിന്നെന്തിനും നിങ്ങൾ കർത്താവിന്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു. അത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. അവൻ കോറഹിനോടും അനുചരന്മാരോടും പറഞ്ഞു, തനിക്കുള്ളവരാരെന്നും വിശുദ്ധനാരെന്നും നാളെ പ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടുത്തു വരാൻ അവിടുന്ന് അനുവദിക്കും. നാളെ കോറഹും അനുചരന്മാരും കർത്താവിന്റെ മുമ്പിൽ ധൂപകലശം എടുത്ത് അതിലെ തീയിൽ കുന്തുരിക്കമിടട്ടെ. കർത്താവ് തിരഞ്ഞെടുക്കപ്പെടുന്നവനായിരിക്കും വിശുദ്ധൻ. ലേവി പുത്രന്മാരെ, നിങ്ങളുടെ പ്രവൃത്തി വളരെ കടന്നുപോയി. മോശ കോറഹിനോട് പറഞ്ഞു, ലേവ്യരെ ശ്രദ്ധിക്കുവിൻ.
കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? അവിടെ നിന്ന് നിന്നെയും നിന്നോടൊപ്പം ലേവ്യപുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നില്ലേ? നിങ്ങൾ പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നു. കർത്താവിനെതിരെയാണ് നീയും അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത്. അഹ്റോനെതിരെ പിറുപിറുക്കാൻ അവൻ ആരാണ്? അനന്തരം ഏലിയാബിന്റെ മക്കളായ ദാത്താനെയും അബിറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു. എന്നാൽ വരില്ലെന്ന് അവർ പറഞ്ഞു. മരുഭൂമിയിൽ വെച്ച് കൊല്ലേണ്ടതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് നിനക്ക് മതിയാകുകയില്ലേ? ഞങ്ങളുടെ അധിപതിയാകാൻ ശ്രമിക്കുകയും കൂടി ചെയ്യുന്നു. മാത്രമല്ല, നീ ഞങ്ങളെ തേനും പാലും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചില്ല. നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കൈവശപ്പെടുത്തി തന്നുമില്ല. ഇവരെ അന്ധരാക്കാമെന്നാണോ ഭാവം? ഞങ്ങൾ വരികയില്ല. മത്സരികൾക്ക് ശിക്ഷ. മോശകുപിതനായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, അവരുടെ കാഴ്ചകൾ സ്വീകരിക്കരുതേ. ഞാൻ അവരുടെ ഒരു കഴുതയെ പോലെ എടുത്തിട്ടില്ല. അവരിൽ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. മോശ കോറഹിനോട് പറഞ്ഞു, നീയും നിന്റെ അനുയായികളും നാളെ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകണം. നിങ്ങളോടൊപ്പം അഹ്റോനും ഉണ്ടായിരിക്കും. ഓരോരുത്തരും സ്വന്തം ധൂപകലശത്തിൽ കുന്തിരിക്കമിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ആകെ 250 ധൂപകലശങ്ങൾ. നീയും അഹ്റോനും സ്വന്തം ധൂപകലശവുമായി വരണം. ഓരോരുത്തരും തന്റെ ധൂപകലശം എടുത്ത് അതിൽ തീയും കുന്തിരിക്കവും ഇട്ട് മോശയോടും അഹ്റോനോടും ഒപ്പം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നു. കോറഹ് സമൂഹത്തെ മുഴുവൻ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയ്ക്കും അഹ്റോനും എതിരെ ഒരുമിച്ച് കൂട്ടി. അപ്പോൾ കർത്താവിന്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു. കർത്താവ് മോശയോട് അഹ്റോനോടും അരുൾ ചെയ്തു, ഞാൻ ഇവരെ ഇപ്പോൾ സംഹരിക്കും. ഇവരിൽ നിന്ന് മാറി നിന്ന് കൊള്ളുവിൻ. അവർ താണു വീണു പറഞ്ഞു, സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ? കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കോറഹ്, ദാത്താൻ, അബിറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്തു നിന്നും മാറിപ്പോകാൻ ജനത്തോട് പറയുക. അപ്പോൾ മോശ ദാത്താന്റെയും അബിറാമിന്റെയും അടുത്തേക്ക് ചെന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു. മോശ സമൂഹത്തോട് പറഞ്ഞു, ഇവരുടെ പാപത്തിൽപ്പെട്ട് നശിക്കാണ്ടിരിക്കേണ്ടതിന് ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവിൻ. അവരുടെ വസ്തുക്കളെ പോലെ സ്പർശിക്കരുത്. കോറഹ്, ദാത്താൻ, അബിറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരത്തു നിന്നും ജനം ഒഴിഞ്ഞു മാറി. ദാത്താനും അബീറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തു വന്ന് തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിലുകൾ നിന്നു. മോശ പറഞ്ഞു, ഈ പ്രവർത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും അവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങൾ അറിയും. എല്ലാ മനുഷ്യരും മരിക്കുന്ന പോലെയാണ് ഇവർ മരിക്കുന്നതെങ്കിൽ, എല്ലാ മനുഷ്യരുടെയും വിധി തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല. എന്നാൽ കർത്താവിന്റെ അത്ഭുത ശക്തിയാൽ ഭൂമി വളർന്ന് അവരെയും അവർക്കുള്ളവരെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ നിന്ദിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു. ഭൂമി പിളർന്ന് കോറഹിനെയും അനുജനന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു. ഭൂമി അവരെ മൂടി. അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി. അവരുടെ നിലവിളി കേട്ട് ചുറ്റും നിന്ന് ഇസ്രായേലിയർ, ഭൂമി നമ്മെ കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഓടിയകന്നു. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ധൂപകലശങ്ങൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോട് പറയുക, അഗ്നിയിൽ നിന്ന് ധൂപകലശങ്ങൾ എടുത്ത് അവയിലെ തീ ദൂരെ കളയുക. എന്തെന്നാൽ ആ കലശങ്ങൾ വിശുദ്ധമാണ്. ഇവർ പാപം ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും അവരുടെ ധൂപകലശങ്ങൾ കർത്താവിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുകയാൽ വിശുദ്ധമാണ്. അവ അടിച്ചു പരത്തി ബലിപീഠത്തിന് ഒരു ആവരണം ഉണ്ടാക്കുക. അത് ഇസ്രായേൽ ജനത്തിന് ഒരു അടയാളമായിരിക്കും. അഗ്നിയിൽ ദഹിച്ചു പോയവർ അർപ്പിച്ച ധൂപകലശങ്ങൾ എടുത്ത് പുരോഹിതനായ എലയാസർ അതുകൊണ്ട് ബലിപീഠത്തിന് ആവരണം ഉണ്ടാക്കി. മോശ വഴി കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അഹ്റോന്റെ പിൻഗാമിയും പുരോഹിതനുമല്ലാത്തവൻ കോറഹിനെയും അനുയായികളെയും പോലെ കർത്താവിന്റെ സന്നിധിയിൽ ധൂപാർച്ചന ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത്. എന്നാൽ പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നു. സമൂഹം മോശയ്ക്കും അഹ്റോനും എതിരായി അണിനിരന്ന് സമാഗമ കൂടാരത്തിന് നേരെ തിരിഞ്ഞു. മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ വന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈ സമൂഹ മധ്യത്തിൽ നിന്ന് ഓടിയകലുക. നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ നശിപ്പിക്കും. എന്നാൽ മോശയും അഹ്റോനും കമിഴ്ന്നു വീണു. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തിൽ നിന്ന് അഗ്നി എടുത്ത് ധൂപകലശത്തിൽ ഇടുക. പരിമളദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് വേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കുക. കാരണം കർത്താവിന്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു. മോശ പറഞ്ഞതുപോലെ അഹ്റോൻ ധൂപകലശം എടുത്ത് ജനത്തിന്റെ നടുവിലേക്ക് ഓടി.
ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ധൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു. അവർ മരിച്ചു വീണവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും നടുവിൽ നിന്നു മഹാമാരി നിലച്ചു. കോറഹിന്റെ ധിക്കാരം കൊണ്ട് മരിച്ചവർക്ക് പുറമെ 14,700 പേർ മഹാമാരിയിൽ മരണമടഞ്ഞു. മഹാമാരി അവസാനിച്ചപ്പോൾ അഹ്റോൻ സമാഗമ കൂടാരത്തിൽ മോശയുടെ സമീപം തിരിച്ചെത്തി. അധ്യായം 17. അഹ്റോന്റെ വടി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗോത്രത്തിന് 1 വീതം എല്ലാ ഗോത്ര നേതാക്കന്മാരിൽ നിന്നും 12 വടി വാങ്ങി ഓരോന്നിലും പേരെഴുതുക. ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹ്റോന്റെ പേരെഴുതുക. കാരണം ഓരോ ഗോത്രത്തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിന് മുമ്പിൽ നീ അവ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും. അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് ഞാൻ അവസാനിപ്പിക്കും. മോശ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു. എല്ലാ ഗോത്രത്തലവന്മാരും ഗോത്രത്തിന് 1 വടി എന്ന കണക്കിൽ 12 വടി മോശയ്ക്ക് കൊടുത്തു. അഹ്റോന്റെ വടി മറ്റ് വടികളോടൊപ്പം ഉണ്ടായിരുന്നു. സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്തു തളർത്തു ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. മോശ വടികൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെടുത്തു ജനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരും സ്വന്തം വടി നോക്കിയെടുത്തു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അവരുടെ പിറുപിറുപ്പ് അവസാനിപ്പിക്കുന്നതിനും അവർ മരിക്കാതിരിക്കുന്നതിനും കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിനും വേണ്ടി അഹ്റോന്റെ വടി സാക്ഷ്യപേടകത്തിന് മുമ്പിൽ വെക്കുക. മോശ അപ്രകാരം ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ മരിക്കുന്നു, ഞങ്ങൾ നശിക്കുന്നു, ഒന്നൊഴിയാതെ ചത്തൊടുങ്ങുന്നു. കർത്താവിന്റെ കൂടാരത്തിലെ സമീപിക്കുന്ന ഏവനും മരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും നശിക്കുമോ? അധ്യായം 18. പുരോഹിതരും ലേവ്യരും. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, നീയും പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന കൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും. നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും പുത്രന്മാരും ഏറ്റെടുക്കണം. നീയും പുത്രന്മാരും സാക്ഷ്യകൂടാരത്തിന് മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ ഗോത്രജരായ ലേവ്യ സഹോദരന്മാരെയും കൊണ്ടുവരിക. അവർ നിങ്ങളെ പരിചരിക്കുകയും കൂടാരത്തിലെ പരിചാരക വൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യട്ടെ. എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുത്. സമീപിച്ചാൽ അവരും നിങ്ങളും മരിക്കും. അവർ നിങ്ങളോട് കൂടെ നിന്ന് സമാഗമ കൂടാരത്തിലെ സകല ജോലികളും ചെയ്യണം. മറ്റാരും നിങ്ങളെ സമീപിക്കരുത്. ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഇനി ഒരിക്കലും ക്രോധം പതിക്കാതിരിക്കാൻ വിശുദ്ധ മന്ദിരത്തിന്റെയും ബലിപീഠത്തിന്റെയും ചുമതലകൾ നിങ്ങൾ തന്നെ വഹിക്കണം. നിന്റെ സഹോദരന്മാരായ ലേവ്യരെ ഇസ്രായേലിൽ നിന്ന് ഞങ്ങൾ വേർതിരിച്ചെടുത്തിരിക്കുന്നു. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിന്റെ ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ബലിപീഠവും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം. നിങ്ങൾ തന്നെ അത് ചെയ്യണം. പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്. മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. പുരോഹിതരുടെ വിഹിതം. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും എന്നേക്കുമുള്ള ഓഹരിയായിരിക്കും. ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ മാറ്റിവെക്കുന്ന അതിവിശുദ്ധ വസ്തുക്കളിൽ അവർ എനിക്ക് അർപ്പിക്കുന്ന വഴിപാടുകൾ, ധാന്യബലികൾ, പാപപരിഹാര ബലികൾ, പ്രായശ്ചിത്ത ബലികൾ എന്നിവ നിന്റെ ഓഹരിയായിരിക്കും. ഇവ നീയും പുത്രന്മാരും അതിവിശുദ്ധമായി കരുതണം. വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കണം. പുരുഷന്മാർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം, അത് വിശുദ്ധമാണ്. ഇസ്രായേൽ ജനം നൽകുന്ന സകല നേർച്ച കാഴ്ചകളും അവരുടെ നീരാജനങ്ങളും നിന്റേതായിരിക്കും. ഇവ നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ തന്നിരിക്കുന്നു. നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം. ഇസ്രായേല്യർ ആദ്യഫലമായി കർത്താവിന് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ എണ്ണയും വീഞ്ഞും ധാന്യവും ഞാൻ നിനക്ക് നൽകുന്നു. അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തെ ആദ്യ പാകമാകുന്ന ഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും. നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം. ഇസ്രായേലിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊക്കെയും നിനക്കുള്ളതായിരിക്കും. അവർ കർത്താവിന് സമർപ്പിക്കുന്ന കടിഞ്ഞൂലുകൾ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ ആകട്ടെ നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും. എന്നാൽ മനുഷ്യരുടെയും അശുദ്ധ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കാൻ അനുവദിക്കണം. 1 മാസം പ്രായമാകുമ്പോഴാണ് അവയെ വീണ്ടെടുക്കേണ്ടത്. അതിനുള്ള തുക 1 ഷെക്കലിന് 20 ഗേറ എന്ന വിശുദ്ധ സ്ഥലത്ത് നിലവിലുള്ള നിരക്കനുസരിച്ച് 5 ഷെക്കൽ വെള്ളിയായിരിക്കണം. എന്നാൽ പശു, ചെമ്മരിയാട്, കോലാട് എന്നിവയുടെ കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കേണ്ടതില്ല. അവ വിശുദ്ധമാണ്. അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും കൊഴുപ്പ് കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കുകയും വേണം. നീരാജനം ചെയ്ത നെഞ്ചും വലത്തേക്കാൽ കുറക്കും പോലെ അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഇസ്രായേൽ ജനം കർത്താവിന്
ജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെപ്പോലെ നിനക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ലേവ്യരുടെ വിഹിതം. സമാഗമ കൂടാരത്തിൽ ലേവ്യർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം. പാപം ചെയ്ത് മരിക്കാതിരിക്കാൻ ഇസ്രായേൽ ജനം മേലിൽ സമാഗമ കൂടാരത്തെ സമീപിക്കരുത്. ലേവ്യർ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കണം. തങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും അവർ വഹിക്കണം. ഇതെല്ലാ തലമുറകൾക്കുമുള്ള വ്യവസ്ഥയാണ്. ഇസ്രായേലിൽ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇസ്രായേൽ കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ദശാംശം ലേവ്യർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിയരുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. കർത്താവ് മോശെയോട് അരുൾ ചെയ്തു, ലേവ്യരെ അറിയിക്കുക, ഇസ്രായേലിൽ നിന്ന് ഞാൻ അവകാശമായി തന്നിരിക്കുന്ന ദശാംശം നിങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ദശാംശം കർത്താവിന് നീരാജനമായി സമർപ്പിക്കണം. നിങ്ങളുടെ ഈ കാഴ്ച മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും നിറഞ്ഞ ചക്കിൽ നിന്നുള്ള വീഞ്ഞു പോലെയും പരിഗണിക്കപ്പെടും. ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്ന ദശാംശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കർത്താവിന് നീരാജനം അർപ്പിക്കണം. കർത്താവിനുള്ള ഈ കാഴ്ച പുരോഹിതനായ അഹ്റോന് കൊടുക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠവും വിശുദ്ധവുമായതിൽ നിന്ന് കർത്താവിന് നീരാജനം അവിടത്തേക്ക് സമർപ്പിക്കണം. ആകയാൽ നീ അവരോട് പറയുക, ഉത്തമ ഭാഗം അർപ്പിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ധാന്യവും മുന്തിരിയും പോലെ ലേവ്യർക്കുള്ളതാണ്. സമാഗമ കൂടാരത്തിൽ നീ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാകിയാൽ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അത് എവിടെ വെച്ച് വേണമെങ്കിലും ഭക്ഷിക്കാം. ഏറ്റവും നല്ല ഭാഗം നീരാജനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിമിത്തം നിങ്ങൾക്ക് കുറ്റമുണ്ടാകുകയില്ല. ഇസ്രായേൽ അർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മരിക്കുകയില്ല. ശുദ്ധീകരണ ജലം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാന വിധി ഇതാണ്. ഊനമില്ലാത്തതും മുഖം വെക്കാത്തതുമായ ഒരു ചുമന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേലരോട് പറയുക. അതിനെ പുരോഹിതനായ എലയാസറിനെ ഏൽപ്പിക്കണം. പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി അവന്റെ മുന്നിൽ വെച്ച് അതിനെ കൊല്ലണം. പുരോഹിതനായ എലയാസർ അതിന്റെ രക്തത്തിൽ വിരൽ മുക്കി സമാഗ കൂടാരത്തിന്റെ മുൻഭാഗത്ത് 7 പ്രാവശ്യം തളിക്കണം. പശുക്കുട്ടിയെ അവന്റെ മുൻപിൽ വെച്ച് ദഹിപ്പിക്കണം. തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം. ദേവദാരു, ഹിസോപ്പ്, ചുമന്ന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിലിടണം. പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. പശുക്കിടാവിനെ ദഹിപ്പിച്ചവനും വസ്തുക്കൾ അലക്കി കുളിക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ശുദ്ധിയുള്ള ഒരാൾ പശുക്കിടാവിന്റെ ചാര ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം. അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം. പശുക്കിടാവിന്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രം അലക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ഇസ്രായേൽക്കാർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത്. മുന്തിരിച്ചെടിത്തെ സ്പർശിക്കുന്ന 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3-ാം ദിവസവും എല്ലാ ദിവസവും ശുദ്ധികർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകുകയില്ല. ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ ശുദ്ധനാക്കാത്തവൻ കർത്താവിന്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം. ശുദ്ധീകരണ ജലം തന്റെ മേൽ തളിക്കാത്തത് കൊണ്ട് അവൻ അശുദ്ധനാണ്. അവൻ അശുദ്ധി നിലനിൽക്കുന്നു. കൂടാരത്തിനുള്ളിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമമാണിത്. കൂടാരത്തിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിലുള്ളവനും 7 ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും. തുറന്നു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും. ആയവനെയോ ശവശരീരത്തെയോ മനുഷ്യസ്ഥിതിയോ ശവക്കുഴിയോ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. അശുദ്ധനായവനു വേണ്ടി പാപ പരിഹാര ബലിയിൽ നിന്നു ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്കുന്നീർ കലർത്തണം. പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പ് എടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം, ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരെയും മേലും തളിക്കണം. ശുദ്ധിയുള്ളവർ അശുദ്ധരായവന്റെ മേൽ ഇപ്രകാരം 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം.
7-ാം ദിവസം അവൻ വസ്ത്രം അലക്കി കുളിച്ച് തന്നെ ശുദ്ധീകരിക്കണം. അന്ന് സായനം മുതൽ അവൻ ശുദ്ധനായിരിക്കും. അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധനോടൊത്ത വ്യക്തിയെ കർത്താവിന്റെ വിശുദ്ധസ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തത് അവൻ അശുദ്ധനാണ്. ഇത് ശാസ്ത്ര നിയമമാണ്. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം. ആ ജലം തൊടുന്നവൻ സായനം വരെ അശുദ്ധനായിരിക്കും. അശുദ്ധൻ സ്പർശിക്കുന്ന എന്തും അശുദ്ധമായി തീരും. അശുദ്ധമായി തീർന്നവനെ സ്പർശിക്കുന്നതിന് സായനം വരെ അശുദ്ധനായിരിക്കും. 20 പാറയിൽ നിന്നു ജലം. ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സീൻ മരുഭൂമിയിലെത്തി. അവർ ഖദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടുത്തെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും ആറോനുമെതിരെ ഒരുമിച്ച് കൂടി. ജനം മോശയോട് എതിർത്തു പറഞ്ഞു, ഞങ്ങൾ സഹോദരങ്ങൾ കർത്താവിന്റെ മുൻപിൽ വെച്ച് മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിന്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇത് ധ്യാനമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല. കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും ആരോനും സമൂഹത്തിൽ നിന്ന് സമാഗ കൂടാര വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ ആരോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ചു പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു ജനത്തിന് മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിന്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും ആരോനും കൂടി പാറയ്ക്ക് മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈയുയർത്തി പാറയിൽ 2 പ്രാവശ്യം വടി കൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും ആരോനോടും അരുൾ ചെയ്തു, ഇസ്രായേലിൽ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്തെ ഇവരെ എത്തിക്കുന്നതിന് നിങ്ങളായിരിക്കില്ല. ഇതാണ് മെരിബായിലെ ജലം. ഇവിടെ വെച്ചാണ് ഇസ്രായേൽ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തന്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. ഏദോം തടസ്സം നിൽക്കുന്നു. മോശ ഖദേശിൽ നിന്നു ദൂതരെ അയച്ച് ഏദോം രാജാവിനോട് പറഞ്ഞു, നിന്റെ സഹോദരനായ ഇസ്രായേൽ അറിയിക്കുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതകളെല്ലാം നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയതും ദീർഘകാലം അവിടെ ജീവിച്ചതും ഈജിപ്തുകാർ ഞങ്ങളോട് പിതാക്കന്മാരോട് ഞങ്ങളോട് ക്രൂരമായി പ്രവർത്തിച്ചതുമെല്ലാം നിനക്കറിയാം. അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങളുടെ സ്വരം ശ്രവിച്ചു. തന്റെ ദൂതനെ അയച്ച് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ അതിർത്തിയിലുള്ള ഖദേശ് നഗരത്തിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം. വയലുകളോ മുന്തിരിത്തോട്ടങ്ങളിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ കിണറ്റിലോ വെള്ളം കുടിക്കുകയുമില്ല. നിങ്ങളുടെ രാജ്യാതിർത്തി കടക്കുന്നവരെ ഇടം വലം തിരിയാതെ രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഏദോം രാജാവ് എതിർത്തു പറഞ്ഞു, നിങ്ങൾ കടന്നു പോകരുത്. കടന്നാൽ വാളുമായി ഞാൻ നിങ്ങളെ നേരിടും. ഇസ്രായേൽക്കാർ പറഞ്ഞു, ഞങ്ങൾ പെരുവഴിയുടെ പൊയ്ക്കൊള്ളാം. ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ നിങ്ങളുടെ വെള്ളം കുടിച്ചാൽ അതിന് വില തന്നുകൊള്ളാം. കടന്നു പോകാൻ അനുവദിക്കണം എന്നല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നുമില്ല. അവൻ പറഞ്ഞു, നീ കടന്നു പോകാൻ പാടില്ല. ശക്തമായ സൈന്യമായി ഏദോം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. തന്റെ അതിർത്തിയിലൂടെ ഇസ്രായേൽ കടന്നു പോകുന്ന ഏദോം തടഞ്ഞു. അതിനാൽ ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചുപോയി. അഹ്റോന്റെ മരണം. ഇസ്രായേലർ ഖദേശിൽ നിന്നും പുറപ്പെട്ടു മലയിലെത്തി. ഏദോം രാജാതിർത്തിയിലേക്കുള്ള ഹോർ മലയിൽ വെച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, അഹ്റോൻ തന്റെ പിതാക്കന്മാരോട് ചേരും. മരീബ ജലാശയത്തിൽ വെച്ച് നിങ്ങൾ എന്റെ കൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജലത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവർ പ്രവേശിക്കുകയില്ല. അഹ്റോനെയും പുത്രൻ എലയാസറിനെയും ഹോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുക.
അഹ്റോന്റെ വസ്ത്രം ഊരി മകനായ എലയാസിനെ ധരിപ്പിക്കുക. അഹ്റോൻ അവിടെ വെച്ച് തന്റെ പിതാക്കന്മാരോട് ചേരും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ അവൻ ഹോർ മലയിലേക്ക് കയറിപ്പോയി. മോശ അഹ്റോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസനെ ധരിപ്പിച്ചു. മലമുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചു. മോശയും എലയാസനും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അഹ്റോൻ മരിച്ചു എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് 30 ദിവസം ദുഃഖം ആചരിച്ചു. 21 പിച്ചുള സർപ്പം. ഇസ്രായേൽ അത്താരം വഴി വരുന്ന നഗോബിൽ വസിച്ചിരുന്ന കനാന്യരായ രാജാവ് കേട്ടു. അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു കുറെ പേരെ തടവുകാരാക്കി. ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു, അങ്ങ് ഈ ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും. കർത്താവ് ഇസ്രായേൽ പറഞ്ഞത് ശ്രവിച്ച് കനാന്യരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ കനാന്യരെയും അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് ഹോർമ എന്ന പേര് ലഭിച്ചു. ഏതോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്ക് വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കെതിരുമായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് അഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദർശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനും എതിരുമായി സംസാരിച്ചു, ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദർശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിൽ വടിയിൽ ഉയർത്തി നിർത്തി. ദർശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. മെബാവു താഴ്വരയിലേക്ക്. അനന്തരം ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് ഒബോത്തിൽ ചെന്ന് പാളയമടിച്ചു. അവിടെ പുറപ്പെട്ട മൊബാബിനെതിരെയുള്ള മരുഭൂമിയിൽ അബറീമിൽ കിഴക്ക് ദിക്കിന് അഭിമുഖം പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സൊരെ താഴ്വരയിൽ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് അർണോൻ നദിയുടെ മറുകരയിൽ പാളമടിച്ചു. മരുഭൂമിയിൽ അമേര്യരുടെ അതിർത്തി ഉത്ഭവിക്കുന്ന അർണോൻ അമേര്യരെയും മെബാബാര്യരെയും മധ്യയുള്ള അതിരാണ്. അതിനാൽ കർത്താവിന്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സൂഫിയയിലെ വഹൂബ് വരെ ഞങ്ങൾ മുന്നേറി അർണോൻ താഴ്വരയിലൂടെ ആറിന്റെ അസ്ഥാനം വരെ നീണ്ടുകിടക്കുന്ന താഴ്വരയിൽ ചിരിവിരികളിലൂടെ അവിടെ നിന്നും അവർ ബോറിലേക്ക് പോയി. ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകുന്നു എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ്. ഇസ്രായേൽ അവിടെ വെച്ച് ഗാനം പാടി, കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ചു പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ചെങ്കോലും ദണ്ടുകളും കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ. അവർ ബാർബോൾ നിന്നും മത്തായനിലേക്ക് യാത്ര തുടർന്നു. മത്താനിൽ നിന്ന് നഹലിയയിലേക്കും അവിടെ നിന്ന് ബാമോത്തിൽ നിന്നു മരുഭൂമിക്കെതിരെ സ്ഥിതി ചെയ്യുന്ന പിസ്ഖ ഗിരിശൃംഗത്തിന് താഴെയുള്ള മെവാബു ദേശത്തെ താഴ്വരയിലേക്കും പോയി. സീഹോനും ഓഹും. അവിടെ നിന്ന് ഇസ്രായേൽ അമേരിയ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറഞ്ഞു, നിങ്ങളുടെ ദേശത്തിലേക്ക് കടന്നു പോകാൻ ഞങ്ങളെ അനുവദിച്ചാലും ഞങ്ങൾ വയലുകളിലെ മുന്തിരി തോട്ടങ്ങളിലേക്ക് കടക്കുകയില്ല, കിണറുകളിലെ വെള്ളം കുടിക്കുകയില്ല. നിങ്ങളുടെ അതിർത്തി കടക്കുവോളം ഞങ്ങൾ രാജപാതയിലൂടെ തന്നെ യാത്ര ചെയ്ത് കൊള്ളാം. എന്നാൽ തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ സീഹോൻ ഇസ്രായേലിനെ അനുവദിച്ചില്ല. അവൻ തന്റെ ജനത്തെ എല്ലാം കൂട്ടി ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. യഹസേബിൽ വെച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിനിരയാക്കി. അർണോൻ മുതൽ യാബോക്ക് വരെ അവന്മാരുടെ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന അവരുടെ ദേശം കൈവശപ്പെടുത്തി. യാസറായിരുന്നു അമനയുടെ അതിർത്തി. ഇസ്രായേൽ ഈ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു. ഹെഷ്ബോൺ ഉൾപ്പെടെയുള്ള അമേര്യരുടെ എല്ലാ നഗരങ്ങളും ഗ്രാമങ്ങളിലും അവർ വാസമുറപ്പിച്ചു. ഹെഷ്ബോൺ അമേര്യ രാജാവ് സീഹോന്റെ നഗരമായിരുന്നു. അവർ മെവാബിലെ മുൻ രാജാവിനോട് യുദ്ധം ചെയ്ത് അർണോൻ വരെയുള്ള അവന്റെ ദേശം അത്രയും പിടിച്ചടക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഗായകർ പാടുന്നത്, ഹെശ്ബോനിൽ വരുവിൻ, അത് പുതുക്കി പണിവിൻ, സീഹോന്റെ നഗരം പുനഃസ്ഥാപിക്കുവിൻ. എന്തെന്നാൽ ഹെശ്ബോണിൽ നിന്ന് അഗ്നി പ്രഭവിച്ചു, സീഹോൻ പട്ടണങ്ങളിൽ നിന്ന് അഗ്നിജാലകൾ മെബാവിലെ ആർപട്ടണത്തെ വിഴുങ്ങി, അർണോർ ഗിരികളെ അത് വലയം ചെയ്തു. മൊവാബോ, നിനക്ക് ദുരിതം, കുമോഷ് നിവാസികളെ നിങ്ങൾക്ക് നാശം. അവൻ തന്റെ പുത്രന്മാരെ അഭയാർത്ഥികളും പുത്രിമാരെ വിപ്രവാസികളുമാക്കി. അമൂര്യനായ സീഹോൻ രാജാവിന് നൽകി. നമ്മൾ ഹെശ്ബോണിന്റെ സന്തതികളെ ദിബോൺ വരെ സംഹരിച്ചു, മെദോം വരെ അഗ്നി കൊണ്ട് അവരെ നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ അമൂര്യരുടെ ദേശത്ത് താമസമാക്കി. രഹസ്യ നിരീക്ഷണം നടത്താനായി മോശെ ആളുകളെ യാസോറിലേക്ക് അയച്ചു. അവർ ഗ്രാമങ്ങൾ പിടിച്ചടക്കുകയും അവിടെ ഉണ്ടായിരുന്ന അമൂര്യരെ ഓടിച്ചു കളയുകയും ചെയ്തു. പിന്നീട് ഇസ്രായേലുകാർ ബാഷാനിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്തു. ബാഷാൻ രാജാവായ ഓഗ് തന്റെ സകല ജനത്തെയും കൂട്ടി വന്ന് എതിരയിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവന്റെ ജനത്തെയും ദേശത്ത് നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഹെശ്ബോണിൽ വസിച്ചിരുന്ന അമൂര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നിങ്ങൾ അവനോടും ചെയ്യണം. അങ്ങനെ ഇസ്രായേൽക്കാർ ഓഗിനെയും അവന്റെ പുത്രന്മാരെയും സകല ജനത്തെ ഒന്നൊഴിയാതെ കൊന്നടക്കി അവന്റെ ദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു. 22 ബലാക്കും ബലാമും. ഇസ്രായേൽ യാത്ര തുടർന്നു. മെവാവു സമതലത്തിൽ ജോർദാൻ അക്കരെ ജെറിക്കോയുടെ എതിർവശത്ത് പാളയം അടിച്ചു. ഇസ്രായേൽ അമൂര്യരോടും ചെയ്തതെല്ലാം സിപ്പോറിന്റെ മകൻ ബലാഖ് കണ്ടു. സംഖ്യാബലത്തിൽ മികച്ചു നിന്ന ഇസ്രായേലിനെ മെബാവു ഭയപ്പെട്ടു. അവരെ പ്രതി അവൻ ഭയാചകിതനായി. മെബാവ് മദീനയിലെ പ്രമാണികളോട് പറഞ്ഞു, കാളവയലിലെ പുല്ല് തിന്നുന്ന പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും. സിപ്പോറിന്റെ മകൻ ബലാഖായിരുന്നു അക്കാലത്ത് മേവർ രാജാവ്. അവൻ അമാവിന്റെ ദേശത്ത് യൂഫ്രട്ടീസ് തീരത്തുള്ള പെത്തോറിയിലേക്ക് ദൂതനയച്ച് ബയോറിന്റെ മകൻ ബലാമിനോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത ഭൂമുഖം മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരായി പാളയമടിച്ചിരിക്കുകയാണ്. അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക. എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എനിക്കറിയാം. മവാലിയിലെയും മെദീനയിലെയും പ്രമാണികൾ ദക്ഷിണയുമായി യാത്ര തിരിച്ചു. അവർ ബാലാക്കിന്റെ സന്ദേശം ബലാമിനെ അറിയിച്ചു. ബാലാം അവരോട് പറഞ്ഞു, ഈ രാത്രി ഇവിടെ താമസിക്കുക, കർത്താവിന്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അങ്ങനെ മെബാവിലെ പ്രഭുക്കന്മാർ ബലാമിനോട് കൂടെ താമസിച്ചു. ദൈവം ബലാമിനെ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിന്റെ കൂടെയുള്ള മനുഷ്യർ ആരാണ്? ബലാം ദൈവത്തോട് പറഞ്ഞു, മെബാവ് രാജാവായ സിപ്പോറിന്റെ മകൻ ബലാക്ക് അയച്ചവരാണ് ഇവർ. അവർ പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. എങ്കിൽ യുദ്ധത്തെ അവരെ തോൽപ്പിച്ചൊടിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. ദൈവം ബലാമിനോട് ചെയ്തു, നീ അവരോട് പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ബലാം രാവിലെ എഴുന്നേറ്റ് ബലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാർ തിരിച്ചു വന്നു. കൂടെ പോരാൻ ബലാം വിശ്രമിക്കുന്ന ബലാക്കിനെ അയച്ചു. ബലാക്കും വീണ്ടും അവരെക്കാൾ കൂടുതൽ പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബലാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സിപ്പോറിന്റെ മകൻ ബാലാക്ക് അഭിഷേകിക്കുന്നു, ഒരു കാരണവശാലും എന്റെ അടുക്കൽ വരാതിരിക്കരുത്. ഞാൻ നിനക്ക് ബഹുമതികളല്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. വന്ന് എനിക്ക് വേണ്ടി ജനത്തെ ശപിക്കുക. ബാലാക്കിന്റെ സേവരോട് ബാലാം പറഞ്ഞു, ബാലാക്ക് തന്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എന്റെ ദൈവമേ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവൊന്നും ചെയ്യുക എനിക്ക് സാധ്യമല്ല. ഈ രാത്രി കൂടെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നു. കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമെന്ന് അറിയട്ടെ. രാത്രി ദൈവം ബലാമിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നിന്നെ വിളിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ എന്നിട്ട് അവരോടൊപ്പം പോവുക, എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ബാലാമിന്റെ കഴുത. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മെബാവിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവർ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കതിൽപ്പത്ത് സഞ്ചരിച്ച ബാലാമിന്റെ കൂടെ 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഊരിവാളുമായി വഴി നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വയലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശം മുതലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. ബലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു.
അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിന്റെ ദൂതൻ മുമ്പോട്ട് പോയി ഇടമലം തിരിയാൻ ഇടവില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. ബലാമിന്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതി അടിച്ചു. അപ്പോൾ കർത്താവിന്റെ കഴുതയ്ക്ക് സംസാരിച്ചെത്തിയല്ലോ നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഗണിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതിയല്ല ഞാൻ. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? ഇല്ല, ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാള് വേണ്ടി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കവിഞ്ഞു വീണു. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതിയെ 3 പ്രാവശ്യം അടിച്ചെന്തിന്? നിന്റെ യാത്ര വേഷന്മാർ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യം കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴി മാറിയല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങനെക്കെതിരെ വഴിയിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയെ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോയിക്കൊള്ളൂ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവുള്ളൂ. ബാലാക്കിന്റെ പ്രമുഖന്മാരുടെ കൂടെ ബാലാം പോയി. ബാലാം വരുന്നു കേട്ട ബാലാക്ക് അവന്റെ രാജ്യത്തിന്റെ അങ്ങേറ്റ തലത്തിൽ വരെ അർണോൻ നദിയിലെത്തി എന്ന് ഇർവം വരെ ചെന്നു. ബലാമിനോട് ചോദിച്ചു, നിന്നെ വിളിക്കാൻ ഞാൻ ആളയിച്ചിരുന്നു, എന്താ വരായിരുന്നത്? നിനക്ക് ഉചിതമായി എനിക്ക് കഴിവില്ലെന്നല്ലേ? ബലാക്കിന് പറഞ്ഞു, ഇതാ ഞാൻ വന്നല്ലോ. എന്നാൽ സ്വന്തം എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിവുണ്ടോ? ദൈവം തോന്നിക്കുന്ന വചനം എനിക്ക് പറയാനുള്ളത്. ബാലാം മലക്കുമൊത്ത കരിയത്തിൽ ചെന്നു. ബാലാക്ക് കാളുകളുടെ ആടുകളെയും വെടിവെച്ച് ബലാമിന് കൂടെ ഉണ്ടെന്ന് പ്രമുഖ അതിൽ നിന്ന് കൊടുത്തു. പിറ്റേന്ന് ബാലാക്ക് ബലാമിനെ ബട്ട്മത്പാൽ എന്ന പൂജാഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ഇസ്രയേലിന്റെ പാളയത്തിന്റെ ഇങ്ങേയറ്റം കണ്ടു. അധ്യായം 23. ബാലാമിന്റെ പ്രവചനങ്ങൾ. ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇവിടെ 7 ബലിപീഠങ്ങൾ എനിക്കായി പണിയുക. 7 കാളകളെയും 7 മുട്ടനാടികളെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അവർ ഓരോ ബലിപീഠത്തിന്റെ മേലും ഓരോ കാളയെയും മുട്ടനാടിയെയും ബലിയർപ്പിച്ചു. ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അടുത്ത് നിൽക്കുക, ഞാൻ പോകട്ടെ. കർത്താവ് എനിക്ക് പ്രത്യക്ഷനായേക്കാം. അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ഇത് പറഞ്ഞ ശേഷം അവൻ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ദൈവം ബാലാമിന് പ്രത്യക്ഷനായി. ബാലാം അവിടത്തോട് പറഞ്ഞു, ഞാൻ 7 ബലിപീഠങ്ങൾ തയ്യാറാക്കി. ഓരോന്നിലും ഓരോ കാളകളെയും മുട്ടനാടികളെയും ബലിയർപ്പിച്ചു. കർത്താവ് ബാലാമിനോട് തന്റെ സന്ദേശം അറിയിച്ചു കൊണ്ട് കൽപ്പിച്ചു, ബാലാക്കിന്റെ അടുത്തേക്ക് മടങ്ങി ചെന്ന് പറയുക. ബാലാം ബാലാക്കിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബാലാക്കും മോവാബിലെ പ്രമുഖന്മാരും ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാം പ്രവചിച്ചു പറഞ്ഞു, ആരാമിൽ നിന്ന് ബാലാക്ക് എന്നെ കൊണ്ടുവന്നു. മോവാബ് രാജാവ് പരുസ്തഗിരികളിൽ നിന്ന് എന്നെ വരുത്തി. യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, ഇസ്രായേലിനെ ഭർത്സിക്കുക. അവർ ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭർത്സിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭർത്സിക്കും? പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. മലമുകളിൽ നിന്ന് ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. വേറിട്ട് പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. യാക്കോബിന്റെ ധൂളിയെ എണ്ണാൻ ആർക്ക് കഴിയും? ഇസ്രായേലിന്റെ ജനസഞ്ചയത്തെ ആർ തിട്ടപ്പെടുത്തും? നീതിമാന്റെ മരണം ഞാൻ കൈവരിക്കട്ടെ, എന്റെ അന്ത്യം അവന്റേതുപോലെ ആകട്ടെ. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? എന്റെ ശത്രുക്കളെ ശപിക്കുവാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു, എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചു. അവൻ പ്രതിവദിച്ചു, കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ സംസാരിക്കണ്ടയോ? ബാലാക്ക് അവനോട് പറഞ്ഞു, എന്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക. അവിടെ നിനക്ക് അവരെ കാണാം. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി, എല്ലാവരെയും കാണണ്ട. അവിടെ നിന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. അവൻ ബാലാമിന്റെ സോഫീം വയലിൽ പിസ്ഗ മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഓരോന്നിലും ഓരോ കാളകളെയും മുട്ടനാടിയെയും ബലിയർപ്പിച്ചു. ബാലാക്കിനോട് പറഞ്ഞു, നിന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുക, ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. കർത്താവ് ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ബാലാക്കിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക. അവൻ വന്നപ്പോൾ ബാലാക്ക് മോവാബിയ പ്രമുഖന്മാരോടൊത്ത് തന്റെ ദഹനബലിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ബാലാക്ക് അവനോട് ചോദിച്ചു, കർത്താവ് എന്താണ് അരുളി ചെയ്തത്? ബാലാം പ്രവചിച്ചു പറഞ്ഞു, ബാലാക്ക് ഉണരുക, ശ്രവിക്കുക.
സീപ്പോറിന്റെ പുത്ര, ശ്രദ്ധിച്ചു കേൾക്കുക. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപ്പിക്കുവാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു. അവിടുന്ന് അനുഗ്രഹിച്ചു. അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിന്റെ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. രാജാവിന്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നു. കാട്ടുപോത്തിന്റെ തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന്റെ ആഭിചാര്യം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവചിച്ചു കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഇതാ ഒരു ജനം സിംഹത്തെ പോലെ അത് ഉണരുന്നു, സിംഹത്തെ പോലെ അത് എഴുന്നേൽക്കുന്നു. ഇരയെ വിഴുങ്ങാതെ അത് കിടക്കുകയില്ല, രക്തം കുടിക്കാതെ അടങ്ങുകയില്ല. ബാലാക് ബാലാമിനോട് പറഞ്ഞു, നീ അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട. ബാലാം പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബാലാക് അവനോട് പറഞ്ഞു, വരുക, മറ്റൊരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് അവരെ ശപിക്കാൻ കർത്താവ് സമ്മതിച്ചേക്കാം. ഷെഷിമോനെതിരെയുള്ള പേയോർ മലമുകളിലേക്ക് ബാലാമിനെ അവർ കൂട്ടിക്കൊണ്ടുപോയി. ബാലാം അവനോട് പറഞ്ഞു, എനിക്കായി 7 ബലിപീഠങ്ങൾ നിർമ്മിച്ച് 7 കാളകളെയും 7 മുട്ടനാടികളെയും കൊണ്ടുവരിക. ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഓരോ ബലിപീഠത്തിന്മേൽ ഓരോ കാളകളെയും മുട്ടനാടികളെയും ബലി അർപ്പിച്ചു. അധ്യായം 24. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദകരമെന്ന് മനസ്സിലാക്കിയപ്പോൾ 3 അവസരങ്ങളിൽ ചെയ്തതുപോലെ ശകുനം നോക്കാൻ പോകാതെ ബാലാം മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു നിന്നു. അവൻ കണ്ണുകൾ ഒഴുതിയ ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേലിൽ പാളയം മരിച്ചിരിക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് അന്ത്യമേൽ ആവസിച്ചു. അവൻ പ്രവചിച്ചു. ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം. കർത്താവിന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. സർവശക്തിയിൽ നിന്ന് ദർശനം ശ്രദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! ഇസ്രായേലിലെ നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരികൻ നിര പോലെയും നീർച്ചാലിനരികിലുള്ള ദേവദാരുകൾ പോലെയും അവന്റെ ഭരണങ്ങളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും. വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും. അവന്റെ രാജാവ് ആകാശിനേക്കാൾ ഉന്നതനായിരിക്കും. അവന്റെ രാജ്യം മഹത്വമണിയും. ദൈവം ഇസ്രായേലിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവന് കാട്ടുപോത്തിന്റെ കരുത്തുണ്ട്. ശത്രുജനങ്ങളെ അവൻ സംഹരിക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവന്റെ അസ്ത്രങ്ങൾ അവർ പിളർക്കും. സിംഹത്തെ പോലെയും സിംഹിനിയെ പോലെയും അത് പതുങ്ങിക്കിടക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതൻ, നിന്നെ ശപിക്കുന്നവൻ ശപഗ്രസ്തൻ. ബാലാമിനെതിരെ ബാലാക്കിന്റെ കോപം ജ്വലിച്ചു. അവൻ കൈ കൂട്ടി അടിച്ചു കൊണ്ട് പറഞ്ഞു, എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു. എന്നാൽ 3 പ്രാവശ്യവും നീ അവരെ അനുഗ്രഹിച്ചിരുന്നു. എന്നാൽ നിന്റെ ദേശത്ത് ഓടിക്കൊള്ളുക. വലിയ ബഹുമതികൾ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കർത്താവ് നിന്നെ നിഷേധിച്ചിരിക്കുന്നു. ബാലാം അവനോട് പറഞ്ഞു, നിന്റെ ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലേ? ബാലാക്ക് തന്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാൽ പോലും കർത്താവിന്റെ കൽപ്പനയ്ക്കപ്പുറം സ്വമേധയോ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. കർത്താവ് അരുൾ ചെയ്തത് എന്തോ ഞാൻ അത് പറയും എന്ന്. ഇതാ എന്റെ ജനത്തിന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്നു. ഭാവിയിൽ ഇസ്രായേലിൽ നിന്റെ ജനത്തോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയിക്കാം. ബാലാം പ്രവചനം തുടർന്നു. ബാലോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം. ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അതിന്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തിയിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിന്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. ഏദോമിൽ അന്യാധീനമാകും. ശത്രുവായ സെറിയും ഇസ്രായേലയോ സുധീരം മുന്നേറും. ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും. പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിക്കപ്പെടും. അവർ അമലേക്കിനെ നോക്കി പ്രവചിച്ചു. അമലേക്ക് ജനതകളിൽ ഒന്നാമനായിരുന്നു, എന്നാൽ അവസാനം അവൻ പൂർണ്ണമായും നശിക്കും. അവൻ കേനിയരെ നോക്കി പ്രവചിച്ചു. നിന്റെ വാസസ്ഥലം സുശക്തമാണ്, പാറയിൽ നീ കൂടു വച്ചിരിക്കുന്നു, എന്നാൽ നീ നശിച്ചു പോകും. അസൂർ നിന്നെ അടിമയായി കൊണ്ടുപോകും. ബാലാം പ്രവചനം തുടർന്നു. ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടിരിക്കും? കിത്തിമയിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടും, അസൂറിനെയും ഏബറിനെയും പീഡിപ്പിക്കും. എന്നാൽ
നാശമടയും ബാലാം സ്വദേശത്തേക്ക് മടങ്ങി ബാലാക്ക് അവൻ തന്റെ വഴിക്കും പോയി. അധ്യായം 25. ശിത്തിമിൽ പാർക്കുമ്പോൾ മോവാബിയ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടുവാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിന്റെ പേരോരയിൽ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിന്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിന്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പേരായിലെ ബാലിന്റെ അടിമകളായി തീർന്ന് നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമന കൂടാരത്തിൽ വാതിക്കൽ തന്നെ വിലപിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം മുഴുവൻ കാണെ ഒരു ഇസ്രായേൽക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മിദിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലിയാസിന്റെ പുത്രൻ ഹിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്ത് ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുടർന്ന് കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേലിന്റെ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലിയാസാറിന്റെ മകൻ ഹിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിലുടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനു ശേഷം അവന്റെ സന്തതികൾക്കും നിത്യ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലിയർ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാവൂലിന്റെ മകൻ സിമ്രി ആണ്. കൊല്ലപ്പെട്ട മിദിയാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിന്റെ മകൾ കൊസ്ബി ആകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മിദിയാനിയരെ ആക്രമിച്ചു നിശേഷം സംഹരിക്കുക. കാരണം പെയോറിന്റെ കാര്യത്തിലും പെയോർ നിമിത്തവും ഉണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരി മിദിയാൻ പ്രമാണികളുടെ മകളുമായ കൊസ്ബിയായുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു. അധ്യായം 26. മഹാമാരി നിലച്ചതിനു ശേഷം കർത്താവ് മോശയോട് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലേസാറിയോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തിന്റെ 20 അതിന്മേൽ വയസ്സും യുദ്ധശേഷിയുമുള്ള സകലുടെയും കണക്ക് ഗോത്രമായി എടുക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിലും 20 അതിനു മേൽ വയസ്സുമുള്ളവരെ ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മോവാബ് സമതലത്തിൽ മോശയും പുരോഹിതനായ എലിയാസാറിന്റെയും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. ഇസ്രായേലിന്റെ ആദിജാതനായ റൂബന്റെ പുത്രന്മാരായ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവരുടെ കുലങ്ങൾ. ഇവരുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ 43,730 ആളുകൾ. ഫല്ലുവിന്റെ പുത്രൻ ഏലിയാബിന്റെ പുത്രന്മാർ നെബുവേൽ, ധാൻ, അബിറിയാം, കൊറഫും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോഹറിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനും എതിരായി മത്സരിച്ച് സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പെട്ട ധനും അബീറിയാമും ഇവർ തന്നെ. ഭൂമി വാ പിളർന്ന് കൊഹറിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച ഒരടയാളമായി തീർന്നു. എന്നിട്ടും കോറാഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ഷിമയോൻ ഗോത്രത്തിൽ നെബുവേൽ, യാഖീൻ, യാമിൻ, സേറഹ്, ഷാവൂൾ എന്നിവരുടെ കുലങ്ങൾ. ഈ കുലങ്ങൾ ഉൾപ്പെട്ട ഷിമയോൻ ഗോത്രത്തിൽ 24,600 ആളുകൾ. ഗാദ് ഗോത്രത്തിൽ സെഫ്ഹോൻ, ഹഗ്ഗി, ഷൂനി, ഓസ്നി, ഏരി, ആരോദ്, അരേലി എന്നിവരുടെ കുലങ്ങൾ. ഇവരുൾപ്പെടെ ഗാദ് ഗോത്രത്തിൽ 45,600 ആളുകൾ.
യൂദയുടെ പുത്രന്മാർ ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു. യൂദ ഗോത്രത്തിൽ ഷേലഹ്, പെരസ്, സേറഹ് എന്നിവരുടെ കുലങ്ങൾ. പെരേസിന്റെ കുലത്തിൽ ഹെസ്രോൻ, ഹാമൂൾ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവരുൾപ്പെടുന്ന യൂദ ഗോത്രത്തിൽ 76,600 ആളുകൾ. ഇസാക്കാർ ഗോത്രത്തിൽ തോല, പുവാഹ്, യാഷൂബ്, ഷിംറോൻ എന്നിവരുടെ കുലങ്ങൾ. ഇവർക്കുൾപ്പെട്ട ഇസാക്കാർ ഗോത്രത്തിൽ 64,300 ആളുകൾ. സെബുലൂൻ ഗോത്രത്തിൽ സേറത്ത്, ഏലോൻ, യാഹ്മേൽ എന്നിവരുടെ കുലങ്ങൾ. ഇവരുൾപ്പെട്ട സെബുലൂൻ ഗോത്രത്തിൽ 60,600 ആളുകൾ. ജോസഫിന്റെ പുത്രന്മാർ മനാസയും എഫ്രോമും. മനേസയുടെ പുത്രൻ മാഖീർ ഗിലാദിന്റെ പിതാവായിരുന്നു. ഗിലിയാദിൽ നിന്ന് യസേർ, ഹേലേക്ക്, അസ്രിയേൽ, ഷെക്കേം, ഷെമിദ, ഹേഫർ എന്നിവരുടെ കുടുംബങ്ങൾ. ഹേഫറിന്റെ മകനായ സെലോഫാദാവിന് പുത്രന്മാരില്ലായിരുന്നു. മഹ്ല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നീ പുത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. മനാസെ ഗോത്രത്തിൽ 50,700 ആളുകൾ. എഫ്രൈം ഗോത്രത്തിൽ ഷുത്തേലാഫ്, ബെഖർ, താഹാൻ എന്നിവരുടെ കുലങ്ങൾ. ഷുത്തേലാഹിന്റെ മകനായിരുന്നു ഏരാൻ. ഇവർ ഉൾപ്പെട്ട എഫ്രോം ഗോത്രത്തിൽ 30,600 ആളുകൾ. ഇവർ രണ്ടും ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല, അഷ്ബേൽ, അഹറിയാം, ഷെഹുവാം, ഷുഹൂഹാം എന്നിവരുടെ കുലങ്ങൾ. ബെലിയായുടെ കുലത്തിൽ അരത്, നാമാൽ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവരുൾപ്പെട്ട ബെഞ്ചമിൻ ഗോത്രത്തിൽ 40,600 ആളുകൾ. ദാൻ ഗോത്രത്തിൽ ഷുമാമിന്റെ കുലം. ദാൻ ഗോത്രത്തിൽ 60,600 ആളുകൾ. ആഷേർ ഗോത്രത്തിന് യമ്യ, ഇഷ്വി, ബറിയ എന്നിവരുടെ കുലങ്ങൾ. ബറിയയുടെ കുലത്തിൽ ഹേബർ, മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ. ആഷേറിയ, സേറ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിൽ 53,400 ആളുകൾ. നഫ്താലി ഗോത്രത്തിൽ യഫ്സേൽ, ഗൂനി, യേഫ്സർ, ഷിലേം എന്നിവരുടെ കുലങ്ങൾ. ഇവ ഉൾപ്പെടെ നഫ്താലി ഗോത്രത്തിൽ 45,400 ആളുകൾ. അങ്ങനെ ഇസ്രായേൽ ജനം ആകെ 6,01,730 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, എണ്ണമനുസരിച്ച് ഇവരുടെ ദേശം ഭാഗിച്ചു കൊടുക്കണം. വലിയ ഗോത്രത്തിന് കൂടുതൽ, ചെറിയ ഗോത്രത്തിന് കുറവും. അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം. നറുക്കിട്ട് വേണം ദേശം വിഭജിക്കാൻ. താന്താങ്ങളുടെ പിതൃഗോത്രത്തിന് പേരിലായിരിക്കണം അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിന് ആള് കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ഭാവിക്കണം. ലേവി ഗോത്രത്തിൽ ഗർഷോൻ, കോഹാത്ത്, മെറാറി എന്നിവരുടെ കുലങ്ങൾ. ലിബ്നി, ഹെബ്രോൻ, മഹ്ലി, മൂഷി, കോറഹ് എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. കോഹാത്ത് അമ്രാമി പിതാവാണ്. യോക്കേബ് ആയിരുന്നു അമ്രാമിന്റെ ഭാര്യ. ലേവിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണ് ഇവളിൽ അമ്രാമിന് അഹറോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു. അഹറോമിന്റെ പുത്രന്മാരാണ് നാദാബ്, അബിഹു, എലിയാസർ, ഇഥാമർ എന്നിവർ. നവാബും അബിഹൂമും കർത്താവിന്റെ മുമ്പിൽ അശുദ്ധമായി അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ലേവി ഗോത്രത്തിൽ 1 മാസം അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ 23,000 ആയിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നത് കൊണ്ട് അവരെ ആ കൂട്ടത്തിൽ എണ്ണിയില്ല. ജെറീക്കോയുടെ എതിർവശം ജോർദാനരികെയുള്ള
മോവാബ് സമതലത്തിൽ വെച്ച് മോശയും പുരോഹിതനായ ഏലിയാസറും കൂടി ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത്. എന്നാൽ മോശയും പുരോഹിതൻ അഹറോനും കൂടി സീനായ് മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിന്റെ കണക്കിൽപ്പെട്ടവരാരും ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചുവെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. യഫുന്നയുടെ മകൻ കാലേബും നൂറിന്റെ മകൻ ജോഷുവയും ഒഴികെ അവരാരും അവശേഷിച്ചില്ല. അധ്യായം 27. ജോസഫിന്റെ മകൻ മനാസെ, അവന്റെ മകൻ മാഖീർ ഗിലിയാദിന്റെയും ഗിലിയാദ് ഹെഫേറിന്റെയും പിതാക്കന്മാർ. ഹെഫേറിന്റെ മകൻ സെലോഫാവാദ്, അവന്റെ പുത്രന്മാരായ മഹ്ല, നോവ, ഹോഗ്ലെ, മിൽക്ക, തിർസ എന്നിവർ മുന്നോട്ട് വന്നു. അവർ സമാധാന കൂടാരത്തിനരികിൽ മോശയുടെയും പുരോഹിതൻ ഏലിയാസാറിന്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അവൻ കോറാഹിനോട് നോർത്ത് കർത്താവിനെതിരായി ഒന്നിച്ചു വന്നവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിന്റെ നാമം ഇസ്രായേൽ നിർമൂലമായി പോകുന്നത് എന്തിന്? അവർ സഹോദരന്മാരുടെയും ഇടയിൽ ഞങ്ങൾക്ക് അവകാശം നൽകുക. മോശ അവരുടെ കാര്യം കർത്താവിന്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, സെലോഹാവിന്റെ പുത്രന്മാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഓരോഹരി അവർക്ക് നൽകണം. അങ്ങനെ അവരുടെ പിതാവിന്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. നീ ഇസ്രായേലിനോട് ഇപ്രകാരം പറയണം, ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം. പുത്രിയും ഇല്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം. സഹോദരന്മാരും ഇല്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം. പിതൃ സഹോദരന്മാരും ഇല്ലെങ്കിൽ നിങ്ങൾ അവന്റെ അവകാശം അവന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം. കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായി. ജോഷുവ മോശയുടെ പിൻഗാമി. അനന്തരം കർത്താവ് മോശയോട് അരുളി ചെയ്തു, അബറിയാം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹറോവിന്റെയും പിതാക്കന്മാരോടും ചേരും. സീൻ മരുഭൂമിയിൽ കദേശിയിലെ മെരിബ ജലാശയത്തിനടുത്ത് വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അവിടുത്തെ ജനം ഇടയനില്ലാതെ ആളുകളെ പോലെ പോകാതെ എല്ലാ കാര്യങ്ങളും അവനെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിനു മേൽ നിയമിക്കാൻ തിരുവുള്ളവാകട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിന്റെ മകനും ആത്മാവിൽ കുടിയുള്ളവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈ വെക്കുക. പുരോഹിതനായ എലിയാസാറിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ നിർത്തി അവർ കാണുകെ നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതെന്നും നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ ഏലിയാസാറിന്റെ മുൻപിൽ നിൽക്കണം. ഏലിയാസർ അവന് വേണ്ടി ഊറിയും വഴി കർത്താവിന്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ ഏലിയാസറിന്റെയും സമൂഹത്തിന്റെ മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു. അധ്യായം 28. ബലികളും ഉത്സവങ്ങളും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക, എനിക്ക് ദഹനബലികളും സുരഭിലമായ ഭോജന ബലികളും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവരോട് പറയണം, നിങ്ങൾ ദഹനബലിക്കായി 1 വയസ്സും ഉള്ള ഊഞ്ഞമറ്റ 2 ആട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം. ഒന്നിനെ രാവിലെയും മറ്റേതിനെ വൈകുന്നേരവും ബലി അർപ്പിക്കണം. കൂടാതെ ധാന്യബലികളുമായി 1 ഹിന്നിന്റെ 4/1 ആയി ശുദ്ധമായ എണ്ണയിൽ ചേർത്ത് 1 എഫ്രായുടെ 10/1 നേരിയ മാവ് അർപ്പിക്കണം. കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി സീനായ് മലയിൽ വെച്ച് നീ നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത്. അതോടൊപ്പം 1 ആട്ടിൻകുട്ടിക്ക് 1 ഹിന്നിന്റെ 4/1 എന്ന തോതിൽ പാനീയബലികളും അർപ്പിക്കണം. കർത്താവിനുള്ള പാനീയബലിക്കായി ലഹരിയിലുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരം ബലി അർപ്പിക്കണം. രാവിലത്തെ ധാന്യബലിയും അതിലെ പാനീയബലികളും പോലെ കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അതിനെ അർപ്പിക്കണം.
സാബത്ത് ദിവസം 1 വയസ്സുള്ള ഊഞ്ഞമത്തെ 2 ആൺ ചെമ്പരിയാടുകളെയും ധാന്യ ബലിയായി ഒരു എഫ്രായിയുടെ 10ൽ 2 എണ്ണ ചേർത്ത നേരിയ മാവും അതിന്റെ പാനീയ ബലികൾ അർപ്പിക്കണം. അനുദിനമുള്ള ദഹന ബലിയും അതിന്റെ പാനീയ ബലിയും കൂടാതെ സാബത്ത് തോറുമുള്ള ദഹന ബലിയാണിത്. മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹന ബലിയായി 2 കാളകൾ, 1 മുട്ടനാട്, 1 വയസ്സുള്ള ഊഞ്ഞമത്ത 7 ചെമ്പ് ആടുകൾ ഇവയെ ബലി അർപ്പിക്കണം. അതോടൊപ്പം ദാനബലിയായി കാളയിൽ 1, ഒരു എഫ്രായിയുടെ 10ൽ 3 മുട്ടനാടിന് 10ൽ 2, ആട്ടിൻകുട്ടിയിൽ 1 10ൽ 1 നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയാണിത്. അവരുടെ പാനീയ ബലികൾ കാളയൊന്ന് 1/2 ഹിൻ, മുട്ടനാടിന് 3ൽ 1 ഹിൻ, ആട്ടിൻകുട്ടിയിൽ 1/4 ഹിൻ എന്ന തോതിലായിരിക്കണം. വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹന ബലിയാണിത്. അനുദിന ദഹന ബലിക്ക് അതിന്റെ പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെ കർത്താവിന് അർപ്പിക്കണം. 1-ാം മാസം 14-ാം ദിവസം കർത്താവിന്റെ പെസഹായാണ്. ആ മാസം 15-ാം ദിവസം ഉത്സവ ദിനമാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിനും ദഹനബലിയായി 2 കാളക്കുട്ടികളെയും 1 മുട്ടനാടികളെയും 1 വയസ്സു ഉള്ള 7 ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം. അവ ഊഞ്ഞമറ്റ ആയിരിക്കണം. അവരുടെ ദാനബലിയുമായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളയിൽ 1, ഒരു എഫ്രായിയുടെ 10ൽ 3, മുട്ടനാടിന് 10ൽ 2, 7 ആട്ടിൻകുട്ടികളിൽ ഓരോന്നിനും 10ൽ 1 എന്ന തോതിൽ അർപ്പിക്കണം. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ പാപപരിഹാരമായി അർപ്പിക്കണം. പ്രഭാതത്തിലെ അനുദിന ബലികൾ ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം. അതുപോലെ തന്നെ 7 ദിവസവും കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയോടുകൂടെ ദാനബലികളും അർപ്പിക്കണം. അത് അനുദിന ദഹനബലിക്കും അതിന്റെ പാനീയ ബലിക്കും പുറമെയാണത്. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. വരോത്സവത്തിൽ കർത്താവിന്റെ നവധാന്യത്തിനായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി 2 കാളക്കുട്ടികളുടെയും 1 മുട്ടനാടിനെയും 1 വയസ്സും ഉള്ള 7 ആൺ ചെമ്പരിയാടുകളെയും അർപ്പിക്കണം. അവയുടെ കൂടെ ദാനബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളക്കുട്ടിയിൽ 1, ഒരു എഫ്രായിയുടെ 10ൽ 3, മുട്ടനാടിന് 10ൽ 2, ആട്ടിൻകുട്ടികൾ 1ന് 10ൽ 1 എന്ന തോതിൽ അർപ്പിക്കണം. നിങ്ങളുടെ വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അവരുടെ ദാനബലിക്കും പുറമെ ഇവയും ഇവയുടെ പാനീയബലികൾ നിങ്ങൾ അർപ്പിക്കണം. അവ ഊഞ്ഞമറ്റതായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധ്യായം 29. 7-ാം മാസം 1-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. അത് നിങ്ങൾക്കും കാഹളം മുഴക്കുവാനുള്ള ദിവസവുമാകുന്നു. കർത്താവിന് മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളക്കുട്ടി, 1 മുട്ടനാട്, 1 വയസ്സുള്ള 7 ആൺ ചെമ്പരിയാടുകൾ ഇവ അർപ്പിക്കണം. അവയുടെ കൂടെ ദാനബലിയിൽക്കായി കാളക്കുട്ടിക്ക് ഒരു എഫ്രായിയുടെ 10ൽ 3, മുത്തനാടിന് 10ൽ 2, ആട്ടിൻകുട്ടിയിൽ 1ന് 10ൽ 1 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ പാപ പരിഹാര ബലിയായി അർപ്പിക്കണം. അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി അതോടൊന്നിച്ച് ഉള്ള ദാനബലി, അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ദാനബലി, നിയമപ്രകാരമുള്ള അവയുടെ പാനീയ ബലി എന്നിവയ്ക്ക് പുറമെ കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത്. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് നിങ്ങൾ ഉപവസിക്കണം, ജോലിയൊന്നും ചെയ്യരുത്. എന്നാൽ ഒരു കാളക്കുട്ടി, 1 മുട്ടനാട്, 1 വയസ്സുള്ള 7 ആൺ ചെമ്പരിയാടുകൾ ഇവയെ കർത്താവിന് മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം. അവ ഊഞ്ഞമറ്റതായിരിക്കണം. അവയോടൊന്നിച്ചുള്ള ദാനബലിക്കായി കാളക്കുട്ടിക്ക് ഒരു എഫ്രായിയുടെ 10ൽ 3, മുട്ടനാടിന് 10ൽ 2, ആട്ടിൻകുട്ടിയിൽ 1ന് 10ൽ 1 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. പരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന പരിഹാര ബലി, അനുദിന ദഹന ബലി, അവയോടൊന്നിച്ചുള്ള ദാനബലി, പാനീയ ബലി എന്നിവയ്ക്ക് പുറമെ പാപപരിഹാരത്തിനായി ഒരു കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ശ്രമകരമായ ജോലിയൊന്നും അന്നും ചെയ്യരുത്. 7 ദിവസം നിങ്ങൾ കർത്താവിന് ഉത്സവമായി ആഘോഷിക്കണം.
കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയുമായി 13 കാളക്കുട്ടികളും 2 മുട്ടനാടുകൾ 1 വയസ്സുള്ള 14 ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ ദഹനബലിക്കായി അർപ്പിക്കണം. അവ ഊഞ്ഞമറ്റതായിരിക്കണം. അവയോടൊന്നിച്ച് ദാനബലിയായി കാളക്കുട്ടി 1 1 എഫ്രാം 10 3, മുത്തനാടിന് 10 2, ആട്ടിൻകുട്ടിക്ക് 1 10 1 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അവയോടൊന്നിച്ചുള്ള ദാനബലിക്കും പാനീയബലിക്കും ഇവയ്ക്ക് പുറമെ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻ മുട്ടിനെ അർപ്പിക്കണം. 2-ാം ദിവസം 12 കാളക്കുട്ടികൾ 2 മുട്ടനാടുകൾ 1 വയസ്സുള്ള ഊഞ്ഞമറ്റ 14 ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത് ദാനബലികളോടും പാനീയ ബലികളോടും കൂടി അർപ്പിക്കണം. അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ദാനബലി പാനീയ ബലി ഇവയ്ക്ക് പുറമെ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. 3-ാം ദിവസം 11 കാള 2 മുട്ടനാട് 1 വയസ്സുള്ള ഊഞ്ഞമറ്റ 14 ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത് ദാനബലികളോടും പാനീയബലികളോടും കൂടി അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ദാനബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം. 4-ാം ദിവസം 10 കാളകൾ 2 മുട്ടനാടുകൾ 1 വയസ്സുള്ള ഊഞ്ഞമറ്റ 14 ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത് ദാനബലികളും പാനീയ ബലികളോടും കൂടി അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ദാനബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. 5-ാം ദിവസം 9 കാളകൾ 2 മുട്ടനാടുകൾ 1 വയസ്സുള്ള ഊഞ്ഞമറ്റ 14 ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത് ദാനബലികളോടും പാനീയ ബലികളോടും കൂടി അർപ്പിക്കണം. അനുദിനം ദഹനബലികളും അതിന്റെ ദാനബലികളും പാനീയ ബലികൾക്കും പുറമെ പാപപരിഹാരമായി 1 കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. 6-ാം ദിവസം 8 കാളകൾ 2 മുട്ടനാടുകൾ 1 വയസ്സുള്ള ഊഞ്ഞമറ്റ 14 ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത് ദാനബലികളോടും പാനീയ ബലികളോടും കൂടി അർപ്പിക്കണം. അനുദിന ദഹനബലികൾക്കും അതിന്റെ ദാനബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാരത്തിനായി 1 കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം. 7-ാം ദിവസം 7 കാളകൾ 2 മുട്ടനാടുകൾ 1 വയസ്സുള്ള ഊഞ്ഞമറ്റ 14 ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവരുടെ എണ്ണത്തിനൊത്ത് ദാനബലിയോടും പാനീയ ബലികളോടും കൂടി അർപ്പിക്കണം. അനുദിന ദഹനബലികൾക്കും അതിന്റെ ധ്യാനബലികൾക്കും പാനീയ ബലികൾക്കും പുറമെ പാപപരിഹാര ബലിക്കായി 1 കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത്. കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ഒരു ദഹനബലിയെ 1 കാളയെയും 1 മുട്ടനാടിനെയും 1 വയസ്സുള്ള ഊഞ്ഞമറ്റ 7 ചെമ്പരിയാടുകളെയും കൂടി അർപ്പിക്കണം. നിയമപ്രകാരം അവയുടെ എണ്ണത്തിനനുസരിച്ച് ദാനബലികളും പാനീയ ബലികളും അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിന്റെ ദാനബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം. നേർച്ചകളും ഭിക്ഷാടന കാഴ്ചകളുമായി നിങ്ങൾ സമ്മേളിക്കുന്ന ദഹനബലികളും ദാനബലികളും പാനീയ ബലികളും എന്നിവയ്ക്ക് പുറമെ നിർദ്ദിഷ്ടമായ ഉത്സവ ദിനങ്ങൾ ഇവയും കർത്താവിന് അർപ്പിക്കണം. കർത്താവ് കൽപ്പിച്ചതെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അധ്യായം 30 സ്ത്രീകളുടെ നേർച്ചകൾ. മോശ ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. ഏതെങ്കിലും യുവതി ഗ്രഹത്തിൽ വെച്ച് കർത്താവിന് നേർച്ച നേരുകയും ശപഥത്താൽ തന്നെ കടപ്പെടുത്തുകയും ചെയ്തിട്ട് അവളുടെ നേർച്ചയെ തന്നെ കടപ്പെടുത്തിയ ശപഥത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ പിതാവ് അവളോട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥത്തിന്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ പിതാവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ദിവസം അത് വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ എല്ലാ നേർച്ചകളും ശബ്ദത്തിന്റെ കടപ്പാടുകളും അസാധുവാകും. പിതാവ് വിലക്കിയത് കൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും. നേർച്ചയോ ചിന്തിക്കാതെ ചെയ്ത തന്നെ കടപ്പെടുത്തിയ ശബ്ദമോ ഉള്ള സ്ത്രീ വിവാഹിതയാവുകയും അവളുടെ ഭർത്താവ് അത് കേട്ട് ദിവസം ഒന്നും പറയാതിരിക്കുകയും ചെയ്ത അവളുടെ നേർച്ചകളും ശബ്ദങ്ങളും കടപ്പാടുകളും സാധുവായിരിക്കും. എന്നാൽ അവളുടെ ഭർത്താവ് ഇത് കേട്ട് വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ നേർച്ചയും വിചാരശൂന്യമായ ശബ്ദത്തിന്റെ കടപ്പാടും അവൻ അസാധുവാക്കുന്നു. കർത്താവ് അവളോട് ക്ഷമിക്കും. എന്നാൽ വിധവയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ നേരുന്ന ഏതൊരു നേർച്ചയും ശബ്ദത്തിന്റെ കടപ്പാടും അവൾക്ക് ബാധ്യതയായിരിക്കും. ഏതെങ്കിലും സ്ത്രീ ഗ്രഹത്തിൽ വെച്ച് നേർച്ച നേരുകയും ശപഥത്താൽ തന്നെ കടപ്പെടുത്തുകയും ചെയ്യും.
എന്നാൽ അവളുടെ ഭർത്താവ് അത് കേൾക്കുമ്പോൾ വില കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചയുള്ള ശബ്ദത്തിന്റെ കടപ്പാടുകൾ അസാധുവായിരിക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേൾക്കുന്ന ദിവസം അവളെ അസാധുവാക്കിയാൽ അവളുടെ നേർച്ചയും ശബ്ദത്തിന്റെ കടപ്പാടും പ്രാബല്യമില്ലാതാകും. അവളുടെ ഭർത്താവ് അവയെ അസാധുവാക്കുകയിരിക്കുന്നു. എന്നാൽ കർത്താവ് അവളോട് ക്ഷമിക്കും. ഏത് നേർച്ചയും ശബ്ദത്തിന്റെ കടപ്പാടുകളും ഒരവളുടെ ഭർത്താവിന് സാധുവോ അസാധുവോ ആക്കാം. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ടിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശബ്ദങ്ങളും അവൻ സ്ഥിരപ്പെടുത്തുന്നു. അവൻ വിലക്കാത്തത് കൊണ്ട് അവ സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് കേട്ടിട്ട് കുറെ നാൾ കഴിഞ്ഞ് നിരോധിച്ചാൽ അവൻ അവളുടെ കുറ്റം ഏറ്റെടുക്കണം. ഭർത്താവും ഭാര്യയും പിതാവും പ്രതിഗ്രഹത്തിൽ വസിക്കുന്ന കന്യകയും പരിപാലിക്കണമെന്ന് മോശ വഴി കർത്താവ് കൽപ്പിച്ച നിയമങ്ങൾ ഇവയാണ്. അധ്യായം 31. മിദ്യാനിനെ നശിപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തിന് വേണ്ടി മിദ്യാൻകാരോട് പ്രതികാരം ചെയ്യുക. അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. മോശ ജനത്തോട് പറഞ്ഞു, മിദ്യാൻകാരുടെ മേൽ കർത്താവിന്റെ പ്രതികാരം നടത്താൻ അവർക്കെതിരെ പുറപ്പെടുന്നതിന് നിങ്ങളുടെ യോദ്ധാക്കളെ ഒരുക്കുകയും ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം. അങ്ങനെ ഇസ്രായേൽ സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിലും നിന്നും 1000 പേർ വീതം 12000 പേരെ യുദ്ധത്തിന് വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള അവരെ പുരോഹിതനായ എലിയാസാറിന്റെ മകൻ ഹിനെഹാസിനോടൊപ്പം യുദ്ധത്തിന് അയച്ചു. ഹിനെഹാസ് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും സൂചന കാഹളങ്ങളും വച്ചിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ മിദ്യാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കി. അവൻ യുദ്ധത്തിൽ വധിച്ചവരുടെ കൂട്ടത്തിൽ ഏവി, രേഖം, സൂർ, ഹൂർ, റേബ എന്ന് 5 മിദ്യാൻ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ബാറോന്റെ മകനായ ബാലാമിന്റെയും അവൻ വാളിനിരയാക്കി. ഇസ്രായേൽക്കാർ മിദ്യാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളിലും ആട്ടിൻപറ്റങ്ങളുടെയും സമ്പത്തൊക്കെ കൊള്ളവസ്തുക്കളുമായി എടുത്തു. അവർ വസിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. കൊള്ളവസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും അടങ്ങിയ എല്ലാ കവർച്ച മുതലും അവർ എടുത്തു. പിന്നീട് തടവുകാരെ കൊള്ളവസ്തുക്കളൊപ്പം ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മോവാബ് സമതലത്തിലെ പാളയത്തിലേക്കും മോശയുടെയും പുരോഹിതനായ ഏലിയാസറിന്റെയും ഇസ്രായേൽ സമൂഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ ഏലിയാസറിന്റെയും സമൂഹ നേതാക്കളും അവന്റെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തു വന്നു. മോശ യുദ്ധം കഴിഞ്ഞു വന്ന സഹസ്രധവന്മാരും ശതാധിപന്മാരുമായ പടത്തലവന്മാരോട് കോപിച്ചു. അവർ പറഞ്ഞു, നീ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുകയാണോ? ഇവരാണ് ബാലാമിന്റെ ഉപദേശപ്രകാരം പേറോയിലെ സംഭവത്തിൽ ഇസ്രായേലിനെതിരെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിന്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളുടെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളുടെയും വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെയും നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിക്കണം. ആരെയെങ്കിലും കൊന്നവനും കൊല്ലപ്പെട്ട ആരെങ്കിലും തോട്ടവനുമായ നിങ്ങളെല്ലാവരും 3-ാം ദിവസം 7-ാം ദിവസം തങ്ങളെ തന്നെയും തങ്ങളുടെ തടവുകാരെയും ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളും കോലാട്ടിൻ രോമം, തടി ഇവയെ കൊണ്ട് നിർമ്മിച്ച സകല വസ്തുക്കളും ശുദ്ധീകരിക്കണം. പുരോഹിതനായ ഏലിയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കന്മാരോട് പറഞ്ഞു, കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമം ഇതാണ്. സ്വർണം, വെള്ളി, ഓട, ഇരുമ്പ്, തകരം, ഈയം മുതലായ തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും അശുദ്ധി വരുത്തണം. പിന്നീട് ശുദ്ധീകരണം ജലം കൊണ്ട് ശുദ്ധീകരിക്കണം. തീയിൽ നശിക്കുന്നവ
വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിക്കണം. 7-ാം ദിവസം നിങ്ങൾ വസ്ത്രം അലക്കണം, അപ്പോൾ നിങ്ങൾ ശുദ്ധരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കൊള്ള മുതൽ പങ്കിടുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീയും പുരോഹിതനായ ഏലിയാസറും സമൂഹത്തിലെ ഗോത്ര നേതാക്കന്മാരുടെ കൂടെ കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിന് പോയ യോദ്ധാക്കന്മാർക്കും സമൂഹത്തിനുമായി 2ആയി ഭാഗിക്കുക. തടവുകാരിലും കാള, കഴുത, ആട് ഇവയിലും 500 വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിന് പോയവരിൽ നിന്ന് വാങ്ങണം. അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കണക്കായി പുരോഹിതനായ ഏലിയാസറിന് കൊടുക്കണം. ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള, കഴുത, ആട് എന്നിവയിൽ നിന്ന് 50-ന് 1 വീതം എടുത്ത് കർത്താവിന്റെ കൂടാരത്തിൽ സേവനത്തിന് അനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം. മോശയും പുരോഹിതൻ ഏലിയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. യോദ്ധാക്കർ കൈവശപ്പെടുത്തിയ കൊള്ള മുതലുകൾ അവശേഷിക്കുന്നവ ഇവയാണ്: 6,70,000 ആടുകൾ, 70,000 കാളകൾ, 61,000 കഴുതകൾ, പുരുഷനെ അറിയാത്ത 30,000 സ്ത്രീകൾ. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ 3,37,600 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ കർത്താവിന്റെ ഓഹരി 675, കാളകൾ 36,000, അതിൽ കർത്താവിന്റെ ഓഹരി 72, കഴുതകൾ 30,600, അതിൽ കർത്താവിന്റെ ഓഹരി 61, തടവുകാർ 10,000, അതിൽ കർത്താവിന്റെ ഓഹരി 32. കർത്താവ് കൽപ്പിച്ചതുപോലെ ആടുകൾ അവിടത്തേക്ക് കാഴ്ച അർപ്പിക്കാനുള്ള ഓഹരി മോശ പുരോഹിതനായ ഏലിയാസറിന് കൊടുത്തു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയിൽ പെടാതെ ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ 3,37,600 ആടുകളും 30,000 കാളകളും 30,100 കഴുതകളും 10,000 തടവുകാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും 50-ന് 1 വീതം കർത്താവിന് കൽപ്പിച്ചതുപോലെ മോശ അവിടുത്തെ കൂടാരത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നീട് സൈന്യ സഹസ്രരുടെ നായകന്മാരായിരുന്നു സഹസ്രന്മാരുടെയും ശതാധിപന്മാരുടെയും മോശയുടെ അടുത്ത് വന്നു. അവർ അവനോട് പറഞ്ഞു, നിന്റെ ദാസനായ നിങ്ങൾ ഞങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി, ഒരാളും നഷ്ടപ്പെട്ടില്ല. ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ പാപപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരുന്നു. മോശയും പുരോഹിതൻ ഏലിയാസറും അവരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിച്ചു. സഹസ്രന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ 10,250 ഷെക്കലായിരുന്നു. യോദ്ധാക്കർ ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടി കൊള്ള മുതൽ എടുത്തിരുന്നു. മോശയും പുരോഹിതനായ ഏലിയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിന് ഒരു സ്മാരകമായി സമാധാന കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അധ്യായം 32.